ഓക്കെ, ലൈവ് ആയി. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നീറ്റിൻ്റെ എക്സാം അടുത്തു, നാളെയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇന്ന് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ 2021 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനതിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം, നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ് മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ACL의 ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ LCR സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട്, സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. സോ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇസ് 10√2 ആംപിയർ തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് അല്ലേ. എന്താണ് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ? ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൻ്റെ ഓവറോൾ റെസിസ്റ്റൻസ് ആണ്. AC സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഓവറോൾ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് തന്നെയാണ് ഇംപിഡൻസ്. Z ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഏത് വോൾട്ടേജും ഏത് കറണ്ടും എടുക്കണമെന്നുള്ളതാണ്. കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ, പീക്ക് വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കറണ്ടിൻ്റെ. സോ പീക്ക് വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് RMS വാല്യൂ കണ്ടുപിടിക്കാമല്ലോ അല്ലേ. RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആയിരിക്കും. അപ്പോൾ 10√2 ആണ് പീക്ക് വാല്യൂ എങ്കിൽ ഡിവൈഡഡ് ബൈ √2 ചെയ്യുമ്പോൾ നമുക്ക് 10 ആംപിയർ ആയിരിക്കും ഇതിൻ്റെ RMS വാല്യൂ. എന്തിനാണ് RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്? കാരണം നമുക്കിതിലെ വോൾട്ടേജിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. എവിടെയൊക്കെയുള്ള ഇൻഡക്ടറിലുള്ള വോൾട്ടേജും കപ്പാസിറ്ററിലുള്ള വോൾട്ടേജും റെസിസ്റ്ററിലുള്ള വോൾട്ടേജും തന്നിട്ടുണ്ട്. ബട്ട് അതെല്ലാം RMS വാല്യൂസ് ആണ്. എപ്പോഴും ആലോചിക്കുക, ഇങ്ങനെ ഒരു വോൾട്ടേജ് തന്നാൽ അതിനെ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ മാത്രമേ പീക്ക് വാല്യൂ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ ഇങ്ങനെ വോൾട്ടേജ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എന്താക്കി എടുക്കണം? RMS വാല്യൂ ആക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ RMS വാല്യൂ ആയതുകൊണ്ടാണ് കറണ്ടിൻ്റെയും RMS വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ 3 വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിലെ നെറ്റ് വോൾട്ടേജ് എന്തായിരിക്കും? RMS വോൾട്ടേജ്, നെറ്റ് വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ അല്ലേ. എന്തായിരിക്കും? റൂട്ട് ഓഫ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസിൻ്റെ സ്ക്വയർ പ്ലസ് VL മൈനസ് VC അല്ലെങ്കിൽ VC മൈനസ് VL ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് റൂട്ട് ഓഫ് 40 സ്ക്വയർ. 40 ആണ് റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് വന്നിരിക്കുന്നത്. മറ്റ് 2 വോൾട്ടേജ് 40ഉം 10ഉം ആണ്. സോ 40 മൈനസ് 10 ദ ഹോൾ സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 വോൾട്ട് എന്ന് കിട്ടും. ഈ 50 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വോൾട്ടേജിൻ്റെ RMS വാല്യൂ ആണ്. അപ്പോൾ കറണ്ടിൻ്റെ RMS വാല്യൂവും കിട്ടി, വോൾട്ടേജിൻ്റെ RMS വാല്യൂവും കിട്ടി. അപ്പോൾ Z-ൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ വാല്യൂസ് നമ്മൾ ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് 5 ഓം എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 4 5 ഓം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എപ്പോഴും ഓർക്കുക. RMS വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ അധിക ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഇതൊരു റയോപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രിസമൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കുന്ന ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. അപ്പോൾ എപ്പോഴും നീറ്റ് എക്സാമിനും ഞാൻ ഈ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ഈ ഫിഗർ ഒന്ന് രണ്ടാമത് വരയ്ക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരരുത്. ഈ ഫിഗറിൽ തന്നെ, തന്നിരിക്കുന്ന ഫിഗറിൽ തന്നെ മാക്സിമം നമ്മൾ വരച്ച് പ്രോബ്ലം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ റേനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണേ മക്കളെ. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? കാരണം ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് അലോങ് ദ നോർമലാണ്. സോ ഒരു റിഫ്രാക്ഷനും ഇല്ലാതെ ഇതിങ്ങനെ കടന്നു പോകും. അലോങ് ദ നോർമൽ തന്നെ കടന്നു പോകും. ഇനി ഇതിൻ്റെ ആംഗിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഇനി ആ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ പറയാലോ. ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇനി ഈ സർഫസിന് ഞാനൊരു നോർമൽ വരയ്ക്കാമെന്ന് വിചാരിക്കും. ആണല്ലോ വേണ്ടത്. ഈ സർഫസിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സർഫസ് മാത്രം നമ്മൾ എടുത്താൽ, അവിടുത്തെ റിഫ്രാക്ഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. ഏത് സർഫസിൻ്റെയാ? ഈ സർഫസിൻ്റെ റിഫ്രാക്ഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. ആ റിഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വന്ന് വീഴുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് 60 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് വേണ്ട ആംഗിൾ ഏതാ? നമുക്ക് വേണ്ട ആംഗിൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ആംഗിൾ ആയിരിക്കും. ആ ആംഗിളിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇത് 30 ഡിഗ്രി തന്നെ ആയിരിക്കും.
അപ്പോൾ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക. അത് വളരെ സിമ്പിളാണ്. ഈ ഒരു സർഫസിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക? സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം എന്നുള്ളതാണ് നമ്മുടെ സ്നെൽസ് ലോ. ഇനി ഇവിടെ ഐ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഈ റിഫ്രാക്റ്റഡ് റേ എങ്ങനെയാണ് പോകുക എന്നുള്ളത്, അല്ലേ? ഇത് എങ്ങനെയാണ് പോകുക എന്നറിയില്ല. ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്, ആംഗിൾ ഓഫ് എമർജൻസ് അല്ലെങ്കിൽ സെക്കൻഡ് സർഫസിലെ ആംഗിളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതണം? സൈൻ 30 ഡിവൈഡഡ് ബൈ സൈൻ ഇ, അല്ലേ? ആംഗിൾ ഓഫ് എമർജൻസ്. ദിസ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ടു ഫസ്റ്റ് മീഡിയം. എപ്പോഴും ആലോചിക്കുക, ഇവിടെ സെക്കൻഡ് മീഡിയം ഏതാ? ഇതാണ് സെക്കൻഡ് മീഡിയം, അല്ലേ? ഇത് എയർ ആണ്, ഇവിടെ എയർ ആണ്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ √3 ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/√3. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിതിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സൈൻ ഇ ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു സൈൻ 30. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ഡയറക്റ്റ്ലി എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇ എന്ന് പറയുന്നത് √3/2 ആണെങ്കിൽ ഇയുടെ വാല്യൂ എത്രയാണ് മക്കളെ? ഇയുടെ വാല്യൂ എത്രയാണ്? സൈൻ 60യുടെ വാല്യൂ ആണ്, അല്ലേ? √3/2. അപ്പോൾ ഇയുടെ വാല്യൂ എന്തായിരിക്കും? സൈൻ 60 ആയിരിക്കും. ഓപ്ഷൻ 1. ക്ലിയർ ആണോ? ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ തോന്നുന്നു. അപ്പോൾ ആ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു തിയറട്ടിക്കൽ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡൈപോളിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഡൈപോളിലേക്ക് കടക്കുന്നതിന് ഒരു പോയിന്റ് ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾ ഈ +Q എന്നുള്ള ചാർജ് എടുത്തു എന്ന് വിചാരിക്കാം. +Q എന്നുള്ള ചാർജിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ +Q എന്നുള്ള ചാർജിന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, അല്ലേ? ഞാനതിനെ F1 എന്ന് പറയുന്നത്, F1 എന്ന് പറയുന്നത് ഈ ആദ്യത്തെ, അതായത് പോസിറ്റീവ് ചാർജിലുള്ള ഫോഴ്സിന്. ഇനി നെഗറ്റീവ് ചാർജിന് എടുത്താൽ നമുക്ക് എന്താ സംഭവിക്കുക? നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? അതിന് ഓപ്പോസിറ്റ് ആയിട്ട്. ഞാനതിന് F2 എന്ന് എഴുതുന്നു. എന്തുകൊണ്ടാണ് ഞാൻ 2 വാല്യൂസ് എഴുതിയത് ഇവിടെ? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം അല്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചിരിക്കുന്നത് നോക്കിയേ. ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണ്. അടുത്തടുത്താണെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ഇങ്ങോട്ട് പോകുന്നതോറും ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുവാണ്. അപ്പോൾ ഈ 2 ചാർജിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഫോഴ്സിൻ്റെ വാല്യൂവും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഏതിലായിരിക്കും കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുക? എവിടെയാണോ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് അവിടെയുള്ള ഫോഴ്സ് ആയിരിക്കും കൂടുതൽ, അല്ലേ? അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം, ഇതിൻ്റെ F1ൻ്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ F2ൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ F1 ഏത് ഡയറക്ഷനിലാണ് മക്കളെ ഉള്ളത്? F1 എന്ന് പറയുന്ന ഡയറക്ഷൻ റൈറ്റിലേക്കാണ്, F2 എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ്. F1 അല്ലേ കൂടുതൽ, അപ്പോൾ റൈറ്റിലേക്കല്ലേ ഇത് മൂവ് ചെയ്യേണ്ടല്ലേ? കൂടുതൽ ഫോഴ്സ് ഉള്ള ഡയറക്ഷനിലല്ലേ ഇത് മൂവ് ചെയ്യുക? അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഒരു സിസ്റ്റം എങ്ങോട്ട് മൂവ് ചെയ്യും? കൂടുതൽ ഫോഴ്സ് എവിടെയാണോ ആക്ട് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത്, അങ്ങോട്ട് മൂവ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ദിസ് വിൽ മൂവ് ടുവേർഡ്സ് റൈറ്റ്. ഇങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യുക. മൂവ് ടുവേർഡ്സ് റൈറ്റ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളതാണ് പല ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. വേറൊരു കാര്യം കൂടിയാണ് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യണോ? എപ്പോഴും ഫിസിക്സിൽ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. ഒരു ഫീൽഡിൽ, ഇതിപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡൊക്കെ അല്ലേ തന്നിരിക്കുന്നത്, ഒരു ഫീൽഡിൽ എപ്പോഴും ഒരു എൻറ്റൈറ്റി മൂവ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി കുറയുന്ന ഡയറക്ഷനിലായിരിക്കും. അതിപ്പോൾ ഗ്രാവിറ്റേഷൻ ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും നമുക്കറിയാലോ, ഒരു മാസിനെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് താഴത്തേക്കല്ലേ വരിക. താഴത്തേക്ക് വരുന്തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയല്ലേ? സിമിലർലി അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുന്ന രീതിയിൽ ഏത് എൻറ്റൈറ്റിയും ഫിസിക്സിൽ ഒരു ഫീൽഡിനകത്ത് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യില്ല. പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി വർക്ക് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നത് എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി കുറയുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് റൈറ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മസ്റ്റ് ഡിക്രീസ്. പൊട്ടൻഷ്യൽ എനർജി കുറയുന്ന രീതിയിലായിരിക്കും എപ്പോഴും ഇത് മൂവ് ചെയ്യുക. സോ ഓപ്ഷൻ 2 ആണ് നിങ്ങളുടെ കറക്റ്റ് ആൻസറിൻ്റെ കോമ്പിനേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ അത് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, അല്ലേ? ഈ 4ാമത്തെ പ്രോബ്ലമാണ് മക്കളെ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതും AC സർക്യൂട്ടിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. പക്ഷേ അധികവും EM വേവ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. ആ ടോപ്പിക്കുകളെല്ലാം തമ്മിൽ മ്യൂച്വലി കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോർമലി
ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ കാണാനാണ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും സാധാരണ നമ്മുടെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും നമ്മൾ സെയിം ആയിട്ടാണ് എടുക്കുക നോർമലി. ചില കണ്ടീഷൻസ് ഉണ്ട്, പക്ഷേ ഇവിടെയൊക്കെ നമുക്കത് സെയിം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സർക്യൂട്ടിലുള്ള കറണ്ട് എന്താണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വോൾട്ടേജിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, V = V0 sin omega t എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് C is the capacitance, കപ്പാസിറ്ററിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താ മക്കളെ സാധാരണ കണ്ടക്ഷൻ കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ പറയുകയാണെങ്കിൽ എന്താ നമുക്കിതിനെ എഴുതാൻ പറ്റുക? കണ്ടക്ഷൻ കറണ്ട് is equal to, നമുക്കറിയാലോ dq/dt അല്ലേ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ് കറണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനല്ലേ ആണ്. അപ്പോൾ ഈ dq/dt ആയതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വെച്ചിട്ടാണ് ഞാനിത് എഴുതിയത്. കാരണം ഈ ക്വസ്റ്റ്യനിൽ കപ്പാസിറ്റൻസും വോൾട്ടേജും വന്നിരിക്കുന്നത്. നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ടല്ലോ, ചാർജ് C = V അല്ലേ. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. ചാർജ് C = V ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ച് എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, C × V0 × sin omega t എന്ന് എഴുതി കൂടെ. കാരണം വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ dq/dt എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? d/dt ഓഫ് ഈ പറയുന്ന ഇക്വേഷൻ ആയിരിക്കും C × V0 × sin omega t. ഓക്കെ അല്ലേ? അപ്പോൾ C × V0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തെടുക്കാം. സൈൻ ഒമേഗ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ മക്കളെ കിട്ടുക? ഒമേഗ × cos omega t എന്ന് കിട്ടും അല്ലേ. ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ. C × omega × V0 × cos omega t. ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ നോക്കി? ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതല്ലേ, V0 × omega × C × cos omega t. അപ്പോൾ അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ചാർജിൻ്റെയും വോൾട്ടേജിൻ്റെയും വാല്യൂസ് വെച്ച് നമുക്ക് കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാം. ആ കറണ്ടിൻ്റെ ഇക്വേഷനെ ചാർജിൻ്റെ ഇക്വേഷൻ എഴുതാം. ചാർജിൻ്റെ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഓഫ് കറണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തതൊരു ഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മളിത് പഠിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഗ്രാഫ് നമ്മൾ പഠിക്കുന്നതാണ്. എന്താ? കറണ്ട് ക്യാരിയിങ് കേബിൾ ഓഫ് റേഡിയസ് ആർ ഇസ് അതിൻ്റെ ഈ കറണ്ട് I is യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ്, മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. ഈ ഗ്രാഫ് നമ്മൾ നോക്കുക. കറണ്ട് ക്യാരിയിങ് വയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിലിണ്ടറാണ് അല്ലേ. ഈ സിലിണ്ടറിൻ്റെ ഇപ്പം നമ്മളൊരു ആ വയറിൻ്റെ ഒരു ക്രോസ് സെക്ഷനൊക്കെ എടുത്താൽ, അല്ലെങ്കിൽ വയറിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുത്താൽ, ഇതൊരു സിലിണ്ടർ അല്ലേ. ഈ സിലിണ്ടറിക്കൽ വയറിനുള്ളിലൂടെ ആയിരിക്കും എന്ത് പോകുന്നത്? കറണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലി ഒരു ആക്സിസ് ഉണ്ടാവും അല്ലേ. ആ സെൻട്രലി ആക്സിസിൽ നിന്നുള്ള ദൂരത്തിനനുസരിച്ച്, ഈ സെൻട്രൽ ആക്സിസുള്ള ദൂരത്തിനാണ് നമ്മളിവിടെ R എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ആലോചിക്കണം, ഇതിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്തുള്ള ഭാഗം, സിലിണ്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ വയറിൻ്റെ അകത്തുള്ള ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഇനി ഇതിൻ്റെ പുറത്തുള്ള ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഇക്വേഷൻ മാറും. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് അല്ലേ. ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഗ്രാഫിനെ പറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആൻസറിലേക്ക് എത്താം. അപ്പോൾ നോക്കുക, അകത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു റേഡിയസ് ആവുന്നത് വരെ, സിലിണ്ടറിൻ്റെ റേഡിയസ് എന്താണോ ആ റേഡിയസ് ആവുന്നത് വരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ വരണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരണം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗത്ത് ആ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വരണം. ദെൻ അത് കഴിഞ്ഞ് സിലിണ്ടറിൻ്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വയറിൻ്റെ പുറത്തേക്ക് കിടക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകും. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഏതാ നമ്മുടെ ശരിക്കുള്ള ഗ്രാഫ്? ഓപ്ഷൻ 3 ആണ് നമ്മുടെ വരുന്നത്. ആദ്യത്തെ കുറച്ച് ഭാഗം ആ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പിന്നെ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ക്ലിയർ ആണ് മക്കളെ? ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണോ? നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് പാരലലി വരുന്നുണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. കോൺവെക്സ് ലെൻസ്, ഒരു കോൺവെക്സ് ലെൻസും അതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. വേറൊരു കോൺകേവ് ലെൻസും ഉണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഉണ്ട്. ദേ ആർ കെപ്റ്റ് അലോങ് ദ സെയിം ആക്സസ് വിത്ത് എ ഡിസ്റ്റൻസ് d ബിറ്റ്വീൻ ദം. അതായത് d ആണ് രണ്ട് ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇഫ് എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഫോളിംഗ് ഓൺ A ലീവ്സ് B ആസ് എ പാരലൽ ബീം, എയിലേക്ക് പാരലലി വരുന്ന ഒരു ലൈറ്റ് റിഫ്രാക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എയിലെ റിഫ്രാക്ഷനും ബിയിലെ റിഫ്രാക്ഷനും കഴിഞ്ഞ് വീണ്ടും ബിക്ക് പാരലലി അല്ലെങ്കിൽ ബിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വീണ്ടും എങ്ങനെയാണ്? പാരലലിയാണ്. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഈ പാരലലി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴാണ് റേസ് പാരലൽ ആവാം? റേസ് പാരലൽ ആവണമെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയണം. ഇനി പാരലൽ റേസ് ആണ് ഒരു ലെൻസിൽ വീഴുന്നതെങ്കിൽ നമുക്കറിയാം അത് ഫോക്കസിലാണ് കൺവേർജ്ഡ് ആവുക അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ
ഫോക്കസിലേക്കായിരിക്കും അതിൻ്റെ കൺവെർജൻസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റഫായിട്ടുള്ള ഫിഗർ ഒന്ന് വരയ്ക്കാം. നിങ്ങളെപ്പോഴും ആലോചിക്കും. ഞാൻ വേറൊരു പേജ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലെൻസിനെ നമ്മളിങ്ങനെ എടുത്തു എന്ന് വിചാരിക്കാം. ഒരു കോൺവെക്സ് ലെൻസും പിന്നെ ഒരു കോൺകേവ് ലെൻസുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടും റഫായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഒരേ ലൈനിൽ ഹൊറിസോണ്ടലി, അപ്പോൾ സെൻറ്ററിലൊക്കെ ഇങ്ങനെ ഒരേ ലൈനിലാണ് ഇരിക്കുന്നത്. ഇത് രണ്ട് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ മക്കളെ നമുക്ക് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത് D. ഓക്കെ അല്ലേ? നമ്മളോട് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഇനി ഒരു റേ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് പാരലൽ, ഇതിന് പാരലലി ഒരു റേ വരിക എന്ന് വിചാരിക്കാം. എവിടെയായിരിക്കും ഇത് കൺവേർജ്? പാരലലി വരികയാണെങ്കിൽ ഇതിൻ്റെ ഫോക്കസിലായിരിക്കും ഈ റേ കൺവേർജ്. അതായത് റിഫ്രാക്ഷൻ കഴിഞ്ഞത് ഇങ്ങനെ പോവും. ഇത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ്, ഇപ്പോൾ ഞാൻ ഈ പോയിന്റാണ് എടുക്കുന്നത് വിചാരിക്കുക. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് ഫസ്റ്റ് ലെൻസ്. അത് നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. എത്രയാ? 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇത് അവിടെ ആയിരിക്കും കൺവേർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ടാമത്തെ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം റേ ഇങ്ങനെ വരിക. ഇവിടെ നിന്നാണ് ഇതിൻ്റെ റിഫ്രാക്ഷൻ തുടങ്ങുന്നത് അല്ലേ? ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ലെൻസിൻ്റെ റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇത് പാരലലി പോകുന്നു എന്നാണ്. സോ ദാറ്റ് മീൻസ് ഇതിങ്ങനെയല്ലേ പോണേ. ഇനി അങ്ങനെ പോകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ വന്ന് വീഴുന്ന റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ പാരലലി പോകണമെങ്കിൽ നമുക്ക് പറയാം ഈ ഡിസ്റ്റൻസ് ഇത് എത്രയായിരിക്കണം? അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദിസ് മസ്റ്റ് ബി ഓൾസോ ഈക്വൽ ടു ദ ഫോക്കൽ ലെങ്ത്. ഏതിൻ്റെ? രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കണം. സോ ദിസ് ഇസ് 5 സെൻറ്റിമീറ്റർ. ഈ രണ്ട് ഐഡിയ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ന്യൂമറിക്കലാണ്. നമ്മൾ ലെൻസ് ഫോർമുലയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും, ഇത് 20യും ഇത് 5 ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 20 - 5 അല്ലേ? 15 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ രണ്ട് ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ആ പാരലൽ റേസിൻ്റെ ആ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. ഫോക്കൽ ലെങ്ത്തും റേസും തമ്മിലുള്ള ആ ഒരു കോൺസെപ്റ്റ്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫൈൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീണ്ടും ഒന്നും കൂടിയും കാണാൻ പറ്റും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണാം. ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി 7th ക്വസ്റ്റ്യൻ. an EM wave of wavelength lambda incident on a photosensitive material of negligible work function. വർക്ക് ഫംഗ്ഷൻ വളരെ കുറവായിട്ടുള്ളൊരു മെറ്റീരിയൽ വന്ന് വീഴുന്നു. മാസ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. ഡേ ബ്രോയിലെ വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. നമ്മൾ ആലോചിക്കുക എപ്പോഴും നമ്മുടെ ഇക്വേഷൻ എന്താ? നമ്മുടെ ഇക്വേഷൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇത് ഈക്വൽ ടു വന്ന് വീഴുന്ന എനർജി ഓഫ് ഫോട്ടോൺ അല്ലേ? എനർജി ഓഫ് ഫോട്ടോൺ മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. ഇതിൽ വർക്ക് ഫംഗ്ഷൻ നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒഴിവാക്കാം. വർക്ക് ഫംഗ്ഷൻ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഈ കേസിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എനർജി ഓഫ് ഫോട്ടോൺ. എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? hc/λ അല്ലേ? hc/λ ആണ്. ഇനി കൈനറ്റിക് എനർജിയും ഈ പറയുന്ന ഡേ ബ്രോയിലെ വേവ് ലെങ്ത് ഒക്കെ തമ്മിൽ എങ്ങനെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. കൈനറ്റിക് എനർജി ഇത് ഈക്വൽ ടു മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m അല്ലേ? p²/2m. ഇനി ഈ പി എന്ന് പറയുന്നത് h/λ ആണ്. ഏതാ ലാംഡ? ഡേ ബ്രോയിലെ വേവ് ലെങ്ത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിക്ക് പകരം എനിക്ക് ഇങ്ങനെ എഴുതാം h² ഡിവൈഡഡ് ബൈ λd². λd എന്നാണ് നമ്മളോട് ഈ ഡേ ബ്രോയിലെ വേവ് ലെങ്ത്തിനെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ എഴുതാം ഡിവൈഡഡ് ബൈ 2m. അപ്പോൾ ഇതിനെ രണ്ടിനെ എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈ കൈനറ്റിക് എനർജീനെ ഈ രണ്ട് ഇക്വേഷൻസിനെയും നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് പറയാം? h² ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഡേ ബ്രോയിലെ വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു hc/λ. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഒരു h ക്യാൻസലായി പോവും. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം λ ഇസ് ഈക്വൽ ടു 2mc. λd² ഉണ്ട് ഇവിടെ. 2mc ഡിവൈഡഡ് ബൈ h ഇൻറ്റു λd². ഇതാണ് ഈ രണ്ട് വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ രണ്ട് കൈനറ്റിക് എനർജീസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യുക. ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ മൊമെൻറ്റും ഡേ ബ്രോയിലെ വേവ് ലെങ്ത്തിൻ്റെ കോൺസെപ്റ്റിന് വെച്ച് നമുക്ക് വേറൊരു ഇക്വേഷനും കിട്ടും. രണ്ടും കൂടെ ക്ലബ് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ റിക്വയർഡ് റിലേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഏതാ വരുന്നത്? ഈ ഓപ്ഷൻ 3 മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു മാത്ത് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഫോർമുലാസ് ആണ്. നമുക്ക് അങ്ങനെ വലിയ
കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസിൻ്റെ ഡയറക്റ്റ് ഫോർമുല അല്ലേ, വേഗം മാച്ച് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് 2 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഒന്ന് ആക്സലറേഷൻ ഇൻറ്റു ടൈം E/m × τ എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് E/m × τ അല്ലേ. അപ്പോൾ എയും ആറും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. സിമ്പിൾ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. റെസിസ്റ്റിവിറ്റിക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് നല്ലത് ഈ പറയുന്ന എസ് എന്നുള്ള ഇക്വേഷനാണ്. കാരണം എന്താ, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും, E/J അല്ലേ. ശരിക്ക് E/σ is equal to E/ρ is equal to J എന്നാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. അല്ലെങ്കിൽ J is equal to σ × E എന്നൊരു ഇക്വേഷൻ ഉണ്ട്. സിഗ്മ എന്ന് പറയുന്ന കണ്ടക്ടിവിറ്റിയാണ്, ഇവിടെ റെസിസ്റ്റിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. J കറണ്ട് ഡെൻസിറ്റി is equal to σ × E എന്നൊരു ഇക്വേഷൻ ഉണ്ട്. സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, E ഡിവൈഡഡ് ബൈ റെസിസ്റ്റിവിറ്റി ഇങ്ങനെ എഴുതാം. അപ്പോൾ ആ ഇക്വേഷനാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി is equal to E ഡിവൈഡഡ് ബൈ J എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ മറന്നു പോരുത്, ഈ ഒരു കണക്ഷൻ. ഓക്കെ, ഇനി റിലാക്സേഷൻ ടൈമാണ്, റിലാക്സേഷൻ പീരിയഡ്. അതിന് മുൻപ് നമുക്ക് കറണ്ട് ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി നമുക്കറിയാം, കറണ്ട് ബൈ ഏരിയ അല്ലേ, കറണ്ട് ബൈ ഏരിയ ആണ്. ഇനി കറണ്ടിന് ഇങ്ങനെ ഒരു ഇക്വേഷനില്ലേ NAE × ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്. ഇതിൽ ഏരിയ പോയി കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി is equal to N × E × ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് എഴുതി കൂടെ നമുക്ക്. അപ്പോൾ ആ ഇക്വേഷനാണ് ഈ 4ാമത്തെ കേസായിട്ട് തന്നിരിക്കുന്നത്. സോ നമുക്ക് അതിനെ ഇങ്ങനെ മാച്ച് ചെയ്യാം അല്ലേ. ഇനി റിലാക്സേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റെസിസ്റ്റിവിറ്റിക്ക് റോ is equal to ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, M ഡിവൈഡഡ് ബൈ NE² ടൗ. ഇതിലെ ടൗ ആണ് റിലാക്സേഷൻ ടൈം. അപ്പോൾ ടൗവിന് നമുക്ക് M ഡിവൈഡഡ് ബൈ NE² റോ എന്ന് എഴുതാം. അപ്പോൾ ആ ഇക്വേഷനാണ് 4ാമത്തെ ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളത്. ഇതൊക്കെ തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ 1ലുള്ള ആ ഒരു കോമ്പിനേഷനാണ് കിട്ടുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലത്തെ മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കോമ്പിനേഷൻസ് എല്ലാം കറക്റ്റായിട്ടല്ലേ വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ എ നമ്മൾ ആറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, ബിയും എസും തമ്മിലാണ് മാപ്പ് ചെയ്യുന്നത്, സി ടു പി ആൻഡ് ഡി ടു ക്യൂ. ക്ലിയർ അല്ലേ? 4 ഡയറക്റ്റ് ഇക്വേഷൻസ് ആയിരുന്നു. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിളായിട്ടുള്ള കെയർലെസ് മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൻ്റെ DK സീക്വൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് അങ്ങനെ മാറി മാറി പോവുകയാണേ. അപ്പോൾ ഓരോ പ്രോസസ്സിലും എന്താണ് സംഭവിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് DK ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, DK ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ബീറ്റ തന്നെ നമ്മൾ ബീറ്റ പ്ലസ് DK, ബീറ്റ മൈനസ് DK ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ മക്കളെ സംഭവിക്കുന്നത്? ആദ്യത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ അറ്റോമിക് നമ്പർ ഇസ് ഡിക്രീസിങ് ബൈ 1. അറ്റോമിക് നമ്പർ ഒരെണ്ണം കുറയുകയാണ്. എപ്പോഴാണ് അറ്റോമിക് നമ്പർ ഒരെണ്ണം കുറയുക? അറ്റോമിക് നമ്പർ ഒരെണ്ണം കുറയുന്നത് ബീറ്റ പ്ലസ് DK സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് എന്താണ്? ബീറ്റ പ്ലസ് DK ആണ് എന്നുള്ളത് ഉറപ്പിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് നമ്പർ 2 കുറയുന്നത് അല്ലേ. Z-1 നിന്ന് Z-3 ആയി. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 2. 2 അറ്റോമിക് നമ്പർ കുറയുവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2 അറ്റോമിക് നമ്പർ കുറയണമെങ്കിൽ പുറത്തേക്ക് പോകുന്ന പാർട്ടിക്കിൾ ഏതായിരിക്കും? നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് പോകുമ്പോഴാണ് 2 അറ്റോമിക് നമ്പർ കുറയുക അല്ലേ. ഇനി മൂന്നാമത്തെ നോക്കുക. ഇത് രണ്ടും മതി നമുക്ക് ആൻസറിലേക്ക് എത്താൻ. ഈ 2 എണ്ണം മതിയാവും നമുക്ക്. കാരണം ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഓപ്ഷൻ 3ലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തണം കേട്ടോ. ഓപ്ഷൻസ് ഒന്ന് നോക്കുക. 2 ഓപ്ഷൻസും കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് എന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് പോവുക. ഇനി മൂന്നാമത്തെ വേണമെങ്കിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? അറ്റോമിക് നമ്പർ ഒരെണ്ണം ഇൻക്രീസ് ചെയ്യാണ് ഇവിടെ അല്ലേ. Z-3 നിന്ന് Z-2 ആയി. ദാറ്റ് മീൻസ് അറ്റോമിക് നമ്പർ ഒരെണ്ണം കൂടി. എപ്പോഴാണ് അറ്റോമിക് നമ്പർ ഒരെണ്ണം കൂടുന്നത്? ബീറ്റ മൈനസ് DK ഇലക്ട്രോൺ പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു മാറ്റം സംഭവിക്കുന്നത്. സോ ബീറ്റ മൈനസ് DK ആണ് മൂന്നാമത്തെ പ്രോസസ്സ്. അപ്പോൾ നമ്മളിത് 3 നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ആ 3 പ്രോസസ്സിനെയും നമ്മളങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ കണക്ഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 4 വയേഴ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ഈക്വൽ ഏരിയ. അപ്പോൾ ഒരു പാരലൽ കണക്ഷനാണ്, പാരലൽ നെറ്റ്വർക്കാണ്. 4 വയേഴ്സിൻ്റെ ഒരു പാരലൽ നെറ്റ്വർക്ക്. ഈക്വൽ ലെങ്ത് ഈക്വൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈക്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ 4 ഈക്വൽ റെസിസ്റ്റേഴ്സിനെ പാരലലി കണക്ട് ചെയ്താൽ എന്താ മക്കളെ? ഒരെണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് 6 ആണെങ്കിൽ പാരലലി കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? R/4 ആയിരിക്കും അല്ലേ. R/4 ആയിരിക്കും നമ്മുടെ പാരലലി ഈക്വൽ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്താൽ. ഇനി ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്.
0.25. ദാറ്റ് മീൻസ് ആർ ബൈ ഫോറിൻ്റെ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ്? 0.25 ആണ്. അപ്പോൾ ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 1 ഓം എന്ന് കിട്ടും അല്ലേ? സിമ്പിൾ ന്യൂമറിക്കൽ 1 ഓം എന്ന് കിട്ടും. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ 4 നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? എന്തായിരിക്കും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ ആലോചിക്കണം, 4 ഈക്വൽ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ 4 ഇൻറ്റു ആർ ആണ് നമ്മുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് അല്ലേ? 4 ഇൻറ്റു ആർ എന്ന് പറഞ്ഞപ്പോൾ എത്ര വരും? 4 ഓം വരും. അപ്പോൾ പാരലൽ ആയിരുന്നപ്പോൾ ആർ ബൈ 4 ആയിരുന്നു. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എത്രയായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് 4 ഓം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസിൻ്റെ സീരീസ് പാരലൽ കണക്ഷൻ്റെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കത് സോൾവ് ചെയ്യാം അല്ലേ? ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ ആൻസർ ഷീറ്റിലും എഴുതാൻ പാടുള്ളൂ. ഞാൻ മിനിമം കാര്യങ്ങളെ ഈ എക്സ്പ്ലനേഷനിൽ എഴുതുന്നുള്ളൂ. അത് നിങ്ങൾ അതേപോലെ എഴുതി നാളെ എക്സാമിന് അങ്ങനെ തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. A particle is released from a height s from the surface. At a certain height, its kinetic energy is 3 times potential energy. ഒരു പാർട്ടിക്കിളിനെ എസ് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴത്തേക്ക് വീഴുമ്പോൾ ഒരു പോയിന്റിലെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ റിലേഷനാണ് തന്നിരിക്കുന്നത്. ആ പോയിന്റിലുള്ള ഒരു ഹൈറ്റ് ഫ്രം ദ സർഫസ് എത്രയാണ്, ആ പോയിന്റിലെ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എത്രയാണ്, 2 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, നമ്മളിത് സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം കൺസർവേഷൻ ഓഫ് എനർജിയുടെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ നോക്കുക, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എസ് എന്നുള്ള ഹൈറ്റിലാണ് ആദ്യം അത് ഇരിക്കുന്നത് അല്ലേ? ഇവിടെ നിന്ന് ഇതിനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണം ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഇനീഷ്യലി ഇതിൻ്റെ കൈനറ്റിക് എനർജിയും എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ എസ് ഹൈറ്റിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് മക്കളെ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ് അല്ലേ? എച്ച് എന്ന് പറയുന്ന ഇവിടുത്തെ ഹൈറ്റിനെ എനിക്ക് എസ് ആയിട്ട് എഴുതാം. അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റിൽ അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി എം ജി എസ് ആണ്. ഇനി ഒരു പെർട്ടിക്കുലർ ഹൈറ്റ്, ഇത് താഴെ എത്തി ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ എത്തുന്ന, അപ്പോൾ ഇവിടെയാണ് എത്തുന്നത് വിചാരിക്കാം. ആ പോയിന്റിൽ എത്തുമ്പോൾ ഹൈറ്റ് എച്ച് ആണ് സർഫസിൽ നിന്ന് നമുക്കെടുക്കാം. ഈ ഹൈറ്റിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലൊരു ഇക്വേഷനാണ് അല്ലെങ്കിൽ ഒരു റിലേഷനാണ് തന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇസ് 3 times ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഇവിടെ എത്തുന്ന സമയത്തെ ഇതിൻ്റെ കൈനറ്റിക് എനർജി, ഞാനതിനെ KE2 എന്ന് വിളിക്കുന്നു. ദിസ് ഇസ് 3 times ഇറ്റ്സ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി ഈ ഇവിടുത്തെ ടോട്ടൽ എനർജി അപ്പോൾ എത്രയായിരിക്കും? ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 3 times പൊട്ടൻഷ്യൽ എനർജിയാണ്, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ. സോ ദാറ്റ് ഇസ് 4 times ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് മക്കളെ? എച്ച് ഹൈറ്റിലാണ്. സോ 4 ഇൻറ്റു mgh എന്ന് എനിക്ക് എഴുതി കൂടെ? എഴുതാം. ഇനിയാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജി വെച്ച് നമുക്ക് ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. കാരണം ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണെന്നാണ് കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ പോയിന്റിലുള്ള ടോട്ടൽ എനർജിയും രണ്ടാമത്തെ പോയിന്റിലുള്ള ടോട്ടൽ എനർജിയും സെയിം ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ പോയിന്റിലുള്ള ടോട്ടൽ എനർജി നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എനിക്കിതിനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, mg ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ പോയിന്റിലുള്ള ടോട്ടൽ എനർജി നമ്മളിപ്പോൾ പറഞ്ഞു 4 times mgh ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ mg അങ്ങ് ക്യാൻസൽ ആയി പോയില്ലേ? അപ്പോൾ h എന്തായിരിക്കും? h ഇസ് ഈക്വൽ ടു s ഡിവൈഡഡ് ബൈ 4 എന്ന് വരില്ലേ? അപ്പോൾ ആദ്യത്തെ വാല്യൂ നമുക്ക് കിട്ടി, ഹൈറ്റിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? s ഡിവൈഡഡ് ബൈ 4 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. പക്ഷേ s/4 കിട്ടിയതുകൊണ്ട് ആയില്ല, ഇത് 3 ഓപ്ഷനിലുണ്ട് അല്ലേ? 3 ഓപ്ഷനിൽ s/4 ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ അല്ലെങ്കിൽ സ്പീഡിൻ്റെ വാല്യൂ കൂടെ കിട്ടിയാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്പീഡിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് കൈനറ്റിക് എനർജിയെ പറ്റി നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ? കൈനറ്റിക് എനർജി 3 times പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചൊക്കെ എഴുതിയത് അല്ലേ? അപ്പോൾ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി കൂടെ? ഈ രണ്ടാമത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ½ mv² ആണ്. ഈ v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ½ mv² ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 times ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി, 3 times ഇറ്റ്സ് mgh. എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ? എന്താണ്? s/4 ആണ്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ m നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. റീഅറേഞ്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് v ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു 2 ഇൻറ്റു g ഇൻറ്റു s ഡിവൈഡഡ് ബൈ 4, അല്ലെങ്കിൽ ഒരു 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ √3/2 gs.
ക്ലിയർ ആണ് മക്കളെ? ഇത് കംപ്ലീറ്റ്ലി 2 അടക്കം റൂട്ടിൻ്റെ അകത്താണ്, ശ്രദ്ധിക്കണം. കാരണം നമ്മളെ തെറ്റിക്കാനുള്ള എല്ലാതരം ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഓപ്ഷൻ 2 നോക്കി, ആ 2 റൂട്ടിൻ്റെ പുറത്താണ് അല്ലേ? അപ്പോൾ ഇതല്ല, 2 അടക്കം റൂട്ടിൻ്റെ അകത്താണെന്നുള്ളത് ആലോചിക്കുക. ഓപ്ഷൻ 4 ആണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് യൂസ് ചെയ്തത്. ആ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ഹൈറ്റും കണ്ടുപിടിച്ചു. ദെൻ അതുപയോഗിച്ച് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വെച്ച് വെലോസിറ്റി കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയയുടെ ഹാഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ലൈഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 100 hours ആണ്. വാട്ട് ഇസ് ദ ഫ്രാക്ഷൻ ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി ദാറ്റ് വിൽ റിമെയിൻ ആഫ്റ്റർ 150 hours? അപ്പോൾ ഈ ആക്ടിവിറ്റിയുടെ റേഷ്യോ അല്ലെങ്കിൽ ഇതേ റേഷ്യോ തന്നെയാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയായി റിമൈനിങ് അതിൻ്റെ റേഷ്യോ ആയിട്ടും വരുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട് ഹാഫ് ലൈഫ് വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റുന്ന n/n0. അതല്ലെങ്കിൽ ആക്ടിവിറ്റിയുടെ ബേസിലാണെങ്കിൽ A/A0. ഇത് രണ്ടും സെയിം വാല്യൂ അല്ലെങ്കിൽ സെയിം ഇക്വേഷൻ ആണ് വരിക, സെയിം കാര്യമാണ് വരിക. ദിസ് ഇസ് ഈക്വൽ ടു 1/2n എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഇല്ല. സ്മോൾ n എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ആണ്. നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സമയം ഡിവൈഡഡ് ബൈ ഒരു ഹാഫ് ലൈഫിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കിതിൽ ഈ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ 150 hours ആണ് അല്ലേ? 150 hours ആണ് നമ്മുടെ കഴിഞ്ഞു പോയ സമയം. സോ 150 ഡിവൈഡഡ് ബൈ 100 ആണ് സ്മോൾ എന്നിൻ്റെ വാല്യൂ, നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സിൻ്റെ വാല്യൂ, വിച്ച് ഇസ് 3/2 അല്ലേ? 3/2 ഹാഫ് ലൈഫ് പീരീഡ് ആണ് കഴിഞ്ഞത്. സോ നമ്മളിതിൽ ആദ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1/2^3/2. എന്താ മക്കളെ 2^3/2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2 × √2 അല്ലേ? അല്ലെങ്കിൽ 1/2√2 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. ഈ ഒരു റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫ്രാക്ഷൻ ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി ദാറ്റ് വിൽ റിമെയിൻ ആഫ്റ്റർ 150 hours എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 വിച്ച് ഇസ് 1/2√2. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാനത് സ്പീഡിൽ പറഞ്ഞു പോവാണ്, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു കൂളിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 90 to 80 ആവുന്നു, റൂം ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഇനി 80 to 60 അറ്റ് ദ സെയിം റൂം ടെമ്പറേച്ചർ ആവണമെങ്കിൽ എന്തായിരിക്കും സമയം എന്നാണ്. അപ്പോൾ ഈ സമയവും കൂളിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ഏതാണ് മക്കളെ? ആ ഒരു റിലേഷൻ ഏതാണ്? ന്യൂട്ടൺസ് ലോ ആണ് അല്ലേ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ചിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവണം. ഇനി എന്താണ് ഈ ന്യൂട്ടൺസ് ലോ വെച്ച് നമ്മൾ ചെയ്യേണ്ടത്? ഞാനിത് വേറൊരു പേജിൽ എഴുതുന്നുണ്ട് എൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം കൂൾ ചെയ്യുന്നത് 90-ൽ നിന്ന് 80-യിലേക്കാണ്. സോ 90 - 80 ഡിവൈഡഡ് ബൈ ടി ആണ് സമയം. ആൻഡ് നമുക്കറിയാം ദിസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ. ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 90 + 80/2 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ആണ്. ഇതാണ് ആദ്യത്തെ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന റിലേഷൻ. ഇനി 80 to 60 ആവണമെങ്കിലുള്ള സമയത്തിൻ്റെ റിലേഷനാണ് വേണ്ടത്. സോ ഇതേപോലെ ഞാൻ എഴുതുന്നു. ആ സമയത്തിന് T2 എന്ന് എഴുതുന്നുണ്ട്. പ്രൊപ്പോർഷണൽ ടു ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 80 + 60/2 മൈനസ് 20 തന്നെയാണ് സറൗണ്ടിങ് ടെമ്പറേച്ചർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 10/T ഡിവൈഡഡ് ബൈ, ഞാൻ ഈ രണ്ട് ഇക്വേഷനെ അങ്ങ് ഡിവൈഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ 20/T2 ഇത് ഈക്വൽ ടു 90 + 80/2 എന്ന് പറയുന്നത് 85 ആണ്, മൈനസ് 20 ഡിവൈഡഡ് ബൈ 70 - 20. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടി. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് T2 ഇത് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 65/50 × T × 20/10 എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ നമ്മളൊന്ന് വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 13/5 × T. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ആണ് ഈ ടോപ്പിക്. ആ ന്യൂട്ടൺസ് ലോ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഈ ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ആൻസറിൽ അല്ലേ?
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. നമുക്ക് കിട്ടിയത് 13/5 × t എന്നുള്ള ആൻസറാണ്. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ 2. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് എമിറ്റഡ് ബൈ എ സോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പവറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് അല്ലേ? എന്താ ഇക്വേഷൻ? പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം ആണെന്ന് നിങ്ങൾക്കറിയാം. എനർജി ഈസ് ഈക്വൽ ടു hν അല്ലെങ്കിൽ hc/λ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പവറിന് ശരിക്കും ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, hc/λ. ഇതൊരു ഫോട്ടോണിൻ്റെ എനർജി ആയിരിക്കും ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് പവറിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മളോട് വേണ്ടത് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് N/T എന്നുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്മോൾ n എന്നും നമ്മൾ ഇക്വേഷനിൽ എഴുതി പഠിച്ചിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ഈക്വൽ ടു nhc/λ. ഈ ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. പവറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, സി നമുക്കറിയാവുന്നതാണ് 3 × 10⁸ അല്ലേ? ലാംഡയുടെ വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് n is equal to 3.3 × 10⁻³ 6.6 × 10⁻34 × 3 × 10⁸ divided by നമുക്കത് ഇക്വേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ n is equal to എന്നുള്ളതല്ലേ വേണ്ടേ? p × λ divided by h × c അല്ലേ? അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3.3 × 10⁻³ ഇൻറ്റു 600 നാനോമീറ്റർ ആണ്. സോ 600 × 10⁻9 എന്ന് എഴുതണം. 600 നാനോമീറ്റർ ആണ്. ദെൻ എച്ചിൻ്റെ വാല്യൂ 6.6 × 10⁻34, സിൻ്റെ വാല്യൂ 3 × 10⁸. ഇത് എല്ലാം സിമ്പിൾ ന്യൂമറിക്കലാണ്, കട്ട് ചെയ്ത് പോകുന്ന ന്യൂമറിക്കലാണ്. 3.3ഉം 6.6ഉം കട്ട് ചെയ്ത് പോകും അല്ലേ? ദെൻ 2 × 3 6 ആണ്. ആ 6ഉം ഈ 600ലെ 6ഉം നമ്മൾ കട്ട് ചെയ്ത് പോകും. ബാക്കി 10⁻² എന്നുള്ള പവറിൽ മാത്രമേ ഇതിൻ്റെ ആൻസേഴ്സ് വരുള്ളൂ. നമ്മൾ പവേഴ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് 10⁻16 എന്ന് വരും. 10⁻16 അല്ലേ? അത് ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ 3 ആണ് വരുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. ഈ ന്യൂമറിക്കൽസ് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂമറിക്കൽസ് ആയിരിക്കും അധിക ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിന് അങ്ങനെ തന്നെ സോൾവ് ചെയ്യുക. അല്ലാതെ നമ്മൾ നോർമൽ നമ്മുടെ സാധാരണ ഡിവിഷൻ വെച്ച് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കൊന്നും പറയാൻ, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താ? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫ്രീക്വൻസി n ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. എപ്പോഴും ആലോചിക്കുക, മൂവ്മെൻറ്റിൻ്റെ ഫ്രീക്വൻസി എന്താണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും എനർജിയുടെ ഫ്രീക്വൻസി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിനെ ആണെങ്കിലും കൈനറ്റിക് എനർജിനെ ആണെങ്കിലും ടോട്ടൽ എനർജിനെ ആണെങ്കിലൊക്കെ ഫ്രീക്വൻസി എന്തായിരിക്കും? 2 times ഇറ്റ്സ് ഫ്രീക്വൻസി ഓഫ് മൂവ്മെൻറ്റ്. ഫ്രീക്വൻസി ഓഫ് മൂവ്മെൻറ്റ് എന്നുള്ളത് n ആണെങ്കിൽ 2n ആയിരിക്കും നമ്മുടെ ഫ്രീക്വൻസി. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ടോപ്പിക്ക് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു 5 സെക്കൻഡിൽ ആൻസർ ചെയ്യാൻ പറ്റും. അവരൊന്നും പേനയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സോൾവ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. A straight conductor carries a current 5 ampere. Electron is moving with a speed. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്, ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഇലക്ട്രോൺ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും എന്തുണ്ടാവും മക്കളെ? ഇതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? ബി ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫോഴ്സിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, F is equal to QVB ഇൻറ്റു സൈൻ തീറ്റ ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, QVB എന്നുള്ള ഇക്വേഷനാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി Q എന്ന് പറയുന്ന ചാർജ് ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട് നമുക്കറിയാം വെലോസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ബിയുടെ വാല്യൂ ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടില്ല, പകരം ഈ കറണ്ടിൻ്റെ ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഇനി ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള ബിയുടെ വാല്യൂ എന്താ? അതിന് വേറൊരു ഫോർമുലയുണ്ട്, μ0I ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? എന്താണോ നമ്മളിപ്പോൾ എടുക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അത് 20 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് ഈ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടില്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വാല്യൂ എന്തായിരിക്കും? ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. വെലോസിറ്റി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ? 10⁵. ഇതാണ് വെലോസിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്, 10⁵ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ബിക്ക് പകരം നമ്മൾ ഈ
ക്വാണ്ടിറ്റീസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ മ്യൂ സീറോൻ്റെ വാല്യൂ എത്ര മക്കളെ? മ്യൂ സീറോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ ആണ്. ആ വാല്യൂ മറന്നു പോകരുത്. ഇവിടുത്തെ കറണ്ടിൻ്റെ വാല്യൂ 5 ആംപിയർ ആണ് നമ്മളോട് തന്നിരിക്കുന്നത്. ×2/2π ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിന് മീറ്റർ ആകാൻ മറക്കരുത്. 20 × 10⁻². ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് വേണ്ടത്. ഇത് സോൾവ് ചെയ്യാം. ഈ ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്ത് പോകുന്ന ന്യൂമറിക്കൽസ് ആണിത്. ഇത് കട്ട് ചെയ്ത് പോകുന്ന ന്യൂമറിക്കൽസ് ആയതുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസർ വരുമ്പോൾ 1.6 × 5 × 10⁻20 എന്ന് വരും. 1.6 × 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 × 10⁻20 എന്ന് വരും നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ആ ഫോർമുലയും ആ ഒരു കോൺസെപ്റ്റും മനസ്സിലാക്കുക. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇത് 2021 നീറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ കുറച്ച് ലെങ്തി പേപ്പറായിരുന്നു. ശരിക്കും കുറച്ച് ടഫായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്തിട്ടുള്ള പേപ്പറാണ്. കുറച്ച് ലെങ്തി പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തേക്ക് ഒരു പാറ്റേൺ വെച്ച് നോക്കിയാൽ നമുക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നോർമലി ഇപ്പോൾ ഈ വർഷമൊക്കെ ഈ ഒരു ടോപ്പിക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇതിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി തരുമായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ്ലി തരും. എന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ആ ഒരു സ്റ്റെപ്പായിരിക്കും നമുക്ക് ഈ വർഷമൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഇത്തിരി ലെങ്തി ആയിരുന്നു 2021 പേപ്പർ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം രണ്ട് സൈഡിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്താലാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുക. എന്താണ് ഫോഴ്സ്, ആക്സിലറേഷൻ ആൻഡ് ടൈം ആർ ചോസൺ ആസ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഡയമെൻഷൻ ഓഫ് എനർജി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മാരത്തോൺ ക്ലാസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? എനർജി രണ്ട് സൈഡിലുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് എഴുതേണ്ടത് എനർജിയാണ് ഈ സൈഡിലുള്ളത്. ഇതിനെ ഫോഴ്സിൻ്റെയും ആക്സിലറേഷൻ്റെയും ടൈമിൻ്റെയും ടേമിൽ എങ്ങനെ എഴുതാം എന്നാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പവർ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സിൻ്റെ പവർ എന്തായിരിക്കും, ആക്സിലറേഷൻ്റെ പവർ എന്തായിരിക്കും, ടൈമിൻ്റെ പവർ എന്തായിരിക്കും എന്നാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? രണ്ട് സൈഡിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുക. എനർജി എന്ന് പറയുന്നത് ml²T⁻² ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml⁻² ആണ്. അപ്പോൾ അതിൻ്റെ പവർ a ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് l⁻² ആണ്. റേസ് ടു അതിൻ്റെ പവർ, ടൈം റേസ് ടു അതിൻ്റെ പവർ. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും രണ്ട് സൈഡിലുള്ള പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് A, B, Cയുടെ വാല്യൂസ് കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ആൻസറിലേക്ക് ഡയറക്റ്റ്ലി പോവുകയാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതൊക്കെ ആയിരിക്കും. A1 കിട്ടും, B1 കിട്ടും, C എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ F⁻1, A⁻1, T⁻2 ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ബാക്കി ചെയ്ത് നോക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഫോർമുലാസ് ആയിരുന്നു. നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? √3RT/m എന്നുള്ളതാണ് RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ. പ്രഷറിൻ്റെ 1/3 ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു V² അല്ലെങ്കിൽ N × M × V² എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. സോ അതിനെ നമുക്ക് എഴുതാം. അപ്പോൾ A എന്നുള്ളത് Qയിലേക്കും B എന്നുള്ളത് Pയിലേക്കും നമ്മൾ ഓൾറെഡി മാപ്പ് ചെയ്തു. ദെൻ ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 3/2 kT ആണ്. സോ അത് നമുക്കറിയാം. ടോട്ടൽ ഇൻറ്റേർണൽ എനർജി ഓഫ് 1 mole ഓഫ് എ ഡയറ്റോമിക് ഗ്യാസ്. ഡയറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ വരുന്നത് 5 ആണ്. നമുക്കറിയാം ഏത് ഇതാണെങ്കിലും ഈ പറയുന്ന ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു F/2 × R × T. ഒരു മോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എഫിൻ്റെ വാല്യൂ 5 ആയതുകൊണ്ടും എന്നിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടും ഇറ്റ് ഈസ് 5/2 RT എന്നുള്ള ഈ ഒരു ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. സോ അതാണ് നമ്മുടെ 4 ഇക്വേഷൻസും വരുന്നത്. ഓപ്ഷൻ 3 ആണ് നമുക്ക് കറക്റ്റായിട്ട് വരും. A, Q, B, P, then C, S, D, R എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ മാച്ച് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A block slides down a smooth inclined plane. ഇതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. SN be the distance traveled by the block in the interval n-1 to n.
അപ്പോൾ എന്താണ് എസ് എൻ? നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നില്ലേ? എന്തായിരുന്നു ആ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു n-1/2 എന്നൊരു ഇക്വേഷൻ പഠിക്കുന്നില്ലേ മക്കളെ? നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇതാണ് ഇതിനെങ്ങനെ വളച്ചു പിടിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് nth സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ n+1th സെക്കൻഡിലുള്ള ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ എസ് എൻ എന്ന് പറയുന്നതാണെങ്കിൽ Sn+1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Sn+1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഒന്നും മാറ്റമില്ല, u പ്ലസ് സെയിം ബോഡിയുടെ മൂവ്മെൻ്റ് അല്ലേ നമ്മൾ പറയുന്നത്, u പ്ലസ് എ ഇൻറ്റു n+1 - 1/2 എന്ന് വരും. അല്ലെങ്കിൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? u പ്ലസ് എ ഇൻറ്റു n 1 - 1/2 എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ് അല്ലേ. അപ്പോൾ n+1/2 എന്ന് വരും. ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇതിൻ്റെ റേഷ്യോ എടുത്താൽ എന്ത് വരും? ഇതിലെ ഈ യു എന്നുള്ള ടേമിനെ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ, ഇത് ഞാൻ ഇക്വേഷൻ എഴുതിയതാണ്, ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ എ സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ യുവിൻ്റെ വാല്യൂ നമുക്ക് എന്താക്കി എടുക്കാം? 0 ആക്കി എടുക്കാം. അപ്പോൾ ഈ റേഷ്യോ Sn ഡിവൈഡഡ് ബൈ Sn+1 എന്നുള്ള റേഷ്യോ എന്ത് വരും മക്കളെ? n-1/2 ഡിവൈഡഡ് ബൈ n+1/2 എന്ന് വരും. ഇനി നമുക്ക് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഈ ഫോമിലല്ല, ആ 1/2നെ നമ്മൾ ഫ്രാക്ഷനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 2n-1 ഡിവൈഡഡ് ബൈ 2n+1 എന്ന് വരും. ഇതാണ് നമുക്ക് ഈ ഓപ്ഷനിലുള്ള ഫോമിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ കിട്ടേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആയിട്ട് കൊടുത്തിരുന്നു എന്ന് മാത്രം. നമ്മൾ പഠിക്കുന്നൊരു ഇക്വേഷനാണ്, ഡയറക്റ്റ്ലി പഠിക്കുന്നൊരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണത് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 20th ക്വസ്റ്റ്യൻ. ഒരു ന്യൂക്ലിയസ് മാസ് നമ്പർ 240 ആണ്, ബ്രേക്സ് ഇൻറ്റു 2 ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ Δm×c² ആണ് അല്ലേ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ബൈൻഡിങ് എനർജിയുടെ c² ആവശ്യമില്ല, കാരണം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഒരെണ്ണം 7.6ഉം മറ്റത് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടുമാണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ആദ്യത്തതിൻ്റെ ന്യൂക്ലിയായി എന്ന് പറഞ്ഞാൽ 240 ആണ് അതിൻ്റെ മാസ് നമ്പർ. അപ്പോൾ അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതിലുണ്ടെന്നാണ്. ഒരു പാർട്ടിക്കിളിൻ്റെ എനർജിയുടെ വാല്യൂ ആണ് നമുക്ക് 7.6 എന്ന് തന്നിരിക്കുന്നത്. ഇനി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8.5 ആവും. പക്ഷേ മാസ് നമ്പർ എന്ന് പറയുന്നത് 120യുടെ 2 ഫ്രാഗ്മെൻറ്റ്സ് ആവും. 120 മാസ് നമ്പറുള്ള 2 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടത് മാറും. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഇത്രയും ഡാറ്റ അതിൽ തന്നിട്ടുണ്ടെങ്കിലും സിമ്പിളാണ്. ആദ്യത്തെ എനർജി എന്ന് പറഞ്ഞാൽ 240 × 7.6 ആയിരിക്കും. രണ്ടാമത്തെ എനർജി എന്ന് പറഞ്ഞാൽ അതായത് ഈ പ്രോസസ്സിന് ശേഷമുള്ള എനർജി എന്ന് പറയുന്നത് 120 × 2 എന്താ 2 2 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇൻറ്റു ഓരോ ഫ്രാഗ്മെൻറ്റിൻ്റെ എനർജി എത്രയാണ്? 8.5 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേണ്ടത്. ശരിക്കും 240 × 7.6ഉം 240 × 8.5ഉം അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഈ പറയുന്ന ബൈൻഡിങ് എനർജി അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 240 × 8.5 - 7.6 ആയിരിക്കും. അല്ലെങ്കിൽ 240 × 0.9 നമുക്ക് പറയാം. യു വിൽ ഗെറ്റ് 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അത് ആ പ്രോസസ്സിന് മുൻപുള്ള ടോട്ടൽ എനർജി എന്താണോ നോക്കുക, അത് കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ എനർജി എന്താണോ നോക്കുക, ജസ്റ്റ് ഡിഫറൻസ് എടുക്കുക. സിമ്പിൾ ന്യൂമറിക്കലാണ് ആ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യനും കോൺസെപ്റ്റും ആണത്. ക്ലിയർ ആണോ? ഇനി അടുത്തതൊരു ഡയറക്റ്റ് സ്ക്രൂ ഗേജിൻ്റെ പ്രോബ്ലമാണ്. സ്ക്രൂ ഗേജിൻ്റെ പ്രോബ്ലം നമുക്കറിയാം. സ്ക്രൂ ഗേജിൻ്റെ ഇക്വേഷൻ എന്താ? സ്ക്രൂ ഗേജിൻ്റെ റീഡിങ്ങിന് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. റീഡിങ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് മെയിൻ സ്കെയിൽ റീഡിങ് തന്നിട്ടുണ്ട്, സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. ദെൻ ഒരു ഡാറ്റയാണ് തന്നിരിക്കുന്നത്. 1 millimeter ഓൺ മെയിൻ സ്കെയിൽ കറസ്പോണ്ട്സ് ടു 100 ഡിവിഷൻസ് ഓൺ സർക്കുലാർ സ്കെയിൽ. അങ്ങനെ ഒരു ഡാറ്റയാണ് തന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഈ വയറിൻ്റെ ശരിക്കുള്ള ഡയമീറ്റർ? ഇത് അളന്നപ്പോൾ ഉള്ള ഡാറ്റകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം ഏത് റീഡിംഗ് ആണെങ്കിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്കെയിൽ റീഡിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസ്, ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. 1 millimeter ആണ് ഒരു മെയിൻ സ്കെയിൽ റീഡിംഗ്, 100 ഡിവിഷൻസ് ആണ് സർക്കുലാർ സ്കെയിലുള്ളത്. അപ്പോൾ ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ 1/100 millimeter ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ഇവിടെ 0 ആണ്. അപ്പോൾ 0 millimeter പ്ലസ് 52 ആണ് സർക്കുലാർ സ്കെയിൽ റീഡിംഗ്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1/100 millimeter ആണ്.
അപ്പോൾ നമ്മളിതെല്ലാം കൂടെ സോൾവ് ചെയ്ത് വരുമ്പോൾ യു വിൽ ഗെറ്റ് 0.52 മില്ലിമീറ്റർ. 0.52 മില്ലിമീറ്റർ എന്നാണ് വരിക. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, യൂണിറ്റ് മാറിയിട്ടുണ്ട്, എല്ലാം സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലേ, മില്ലിമീറ്ററിലല്ല. അപ്പോൾ യൂണിറ്റ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 0.052 സെൻറ്റിമീറ്റർ അല്ലേ. വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമ്മുടെ കറക്റ്റ് ആൻസർ 0.052 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കപ്പാസിറ്റൻസിൻ്റെ സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ഇഫക്റ്റീവ് ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും നോക്കുക, ഈ കപ്പാസിറ്റർ നോക്കി, ഇതിൻ്റെ ഇപ്പുറത്തൊരു ബൈപ്പാസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഇല്ലേ അല്ലേ. ഈ ബ്രാഞ്ചിന് ഒരു അർത്ഥമുള്ളൂ മക്കളെ, നമ്മൾ ഈ കപ്പാസിറ്ററിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റെസിസ്റ്റൻസ് ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും ഇതിനെ ബൈപ്പാസ് ചെയ്യുന്ന വേറെ ഒന്നുമില്ലാത്തൊരു ബ്രാഞ്ച് ഇതിനിങ്ങനെ പാരലലി പോകുന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് സർക്യൂട്ടിലുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. ചാർജ് ഫ്ലോ എന്നൊന്നും പറയുന്നത് ഇത് കൂടെ ഉണ്ടാവില്ല. ചാർജിൻ്റെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അക്യുമുലേഷനോ ഒരിക്കലും ഈ കപ്പാസിറ്ററിലേക്ക് വരില്ല. അപ്പോൾ ഇത് ഇല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതില്ലെങ്കിൽ പിന്നെ 2 കപ്പാസിറ്ററല്ലേ ഉള്ളൂ, ഇതും ഇതും അല്ലേ. 2 കപ്പാസിറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലലി ആണ്. സോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ കപ്പാസിറ്ററിനെ കളയുക, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 കപ്പാസിറ്റേഴ്സ് പാരലലി വന്നാൽ എന്ത് വരും? 2C ആയിരിക്കും നമ്മുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലേ. സോ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ആലോചിക്കാം. ഇനി 23rd ക്വസ്റ്റ്യൻ, അതും എനിക്ക് കൂടുതലൊന്നും പറയാനില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക, ലാർജ് ഫോക്കൽ ലെങ്ത്തും ലാർജ് അപ്പർച്ചറും എന്തുകൊണ്ട് ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന് വരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം അതിൻ്റെ റീസൺസ് ആണ് അല്ലേ. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. ലാർജ് അപ്പർച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി, അത് നമുക്ക് പറയാൻ പറ്റും. ഇനി ബെറ്റർ ലൈറ്റ് ഗ്യാതറിങ്, പവർ കൂട്ടും അപ്പർച്ചർ കൂടുമ്പോൾ. ദെൻ ബെറ്റർ റെസൊല്യൂഷൻ്റെ വാല്യൂ കൂടും. സോ ഇതെല്ലാം ഓൾ ദ എബവ് ആണ് ശരിക്കും പറഞ്ഞതിൻ്റെ ആൻസർ. ഇതെല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ്. ഓൾ ദ എബവ് ഈ 3 ഫാക്ടേഴ്സും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സോ ഒരു ഡയറക്റ്റ് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അതിനില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 ചാർജ് സ്പെറിക്കൽ കണ്ടക്ടേഴ്സ്, റേഡിയസ് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ ഡെൻസിറ്റി ഓഫ് റേഷ്യോ ഓഫ് ദെയർ ചാർജ് ഡെൻസിറ്റീസ് അല്ലേ. ചാർജ് ഡെൻസിറ്റീസിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും ആലോചിക്കും മക്കളെ, ദേ ആർ കണക്റ്റഡ് ബൈ എ വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അല്ലേ. എന്താ കണക്റ്റഡ് ബൈ എ വയർ എന്ന് പറഞ്ഞ അർത്ഥം? 2 ബോഡീസിനെ നിങ്ങൾ വയർ ചെയ്ത് വെച്ച് കണക്ട് ചെയ്താൽ ഇതിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഒരു സ്പെറിക്കൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ KQ/R എന്നുള്ളതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ K × Q1/R1 = K × Q2/R2 എന്ന് എഴുതാൻ പറ്റും. കാരണം ദേ ആർ കണക്റ്റഡ് ബൈ എ വയർ. അപ്പോൾ Q1/R1 = Q2/R2 ആണ്. അതല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ പറയാം? Q1/Q2 = R1/R2. ഒരു ഇക്വേഷൻ നമുക്ക് തന്നെ കിട്ടും. പക്ഷേ ക്യൂവിൻ്റെ റേഷ്യോ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ചാർജ് ഡെൻസിറ്റിയുടെ റേഷ്യോ ആണ്. ഇനി ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് Q/ഏരിയ ആണ് അല്ലേ. Q/ഏരിയ. അപ്പോൾ ദിസ് വിൽ ബി പ്രപ്പോർഷണൽ ടു Q/R². അങ്ങനെയല്ലേ മക്കളെ അല്ലേ. കാരണം ഏരിയ എന്ന് പറയുന്ന റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ അല്ലേ. അപ്പോൾ നമ്മൾ σ1/σ2 എന്നുള്ള റേഷ്യോ എടുത്താൽ ദിസ് വിൽ ബി Q1/Q2 × R2² ഇതാണ് ആ റേഷ്യോ വരിക. ഇനി Q1/Q2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാനിവിടെ എഴുതി. ഈ ഒരു റേഷ്യോ നമുക്ക് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നാലേ നമുക്ക് നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് R1/R2 × R2² / R1². അപ്പോൾ ഈ ഒരു R1ഉം R2 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ഇഫക്റ്റീവ്ലി നമുക്ക് എന്ത് വരും? σ1/σ2 = R2/R1 എന്നുള്ള റേഷ്യോ വരും, വിച്ച് ഇസ് ഓപ്ഷൻ 2. ക്ലിയർ ആണോ? അപ്പോൾ 2 കാര്യങ്ങളാണ് ആ ക്വസ്റ്റ്യനിൽ. കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും എന്നുള്ളതും ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും എന്നുള്ളതും നമുക്ക് ഓർമ്മ വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്പ്രിങ്ങിൻ്റെ കാര്യമാണ്. സ്പ്രിങ്ങിൻ്റെ എക്സ്റ്റൻഷനും നമുക്ക് തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ, ഈ സ്പ്രിങ്ങിലേക്ക് ഒരു മാസ് കണക്ട് ചെയ്താൽ വാട്ട് ഇസ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ? T = 2π × m/k. ഇതാണല്ലോ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലേ. മാസ് സ്പ്രിംഗ് സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ മാസ് തന്നിട്ടുണ്ട്, പക്ഷേ കെയുടെ വാല്യൂ ഡയറക്റ്റ്ലി തന്നിട്ടില്ല. കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കെ എന്ന് പറയുന്നത് F/x അല്ലേ. F = kx ആണ്, അല്ലെങ്കിൽ K = F/x. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 10 ന്യൂട്ടണും 5 സെൻറ്റിമീറ്ററുമാണ് തന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് 2 Newton/cm അല്ലെങ്കിൽ 200 Newton/m SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ
അതാണ് കെയുടെ വാല്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും 2π × റൂട്ട് ഓഫ് മാസ് 2 കിലോഗ്രാം ആണ്, 2 / 200 അല്ലേ, അല്ലെങ്കിൽ 2π / 10 എന്ന് വരും. നമുക്ക് 2π എന്ന് പറഞ്ഞാൽ എത്രയാണ്, പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അപ്പോൾ 6.28 / 10 എന്ന് വരും, അല്ലെങ്കിൽ 0.628 സെക്കൻഡ്സ്. ഓപ്ഷൻ 4. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ടൈം പീരിയഡിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കാര്യമാണ്. ഇറ്റ് ഇസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഇതിന് വരുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇക്വേഷൻസ് ഇതിൽ ഏത് കോമ്പിനേഷൻസ് ആണ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. എപ്പോഴും ആലോചിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എങ്ങനെയായിരിക്കും? അതും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ശരിക്കും 3 ഡയറക്ഷൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഒന്ന് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ മറ്റത് വൈയിലും മൂന്നാമത്തത് സെഡിലും ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പെർപെൻഡിക്കുലർ കോമ്പിനേഷൻസിലേ ഇത് വരുള്ളൂ. ഇനി നമ്മളിതിൻ്റെ ഓപ്ഷൻസിലേക്ക് നോക്കുക. ഈ ആദ്യത്തെ ഓപ്ഷൻ നോക്കി, ഇതിന് ഏറ്റവും നല്ലത് ഓരോ ഓപ്ഷൻസ് ആയി നോക്കുന്നതാണ്. ഈ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും J+K അല്ലേ, രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ, അത് സംഭവിക്കാൻ പാടില്ല. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് അല്ലേ, ഒന്നൊന്നിൻ്റെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആൻറ്റി പാരലൽ 180 ഡിഗ്രിയാണ് അല്ലേ, അപ്പോഴും പെർപെൻഡിക്കുലർ അല്ലല്ലോ, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇതും ഒരിക്കലും നമ്മുടെ ഓപ്ഷനിലേക്ക് വരില്ല. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കി, നാലാമത്തെ ഓപ്ഷനും സെയിം ആണ് അല്ലേ, -J+K -J+K, അതും വരാൻ പാടില്ല. അപ്പോൾ 1ഉം 3ഉം 4ഉം നമുക്ക് പോസിബിൾ അല്ല. ഇങ്ങനെ ഓരോ ഓപ്ഷൻസിനെയും ഇതിൽ എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് നോക്കാം. ഇത് നോക്കി, -J+K -J -K, ഇത് പോസിബിൾ ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് വരേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ അതിലായി പാരലൽ ആൻറ്റി പാരലൽ കോമ്പിനേഷൻസ് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് സർഫസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇസ് V. എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് അനദർ പ്ലാനറ്റ് ഹാവിംഗ് റേഡിയസ് 4 times ദാറ്റ് ഓഫ് എർത്ത്. റേഡിയസ് 4 പ്രാവശ്യം ഉള്ളതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്തായിരിക്കും? എർത്തിൻ്റെ 4 times റേഡിയസ് വരുന്ന പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ നോക്കുക, എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷനാണ് നമുക്ക് ആദ്യം വേണ്ടത് അല്ലേ. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു √2gm/r. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റി നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം ഇതിൽ മാസ് ഡെൻസിറ്റിയുടെ ടേമിലാണ്. അപ്പോൾ നമ്മൾ ഈ മാസിനെ ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് ആക്കണം. എങ്ങനെയാണ് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് ആക്കുക? ഡെൻസിറ്റിയുടെ ടേമിലേക്ക് ആക്കുമ്പോൾ ഇറ്റ് ഇസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയില്ലേ അല്ലേ. അപ്പോൾ 4/3 πr³ ആയിരിക്കും വോളിയം. അപ്പോൾ നമ്മൾ ഈ ഒരു റേഡിയസിൻ്റെ ടേം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, എസ്കേപ്പ് വെലോസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു √2 ഡെൻസിറ്റി ഇൻറ്റു r². ഇങ്ങനെ എഴുതാം നമുക്ക്. ഇനി ഇവിടെ ഡെൻസിറ്റി സെയിം ആണ് രണ്ട് കേസിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √r², അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി സെയിം ആയിട്ടുള്ള 2 പ്ലാനറ്റ്സിനെ നമ്മൾ കമ്പയർ ചെയ്താൽ അതിൻ്റെ റേഡിയസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ റേഡിയസ് 4 times എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? എസ്കേപ്പ് വെലോസിറ്റിയും എന്താവണം? 4 times ആവണം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ സെറ്റിനെ ആലോചിക്കുക. നമ്മൾ പഠിക്കുന്ന ഇക്വേഷനിൽ ഡെൻസിറ്റിയുടെ ടേമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28. ഇത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. EMFിൻ്റെ വാല്യൂ നമ്മൾ കണക്ട് ചെയ്യുന്ന സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന EMFിൻ്റെ വാല്യൂ 1.5 ആണെങ്കിൽ ബാലൻസിങ് പോയിന്റ് 3.6 ആണ്. ഇനി EMF 2.5 കണക്ട് ചെയ്താൽ എത്രയാണ് ബാലൻസിങ് ലെങ്ത് എന്നുള്ളതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യനിൽ ഒരെണ്ണമാണിത്. നമ്മളിത് ഓൾറെഡി ലാബിലൊക്കെ നിങ്ങൾ ചെയ്ത് പരിചയിച്ചൊരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും. എന്താ നമ്മുടെ ഇക്വേഷൻ? ഇവിടെ എത്ര ഉള്ളൂ? EMF ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് അല്ലേ. അപ്പോൾ E2/E1 എന്ന് പറയുന്നത് ദിസ് വിൽ ബി L2/L1. EMFും ബാലൻസിങ് ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ L2ൻ്റെ വാല്യൂ നമുക്കിത് ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് E2 2.5 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു ആദ്യത്തെ ബാലൻസിങ് ലെങ്ത് എന്നുള്ളത് 36 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യോമീറ്ററിനെ ആയിരുന്നെങ്കിലും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29. ഇതിലെ
ഫ്ലൂയിഡ്സിൻ്റെ ഒരു പ്രോബ്ലമാണ് വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോൾ. വിസ്കസ് ഫോഴ്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ മക്കളെ വിസ്കസ് ഫോഴ്സിൻ്റെ ഫോർമുല? വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റ് ഓഫ് ദ ബോഡി മൈനസ് ഈ പറയുന്ന ബോയൻസി ഓഫ് ദ ബോഡി. വെയ്റ്റും ബോയൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോൾ, ആ ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്, ഡെൻസിറ്റി ഡി ആണ്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഡ്രോപ്പ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? d/2 ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, വെയ്റ്റ് ഓഫ് ദ ബോഡി, വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ജി അല്ലേ? മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ബോയൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്താ? d/2 ആണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് d/2 ഇൻറ്റു വോളിയം ഇൻറ്റു ജി എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കി, ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ത് വരും? ഒന്ന് d ഇൻറ്റു വി ഇൻറ്റു ജി ആണ്, മറ്റേത് d/2 ഇൻറ്റു വി ഇൻറ്റു ജി ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? d ഇൻറ്റു വി ഇൻറ്റു ജി /2. ഇതിൽ d ഇൻറ്റു വി എന്ന് പറയുന്നത് മാസ് ആണ്. അപ്പോൾ എനിക്ക് വീണ്ടും മാസിൻ്റെ ടേംസിലേക്ക് എഴുതാം mg/2 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരും. അപ്പോൾ ആലോചിക്കുക, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് മൈനസ് ബോയൻസി ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു ജി ആണ്, നിങ്ങൾക്ക് അറിയാം. ബോയൻസി എന്ന് പറയുന്നത് എന്താണോ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു അതിലുള്ള സോളിഡിൻ്റെ വോളിയം എത്രയാണോ ഇൻറ്റു ജി, അതാണ് ബോയൻസിയുടെ ഇക്വേഷൻ വരുന്നത്. ക്ലിയർ ആണോ? അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഏരിയ ഒക്കെ തന്നിട്ടുണ്ട്. വി നീഡ് ദ ഇക്വേഷൻ ഫോർ എനർജി സ്റ്റോർഡ്. എന്താ മക്കളെ? എനർജി സ്റ്റോർഡിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണല്ലോ അല്ലേ? എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ U = ½ CV². അങ്ങനെയല്ലേ നമ്മുടെ ഇക്വേഷൻ? അതെ. ഇനി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ε0 A/d എന്നുള്ളതാണ് സിൻ്റെ ഇക്വേഷൻ വരെ അല്ലേ? ഇനി പൊട്ടൻഷ്യലിന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡി എന്ന് എഴുതിക്കൂടെ? E ഇൻറ്റു ഡി ² എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമ്മളിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഓപ്ഷനിലുള്ള ഫോമിലേക്ക് ഇങ്ങനെ കിട്ടും. 1/2 × ε0 × A × E² × d. ഇതാണ് നമുക്കിവിടെ വേണ്ട ഫോം. അപ്പോൾ എപ്പോഴും ഈ ഓപ്ഷൻസ് നോക്കിയതിന് ശേഷം നമ്മൾ ഇക്വേഷൻസ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക. ഇവിടെ ഓപ്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും ഈ എ ഡി ഇതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്തതും അതിലേക്ക് എത്തിച്ചതും. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒരു സെമി കണ്ടക്ടറിൻ്റെ ആണ്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ സെയിം ആസ് ദ ഹോൾ കോൺസെൻട്രേഷൻ ഇൻ പി ടൈപ്പ്. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. പി ടൈപ്പിലുള്ള ഹോൾസിൻ്റെ കോൺസെൻട്രേഷനും എൻ ടൈപ്പിലുള്ള ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷനും സെയിം ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ സെയിം ആണ്. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് രണ്ടിലും അപ്ലൈ ചെയ്താൽ ഏതിലാണ് കറണ്ടിൻ്റെ കമ്പാരിസൺ വരുമ്പോൾ ഏതിലാണ് കറണ്ട് കൂടുതൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാലല്ലേ നമുക്ക് ഏത് കൂടുതൽ വരുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നോക്കുക, കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മളെപ്പോഴും ഈ സെമി കണ്ടക്ടർ ഫിസിക്സിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലും പഠിക്കുന്നതാണ്. N × A × E × ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മൊബിലിറ്റിയുടെ ടേംസിൽ ഇങ്ങനെ എഴുതാം, മൊബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? കാരണം ഈ മൊബിലിറ്റിയിൽ മാത്രമേ നമുക്ക് വ്യത്യാസമുള്ളൂ ഇലക്ട്രോണും ഹോളും തമ്മിൽ. എപ്പോഴും ആലോചിക്കുക, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആർ മോർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ്. ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി ഹോളിൻ്റെ മൊബിലിറ്റിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് നോക്കുമ്പോൾ എന്തായിരിക്കണം? ഇലക്ട്രോൺ കാരണമുള്ള കറണ്ട് ഹോൾസ് കാരണമുള്ള കറണ്ടിനേക്കാൾ കൂടുതലാവണ്ടേ? ആവണം. അപ്പോൾ നമ്മുടെ എൻ ടൈപ്പ് കണ്ടക്ടറിലുള്ള കറണ്ട് വിൽ ബി മോർ ദാൻ പി ടൈപ്പ് കണ്ടക്ടർ. ഓപ്ഷൻ 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആ ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ മൊബിലിറ്റി കമ്പയർ ചെയ്യണം. അപ്പോൾ അത് ആലോചിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 32. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്നൊക്കെയാണ്. സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. അറിയാം, നമുക്ക് അറിയുന്നതാണ് അല്ലേ? സെനർ ഡയോഡ് റിവേഴ്സ് ബയസ് കണ്ടീഷനിലുള്ളത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇനി അപ്പോൾ എ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇനി ബി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നാൽ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് പി എൻ ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 to 0.3. അത് ശരിയാണോ?
അല്ല, കാരണം സിലിക്കോൺ നമ്മൾ നാച്ചുറൽ സെമി കണ്ടക്ടർ ആണെങ്കിലും സിലിക്കോണിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് 0.7 ആണ്, ജർമാനിയത്തിൻ്റെ 0.3 ആണ്, സിലിക്കോണിൻ്റെ 0.7 അടുത്താണ്. സോ ദാറ്റ് മീൻസ് ഇത് തെറ്റാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ല ഇറ്റ് ഇസ് ഗിവൺ ഇൻ വോൾട്ട്, അപ്പോൾ അതും ഈ പറഞ്ഞ 0.3 വോൾട്ട് അല്ല 0.7 വോൾട്ടാണ്. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് ബി എന്ന് പറയുന്നത് എന്താണ്, ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ കറക്റ്റ് ആണെന്നും ബി ഇൻകറക്റ്റ് ആണെന്നും പറയാം. 0.1ൻ്റെയും 0.3യുടെയും ഇടയിൽ അല്ല, അതിനേക്കാൾ കൂടുതലൊക്കെ പൊട്ടൻഷ്യൽ ബാരിയർ വരും. ഇനി അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് എന്താണ് പോളാർ മോളിക്യൂൾസ് എന്നുള്ളതാണ് അല്ലേ. കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ നമുക്കറിയാം എന്താ പോളാർ മോളിക്യൂൾസ്. ഒരു പെർമനൻ്റ് ആയിട്ട് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ 4 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇനി 34th ക്വസ്റ്റ്യൻ, ഇ ആൻഡ് ജി. ഇ എന്ന് പറയുന്നത് എനർജിയാണ്, ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഇ ബൈ ജിയുടെ ഡയമെൻഷൻ എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, സെയിം ക്വസ്റ്റ്യൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ. എന്നാലും ഞാൻ എഴുതാം. എനർജിയുടെ എന്താ മക്കളെ ഡയമെൻഷൻ, എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ m(L²) T⁻²² ആണ് അല്ലേ. ജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ m⁻⁻1 L³ T⁻²² ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എന്ത് വരും, ഇ ബൈ ജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ m² L⁻⁻1 T⁻0, ടിക്ക് പവർ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വിച്ച് ഇസ് ഓപ്ഷൻ 1 അല്ലേ, m² L⁻⁻1 T⁻0. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ. നമുക്ക് 35th ക്വസ്റ്റ്യൻ, സെക്ഷൻ എയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഈ എക്സാം കൊണ്ടാണ് സെക്ഷൻ എ സെക്ഷൻ ബി എന്നുള്ള 2 സെക്ഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സെക്ഷൻ എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. വാട്ടർ ഫോൾസ് ഫ്രം എ ഹൈറ്റ് ഓഫ് 60 മീറ്റർ അറ്റ് റേറ്റ് ഓഫ് 15 kg/s ടു ഓപ്പറേറ്റ് ടർബൈൻ. ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അതായത് എനർജി ലോസ് ഉണ്ട്, അത് 10% ആണ്. ഇൻപുട്ട് എനർജിയുടെ 10% ആണ് ലോസ് ആയത്. വാട്ട് ഇസ് ദ പവർ ജനറേറ്റഡ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇൻപുട്ട് പവർ എന്തായിരിക്കും മക്കൾ ഇവിടെ? ഇവിടുത്തെ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് എനർജി ബൈ ടൈം ആണ്. ഇൻപുട്ട് എനർജി എന്ന് പറയുന്നത് വാട്ടർ ഒരു ഹൈറ്റിൽ നിന്ന് വീഴുന്നു, അതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായിരിക്കും, mgh ആണ് അവിടുത്തെ എനർജി ഡിവൈഡഡ് ബൈ ടൈം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ബൈ ടൈം ചെയ്യേണ്ട, കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാസിൻ്റെ റേറ്റ് ഫ്ലോ ആണ് തന്നിരിക്കുന്നത്, kg/s ആണ്. അത് ഓൾറെഡി ബൈ ടൈമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. പക്ഷേ ഈ m/t ആണ് നമ്മളോട് തന്നിരിക്കുന്നത് 15 എന്നുള്ളത്. സോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 × 60 × 10 വിച്ച് ഇസ് 9000 വാട്ട് എന്ന് വരും. 9000 വാട്ടാണ് ഇൻപുട്ട് പവർ. എത്രയാണ് ലോസ് ആയത്? 10% ആണ് ലോസ് ആയത്. 10% എന്ന് പറഞ്ഞാൽ 9000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ 900 വാട്ട് അല്ലേ. അപ്പോൾ 900 വാട്ട് എന്തായി, ലോസ് ആയി. പവർ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്, 900 വാട്ടാണ്. ഇനി 900 വാട്ട് ലോസ് ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക, സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇൻപുട്ട് പവറിൽ നിന്ന് ലോസ് സബ്ട്രാക്ട് ചെയ്യുക. 9000 - 900 വിച്ച് ഇസ് 8100 വാട്ട് അല്ലെങ്കിൽ 8.1 kW. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ലോസ് എന്നുള്ളത് സബ്ട്രാക്ട് ചെയ്താൽ ഇൻപുട്ട് പവർ നിന്ന് ലോസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് പവർ കിട്ടും. അപ്പോൾ അതാണ് സെക്ഷൻ ബിയിലെ എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇനി സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ലെങ്തിയാണ്, നമുക്ക് നോക്കാം 1 by 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കാറ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ആക്സിലറേറ്റ്സ് at t is equal to 4 a ball is dropped out of a window എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാറിൽ നിന്ന്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ നിന്ന് ഒരാളൊരു ബോൾ പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ പുറത്തേക്ക് ഇടുകയാണ്. അത് എങ്ങനെ മൂവ് ചെയ്യും, വാട്ട് ഇസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ആഫ്റ്റർ 6 seconds. കുറച്ച് സമയം കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി ആക്സിലറേഷൻ ഓഫ് ദ ബോൾ എന്തായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മളിതിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകുന്ന പാത്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ, അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളാണ് അല്ലേ. ഇതിൽ നിന്ന് നിങ്ങളൊരു സാധനത്തിനെ പുറത്തേക്ക് ഡ്രോപ്പ് ചെയ്താൽ ആ ഡ്രോപ്പ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ മൂവ് ചെയ്യും. അതിൻ്റെ കാരണം എന്താ, ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും, ദെൻ താഴത്തേക്ക് ഇതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞു പോവും. ഇത് എന്താണ്, ഇതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. കാരണം എന്താണ് മക്കൾ ഇതിൻ്റെ ആക്സിലറേഷൻ? ഇവിടെ ഒരൊറ്റ ആക്സിലറേഷൻ ഉള്ളൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കി നമ്മൾ ഓപ്ഷൻസിലേക്ക് ഒന്ന് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ആക്സിലറേഷൻ്റെ വാല്യൂ ജി ആണ്. ജിയുടെ വാല്യൂ എത്രയാണ്, 10 ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജി ഇസ് ഈക്വൽ ടു 10 എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 4 സെലക്ട് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ അത് വളരെ ഇത്രയും കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അത് വരുന്ന ഓരോ ഓപ്ഷനേ നമുക്കുള്ളൂ, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഹൊറിസോണ്ടലി അതിന് ആക്സിലറേഷൻ ഒന്നും ഉണ്ടാവില്ല. ഹൊറിസോണ്ടലി ഒരു വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഇനി അടുത്തത്
ലോജിക് ഗേറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഒരു ഗേറ്റിൻ്റെ കോമ്പിനേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് ഇൻപുട്ട് സിഗ്നൽസ് തന്നിട്ടുണ്ട്. 3 ഇൻപുട്ട്സ് ആണുള്ളത്, എ ബി സി. എയുടെയും ബിയുടെയും സിയുടെയും ഇൻപുട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്കിതിൽ ഔട്ട്പുട്ടിൽ ഏത് ഗ്രാഫാണ് വരുന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് ഈ ഗേറ്റിനെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് സൂം ചെയ്യുന്നു. ഇനി ആ ക്വസ്റ്റ്യൻ ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇതൊരു ആൻഡ് ഗേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബി ആയിരിക്കും. ഇനി ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ബി ആൻഡ് സി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം ഡേ മോർഗൻസ് ലോ വെച്ച് ബി ഡോട്ട് സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബി കോംപ്ലിമെൻറ്റ് ഓർ സി കോംപ്ലിമെൻറ്റ് എന്നുള്ളതാണ്. ഇനി ഇത് രണ്ടുമാണ് നമ്മുടെ ഫൈനൽ ഗേറ്റിൻ്റെ ഫൈനൽ ലോജിക് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും, y is equal to a dot b or b bar or c bar. എന്താ ഓർ, ഇതൊരു ഓർ ഗേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിൻ്റെ രണ്ടിനെയും ഓർ ഔട്ട്പുട്ടിലേക്ക് വിട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. ഇനി ഈ എക്സ്പ്രഷൻ വെച്ച് ഏതാ ആൻസർ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് മക്കളെ നമ്മൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം? ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ഇൻപുട്സ് നോക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ എക്കും ബിക്കും സിക്കും 0 കൊടുത്തെന്ന് വിചാരിക്കുക. 0 ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? അപ്പോൾ നമ്മൾ നോക്കുക, ബിയുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ബിക്ക് 0 കൊടുത്താൽ ബി ബാർ 1 അല്ലേ, ബി ബാർ 1 വരില്ലേ, ബി കോംപ്ലിമെൻറ്റ് 1 വരും. ഇനി ഇതെല്ലാം നമ്മളിങ്ങനെ ഓർ ഗേറ്റിലാണ് പോകുന്നത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഐദർ എ ഡോട്ട് ബി അല്ലെങ്കിൽ ബി കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ സി കോംപ്ലിമെൻറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ തന്നെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ത് വരും, 1 വരും. അപ്പോൾ ഇത് 3ഉം 0 കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് 1 വരും. ഇനി ബി 0 കൊടുത്തു, ഇത് രണ്ടും 1 കൊടുത്തു എന്ന് വിചാരിക്കും, അപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് 1 വരും. ഇനി സി 0 കൊടുത്ത് എയും ബിയും 1 കൊടുത്തു എന്ന് വിചാരിക്കും, അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് 1 വരും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഇൻപുട്ട് ആണെങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും അതിന് വോൾട്ടേജ് ഉണ്ടാവും. ഇതിന് ഔട്ട്പുട്ട് എന്നുള്ളതിന് ഇതിൻ്റെ ഇങ്ങനെ ഒരു ഗ്രാഫിൻ്റെ ടേമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 0 1 ഈ 5 എന്നുള്ള വാല്യൂ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ടെന്നാണ്, ഓൺ ഓഫ് എന്ന് ആലോചിച്ചാൽ മതി. 5 എന്ന് പറഞ്ഞാൽ അതിന് വോൾട്ടേജ് ഉണ്ട്, അത് ഓൺ സ്റ്റേറ്റിലാണ്. 0 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇല്ല, അപ്പോൾ അത് ഓഫ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഓൺ ഓഫ് എന്നാണ് ഇതിനെ നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് 0 1 എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ എന്ത് ഇൻപുട്ട് നിങ്ങൾ കൊടുത്താലും ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഓൺ സ്റ്റേറ്റിലായിരിക്കും. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് എപ്പോഴും നിങ്ങൾക്ക് ആ വോൾട്ടേജ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുന്ന ഓരോ ഓപ്ഷനേ നമുക്കുള്ളൂ. ഏതാണ്? ഓപ്ഷൻ 3. ക്ലിയർ ആണോ? അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ വരച്ച് നോക്കണം, എഴുതി നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫൈൻ. ഇനി 38th ക്വസ്റ്റ്യൻ. ഒരു ബോൾ ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു, അത് താഴെ വന്ന് ഇടിച്ച് മുകളിലേക്ക് പോകുമ്പോൾ വാട്ട് ഇസ് ദ ഇമ്പൾസ് ഇമ്പാർട്ടൻറ്റ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇമ്പൾസിൻ്റെ വാല്യൂ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് അല്ലേ. അപ്പോൾ ഒരു ബോൾ ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം മാസിൻ്റെ വെലോസിറ്റി അല്ലേ. ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് മൈനസ് ഓഫ് മാസിൻ്റെ വെലോസിറ്റി അല്ലേ. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × m × v എന്ന് കിട്ടും. ഇതിന് മുൻപും നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് തിരിച്ചു വരുമ്പോൾ ഈക്വൽ വെലോസിറ്റിയിലാണ് തിരിച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം ഡബിൾ ആവും. 2 mv എന്നുള്ളതാണ് നമുക്കിതിൻ്റെ ഓപ്ഷനായിട്ട് ആൻസറായിട്ട് വരിക. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 × 0.15 × വെലോസിറ്റിയുടെ വാല്യൂ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പകരം ഹൈറ്റ് ഡ്രോപ്പ്ഡ് ആണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് ഡ്രോപ്പ്ഡ് 10 മീറ്റർ ആണെങ്കിൽ വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? √2gh ആയിരിക്കും. സോ അത് വെച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക, ഫൈനൽ ആൻസർ വരിക. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഒരു സർഫസിൽ പോയി ഇടിച്ച് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം എന്നുള്ളത് ഡബിൾ ആവും. സെയിം വെലോസിറ്റിയാണ്. ഇനി വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ രണ്ടും കൂടെ ആഡ് ചെയ്യുക, mv1 + mv2 എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി 39th ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് മൊമെൻറ്റ് എടുക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ഇത് ബാലൻസിങ് കണ്ടീഷനിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് മാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗറൊക്കെ കണ്ടാൽ നമുക്ക് കുറച്ച് പേടിയാവുമെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ടോട്ടൽ മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഏറ്റവും നല്ലത് ഈ പോയിന്റിൽ എടുക്കുന്നതാണ്. ഈ പോയിന്റിൽ വെച്ച് ടോർക്ക് എബൌട്ട് ദിസ് പോയിന്റ്, ഞാനിപ്പോൾ ഈ പോയിന്റിനെ O എന്ന് നെയിം ചെയ്താൽ ടോർക്ക് എബൌട്ട് O എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോഴേ ഇത് ബാലൻസ്ഡ് ആവുള്ളൂ അല്ലേ. അതായത് ഇതിൻ്റെ 2 സൈഡിലുള്ള ഫോഴ്സസ് കാരണമുള്ള ടോർക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ ഈ സൈഡിൽ നോക്കുക, ഇവിടെ 2 കിലോഗ്രാം അല്ലേ ഉള്ളത്. 2 കിലോഗ്രാം മാസ് കാരണം ഇങ്ങോട്ട് ഒരു ടോർക്ക് ഉണ്ടാവും.
ഈ എം കാരണം ഇങ്ങോട്ടൊരു ടോർക്ക് ഉണ്ടാവും. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം, അത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകണം. പക്ഷേ ഇത് രണ്ടും അല്ലാതെ മൂന്നാമത് ഒരു കാര്യം കൂടി ഈ ക്വസ്റ്റ്യനിലുണ്ട്. അത് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിനൊരു മാസ് ഉണ്ട്. എന്തിനാ? ഈ റോഡിന് തന്നെ ഒരു മാസ് ഉണ്ട്. ആ മാസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നേരെ താഴത്തേക്ക് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഏതാണ്ട് ഇവിടെ നേരെ താഴത്തേക്ക് ഇതിൻ്റെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ടോർക്ക് ഈ സൈഡിലെ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ മാസ് കാരണം ഒരു ടോർക്ക് ഉണ്ടാവും, ഈ വെയിറ്റ് കാരണം ഒരു ടോർക്ക് ഉണ്ടാവും. ദെൻ ലെഫ്റ്റ് സൈഡിൽ ഈ 2 കിലോഗ്രാം ഈ ഒരു ബ്ലോക്ക് കാരണം ഇവിടെ അതിൻ്റെ വെയിറ്റ് കാരണം ഒരു ടോർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇപ്പോൾ 2 കിലോഗ്രാം ആണ് ഫോഴ്സ് എങ്കിൽ നമുക്ക് 20 ന്യൂട്ടൺ അല്ലേ, 20 ന്യൂട്ടൺ അല്ലേ അതിൻ്റെ ഫോഴ്സ്, ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ 2 പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും മക്കളെ? ഇത് 20 ആണ്, ഇത് 40 ആണ്. സോ ദാറ്റ് മീൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇപ്പോൾ 20 ഇൻറ്റു 20 സെൻറ്റിമീറ്റർ ആണ് ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് കാരണമുള്ള ടോർക്ക്. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള 2 ഫോഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഇതിൻ്റെ വെയിറ്റും ഒന്ന് ഈ മാസും അല്ലേ. ആ വെയിറ്റ് കാരണമുള്ള ടോർക്ക് എന്ന് പറയുന്നത് ആ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അത് സെൻറ്ററിലായിരിക്കും. ടോട്ടൽ 200 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ ഈ 0 തൊട്ട് ഇവിടെ വരെയുള്ള ഈ ലെങ്ത്ത് എത്രയായിരിക്കും മക്കളെ? ഇത് 100 ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ഏതാണ്? നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് എത്രയായിരിക്കും? ഇത് 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് കാരണമുള്ള ഫോഴ്സ് എഴുതുമ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് 500 ഗ്രാം ആണ്, അല്ലെങ്കിൽ 0.5 കിലോഗ്രാം ആണ്. 0.5 ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ ടോർക്ക്. പ്ലസ് ഈ അറിയാത്ത മാസ് കാരണമുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, മാസ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് നമുക്കറിയാം അല്ലേ. ഇത് 160 സെൻറ്റിമീറ്ററിലാണെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഈ ഡിസ്റ്റൻസ് എത്ര വരിക? ഇത് 40ൽ ഇത് 160 അപ്പോൾ 120 സെൻറ്റിമീറ്ററല്ലേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ആണ്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുക. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ മാസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ 4 ആണ് വരിക, വിച്ച് ഇസ് 1/12 കിലോഗ്രാം. ക്ലിയർ ആണോ? അപ്പോൾ 2 സൈഡിലുള്ള ഫോഴ്സസ് കാരണമുള്ള ടോർക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ഒരു മിററിൻ്റെയും ലെൻസിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ നിന്ന് 60 സെൻറ്റിമീറ്ററിലാണ് ഇരിക്കുന്നത്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇരിക്കുന്നത് എഫ് ഇതാണെങ്കിൽ ഇത് 2F അല്ലേ. നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനൊക്കെ പണ്ടേ പഠിക്കുന്ന അല്ലേ. 2Fലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇമേജ് എവിടെയായിരിക്കും മക്കളെ? ഇമേജ് ഫോം ചെയ്യുന്നതും 2F തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ഇതേപോലെ ഒരു 60 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ഇവിടെ ഒരു പോയിന്റിൽ, ദാറ്റ് മീൻസ് ഇത് 40 ആണെങ്കിൽ ഇവിടെ നിന്ന് 20 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ഈ ഒരു പോയിന്റിലായിരിക്കും ഈ കോൺവെക്സ് ലെൻസ് കാരണമുള്ള ആദ്യത്തെ ഇമേജ് ഫോം ചെയ്യുക. അത് വളരെ ക്ലിയർ ആണ്. കാരണം എന്താ? നമുക്കറിയാം 2Fലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ 2Fൽ തന്നെയാണ്. 2F എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 60 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കണം? 60 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇത് ടോട്ടൽ 60 ആയിരിക്കണം. ഇത് 40 ആയതുകൊണ്ട് ഇത് നമുക്ക് 20 എന്ന് എഴുതാം. ഇനി ഒരു മിററിൻ്റെ കേസ് എടുത്താൽ പ്ലെയിൻ മിററാണ്. പ്ലെയിൻ മിറർ ആണെങ്കിൽ എത്രയാണോ അതിൻ്റെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം അത്ര തന്നെയായിരിക്കും അതിൻ്റെ ഇമേജിലേക്കുള്ള ദൂരം അല്ലേ. 20 സെൻറ്റിമീറ്റർ ബിഹൈൻഡ് ആണ് ഈ ഇത് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ 20 സെൻറ്റിമീറ്ററിലായിരിക്കും ഈ മിറർ കാരണമുള്ള രണ്ടാമത്തെ ഇമേജ് ഫോം ചെയ്യാം. അപ്പോൾ ഇതെത്രയായിരിക്കും? ഇതും 20 സെൻറ്റിമീറ്ററിലായി. 20 സെൻറ്റിമീറ്റർ മിററിൽ നിന്ന് ഫ്രണ്ടിലായിരിക്കും ഈ പറയുന്ന രണ്ടാമത്തെ ഇമേജ് ഫോം ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിലൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിൽ ഈ ലെൻസിൽ ഈ I2-ൻ്റെ ഒരു ഇമേജും കൂടെ ഫോം ചെയ്യും. അതായത് മൂന്നാമത്തെ ഒരു ഇമേജും കൂടെ വരും. ആ ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യണം. എന്താണ്? 1/v - 1/u = 1/f എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കണം. പക്ഷേ അവിടുത്തെ v ആണ് നമുക്ക് അറിയാത്തത്. യുവിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, യു എന്ന് പറയുന്നത് -20 സെൻറ്റിമീറ്റർ ആണ്. -20 സെൻറ്റിമീറ്റർ ആണ്. കാരണം ഇത് 40 ആയിരുന്നു, ഇത് 20 ആണെന്ന് പറഞ്ഞപ്പോൾ ലെൻസിൽ നിന്നുള്ള ദൂരം വീണ്ടും എന്തായി? 20 ആയി. -20 സെൻറ്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? +30 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ വിയുടെ വാല്യൂ കിട്ടും. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ v = -60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. -60 എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിലെ സൈൻ കൺവെൻഷനിലൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ശരിക്കും ഇത് ഇവിടെയാണ് ഈ I2 വരുന്നത് അല്ലേ. ഈ ഫൈനൽ ഇമേജിൻ്റെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. പക്ഷേ ഇതിൻ്റെ റേ വരുന്നപ്പോൾ എങ്ങനെയായിരിക്കും? ഈ ഇമേജിൽ നിന്ന് ഇങ്ങോട്ടല്ലേ റേ വരുന്നത്.
അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഡയറക്ഷൻ മാറി. പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് മാറി. അതുകൊണ്ടാണ് ഈ യു എന്ത് വന്നത്, -20 വന്നത്. അപ്പോൾ -60 വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഫൈനൽ ഇമേജ് ഇരിക്കുന്നത് ലെൻസിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിരിക്കും, നെഗറ്റീവ് ആയതുകൊണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 60 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ, ആദ്യത്തെ ഞാൻ പറഞ്ഞ ഈ പോയിന്റിൽ തന്നെയായിരിക്കും നമ്മുടെ ഫൈനൽ ഇമേജും ഫോം ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിനി ഓപ്ഷൻസിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് ഓപ്ഷൻസിലേക്ക് വന്നിരിക്കുന്നത്? 20 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ്, 30 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ്, 30 സെൻറ്റിമീറ്റർ ഫ്രം ദ മിറർ, 20 സെൻറ്റിമീറ്റർ ഫ്രം ദ മിറർ, അല്ലേ? അപ്പോൾ നമുക്കൊരു ഒറ്റ ഓപ്ഷനുള്ളൂ, ഏതാ? 20 സെൻറ്റിമീറ്റർ ഫ്രം ദ മിറർ. മിററിൽ നിന്ന് 20 അല്ലെങ്കിൽ ലെൻസിൽ നിന്ന് 60 ആണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ വരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ വെർച്വൽ ഇമേജ്, അല്ലേ? മിററിൻ്റെ ബാക്കിലാണ്, സോ ഇറ്റ് ഇസ് എ വെർച്വൽ ഇമേജ്. സോ അതാണ് നമ്മുടെ ആൻസർ. സോ അതൊരു ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റേ ഓപ്റ്റിക്സ് നന്നായി പഠിച്ചാലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നമ്മുടെ സമയം 8:44 കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കണം. ഒരു 10 ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഐ വിൽ ട്രൈ ടു ഫിനിഷ് ഇറ്റ്. അപ്പോൾ നമ്മൾ നോക്കിയേ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജും തന്നിട്ടുണ്ട്, ആൻഡ് പവറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദർ ഇസ് നോ പവർ ലോസ്. പവർ ലോസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ 44 തന്നെയാണ് ഇൻപുട്ട് പവറും എന്ത് തന്നെയായിരിക്കും? 44 തന്നെയായിരിക്കും. കാരണം ദർ ഇസ് നോ ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് പവറും 44 ആണെങ്കിൽ നമുക്കറിയാം ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറണ്ട്, അല്ലേ? 44 ആവില്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രൈമറി സർക്യൂട്ടിലുള്ള അല്ലെങ്കിൽ ഇൻപുട്ട് സർക്യൂട്ടിലുള്ള കറണ്ട് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് സർക്യൂട്ട്, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻപുട്ട് സർക്യൂട്ടിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 220 ഡിവൈഡഡ് ബൈ 44 ഡിവൈഡഡ് ബൈ 220, അല്ലേ? എത്രയാണ്? 1/5 ആണ് വരിക, അല്ലെങ്കിൽ 0.2 ആംപിയർ. ക്ലിയർ ആണോ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആകെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പവർ ലോസ് ഇല്ലാത്തതുകൊണ്ട് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആയിരിക്കും. ഇനി ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറണ്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ റെസിസ്റ്റൻസിൽ എങ്ങനെയാണ് ഈ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഈ കറണ്ട് എപ്പോഴും റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്, അല്ലേ? അതായത് ഇതിലെ ഈ പറയുന്ന I1 എന്നുള്ള ടോട്ടൽ കറണ്ട് നമ്മൾ എടുത്താൽ ആ ടോട്ടൽ കറണ്ട് രണ്ടായിട്ട് ഇവിടെ സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ആ സ്പ്ലിറ്റായി പോകുന്നത് എപ്പോഴും റെസിസ്റ്റേഴ്സിൻ്റെ റെസിപ്രോക്കൽ റേഷ്യോയിലായിരിക്കും. അതായത് I2/I3 എന്ന് പറഞ്ഞാൽ R3/R2 ആയിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് ഏതാ? I3/I1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വരാം? നമ്മൾ നോക്കുക, ഇതിൽ I2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടോട്ടൽ കറണ്ടിൻ്റെ എത്ര ഫ്രാക്ഷനാണ് വരിക എന്നുള്ളതാണ്. അതായത് ഇറ്റ് ഇസ് R3 ഡിവൈഡഡ് ബൈ R2 + R3 ഇൻറ്റു I1 എന്നുള്ളതാണ് I2ൻ്റെ വാല്യൂ വരിക. അതേപോലെ I3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് R2 ഡിവൈഡഡ് ബൈ R2 + R3 ഇൻറ്റു I1. നമുക്ക് വേണ്ടത് ഈ I3/I1 ആണ്. I3/I1 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഇസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ R2 + R3. ആക്ച്വലി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ സെയിം ക്വസ്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഈ ക്വസ്റ്റിനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എങ്ങനെയാണ് കറണ്ട് റെസിസ്റ്ററിൽ സ്പ്ലിറ്റ് ആവുന്നത് എന്നുള്ളൊരു വീഡിയോ. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇക്വേഷൻ, ഒരു ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. F = Q × V × P എന്നുള്ള ഇക്വേഷൻ. അതിൽ Qൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, Vയുടെ വാല്യൂ വന്നിട്ടുണ്ട്, Fൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. Bയുടെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ വെക്റ്റർ ക്രോസ് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നമ്മളതിൻ്റെ ഡിറ്റർമിനൻറ്റ് IJK, അല്ലേ? ആദ്യത്തെ വെക്റ്ററിൻ്റെ Vയുടെ കോഎഫിഷ്യൻസ് ഇറ്റ് ഇസ് 2, 4, 6. ദെൻ രണ്ടാമത്തെ വെക്റ്റർ B0 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു ഫോഴ്സിൻ്റെ വെക്ടറിന് ഈക്വൽ ആയിരിക്കണം ഇത്. അപ്പോൾ ഫോഴ്സിൻ്റെ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ കോഎഫിഷ്യൻറ്റ് നമ്മൾ നോക്കുക. ഐയുടെ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐയുടെ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമല്ലേ? അപ്പോൾ 4 × B0 - 6 × B. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 4 × B0 - 6 × B ഇസ് ഈക്വൽ ടു ഐയുടെ കോഎഫിഷ്യൻറ്റ് ഇവിടെ എത്രയാണ് വന്നേക്കുന്നത്? 4 ആണ്, അല്ലേ? അപ്പോൾ ഒരു ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇനി രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് എഴുതാമല്ലോ. നിങ്ങൾ നോക്കുക, കെയുടെ കോഎഫിഷ്യൻസ് നോക്കുക. കെയുടെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമല്ലേ? അപ്പോൾ 2 × B - 4 × B. 2 × B - 4 × B എന്ന് പറഞ്ഞാൽ -2B, അല്ലേ? -2B ഇസ് ഈക്വൽ ടു എത്ര വരും? 12 എന്നാണ് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ വരുന്ന കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ എന്ത് വരും? -6 എന്ന് വരും, അല്ലേ? ബിയുടെ വാല്യൂ -6 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. ഇത്രയും മതി.
മറ്റത് കണ്ടുപിടിക്കണം എന്നില്ല, കാരണം ഓപ്ഷൻസ് നോക്കുക. ബിയുടെ വാല്യൂ -6, അപ്പോൾ -6i -6j -6i -6j എന്ന് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ആൻസറിലേക്ക് എത്തി. ഇനി ബി നോട്ടിൻ്റെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ബി നോട്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, -8 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. A particle of mass m is projected with a velocity v is equal to k into escape velocity. K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ലെസ് ദാൻ 1. വാട്ട് ഇസ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് അബവ് ദ സർഫസ്? സർഫസിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുക, ഇതും നമുക്ക് എനർജി കൺസർവേഷൻ വെച്ച് പറയുന്നതാണ് നല്ലത്. സർഫസിൽ നിന്ന്, സർഫസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് 6 ആണ് അല്ലേ, റേഡിയസ് 6 ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം -gmm ഡിവൈഡഡ് ബൈ r അല്ലേ. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ഒക്കെയാണ്. ഇനി ഇതിനെ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് k ഇൻറ്റു വി. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും മക്കളെ? ഇത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ആദ്യത്തെ സ്പേസിലെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ½ m ഇൻറ്റു എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ. എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക്, എസ്കേപ്പ് വെലോസിറ്റി അല്ല, വെലോസിറ്റിയുടെ സ്ക്വയർ വിച്ച് ഇസ് k² ഇൻറ്റു വി സ്ക്വയർ. അപ്പോൾ ഇതാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ ആദ്യത്തെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഇനി മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് നമുക്കറിയില്ല എപ്പോഴാണ് മാക്സിമം ഹൈറ്റ് എത്തുന്നത് എന്നുള്ളത്. ഈ മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് ലെറ്റ് ഇറ്റ് ബി h. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h+r ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -gmm ഡിവൈഡഡ് ബൈ r+h ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി 0 ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. കാരണം എന്താ? മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അത് നിൽക്കുകയല്ലേ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ ടോട്ടൽ എനർജി നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇവിടെയും അവിടെയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതിനെ ഇക്വേറ്റ് ചെയ്യാം. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? രണ്ട് സൈഡ് നോക്കുക നമ്മൾ. -gmm ബൈ r പ്ലസ് ½ ഇൻറ്റു m ഇൻറ്റു k² ഇൻറ്റു എസ്കേപ്പ് വെലോസിറ്റി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം കൂടി ചെയ്യണം. എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു ഫോർമുല ഉണ്ട്, √2gm/r ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ എന്ത് വരും? gm/r 2gm/r എന്നുള്ളത് ഇവിടെ എഴുതണം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് -gmm ഡിവൈഡഡ് ബൈ r+h എന്ന് വരും. ക്ലിയർ ആണോ മക്കളെ? gmm ഒക്കെ കോമൺ ആണ്, അപ്പോൾ അത് എല്ലായിടത്തും നമുക്ക് വെട്ടിക്കളയാം. ഇതൊക്കെ ഈ 2 നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് വരുന്നത് -1/r പ്ലസ് k²/r ഇത് ഈക്വൽ ടു -1/r+h എന്നുള്ളൊരു ഇക്വേഷൻ വരും. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്യുക. നമുക്ക് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് r ഇൻറ്റു k²/1 - k² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ വിച്ച് ഇസ് ഓപ്ഷൻ 4. ഇനി 45th ക്വസ്റ്റ്യൻ ആണ്. 45th ക്വസ്റ്റ്യനിൽ ഡ്രോപ്സ് കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. 27 ഡ്രോപ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും ചെറിയ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 220 വോൾട്ടാണ്. ബിഗ് ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലിൻ്റെ ഒരു ഡ്രോപ്പിൻ്റെ ഇക്വേഷൻ k ഇൻറ്റു q ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ചാർജ് എന്താണെന്ന് നോക്കണം. ബിഗർ ഡ്രോപ്പിൻ്റെ ചാർജ് എന്താണെന്ന് നോക്കണം. ബിഗർ ഡ്രോപ്പിൻ്റെ റേഡിയസ് എന്താണെന്ന് നമ്മൾ നോക്കണം. നിങ്ങൾ ആലോചിക്കുക, k എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബിഗർ ഡ്രോപ്പിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 27 ടൈംസ് ചാർജ് ഓഫ് സ്മോളർ ഡ്രോപ്പ്. കാരണം എന്താ? 27 ഡ്രോപ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. ചാർജിനെ നമുക്ക് എന്ത് ചെയ്യാം? ചാർജ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചാർജസിനെ നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇനി റേഡിയസിൻ്റെ കാര്യം നോക്കിയാൽ എപ്പോഴും ആലോചിക്കുക, ഈ കമ്പൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ചെറിയ ഡ്രോപ്പ് കമ്പൈൻ ചെയ്ത് വലിയ ഡ്രോപ്പ് ആവുന്ന ക്വസ്റ്റ്യൻസിൽ ഈ വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ചെറിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് ഇൻറ്റു എത്ര ഡ്രോപ്സ് ആണോ ഉള്ളത് അതിൻ്റെ ക്യൂബ് റൂട്ടാണ്, r⁻⁴. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്ലൂയിഡ്സിലും തെർമൽ ഫിസിക്സിലും ഒക്കെ ഇതിൻ്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും ഈ ഡ്രോപ്സ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ചെറിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് ഇൻറ്റു
ക്യൂബ് റൂട്ട് ഓഫ് നമ്പർ ഓഫ് ഡ്രോപ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡ്രോപ്സ് 27 ആണ്. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 ക്യൂബ് റൂട്ട് 3 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 27/3 എന്ന് വരും. ദാറ്റ് ഇസ് 9 ടൈംസ് കെ ക്യൂ ബൈ ആർ. ഈ കെ ഇൻറ്റു സ്മോൾ ക്യൂ ബൈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സ്മോളർ ഡ്രോപ്പ് ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 220 വോൾട്ട് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 9 ഇൻറ്റു 220 എന്നുള്ളതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ, വിച്ച് ഇസ് 1980 വോൾട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 46th ക്വസ്റ്റ്യൻ ആണ്. LCR സർക്യൂട്ടിലുള്ള ഇൻഡക്ടറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, കപ്പാസിറ്ററിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, കണക്ട് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് അറ്റ് വിച്ച് പവർ ട്രാൻസ്ഫർ ടു സർക്യൂട്ട് ഇസ് ഹാഫ് ഓഫ് ഇറ്റ്സ് പവർ അറ്റ് ദ റെസൊണന്റ് ഫ്രീക്വൻസി. അപ്പോൾ ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താ ഈ ഹാഫ് പവർ ഫ്രീക്വൻസി? ഹാഫ് പവർ ഫ്രീക്വൻസി ഒരു ഫോർമുല ഉണ്ട് മക്കളെ. ഹാഫ് പവർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഹാഫ് പവർ എന്ന് പറയുന്നത് റെസൊണന്റ് ഫ്രീക്വൻസി, റെസൊണൻസിലെ ഫ്രീക്വൻസി എന്താണോ ഒമേഗയുടെ ടേംസിലാണ് നമുക്ക് വേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു റെസൊണന്റ് ഫ്രീക്വൻസി എന്താണോ പ്ലസ് ഓർ മൈനസ് ഈ പറയുന്ന റെസൊണന്റ് ഫ്രീക്വൻസിയുടെ പകുതി പവർ ആകുമ്പോഴുള്ള ഫ്രീക്വൻസി ഇതാണ് നമുക്ക് വേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആർ ഡിവൈഡഡ് ബൈ 12. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് നമുക്ക്. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ആർ ഡിവൈഡഡ് ബൈ 12 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആർ ഡിവൈഡഡ് ബൈ 12 എന്നുള്ള വാല്യൂ ഇറ്റ് ഇസ് 40 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 അല്ലേ? ഇത് എത്രയാണ് വരിക? ഇത് നമുക്ക് 4 ആണ് വരിക. 4 ആണ് വരിക. അപ്പോൾ ആർ ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? റെസൊണന്റ് ഫ്രീക്വൻസി 1/√of LC ആണ്. എല്ലിൻ്റെ സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 50 എന്ന് വരും. 50 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ 50ൽ നിന്ന് 4 കൂടുതലും 4 കുറവുള്ള സമയത്താണ് ഈ പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഏത് കണ്ടീഷൻ? പവർ ട്രാൻസ്ഫർ ടു സർക്യൂട്ട് ഇസ് ഹാഫ് ദ പവർ ഓഫ് ദ വാല്യൂ വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് അറ്റ് ആംഗുലർ റെസൊണന്റ് ഫ്രീക്വൻസി. റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പവറിൻ്റെ പകുതി പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന 2 വാല്യൂസാണ് നമ്മളീ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് റെസൊണന്റ് ഫ്രീക്വൻസി പ്ലസ് ആർ ബൈ 12. അപ്പോൾ നമുക്ക് എന്ത് വരും? 50 + 4 54 എന്ന് വരും അല്ലേ? രണ്ടാമത്തത് 50 - 4 എന്ന് വരും, വിച്ച് ഇസ് 46. അപ്പോൾ നമ്മുടെ 2 വാല്യൂസ് എന്ന് പറയുന്നത് 54ഉം 46ഉം ആണ്, വിച്ച് ഇസ് ഓപ്ഷൻ 3. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫോർമുല ഇത് അത്ര കോമൺ ആയിട്ടുള്ളൊരു ഫോർമുല അല്ല. ഇത് ഓർത്തിരിക്കുക. എന്താണ്? ഈ റെസൊണന്റ് ഫ്രീക്വൻസി പ്ലസ് ഓർ മൈനസ് ആർ ബൈ 12 എന്നുള്ളതാണ് ഈ കേസിൽ നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഇനി 47th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ. യൂണിഫോം കണ്ടക്ടിങ് വയർ ഓഫ് ലെങ്ത് 12A resistance R is wound as a current carrying coil in the shape of ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടും ഒരു സ്ക്വയർ ആയിട്ട് 2 രീതിയിലാണ്. അപ്പോൾ ആദ്യം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് ഇതിനെ ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് അതിൻ്റെ ആൻസർ എന്ത് കിട്ടുന്നു നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുക, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഈ 12A ആണ് ടോട്ടൽ ലെങ്ത് കേട്ടോ. 12A ആണ് ടോട്ടൽ ലെങ്ത് എന്നുണ്ടെങ്കിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് പറഞ്ഞിട്ട് എത്രയാണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് ലെങ്ത് A ആണ്. അപ്പോൾ നമ്മൾ നോക്കുക, ടോട്ടൽ 12A ആണെങ്കിൽ നമുക്ക് 3 സൈഡല്ലേ ഉള്ളത്. അപ്പോൾ 3 സൈഡും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 12A ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 4A. 4A എന്നുള്ളതായിരിക്കണം ശരിക്കും ഒരു ട്രയാങ്കിളുടെ സൈഡ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിളുടെ സൈഡ് എത്രയാണ്? A ആണ്. ദാറ്റ് മീൻസ് ഇതിന് വീണ്ടും നമ്മൾ ബൈ 4 ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഈ തന്നിരിക്കുന്നത്? ഒരേ ഈ കോയിലിനെ തന്നെ, ഈ കണ്ടക്റ്റിംഗ് കോയിലിനെ തന്നെ നമ്മൾ 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സൈഡ് A ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ 4 ട്രയാങ്കിളിനെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കോയിൽ എന്നുള്ള വാക്കാണ് ഈ പറയുന്ന സർക്യൂട്ടിൻ്റെ പ്രോബ്ലത്തിലൊക്കെ ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 4A ഡിവൈഡഡ് ബൈ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 12A ഡിവൈഡഡ് ബൈ 3A ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് വരും. ഇതാണ് നമ്പർ ഓഫ് കോയിൽസ്. ഇനി ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോർമുല എന്താ മക്കളെ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ N × I × A ആണ് അല്ലേ? A എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ.
ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ n എന്നുള്ളത് 4 ആണ്. സോ ആദ്യത്തെ ഡൈപോൾ മൊമെൻറ്റ് ഞാൻ m1 എന്ന് എഴുതുന്നത്. കറണ്ട് I തന്നെയാണ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എ എന്ന് പറയുന്നത് എന്തായിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയ? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈഡ് ലെങ്ത് എ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താ മക്കളെ? വിച്ച് ഇസ് √3/4 ഇൻറ്റു എ സ്ക്വയർ അല്ലേ? നമുക്കറിയാവുന്ന ഫോർമുലയാണ്. സൈഡ് ലെങ്ത് എ ആണെങ്കിൽ √3/4 എ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ. സോ നമ്മളിത് ചെയ്യുമ്പോൾ എന്ത് വരും? 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയി √3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു I എന്ന് വരും അല്ലേ? ഇതാണ് എന്ത് വരുന്നത്? ട്രയാങ്കിളിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ സ്ക്വയറിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഇതേ കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. എത്ര ലൂപ്പ് ഉണ്ടാവും നോക്കണം. 12A ലെങ്ത് ഉള്ള വയറിനെ നിങ്ങൾ സ്ക്വയർ ഓഫ് സൈഡ് എ ആക്കുമ്പോൾ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 12A ആണ് ടോട്ടൽ ലെങ്ത്. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ടൈംസ് ഇറ്റ് സൈഡ് ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറഞ്ഞാൽ 12A/4A ആയിരിക്കും ഇൻറ്റു I ഇൻറ്റു ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം എ സ്ക്വയർ ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു I എന്ന് വരും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് നോക്കാം. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ വെച്ചിട്ടുള്ള മൊമെൻറ്റ് എന്തായിരിക്കും? √3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു I ആയിരിക്കും. സ്ക്വയർ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു I ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര നമ്പർ ഓഫ് ലൂപ്സ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്തത് 48th ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു റിങ്, ആ റിങ്ങിൽ നിന്ന് 90 ഡിഗ്രിയിൽ ഒരു സെക്ടർ റിമൂവ് ചെയ്യുന്നു. എന്താണ് 90 ഡിഗ്രിയിലുള്ള സെക്ടർ എന്ന് പറഞ്ഞാൽ? 90 ഡിഗ്രിയിലുള്ള സെക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഒരു റിങ് നമ്മൾ എടുത്താൽ, ഇങ്ങനെ നമ്മളൊരു പോർഷൻ എടുത്താൽ ഇതിൻ്റെ 1/4 പോയില്ലേ? അല്ലേ 90 ഡിഗ്രിയുള്ള സെക്ടർ എന്ന് പറഞ്ഞാൽ അല്ലേ? റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്ര മക്കളെ? ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? mr² ആണ്. ഇതിൽ നിന്ന് 1/4 പോയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര വരും? ദിസ് ഇസ് 3/4 mr² എന്നല്ലേ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വരിക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. k ടൈംസ് mr² ആയിരിക്കും ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. കെയുടെ വാല്യൂ എന്താണ്? കെയുടെ വാല്യൂ എത്രയാണ്? കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 3/4 ആണ്. അപ്പോൾ 90 ഡിഗ്രി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1/4 ആണ് പോകുന്നത് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഇനി അടുത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഇപ്പോൾ 2 സർക്കുലർ ലൂപ്സ്, അതിൽ ഒരെണ്ണം രണ്ടും കോൺസെൻട്രിക് ആണ്. ഒരു ലൂപ്പ് ചെറുത്, അതിൻ്റെ പുറത്ത് വേറൊരു ലൂപ്പ്, ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് R1 ഇസ് ഗ്രേറ്റർ ദാൻ R2. അപ്പോൾ വലിയ ലൂപ്പിൻ്റെ R1ഉം ചെറിയ ലൂപ്പിൻ്റെ R2 ആണ്. എപ്പോഴും ആലോചിക്കും ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ വരുവാണെങ്കിൽ. അതല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കാം നമുക്ക്. ഇപ്പോൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ, അതിൻ്റെ പുറത്ത് വേറൊരു സ്ക്വയർ, ഇങ്ങനെ വരാം. ഇതിൻ്റെ ഇപ്പോൾ L1ഉം L2ഉം ആണെന്ന് വിചാരിക്കാം. ഈ കേസുകളിലൊക്കെ നിങ്ങളുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചെറിയ വാല്യൂ ഏതാണോ, ചെറിയ റേഡിയസ് അല്ലെങ്കിൽ ചെറിയ ലെങ്ത്ത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ റേഡിയസ് ആണ്. അപ്പോൾ ചെറിയ ലെങ്ത്തിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ വലിയ ലെങ്ത്തിൻ്റെ ⁻⁴. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ആലോചിക്കാം. ഇപ്പോൾ ഈ സ്ക്വയർ ആയിരുന്നെങ്കിൽ m വിൽ ബി പ്രൊപ്പോർഷണൽ ടു L2² / L1. ചെറുതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ വലിയ വാല്യൂവിൻ്റെ ⁻⁴. ഇങ്ങനെയാണ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ആ ഒരു കേസ് വരും. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ യൂണിഫോം സർക്കിൾ വിത്ത് എ യൂണിഫോം സ്പീഡ്, അത് എടുക്കുന്ന സമയം t ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ പാർട്ടിക്കിൾ തന്നെ സെയിം സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്താൽ, അറ്റ് ആൻ ആംഗിൾ θ പ്രൊജക്റ്റ് ചെയ്താൽ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 4 ടൈംസ് ഇറ്റ്സ് r ആണ്, ഈക്വൽ ടു 4r എന്ന് പറഞ്ഞിട്ട്. എന്താണ് r എന്ന് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പോട്ടെ, നമുക്ക് അങ്ങനെ ആയത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, തീറ്റയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മക്കളെ, നമുക്കറിയാം മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ u² sin² θ / 2g ആണ് അല്ലേ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 4r എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ കിടക്കട്ടെ. ഇനി u അല്ലെങ്കിൽ ഈ സ്പീഡിൻ്റെ വാല്യൂ എത്രയാണ്? സ്പീഡിൻ്റെ വാല്യൂ എഴുതാനായിട്ട് നമുക്ക് ഒരു കാര്യം തന്നിരിക്കുന്നത് സർക്കിളിൻ്റെ റേഡിയസും അതിൻ്റെ ടൈം പീരീഡുമാണ്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസും ടൈം പീരീഡും തന്നാൽ നമുക്കറിയാം സ്പീഡ് ഇസ് 2πr ഡിവൈഡഡ് ബൈ t അല്ലേ? അപ്പോൾ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 4r ഇസ് ഈക്വൽ ടു 4π² r² ബൈ t² ഇൻറ്റു sin² θ ഡിവൈഡഡ് ബൈ 2g. ഇതിൽ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിളാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതെന്ത് തന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഈ റേഡിയസ് ഓഫ് ദ സർക്കിളിൻ്റെ ഒരു ടേം ക്യാൻസൽ ചെയ്യാം, 4ൻ്റെ ടേം ക്യാൻസൽ ചെയ്യാം. ഇതെല്ലാം റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, 2g t² ഡിവൈഡഡ് ബൈ π² r ഇസ് ഈക്വൽ ടു
സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. 2g t സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ. ഇത് സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 2g t സ്ക്വയർ ഡിവൈഡഡ് ബൈ r ഇൻറ്റു പൈ സ്ക്വയറിൻ്റെ റേസ് ടു 1/2 ആയിരിക്കും, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൾ ടു ഇതിൻ്റെ സൈൻ ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ 4 ആണ് കിട്ടും അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ വരാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുമ്പോൾ ക്യാപിറ്റൽ ആറിന് റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പഠിക്കും അല്ലേ? അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ വരാം. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഞ്ച് അല്ല, റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലർ പാത്ത് ആണ്. അപ്പോൾ ആ നൊട്ടേഷൻസിൽ നമ്മൾ പഠിക്കുന്നതിൽ നിന്നൊരു ചെറിയ ഒരു ട്വിസ്റ്റ് അതിലുണ്ടെന്ന് മാത്രം. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 50 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇത്തിരി ലെങ്തി ആയിട്ടുള്ള പേപ്പറായിരുന്നു മക്കളെ. 2021 എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിരുന്നു ഫിസിക്സ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വർഷത്തെ ബയോളജി വളരെ സിമ്പിളായിരുന്നു, കെമിസ്ട്രിയും വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ എപ്പോഴും നീറ്റിന് അങ്ങനെയാണ്, ഒരു സബ്ജക്റ്റ് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ 2021 ഫിസിക്സ് ആയിരുന്നു ബുദ്ധിമുട്ട്, ബയോളജിയും കെമിസ്ട്രിയും വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഈ വർഷം ഏതാണ് ബുദ്ധിമുട്ട് ഏതാണ് എളുപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ ഇത്രയാണ് നമുക്ക് 2021 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് 9 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഞാനിപ്പോൾ 9:05 ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു, ഒരു 9:10 അല്ലെങ്കിൽ 9:15 കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുക. അപ്പോൾ എല്ലാവരും ഇതേ ലിങ്കിൽ തന്നെ സ്റ്റേ ഓൺ ചെയ്യുക. ഇതേ ലിങ്കിലായിരിക്കും ഇന്നത്തെ ക്ലാസ്സുകളെല്ലാം, ഇതേ ലിങ്കിൽ ഇതേ ഇതിലായിരിക്കും ലൈവ് വരുന്നത്. അപ്പോൾ വേറൊരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതേ ലിങ്കിൽ തന്നെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് ഒരു 10 മിനിറ്റിനകം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെയാണ് എക്സാം. അപ്പോൾ എല്ലാവരോടും ഒരു ഓൾ ദ ബെസ്റ്റ്. ഇനി എക്സാമിന് മുൻപ് നമ്മൾ ലൈവായിട്ട് ചിലപ്പോൾ കണ്ടോളുന്നില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. നന്നായിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്ന രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും എക്സാം എഴുതും. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. സോ വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
Hi students, welcome to Arise NEET Marathon. Okay, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 NEET ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. Given below are two statements. Statement 1, aspirin and paracetamol belong to the class of narcotic analgesics. Statement 2, morphine and heroin are non-narcotic analgesics. In the light of the above statements, choose the correct answer from the options given below. Both statement 1 and statement 2 are true. Both statement 1 and statement 2 are false. Statement 1 is correct. Statement 2 is false. Statement 1 is incorrect, but statement 2 is true. Okay? ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസിൽ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ തന്നിരിക്കുന്നതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. അതായത് നിങ്ങളുടെ 12th ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിലെ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു അനാൽജസിക്സ്. അനാൽജസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്താ തന്നിരിക്കുന്നത്. എന്താണ് അനാൽജസിക്സ് എന്ന് നമുക്ക് നോക്കാം. അനാൽജസിക്സ് ആർ ആക്ച്വലി പെയിൻ കില്ലേഴ്സ്. ഓക്കെ, അനാൽജസിക്സ് എന്താണ്? പെയിൻ കില്ലേഴ്സ് ആണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് അനാൽജസിക്സ് ഉണ്ട്. നോൺ നാർക്കോട്ടിക് അനാൽജസിക്സും നാർക്കോട്ടിക് അനാൽജസിക്സ്. നാർക്കോട്ടിക് അനാൽജസിക്സ് എന്ന് പറയുന്നത് അത് പെയിൻ കില്ലറാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് അഫക്ട്സ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു ഇറ്റ് കോസസ് വാട്ട്, സ്ലീപ്പ്. അതുപോലെ തന്നെ എന്താണ്, അതൊരു ഹാബിച്വലായിട്ട് കൺവേർട്ട് ആവാൻ സാധ്യതയുള്ള അനാൽജസിക് ആണ് എന്താ, നാർക്കോട്ടിക് അനാൽജസിക്സ് എന്ന് പറയുന്നത്. നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർന്നു. ഓക്കെ, അപ്പോൾ നോൺ നാർക്കോട്ടിക് ആൻഡ് നാർക്കോട്ടിക് അനാൽജസിക്സ്. അപ്പോൾ നോൺ നാർക്കോട്ടിക് അനാൽജസിക്സിനെയും നാർക്കോട്ടിക് അനാൽജസിക്സിനെയും റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ അനാൽജസിക്സ് എന്താണ്, ദേ ആർ പെയിൻ കില്ലേഴ്സ് ആണ്. നാർക്കോട്ടിക് അനാൽജസിക്സ് എന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സ് അല്ല, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഓൾസോ അഫക്റ്റിംഗ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ അത് എക്സസീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, അതൊരു അഡിക്ഷൻ ആയിട്ട് മാറാനായിട്ട് ചാൻസ് ഉള്ള അനാൽജസിക്സ് ആണ് എന്ത്, നാർക്കോട്ടിക് അനാൽജസിക്സ്. നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നതാണ്, യൂസ് ചെയ്യുന്നതാണ്. നാർക്കോട്ടിക് അനാൽജസിക്സ് നമ്മൾ നോർമലി ടേക്ക് ചെയ്യില്ല. അത് നോർമലി എടുക്കുന്നത് നോർമലി പോസ്റ്റ് ഓപ്പറേറ്റീവ് സിറ്റുവേഷൻസിലും അതുപോലെ തന്നെ എന്താണ്, ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത് അപ്പോഴാണ് കൂടുതൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നാർക്കോട്ടിക് അനാൽജസിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നോൺ നാർക്കോട്ടിക് അനാൽജസിക്സിന് എക്സാമ്പിളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പാരസെറ്റാമോൾ. അതുപോലെ തന്നെ ആസ്പിരിൻ ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, നോൺ നാർക്കോട്ടിക് അനാൽജസിക്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. നാർക്കോട്ടിക് അനാൽജസിക്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് മോർഫീൻ, ഹെറോയിൻ, കൊഡീൻ ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, നാർക്കോട്ടിക് അനാൽജസിക്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആസ്പിരിൻ ആൻഡ് പാരസെറ്റമോൾ ബിലോങ്സ് ടു നാർക്കോട്ടിക് അനാൽജസിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാർക്കോട്ടിക് അല്ല, ദേ ആർ ആക്ച്വലി നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് മോർഫീൻ ആൻഡ് ഹെറോയിൻ ആർ നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. അവർ ആക്ച്വലി നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. കാരണം അത് എക്സസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഇറ്റ് ക്യാൻ കോസ് അഡിക്ഷൻ ബിക്കോസ് ഇറ്റ് ഇസ് എഫക്റ്റിംഗ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും എന്ത് തന്നെയാണ്, റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ അക്കോർഡിംഗ് ടു അവർ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് വരിക, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫാൾസ്. സെക്കൻഡ് 1 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct structure of 2,6-dimethyl dec-4-ene എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യാനുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദ കറക്റ്റ് സ്ട്രക്ചർ ഓഫ് 2,6-dimethyl dec-4-ene, അതായത് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതായത് 4th കാർബണിലാണ് എന്ത് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത് അല്ലേ. 2,6-dimethyl dec-4-ene എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, 4th കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്.
2 and 6 പൊസിഷനിൽ എന്തുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രക്ചർ ഒന്ന് എന്ത് ചെയ്ത് നോക്കാം, എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് സ്ട്രക്ചറിൽ നിങ്ങൾ നോക്കുക, ഇത് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷനിലാണ് സ്ട്രക്ചർ തന്നിരിക്കുന്നത്. ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻസിൽ ആൾ ദീസ് ടെർമിനൽസ് ആൻഡ് ഇൻ്റർസെക്ഷൻസ് ആർ കാർബൺ. അതായത് ഈ പറയുന്ന ബോണ്ട് ലൈൻസും ടെർമിനൽസും ഇൻ്റർസെക്ഷനും എന്ത് തന്നെയാണ്? കാർബൺ ആണ്. അതായത് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് എല്ലാം എന്താണ്? നോർമൽ എന്താണ്? കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുലയിലല്ല തന്നിരിക്കുന്നത്, അതിന് പകരം ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷനിലാണ്. ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷനിൽ ടെർമിനൽസും ഇൻ്റർസെക്ഷൻസും എന്താണ്? കാർബൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്ന അനുസരിച്ച് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 10 കാർബൺ ഉണ്ട്. അപ്പോൾ 10 കാർബൺ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കാം. 1 2 3 4 5 6 7 8 9 10 10 ആയില്ലേ? ഓക്കെ, 10 കാർബൺ ആറ്റംസ് ആയിട്ടുണ്ട്. ഇതിൽ നോക്കിക്കേ, ഇതിൽ സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് നമ്പർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3, ദിസ് ഇസ് 4. ഫോർത്ത് കാർബണിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. 1 2 3 4. ഫോർത്ത് കാർബണിൽ യു ഹാവ് എ ഡബിൾ ബോണ്ട് ഓവർ ഹിയർ. 5. സിക്സ്ത് കാർബണിൽ എന്ത് വന്നിട്ടുണ്ട്? ദർ ഇസ് methyl group. അപ്പോൾ ഇവിടെ നോക്കിക്കേ, now you can put hydrogens according to its valency. So it is CH3, CH, CH3, CH2, CH, 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 CH3, CH2, 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 CH3. ഇതിൻ്റെ പേരെന്താ പറയുക? It is 2,6 അല്ലേ? In 2 and 6 carbon you have methyl group, so it is 2,6 dimethyl. There are 10 carbon atoms, so it is dec. In the fourth carbon you have what? Double bond, so it is 4-ene. So it is 2,6 dimethyl dec 4-ene. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ആ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ശരിക്കും നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വാട്ട് യു ഹാവ് ടു ഡു, യു ജസ്റ്റ് നോക്കുക, ഇത് ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യുക, അറിഞ്ഞിരിക്കുക ബോണ്ട് ലൈനിൽ ടെർമിനൽസും ഇൻ്റർസെക്ഷൻസും എന്താണ്? കാർബൺ ആണ്. യു ജസ്റ്റ് നമ്പർ ഇറ്റ് 1 2 3 4 5 6 7 8 9 10 10 കാർബൺ ആറ്റം ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ഡെക്ക് ആയിരിക്കും അതിൻ്റെ വേർഡ് റൂട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫോർത്ത് കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കോമ്പൗണ്ടിലും ഫോർത്ത് കാർബണിൽ തന്നെയാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ദീസ് ടെർമിനൽസും എന്ത് തന്നെയാണ്? സി ഗ്രൂപ്പാണ്. സോ ദാറ്റ് ഇസ് എ CH3 ഗ്രൂപ്പാണ്. സോ ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ആൻഡ് സിക്സ്ത് പൊസിഷനിലാണ് CH3 ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് ആ സ്ട്രക്ചർ അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം നിർബന്ധമില്ല, ഞാൻ രണ്ട് രീതിയിലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, now we can move on to the next question. അപ്പോൾ according to this question എന്താണ്? ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, now we can move on to the next question. BF3 is planar and electron deficient compound. Hybridization and number of electrons around the central atom ആണ് question. Okay. BF3 is planar and electron deficient compound. Hybridization and number of electrons around the central atom. Central atomത്തിന് ചുറ്റുമുള്ള number of electronsഉം hybridization ആണ് predict ചെയ്യേണ്ടത്. So hybridization അതുപോലെ തന്നെ എന്താണ്? Number of electrons around the central metal atom ആണ് predict ചെയ്യാനുള്ളത്. Hybridization predict ചെയ്യണമെങ്കിൽ you should know their number of electron pair around the central metal atom. Central metal atomത്തിന് ചുറ്റുമുള്ള number of electron pair അറിയണം. So if you know their electron pair, we can easily predict the hybridization. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Okay, if electron pair is 2, hybridization will be sp. Electron pair is 3, hybridization is sp2. Electron pair is 4, hybridization is sp3. Electron pair is 5, hybridization is sp3d. Electron pair is 6, hybridization is sp3d2. Electron pair is 7, hybridization is sp3d3. അതായത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും? ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസിയാണ്. 2 ആണെങ്കിൽ sp, 3 ആണെങ്കിൽ sp2, 4 ആണെങ്കിൽ sp3, 5 ആണെങ്കിൽ sp3d,
6 ആണെങ്കിൽ sp3d2, 7 ആണെങ്കിൽ sp3d3. ഇത്രയാണ് ഹൈബ്രിഡൈസേഷൻസ് വരുന്നത്. അപ്പോൾ BF3നെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ബോറോൺ ഒരു ഗ്രൂപ്പ് 13 എലമെൻ്റ് ആണ്. ഗ്രൂപ്പ് 13 എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ns2 np1 എന്നാണ് അല്ലേ. അല്ലെങ്കിൽ ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ വെച്ച് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 5 ആണ്. 1s2 2s2 2p1. സോ ദർ ആർ 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ബോറോണിനുള്ളത്. 1 2 3 അല്ലേ. BF3 3 BF ബോണ്ടാണ്. സോ ബോറോണിൽ ഓരോ ഇലക്ട്രോണും ആരുമായിട്ട് ബോണ്ട് ചെയ്യും? ഫ്ലൂറിൻ്റെ ഇലക്ട്രോണുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 3 BF ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ ഓരോ BF ബോണ്ടും എന്താണ്? ഓരോ ഇലക്ട്രോൺ പെയർ ആണ്. സോ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയർ വരും? ദർ വിൽ ബി 3 ഇലക്ട്രോൺ പെയർ അല്ലേ. ഓരോ BF ബോണ്ടും എന്താണ്? ഓരോ ഇലക്ട്രോൺ പെയർ ആണ്. സോ എത്ര ഇലക്ട്രോൺ പെയർ വരും? 3 ഇലക്ട്രോൺ പെയർ അറൗണ്ട് വാട്ട്? ബോറോൺ. അപ്പോൾ 3 ഇലക്ട്രോൺ പെയർ വന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്താണ് വരുന്നത്? ഇറ്റ് ഈസ് sp2. ഹൈബ്രിഡൈസേഷൻ എന്താണ് വരുന്നത്? sp2. 3 ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് വരും ചുറ്റും? 3 ഇലക്ട്രോൺ പെയർ ഇസ് ഈക്വൽ ടു ഹൗ മെനി ഇലക്ട്രോൺസ്? 1 ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. സോ 3 × 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 6 ഇലക്ട്രോൺസ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 6 ഇലക്ട്രോൺസ്. സോ ഹൈബ്രിഡൈസേഷൻ എന്താണ് വരുന്നത്? sp2 ആൻഡ് 6. ഓക്കെ. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ 3. ആൻസർ എന്ത് വരും? ഓപ്ഷൻ 3. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ അത്? ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, noble gases are named because of their inertness toward reactivity. Identify an incorrect statement about them. Okay, നോബൽ ഗ്യാസസിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടത്. നോബൽ ഗ്യാസസ് ആർ സ്പാരിംഗ്ലി soluble in water. Noble gases have very high melting and boiling point. Noble gases have weak dispersion force. Noble gases have large positive values of electron gain enthalpy. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോബൽ ഗ്യാസസ് ആർ സ്പാരിംഗ്ലി soluble water. ദാറ്റ് ഇസ് എ വെരി ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നോബൽ ഗ്യാസസ് ആർ നോൺ പോളാർ ആണ്, വാട്ടർ പോളാർ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? നോൺ പോളാർ സബ്സ്റ്റൻസ് വിൽ നോട്ട് ഡിസോൾവ്സ് ഇൻ വാട്ടർ. പോളാർ സബ്സ്റ്റൻസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോബൽ ഗ്യാസസ് ആർ സ്പാരിംഗ്ലി soluble ആണ്. ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നോബൽ ഗ്യാസസ് ഹാവ് വെരി ഹൈ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഒരു കോമ്പൗണ്ട് ഓർ എലമെൻറ്റ് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ് ഓർ ഇൻ്റർ അറ്റോമിക് ഫോഴ്സസ് ആണ്. അതായത് ആ രണ്ട് ആറ്റംസ് അല്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മെൽട്ടിംഗ് പോയിന്റിനെയും ബോയിലിംഗ് പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അതിൽ ഇൻട്രാക്റ്റീവ് ഫോഴ്സ് വളരെ ഹൈ ആണെങ്കിൽ ഒബ്വിയസ്ലി മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നോബൽ ഗ്യാസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീക്ക് ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ നോബൽ ഗ്യാസ് ആറ്റംസ്. നോബൽ ഗ്യാസ് ആറ്റത്തിൻ്റെ ഇടയിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ലണ്ടൻ ഫോഴ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ ദേ ആർ ഹാവിങ് വെരി ലോ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോബൽ ഗ്യാസസ് ഉണ്ട്. നെയിം ഇറ്റ് സെൽഫ് എല്ലാം എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഓഫ് ദെയർ വീക്ക് ഇൻട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അതുകൊണ്ട് തന്നെ അവർക്ക് ലോ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് ഏതാണ് ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോബൽ ഗ്യാസസ് ഹാവ് വെരി ഹൈ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ഒന്നുകൂടെ നോക്കാം. നോബൽ ഗ്യാസസ് ഹാവ് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് നോബൽ ഗ്യാസസിൻ്റെ ഇടയിലുള്ളൂ. അതായത് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഫോഴ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്റ്റീവ് ഫോഴ്സും എന്ത് ചെയ്യുന്നില്ല? നോബൽ ഗ്യാസസിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നോബൽ ഗ്യാസ് ഹാവ് ലാർജ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഇറ്റ് ഈസ് ദി എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. അതായത് ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. നോർമലി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസ് നെഗറ്റീവ് ആണ്. പക്ഷേ നോബൽ ഗ്യാസസ് ഹാവിങ് ഹാവ് വെരി സ്റ്റേബിൾ
completely filled electronic configuration, therefore they won't accept electron. അവർക്ക് എന്ത് accept ചെയ്യില്ല? Electron accept ചെയ്യില്ല. So if they want to accept electron, we have to give energy. അതായത് അവർക്ക് ഇലക്ട്രോണിന് ആവശ്യമില്ല, ഓൾറെഡി ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എല്ലാ നോബൽ ഗ്യാസസിനും ഉള്ളത്. കംപ്ലീറ്റ്ലി ഫുൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, ഹൈലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യില്ല? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണം, എന്നാലേ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആർ വെരി ഹൈ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ എ വെരി ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്? നോബൽ ഗ്യാസസ് ആർ ഹാവിങ് വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ളതാണ്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ ആണോ നിങ്ങൾക്ക്? Okay, now we can move on to the next question. The molar conductance of NaCl, HCl and CH3CONa at infinite dilution are 126.45, 426.16 and 91 Siemens centimeter square mole raised to -1 respectively. The molar conductance of acetic acid at infinite dilution is. Choose the right option for your answer. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് NCERT-യിൽ നിങ്ങളുടെ ഈ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് NCERT-യിൽ അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽസിന് പോലും യാതൊരു വ്യത്യാസവുമില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് നോക്കിയിരിക്കണം? NCERT-യിലുള്ള വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കുക? മസ്റ്റായിട്ട് നോക്കിയിരിക്കുക. ഓക്കെ, കാരണം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. NCERT-യിൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്താണ്? കോൾറേഷ്യസ് ലോയുടെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളിൽ കിടക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ല, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കോൾറേഷ്യസ് ലോ. കോൾറേഷ്യസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോൾറേഷ്യസ് ലോ എന്ന് പറയുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓർ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ of any electrolyte is equal to the ionic conductance of individual ions at infinite dilution എന്നാണ്. is equal to the sum of ionic conductance of individual ions at infinite dilution. അതായത് ഏത് ഇലക്ട്രോലൈറ്റ് ആയിക്കോട്ടെ, അത് സ്ട്രോങ് ആയിക്കോട്ടെ വീക്ക് ആയിക്കോട്ടെ, ഏത് ഇലക്ട്രോലൈറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്തിനോട് ഈക്വൽ ആയിരിക്കും? അതിൽ ഏതൊക്കെ അയോൺസ് പ്രസൻ്റ് ആയിരിക്കുമോ ആ അയോൺസിൻ്റെ എല്ലാം എന്താണ്? അയോണിക് കണ്ടക്ടിവിറ്റീസിൻ്റെ സമ്മായിരിക്കും അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അതാണെന്ത്? കോൾറേഷ്യസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കോൾറേഷ്യസ് ലോ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അസറ്റിക് ആസിഡ് എടുക്കാം, CH3COH. ഓക്കെ, അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഡിസോസിയേറ്റ് ആസ് CH3CO- ആൻഡ് H+. ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് λ0m എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇതിൻ്റെ അയോൺസിൻ്റെ അയോണിക് കണ്ടക്ടിവിറ്റീസിൻ്റെ സമ്മായിരിക്കും. സോ λCH3CO- പ്ലസ് λ0 H+. ഇതാണ് എന്തെന്ന് പറയുന്നത്? കോൾറേഷ്യസ് ലോ എന്ന് പറയുന്നത്. ഏതൊരു ഇലക്ട്രോലൈറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ തന്നെ അയോൺസിൻ്റെ ലിമിറ്റിംഗ് അയണിക് കണ്ടക്ടിവിറ്റീസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇതാണ് കോൾറേഷ്യസ് ലോ. കോൾറേഷ്യസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ലിസൺ ചെയ്യാം. നമ്മൾക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ λ0m ഗ്രാഫിക്കലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രാഫിക്കലി നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോൾറേഷ്യസ് ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അസറ്റിക് ആസിഡിൻ്റെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അസറ്റിക് ആസിഡിൻ്റെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കേണ്ടത്. അക്കോർഡിംഗ് ടു കോൾറേഷ്യസ് ലോ എന്താണ്? λ0m ഓഫ് അസറ്റിക് ആസിഡ് ഇസ് ഈക്വൽ ടു λ0 of CH3CO- ആൻഡ് λ0 of H+. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ലെറ്റ് ദിസ് ബി അവർ ഇക്വേഷൻ 1. നമ്മുടെ ഇക്വേഷൻ 1 ആക്കുക.
ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഏതിൻ്റെയൊക്കെ നോക്കാം. NaCl ആണ് അല്ലേ. NaCl വാല്യൂ എന്ത് തന്നിട്ടുണ്ട്? ഇറ്റ് ഇസ് 126.45 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ഇക്വേഷൻ λ0m എങ്ങനെ എഴുതാം? λ0 ഓഫ് NaCl എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യണേ? Na പ്ലസും Cl മൈനസും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്തിനോട് ഈക്വൽ ആയിരിക്കും? λ0 ഓഫ് Na പ്ലസ് λ0 ഓഫ് വാട്ട്? Cl മൈനസിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 2. ഇനി നമുക്ക് അടുത്ത ഏത് തന്നിരിക്കുന്നത്? HCl ആണ്. HCl വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 426.16 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ λ0m ഓഫ് HCl നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അക്കോർഡിംഗ് ടു കോൾറേഷ്യസ് ലോ HCl എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? H പ്ലസും Cl മൈനസും. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ എഴുതാം? λ0 ഓഫ് H പ്ലസ് λ0 ഓഫ് Cl മൈനസ്. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 3. ഫൈനലി എന്താണ്? സോഡിയം അസറ്റേറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. CH3CONA ആണ് തന്നിരിക്കുന്നത്. CH3CONA അല്ലേ. CH3CONA വാല്യൂ എന്ത് തന്നിരിക്കുന്നുണ്ട്? 91 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ CH3CO എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യണേ? CH3CO മൈനസും Na പ്ലസും. അപ്പോൾ അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? CH3CONA ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി that will be equal to λ0 of CH3CO minus plus λ0 of what? Na plus. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? CH3CONA ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെയും വാല്യൂ നമുക്ക് തന്നെ NaCl വാല്യൂ വന്നിട്ടുണ്ട്, HCl വാല്യൂ വന്നിട്ടുണ്ട്, CH3CONA വാല്യൂ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? CH3COHൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. നമുക്ക് വേണ്ടത് CH3COHൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്തിനോട് ഈക്വൽ ആണ്? λ0 ഓഫ് CH3CO മൈനസിൻ്റെയും λ0 ഓഫ് H പ്ലസിൻ്റെയും സമ്മാണ്. ഈ മൂന്ന് ഇക്വേഷൻസ് അനലൈസ് ചെയ്താൽ ഏതൊക്കെ ഇക്വേഷൻസിലാണ് CH3CO മൈനസും Na പ്ലസും H പ്ലസും ഉള്ളത്? ഫോർത്ത് ഇക്വേഷനിൽ CH3CO മൈനസ് ഉണ്ട്. തേർഡ് ഇക്വേഷനിൽ എന്താണ്? H പ്ലസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും സമ്മല്ലേ. അപ്പോൾ നമുക്ക് തേർഡും ഫോറും ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ തേർഡും ഫോറും ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്ത് വരും? CH3CO മൈനസും ആഡ് ചെയ്യും, H പ്ലസും ആഡ് ചെയ്യും. അതുകൂടാണ്ട് രണ്ടുപേര് ആവശ്യമില്ലാത്തവർ വരും. അത് ആരൊക്കെയാണ്? Na പ്ലസും Cl മൈനസ്. അത് വേണം നമുക്ക്? വേണ്ട. നമുക്ക് എന്തിൻ്റെ സം മാത്രം മതി? CH3CO മൈനസിൻ്റെയും H പ്ലസിൻ്റെയും സം മതി. അതാണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും മാത്രം നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയാൽ മതി. പക്ഷേ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ഏത് രണ്ടും കൂടെ കയറി വരും? Na പ്ലസും Cl മൈനസും കൂടെ കയറി വരും. അത് നമുക്ക് വേണോ? വേണ്ട. അപ്പോൾ Na പ്ലസും Cl മൈനസും ഉള്ള ഇക്വേഷൻ ഏതാണ്? സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്തിട്ട് അതിന് എന്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി? ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും ആഡ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ. തേർഡും ഫോർത്തും ആഡ് ചെയ്ത് അതിൽ നിന്ന് സെക്കൻഡ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ അതിൻ്റെ വാല്യൂസും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്കൊന്ന് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഇക്വേഷൻ്റെ വാല്യൂ എത്രയാണ്? 91. തേർഡ് ഇക്വേഷൻ്റെ വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്? 426.16 പ്ലസ് 91 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 517 വരും. ഇതിന് എന്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷൻ്റെ വാല്യൂ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 126.45 ആണ് വരുന്നത്. ഓക്കെ, you will get it as what? 390.71. നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? 390.71 ആയിട്ട് കിട്ടും. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ വരിക? സെക്കൻഡ് ഓപ്ഷൻ. ഏതാണ് നമ്മുടെ ആൻസർ വരിക? സെക്കൻഡ് ഓപ്ഷൻ. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കോൾറേഷ്യസ് ലോ. കോൾറേഷ്യസ് ലോ എന്താണ് പറയുന്നത്? ഏതൊരു ഇലക്ട്രോലൈറ്റിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്തിനോട് ഈക്വൽ ആയിരിക്കും? അതിൽ ഏതൊക്കെ അയോൺസ് പ്രസന്റ് ആണോ ആ അയോൺസിൻ്റെ എല്ലാം എന്താണ്? അയോണിക് കണ്ടക്ടിവിറ്റീസ് അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എനി ഇലക്ട്രോലൈറ്റ് is equal to the sum of the ionic conductivities of individual ions at infinite dilution. അതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത്
λ0m അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ മാത്രമേ ഗ്രാഫിക്കലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രാഫിക്കൽ ഡിറ്റർമിനേഷൻ പോസിബിൾ അല്ല. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോൾറേഷ്യസ് ലോ യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റനിൽ അസറ്റിക് ആസിഡിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഏതൊക്കെ തന്നിട്ടുണ്ട്, NaCl, HCl ആൻഡ് സോഡിയം അസിറ്റേറ്റ് തന്നിട്ടുണ്ട്. ഇവർ മൂന്നുപേരും സ്ട്രോങ് ആണ്. അസറ്റിക് ആസിഡ് എന്താണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അണ്ടർസ്റ്റുഡ്? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം സർഫസ് കെമിസ്ട്രി. ഓക്കെ, ദ റൈറ്റ് ഓപ്ഷൻ ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ടിൻഡൽ ഇഫക്റ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ NaCl സൊല്യൂഷൻ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ, സ്റ്റാർച്ച് സൊല്യൂഷൻ, യൂറിയ സൊല്യൂഷൻ. ടിൻഡൽ ഇഫക്റ്റ് ആരുടെ പ്രോപ്പർട്ടിയാണ്? ടിൻഡൽ ഇഫക്റ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്സ് അല്ലേ. കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടിയാണെന്ത്, ടിൻഡൽ ഇഫക്റ്റ്. എന്താണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്? വെൻ ലൈറ്റ് is passed through a colloid kept in a dark room, the light is illuminated or path of light is illuminated. ഇതിനെയാണ് എന്ത് പറയുന്നത്, ടിൻഡൽ ഇഫക്റ്റ് അല്ലേ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ടിൻഡൽ ഇഫക്റ്റ് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഡാർക്ക് റൂംസിൽ, ഒരു ഫോർ എക്സാമ്പിൾ വളരെ ഡാർക്ക് റൂമാണ്, ആ ഡാർക്ക് റൂമിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ സൺലൈറ്റ് വരുവാണെങ്കിൽ ആ സൺലൈറ്റിൻ്റെ പാത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ, അതാണ് എന്ത്, ടിൻഡൽ എഫക്റ്റ്. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ധാരാളം കൊളോയിഡ്സ് ഉണ്ട് അല്ലേ. ഈ സ്മോക്ക്, ഡസ്റ്റ് ഇതെല്ലാം എന്ത് തന്നെയാണ്, കൊളോയിഡ്സ് ആണ്. അപ്പോൾ ഒരു ഡാർക്ക് റൂമിലേക്ക് ആണ് കൊളോയിഡ് ഉള്ളതെങ്കിൽ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ ആ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടിൻഡൽ ഇഫക്റ്റ്. ദാറ്റ് ഇസ് വെൻ ലൈറ്റ് ഇസ് പാസ്ഡ് ത്രൂ കൊളോയിഡ് കെപ്റ്റ് ഇൻ എ ഡാർക്ക് റൂം, പാത്ത് ഓഫ് ലൈറ്റ് ഇസ് ഇല്ലുമിനേറ്റഡ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടിൻഡൽ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. And this is mainly shown by colloids. Colloids ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്, NaCl, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, യൂറിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർച്ച് ഇസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഫോർ എ കൊളോയിഡ്. സ്റ്റാർച്ച് എന്തിന് എക്സാമ്പിൾ ആണ്, കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. The RBC deficiency is a deficiency disease of vitamin B12, vitamin B6, vitamin B1, vitamin B2. ആർക്കെങ്കിലും ആൻസർ പറയാവോ? എനിബഡി ക്യാൻ ആൻസർ? ആരെങ്കിലും ചാറ്റിൽ ആൻസർ പറയുന്നുണ്ടോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ബയോളജിയിലും പഠിച്ചിട്ടുണ്ടാവും. RBC ഡെഫിഷ്യൻസി ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വൈറ്റമിൻ്റെ ആണ്? എനിബഡി ക്യാൻ ആൻസർ? ചാറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്, RBC ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എന്താണ് ബയോമാളിക്യൂൾസിൽ ഒരു ടേബിൾ തന്നെ പഠിക്കാനുണ്ട്. എല്ലാ വൈറ്റമിൻസും ആ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ബയോളജിയിലും പഠിക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നത്തിങ് മച്ച് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്. Now, next question, dihedral angle of a stable conformer of ethane. ഈഥൈൻ്റെ സ്റ്റേബിൾ കൺഫോമറിൻ്റെ എന്താണ്, ഡൈഹീഡ്രൽ ആംഗിൾ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കൺഫർമേഷണൽ ഐസോമറിസം. കൺഫർമേഷണൽ ഐസോമറിസമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ഐസോമറിസം എന്ന് പറയുന്നത്? വാട്ട് ഇസ് ഐസോമറിസം? സെയിം മോളിക്കുലർ ഫോർമുല ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് വരികയാണെന്നുണ്ടെങ്കിൽ സച്ച് കോമ്പൗണ്ട്സ് ആർ നോൺ ആസ് ഐസോമേഴ്സ് ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഇസ് നോൺ ആസ് വാട്ട്, ഐസോമറിസം. ഐസോമറിസത്തിന് പല ടൈപ്പ് ഉണ്ട് അല്ലേ. സ്ട്രക്ചറിലുണ്ട്, സ്റ്റീരിയോ ഉണ്ട്. ആ സ്റ്റീരിയോയിൽ തന്നെ ഡിഫറെൻറ്റ് ഐസോമേഴ്സ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഇസ് ദെയർ, ജോമെട്രിക്കൽ ഇസ് ദെയർ, കൺഫർമേഷണൽ ഇസ് ദെയർ. അപ്പോൾ ഇതിൽ കൺഫർമേഷണൽ ഐസോമറിസമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് കൺഫർമേഷണൽ ഐസോമറിസം? ഇറ്റ് ഈസ് ആക്ച്വലി ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആർ പോസിബിൾ ഫോർ എ കോമ്പൗണ്ട് because of the carbon-carbon single bond rotation. അതായത്
ഒരു കോമ്പൗണ്ടിന് തന്നെ പല ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. ആ പല ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ് ഫോർ എ കോമ്പൗണ്ട്. ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? കൺഫോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ കൺഫോമേഴ്സിന് നിങ്ങൾക്ക് 2 ടൈപ്പ് കൺഫർമേഷൻ ആണ് മെയിൻലി പഠിക്കാനുള്ളത്. ലീസ്റ്റ് സ്റ്റേബിളായ എക്ലിപ്സ്ഡ് കൺഫർമേഷനും മോർ സ്റ്റേബിളായ സ്റ്റാഗേർഡ് കൺഫർമേഷനും ആണ് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH3 നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ഈത്തൈൻ അല്ലേ? ഇതിൽ ഞാൻ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയിലാണ് എന്ത് ചെയ്യുന്നത്? കൺഫർമേഷൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇതിൽ 2 കാർബൺ ആണുള്ളത്. അതിൽ ഓക്കെ, ഞാനിവിടെ ഈത്തൈൻ്റെ 2 കൺഫർമേഷൻസ് ആണ് വരച്ചിരിക്കുന്നത്. എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ്. നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ 2 കാർബൺ ആണുള്ളത്. ഇതിൽ ഫ്രണ്ട് കാർബണിനെ ഒരു ഡോട്ടായിട്ടും ബാക്ക് കാർബണിനെ ഒരു സർക്കിളായിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാർബണിൽ എത്ര വരും? 3 ഹൈഡ്രജൻസ് ആണ് വരുന്നത്. ഈ 3 ഹൈഡ്രജൻസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫ്രണ്ട് കാർബണിൻ്റെ ഹൈഡ്രജൻസിൻ്റെ എക്സാക്ട്ലി ബാക്കിലാണ് ബാക്ക് കാർബണിലെ ഹൈഡ്രജൻസ് വരുന്നതെങ്കിൽ ലൈക്ക് ദിസ്. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കി, ഇത് ഫ്രണ്ട് കാർബണിലെ ഹൈഡ്രജൻസ് ആണ് അല്ലേ? ഈ ഫ്രണ്ട് കാർബണിൻ്റെ ഹൈഡ്രജൻസിൻ്റെ എക്സാക്ട്ലി ബാക്കിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബാക്ക് കാർബണിലെ ഹൈഡ്രജൻസ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന കൺഫർമേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. സിമിലർ ഗ്രൂപ്പ് ആർ എക്സാക്ട്ലി ബിഹൈൻഡ് ദി അല്ലേ? സിമിലർ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നു? എക്സാക്ട്ലി ബാക്ക് സൈഡിലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. സിമിലർ ഗ്രൂപ്പ്സ് അങ്ങനെ വരുന്നത് കാരണം കൊണ്ട് തന്നെ ദർ വിൽ ബി മോർ റിപ്പൽഷൻ ആണ്. സോ ദിസ് ഇസ് ദ ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ആണ്. അതാണെന്ത്? ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, നെക്സ്റ്റ് കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കാർബൺ ഒരു ഡോട്ടാണ്, ബാക്ക് കാർബൺ സർക്കിളാണ്. ഫ്രണ്ട് കാർബണിലെ ഹൈഡ്രജൻസ് ആണ്. അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത്? ബാക്ക് കാർബൺസിലെ ഹൈഡ്രജൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമിലർ ഗ്രൂപ്പ്സ് ആർ ഫാർ അപ്പാർട്ടാണ്. സോ ദിസ് ഇസ് ദി മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 2 അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ബിക്കോസ് ഓഫ് ദി കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ കൺഫർമേഷണൽ ഐസോമറിസം എന്ന് പറയുന്നത് എന്താണ്? ഹൗ ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദി കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് റൊട്ടേഷൻ. അതായത് ഒരു കോമ്പൗണ്ടിൽ കാർബൺ കാർബൺ ബോണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കിട്ടും. ഓക്കെ, അതിൽ 2 എണ്ണമാണ് നിങ്ങൾ മെയിൻലി നോട്ട് ചെയ്യേണ്ടത്, എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. എക്ലിപ്സ്ഡ് സിമിലർ ഗ്രൂപ്പ്, അതായത് ഫ്രണ്ട് കാർബണിൻ്റെയും ബാക്ക് കാർബണിൻ്റെയും സിമിലർ ഗ്രൂപ്പ് എന്തായിരിക്കും? എക്സാക്ട്ലി സെയിം ആയിട്ട് അലൈൻ ചെയ്യുന്നതാണ് എന്ത്? എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗേർഡ് എന്ന് പറയുന്നത് സിമിലർ ഗ്രൂപ്പ്സ് ആർ ഫാർ അപ്പാർട്ട് ആയിരിക്കും. അതാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പോൾ ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ്റെ ഡൈഹീഡ്രൽ ആംഗിൾ ആണ്. ഡൈഹീഡ്രൽ ആംഗിൾ എന്താണെന്ന് കൂടെ പറയാം. ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ് ഇസ് നോൺ ആസ് വാട്ട്? ഡൈഹീഡ്രൽ ആംഗിൾ. അതിൽ ലീസ്റ്റ് സ്റ്റേബിൾ കൺഫോമർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? എക്ലിപ്സിൻ്റെ ഡൈഹീഡ്രൽ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും സിമിലർ ഗ്രൂപ്പ് ആർ എക്സാക്ട്ലി അലൈൻഡ് വിത്ത് ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡൈഹീഡ്രൽ ആംഗിൾ 0 ആണ്. ഓക്കെ, ഡൈഹീഡ്രൽ ആംഗിൾ എന്താണ്? 0 ആണ്. അണ്ടർസ്റ്റുഡ്?
Is it clear for you? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഡൈഹീഡ്രൽ ആംഗിൾ ഓഫ് ലീസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണോ? ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Okay, now moving on to the next question. The incorrect statement among the following. അതായത് ഈ തന്നിരിക്കുന്നതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ഫോർ എലമെൻറ്റ് ടു എലമെൻറ്റ് ദാൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. മോസ്റ്റ് ഓഫ് ദി ട്രൈവാലൻ ലാന്തനോയിഡ് അയോൺസ് ആർ കളർലെസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. Lanthanides are good conductors of heat and electricity. Actinoids are highly reactive, especially when finely divided. അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ഫോർ എലമെൻറ്റ് ടു എലമെൻറ്റ് ദാൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, എന്താണ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ? അതായത് ഇപ്പോൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫോർ ലാന്തനോയിഡ്സ്, ദാറ്റ് ഇസ് ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം, ദർ ഇസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് സൈസ് അല്ലേ? വൈ? Because in lanthanoids 4f orbitals have been filled. 4f orbitals have poor shielding അല്ലേ? 4f orbitals-ലുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഷീൽഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി ടൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ ദ ന്യൂക്ലിയസ്, സോ സൈസ് ഡിക്രീസസ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. സെയിം ഇസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് വാട്ട്? ആക്റ്റിനോയിഡ്സ്. ദാറ്റ് ഇസ് വെൻ സ്റ്റാർട്ട്സ് ഫ്രം ആക്ടിനിയം ടു ലോറൻഷ്യം. ആക്ടിനിയം ടു ലോറൻഷ്യം എന്താണ്? ദർസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് സൈസ്. കാരണം എന്താണ്? 5f ഓർബിറ്റൽസ് ആണ് അല്ലേ? അപ്പോൾ 5f ഓർബിറ്റൽസിന് 4fനേക്കാൾ ഷീൽഡിങ് കുറവാണ്. 4f ഓർബിറ്റൽസിനേക്കാൾ ഷീൽഡിങ് കുറവുള്ളവരാണ് എന്ത്? 5f ഓർബിറ്റൽസ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് നന്നായിട്ട് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സൈസ് നന്നായിട്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ലാന്തനോയിഡ് കോൺട്രാക്ഷനേക്കാൾ എന്ത് തന്നെയാണ്? ഗ്രേറ്റർ തന്നെയാണ്. സോ ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അപ്പോൾ ആക്റ്റിനോയിഡ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലേ? എന്താണ് ലാന്തനോയിഡ് എന്ന് പറഞ്ഞാൽ? ലന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? സൈസ് ഡിക്രീസ് ചെയ്യും. എന്താണ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ? ആക്ടിനിയത്തിൽ നിന്ന് ലോറൻഷ്യത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? സൈസ് ഡിക്രീസ് ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെയും റീസൺ എന്താണ്? എഫ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ്. എഫ് ഓർബിറ്റൽസിന് ഷീൽഡ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ആർ എക്സ്പീരിയൻസ് ചെയ്യും? ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? സൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അത് ലാന്തനോയിഡ്സിലാണെങ്കിൽ 4f ഓർബിറ്റൽസ് ആണ് ഫില്ല് ചെയ്യുന്നത്. ആക്ടിനോയിഡ്സിൽ എന്താണ്? 5f ആണ് അല്ലേ? 4fഉം 5fഉം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4fനേക്കാൾ പുവർ ഷീൽഡിംഗ് ഉള്ളവരാണ് ആര്? 5f. അപ്പോൾ കൂടുതൽ അട്രാക്ഷൻ ആർക്കായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക? ആക്റ്റിനോയിഡ്സിനായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് സൈസ് ഡിക്രീസ് ചെയ്യുന്ന ഏത് കേസിലായിരിക്കും? ആക്റ്റിനോയിഡ്സിൻ്റെ കേസിലായിരിക്കും. അപ്പോൾ ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ഫോർ എലമെൻറ്റ് ടു എലമെൻറ്റ് ദാൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. മോസ്റ്റ് ഓഫ് ദി trivalent lanthanoids ions are colorless in solid state. ഓക്കെ, അതായത് ട്രൈവാലൻ ലാന്തനോയിഡ്സ് അയോൺസ് കളർലെസ് ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കളർലെസ് അല്ല, ദേ ആർ കളേർഡ്. ഓക്കെ, ലാന്തനോയിഡ്സ് ജനറലി കളേർഡ് ആണ് ബിക്കോസ് ഓഫ് FF ട്രാൻസിഷൻ. ലാന്തനോയിഡ് അയോൺസ് എന്താണ്? കളേർഡ് ആണ് ഡ്യൂ ടു FF ട്രാൻസിഷൻ. അപ്പോൾ അതിനകത്തുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? മോസ്റ്റ് ഓഫ് ദി ട്രൈവാലൻ ലാന്തനോയിഡ്സ് അയോൺസ് ആർ കളർലെസ് എന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. ഓക്കെ, ബാക്കിയുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. ലാന്തനോയിഡ്സ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ലാന്തനോയിഡ്സ് എല്ലാവരും തന്നെ മെറ്റൽസ് ആണ്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ആക്റ്റിനോയിഡ്സ് ആർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് എസ്പെഷ്യലി വെൻ ഫൈൻലി ഡിവൈഡഡ്. അതും ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അത് നിങ്ങൾ ആക്റ്റിനോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിലാകെ കുറച്ച് പ്രോപ്പർട്ടീസേ പഠിക്കാനുള്ളത്. അതിൽ വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ആണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? വെൻ ഫൈനലി ഡിവൈഡഡ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണല്ലോ അല്ലേ ഈ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ സ്റ്റേറ്റ്മെൻറ്റും വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The major product formed in dehydrohalogenation of 2-bromopentene is pentatoene. This product formation is based on. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. 2020 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത് സെയിം കൺസെപ്റ്റ് ആണ്. The product formed in dehydrohalogenation of 2-bromopentene is pentatoene. അതായത് ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷനിൽ
എന്താണ് 2-bromopentane ഡീഹൈഡ്രോഹാലജനേഷനിൽ പ്രോഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് എന്താണ് Pent2ene ആണ്. അത് ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ചാറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 2-bromopentane, that is there are 5 carbon atoms. സെക്കൻഡ് കാർബണിൽ എന്താണ് ബ്രോമിൻ ആണ് അല്ലേ. ഇതാണ് 2-bromopentane എന്ന് പറയുന്നത് അല്ലേ. ഇതിനെ when it is treated with a strong base, നിങ്ങൾക്ക് എന്ത് സ്ട്രോങ് ബേസ് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഡീഹൈഡ്രോഹാലജനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ കാർബൺ, അതിൻ്റെ നെയ്ബറിങ് കാർബൺസ് ആണ് ബീറ്റ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഡീഹൈഡ്രോഹാലജനേഷനിൽ വാട്ട് ഹാപ്പൻസ്? ആൽഫ കാർബണിൽ നിന്ന് ഹാലജനും ബീറ്റ കാർബണിൽ നിന്ന് എന്താണ് ഹൈഡ്രജനും കൂടെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൽഫയും ബീറ്റയുടെ ഇടയിൽ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. ഇവിടെ 2 ബീറ്റ ഉണ്ടല്ലോ, β1 ആൻഡ് β2. ഞാനിവിടെ β1 ആൻഡ് β2 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 പ്രോഡക്ട്സ് ഞാൻ ആദ്യം β1 ഹൈഡ്രജൻ ആണ് കേട്ടോ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഡബിൾ ബോണ്ട് എവിടെ വരും? ആൽഫയുടെയും β1ൻ്റെയും ഇടയിൽ വരും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതെന്താണ്? Pent2ene ആണ്. ഇനിയൊരു പോസിബിലിറ്റിയും കൂടെയുണ്ട്, β1 ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഡബിൾ ബോണ്ട് എവിടെ വരും? β1നും ആൽഫയ്ക്കും ഇടയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇത് Pent1ene ആണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മേജർ ഏതാണ് വരുന്നത്? Pent2ene ആണെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ ആണ്. അപ്പോൾ ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ്. അപ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബൺസിൻ്റെ നെയ്ബറിങ് കാർബൺസ് ആണ് ഇത് ആൽഫ കാർബൺ. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 2 and 5. ഇവിടെ 5 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. സോ 5 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. Pent1ൽ ആകെ ഒരേ ഒരു ആൽഫ കാർബണേ ഉള്ളൂ, അവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. സോ ദർ ഇസ് 2 ആൽഫ ഹൈഡ്രജൻ, സോ 2 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്. സോ ആരാ സ്റ്റേബിൾ ആയിട്ട് വരുന്നത്? Pent2ene is the most stable alkene. Okay, അപ്പോൾ the rule is Zaitsev rule ആണ്. According to Zaitsev rule, in dehydrohalogenation, more substituted alkene is the stable product. എന്താണ്? More substituted alkene. More substituted alkene will be the stable alkene according to hyperconjugation. Okay, അപ്പോൾ more substituted alkene എങ്ങനെ കണ്ടുപിടിക്കണേ? ഈ ഡബിൾ ബോണ്ടഡ് കാർബൺസിൽ ഹൈഡ്രജൻ്റെ നമ്പർ എവിടെയാണോ കുറവ് അതായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിട്ട് വരിക. അപ്പോൾ Pent2ene എടുക്കുമ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ഹൈഡ്രജനേ ഉള്ളൂ. Pent1ene എടുക്കുമ്പോഴത്തേക്ക് ഡബിൾ ബോണ്ടഡ് കാർബൺസിൽ എത്ര വരും? 2 ഹൈഡ്രജൻസ് വരും അല്ലേ. അപ്പോൾ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഏതാണ്? Pent2ene ആണ്. അപ്പോൾ Pent2ene ആണ് എന്ത്? മോർ സ്റ്റേബിൾ. അപ്പോൾ സ്റ്റെബിലിറ്റി ശരിക്കും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഹൈപ്പർ കോൺജുഗേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ നെയ്ബറിങ് കാർബൺസിലുള്ള ഹൈഡ്രജൻ്റെ നമ്പർ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻസ് ഉള്ളത് ഏതോ അതായിരിക്കും എന്തായിട്ട് വരിക? മോർ ഹൈപ്പർ കോൺജുഗേഷൻ തരുന്നത്. ദാറ്റ് വിൽ ബി ദ മോർ സ്റ്റേബിൾ. ഓക്കെ, അതിൻ്റെ ബേസിസിലാണ് ഏത് റൂള് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? സെയ്റ്റ്സെഫ് റൂള് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഫോർ ഡീഹൈഡ്രോഹാലജനേഷൻ ഏത് റൂളാണ് ഫോളോ ചെയ്യുന്നത്? സെയ്റ്റ്സെഫ് റൂൾ. എന്താ സെയ്റ്റ്സെഫ് റൂൾ പറയുന്നത്? In dehydrohalogenation, the more substituted alkene is the preferred product because that will be the stable product. Understood? Clear ആണോ? ഓക്കെ, ആദിത്യാണോ ആൻസർ പറഞ്ഞിരിക്കുന്നത്? വെരി ഗുഡ്. Now moving on to next question. Which among the following is the correct option? Which among the following is the correct option for the relationship between Cp and Cv for 1 mole of ideal gas? അതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് തെർമോഡൈനാമിക്സിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ, Q is equal to C into delta T. ഇത് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. So this is equation for what? Heat capacity. Okay, Q is equal to C into delta T. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഹീറ്റ് മെഷേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ is equal to delta H and heat measured at constant volume is equal to delta U എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്.
QP എന്ന് പറഞ്ഞാൽ ഹീറ്റ് മെഷേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണ് ഡെൽറ്റ എച്ച് ആണ്. ഹീറ്റ് മെഷേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം എന്താണ് ഡെൽറ്റ യു ആണ്. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് തെർമോഡൈനാമിക്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടും ഉണ്ടാവും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ റിലേഷൻ അറിഞ്ഞിരിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. എന്താണ് ഹീറ്റ് മെഷേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണ് ഡെൽറ്റ എച്ച് ആണ്. ഹീറ്റ് മെഷേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം എന്താണ് ഡെൽറ്റ യു ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഓക്കെ, നമുക്ക് QP is equal to എന്താണ് ഡെൽറ്റ എച്ച് ആണ്. ക്യൂവിന് നമുക്ക് ഇക്വേഷൻ അറിയാം C ഇൻറ്റു ഡെൽറ്റ ടി. ഇത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ മെഷർ ചെയ്തുകൊണ്ട് ഹീറ്റ് കപ്പാസിറ്റി എന്ന് കൊടുക്കാം CP ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഇനി QV എന്താണ് ഡെൽറ്റ യു ആണ്. അതിന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് വോള്യത്തിലായതുകൊണ്ട് ഹീറ്റ് കപ്പാസിറ്റി എന്ന് കൊടുക്കാം CV എന്ന് കൊടുക്കാം ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ഇനി എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ് H is equal to U plus PV. ഞാനിതിനകത്ത് ചേഞ്ച് കൊടുക്കുകയാണ്. അപ്പം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി ആണ്. നമുക്കിത് ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് പി വി ഇസ് ഈക്വൽ ടു എന്താണ് ആർ ടി ആണ്, 1 മോൾ ആയതുകൊണ്ട്. ഓക്കെ, സോ ഡെൽറ്റ പി വി എന്തായിരിക്കും ഇറ്റ് വിൽ ബി ഡെൽറ്റ ആർ ടി ആയിരിക്കും. ആർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് ചേഞ്ച് വരില്ല. സോ ഇറ്റ് വിൽ ബി ആർ ഡെൽറ്റ ടി ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ആർ ഡെൽറ്റ ടി എന്ന് കൊടുക്കാം അല്ലേ. ഇതിൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്താണ് ആർ ഡെൽറ്റ ടി. ഡെൽറ്റ എച്ചിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, വാട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ യു ക്യാൻ ഗിവ്, ഡെൽറ്റ എച്ച് സി പി ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ സി പി ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ യു സി വി ഡെൽറ്റ ടി മൈനസ് സി വി ഡെൽറ്റ ടി is equal to r delta t. Delta t common അല്ലേ, so they will cancels off. So Cp minus Cv is equal to r. Cp minus Cv എന്താണ് r ആണ്. അപ്പോൾ ഇക്വേഷൻ ഏതാണ് വരുന്നത്, ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ. Cp minus Cv is equal to r. ക്ലിയർ ആണല്ലോ. ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ റിലേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. Cp minus Cv is equal to r. Cp Cv എന്താണ് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ്. CV എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം ആണ്. ഓക്കെ, ഇവിടെ 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ക്ലിയർ ആണോ മക്കളെ? അത് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോളിമേഴ്സ് ഇസ് പ്രിപ്പയർഡ് ബൈ അഡീഷൻ പോളിമറൈസേഷൻ. ഇതിലേത് പോളിമറാണ് അഡീഷൻ പോളിമറൈസേഷൻ വഴി പ്രിപ്പയർ ചെയ്യുന്നത്? പോളിമേഴ്സ് 2 ടൈപ്പ് ഉണ്ട് ബേസ്ഡ് ഓൺ മെക്കാനിസം, അഡീഷൻ പോളിമേഴ്സും കണ്ടൻസേഷൻ പോളിമേഴ്സും. അഡീഷൻ പോളിമേഴ്സിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. അഡീഷൻ പോളിമേഴ്സിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നതായിരിക്കും ദേ വിൽ ബി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. കാരണം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് മാത്രമേ എന്ത് അണ്ടർഗോ ചെയ്യുള്ളൂ, അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുള്ളൂ. ഓക്കെ, കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ 2 യൂണിറ്റ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ദേ വിൽ എലിമിനേറ്റ് സം മോളിക്യൂൾസ് ലൈക്ക് H2O, HCl, NH3 പോലെയുള്ള സ്മോൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ചെയിൻ ലെങ്ത് ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 2 ടൈപ്പ് പോളിമേഴ്സ് ആണുള്ളത്, അഡീഷൻ പോളിമേഴ്സും അതുപോലെ തന്നെ എന്താണ് കണ്ടൻസേഷൻ പോളിമേഴ്സും. അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ മോണോമേഴ്സ് എപ്പോഴും എന്തായിരിക്കും, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. എന്താണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവും അതിനകത്ത്. കാരണം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് മാത്രമേ എന്ത് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുള്ളൂ, അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഇതിനകത്ത് ഏതാണ് എന്തെന്ന് പറയുന്നത് അഡീഷൻ പോളിമർ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടെഫ്ലോണിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് CF2 ഡബിൾ ബോണ്ട് CF2 ആണ്. സോ ഇറ്റ് ഈസ് എ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. സോ ടെഫ്ലോൺ ക്യാൻ ബി ആൻ എക്സാമ്പിൾ ഫോർ ആൻ അഡീഷൻ പോളിമർ. ഓക്കെ, ഇതിൻ്റെ N ടൈംസ് എന്താണ്, CF2 double bond CF2 will polymerize to form what? Teflon. CF single bond CF2 single bond CF2 N times അല്ലേ. ഇതാണ് എന്ത് ടെഫ്ലോൺ എന്ന് പറയുന്നത്. നോൺ സ്റ്റിക്ക് കുക്ക്വയർസിൻ്റെ ഒക്കെ കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം.
നൈലോൺ 66 എന്ന് പറയുന്നത് അത് കണ്ടൻസേഷൻ പോളിമറാണ്. അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. എന്താണ് കണ്ടൻസേഷൻ, എന്താണ് അഡീഷൻ പോളിമർ എന്ന് പറയുന്നത്. നൈലോൺ 66. നൈലോൺ 66ൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് ഹെക്സാമെത്തലൻ ഡയമീനും അഡിപ്പിക് ആസിഡുമാണ്. NH2 6 times NH2 CH2 6 times NH2. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഹെക്സാമെത്തലൻ ഡയമീൻ ആണ്, ഇത് അഡിപ്പിക് ആസിഡ് ആണ്. ഇതിൻ്റെ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്സാമെത്തലൻ ഡയമീനിലെ എച്ചും അഡിപ്പിക് ആസിഡിലെ COH OH കൂടെ എന്ത് എലിമിനേറ്റ് ചെയ്യും, H2 എലിമിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയിൻ ലെങ്ത് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അതാണ് കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയുന്നത്. അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ചെയിൻ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് പോകുന്നതാണ് എന്ത്, അഡീഷൻ പോളിമേഴ്സ്. അപ്പോൾ അഡീഷൻ പോളിമറും കണ്ടൻസേഷൻ പോളിമറും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയോ? എന്താ അഡീഷൻ പോളിമർ എന്ന് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻസ് സാധാരണ അൺസാച്ചുറേറ്റഡ് കമ്പൗണ്ട്സ് ആണ് തരുന്നത്. അത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കമ്പൗണ്ട്സ് ആയിരിക്കും തരിക. അതുകൊണ്ട് തന്നെ മോണോമേഴ്സിൽ എന്ത് കാണും, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, മോണോമേഴ്സ് ആഡ് ചെയ്ത് പോകുന്നതാണെന്ത്, അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മോണോമേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ചില യൂണിറ്റ് ഓഫ് മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യും. അത് ചിലപ്പോൾ H2O ആവാം എലിമിനേറ്റ് ചെയ്യുന്നത്, ചിലതിൽ HCl ആവാം, ചിലതിൽ NH3 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ചില സർട്ടൻ സ്മോൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തിട്ട് ചെയിൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്, വിച്ച് വൺ ഓഫ് ദ പോളിമേഴ്സ് ഇസ് പ്രിപ്പയർഡ് ബൈ അഡീഷൻ പോളിമറൈസേഷൻ? ടെഫ്ലോൺ ആണ് ആൻസർ. നൈലോൺ 66 എന്ന് പറയുന്ന ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. നൈലോൺ 66ൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്, ഹെക്സാമെത്തലൻ ഡയമീനും അഡിപ്പിക് ആസിഡും ആണ്. ഓക്കെ, അതിൻ്റെ ഫോർമുലയാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. നോവലാക്ക് എന്ന് പറയുന്നത് ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ് ആണ് അതിൻ്റെ മോണോമേഴ്സ് ആയിട്ട് വരുന്നത്. ഡാക്രൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോളിയെസ്റ്റർ ആണ്, ടെർലിൻ എന്നൊക്കെ അറിയപ്പെടും. അതിൻ്റെ മോണോമേഴ്സ് ആയിട്ട് വരുന്നത് ഗ്ലൈക്കോളും അതുപോലെ തന്നെ ടെറപ്താലിക് ആസിഡുമാണ്. അതും എന്ത് തന്നെ എക്സാമ്പിളാണ്, കണ്ടൻസേഷൻ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ നൈലോൺ 66, നോവലാക്, ഡാക്രൺ ഇത് മൂന്നും എന്താണ്, കണ്ടൻസേഷൻ പോളിമറാണ്. അഡീഷൻ പോളിമർ ഏതാണ്, ടെഫ്ലോൺ ആണ്. മോണോമർ എന്താണ്, CF2 ഡബിൾ ബോൾ CF2 ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ടെഫ്ലോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നോൺ സ്റ്റിക്ക് കുക്ക്വയർസിൻ്റെ ഒക്കെ കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്താ, ടെഫ്ലോൺ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്, ക്ലിയർ ആണോ? Now moving on to next question. Write the IUPAC name of the organic compound formed in the following chemical reaction. അതായത് following chemical reactionൽ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ എന്ത് എഴുതണം, IUPAC നെയിം എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ acetone which is a carbonyl compound on reaction with the C2H5 MgBr that is Grignard reagent followed by hydrolysis ആണ്. ഓക്കെ, അതിലാദ്യം ഈ റിയാക്ഷൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനി കാർബണിൽ കോമ്പൗണ്ട്, ഓക്കെ, ആ കാർബണിൽ കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ്, കീറ്റോൺ ആയിക്കോട്ടെ, ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്താ സംഭവിക്കുന്നത്, ദ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഇസ് പോളാർ അല്ലേ, പോളാറാണ് ഒരു അല്ലേ. കാർബണും ഓക്സിജനും തമ്മിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. ആരാ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്, ഓക്സിജൻ. അപ്പോൾ ബോണ്ട് പെയർ ആരുടെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഓക്സിജൻ്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഓക്സിജന് നെഗറ്റീവ് ചാർജും കാർബണിന് എന്ത് ചാർജും ആയിരിക്കും, പോസിറ്റീവ് ചാർജും ആയിരിക്കും. ഗ്രിഗ്നാർഡ് റിയേജനിൽ RMg ബോണ്ട് എന്താണ്, പോളാറാണ്. ഇതിൽ മെഗ്നീഷ്യം ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് മെഗ്നീഷ്യത്തിന് പോസിറ്റീവും കാർബണിന് എന്ത് ചാർജും ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള R ഗ്രൂപ്പ് എവിടേക്ക് അറ്റാച്ച് ചെയ്യും, കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. മെഗ്നീഷ്യം എവിടേക്ക് അറ്റാച്ച് ചെയ്യും, ഓക്സിജനിലേക്കും അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, CrOMgBr ആണ്. ഇതിന് ഫൈനലി എന്താണ്, ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ OMg ബോണ്ടിലാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നത്. ഓക്സിജനിലേക്ക് H+ഉം മെഗ്നീഷ്യത്തിലേക്ക് എന്തും വരും, OH- വരും. അപ്പോൾ എന്ത് കിട്ടും, COHR. ഇതാണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഉണ്ട്, അതത്ര നിർബന്ധമല്ല, MgOHBr. അപ്പോൾ ഇതിനകത്ത് എന്താ ഫൈനലി സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് പ്രോഡക്റ്റ് എഴുതാൻ വളരെ എളുപ്പമാണ്. RMgX ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. എന്ത് ചെയ്യണം, വാട്ട് യു ഹാവ് ടു ഡു, ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് R എവിടേക്ക് കൊണ്ടുവരിക,
കാർബണിലേക്ക് ഉണ്ട്. അതായത് കാർബണിൽ ഗ്രൂപ്പിൻ്റെ, അതായത് സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിലേക്ക് എന്ത് കൊണ്ടുവരിക, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് 6 കൊണ്ടുവരിക. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് OH ആക്കിയേക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, CrOH. വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഏത് കോമ്പൗണ്ട് വേണമെങ്കിലും എടുത്തോട്ടെ. അപ്പോൾ കാർബണിൽ കോമ്പൗണ്ട്, ആ കാർബണിൽ കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആവാം, കീറ്റോൺ ആവും. ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. നിങ്ങൾ എന്ത് ചെയ്യണം, വാട്ട് യു ഹാവ് ടു ഡു, ആ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് 6 കൊണ്ടുവരിക. എന്നിട്ട് ആ ഡബിൾ ബോണ്ട് ആയിരുന്ന സിംഗിൾ ബോണ്ട് ആക്കിയിട്ട് എന്താക്കിയേക്കുക, OH ആക്കിയേക്കുക. വെരി ഈസി. മെക്കാനിസം എഴുതണോ, വേണ്ട അല്ലേ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഒന്ന് നോക്കാം. മെക്കാനിസത്തിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് വെച്ച് ഞാനൊന്ന് എഴുതാം. അതായത് അസറ്റോൺ ആണ്. എന്താണ് അസറ്റോൺ, CH3, സി ഡബിൾ ബോണ്ടോ CH3 ആണ് എന്തെന്ന് പറയുന്നത്, അസറ്റോൺ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഏതാണ്, C2H5 MgBr ആണ്, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് R ഏതാണ്, C2H5 അല്ലേ. C2H5നെ നേരെ എന്ത് ചെയ്യുക, സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൻ്റെ കാർബണിലേക്ക് കൊണ്ടുവരിക. ഈ ഓക്സിജൻ എന്താക്കുക, OH ആക്കുക. പ്രോഡക്റ്റ് എന്തായിരിക്കും വരുന്നത്, CH3. സിയിലേക്ക് എന്ത് കൊണ്ടുവന്നു, C2H5 കൊണ്ടുവന്നു, CH3OH അല്ലേ. അപ്പോൾ ഇതല്ലേ നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നെയിം എന്ത് വരും, CH3 C2H5 എന്താണ്, CH2 CH3 ആണ്, CH3OH. അപ്പോൾ നമ്മുടെ പാരന്റ് ചെയിൻ എന്തായിട്ടാണ് വരുന്നത്, വാട്ട് വിൽ ബി അവർ പാരന്റ് ചെയിൻ, ദിസ് വിൽ ബി അവർ പാരന്റ് ചെയിൻ. ഇതല്ല നമ്മുടെ പാരന്റ് ചെയിൻ ആയിട്ട് വരുന്നത്. പാരന്റ് ചെയിൻ എന്ത് ചെയ്യണം, നമ്പർ ചെയ്യണം. എങ്ങനെ നമ്പർ ചെയ്യണം, OH ഗ്രൂപ്പിന് പ്രയോറിറ്റി വരുന്ന രീതി 1 2 3 4. അപ്പോൾ എന്താ വരുന്നത്, 2 മീഥൈൽ അല്ല, സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. 2 മീഥൈൽ. പാരന്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്, 4 കാർബൺ. അപ്പോൾ വേർഡ് റൂട്ടിന് എത്ര വരിക, ബ്യൂട്ടൻ. എല്ലാ കാർബൺ ബോണ്ടിന് സിംഗിൾ ബോണ്ട് അല്ലേ, ബ്യൂട്ടൻ 2 ഓൾ. അപ്പോൾ 2 മീഥൈൽ ബ്യൂട്ടൻ 2 ഓൾ ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക, സോ അവർ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ 4. ഏതാണ് വരുന്നത്, ഓപ്ഷൻ 4. അണ്ടർസ്റ്റുഡ്, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയേണ്ടത് ഇലക്ട്രോൺ പെയറിൻ്റെ നമ്പറാണ്. ഇലക്ട്രോൺ പെയറിൻ്റെ നമ്പർ അറിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രഡിക്റ്റ് ചെയ്യാം, നമുക്ക് ഷേപ്പും അതുപോലെ തന്നെ എന്താണ്, വി ക്യാൻ പ്രഡിക്റ്റ് ദി ഹൈബ്രിഡൈസേഷൻ ഓൾസോ. അതായത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുള്ള ഇലക്ട്രോൺ പെയർ, അതായത് ബോണ്ട് പെയറും ലോൺ പെയറിൻ്റെ നമ്പർ അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡാറ്റ ഞാനൊന്ന് പറയാം. അതായത് ഇലക്ട്രോൺ പെയർ, അതിൽ തന്നെ ബോണ്ട് പെയർ, ലോൺ പെയർ, അങ്ങനെയാണെങ്കിൽ ഷേപ്പ് എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഇലക്ട്രോൺ പെയർ 2 ആണ്, ബോണ്ട് പെയർ 2, 0 ലോൺ പെയർ ആണെങ്കിൽ ഷേപ്പ് വരുന്നത് ലീനിയർ ആണ്. ഓക്കെ, ഇലക്ട്രോൺ പെയർ 3, ബോണ്ട് പെയർ 3, ലോൺ പെയർ 0 ആണെങ്കിൽ ഷേപ്പ് വരുന്നത് ട്രയഗണൽ പ്ലാനാർ ആണ്. ഇലക്ട്രോൺ പെയർ 3യിൽ തന്നെ 2 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ് ഷേപ്പ് വരുന്നതെങ്കിൽ എന്താണ്, ബെൻഡ് ആണ്. 4 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ 4 ബോണ്ട് പെയർ 0 ലോൺ പെയർ ആണെങ്കിൽ ഷേപ്പ് വരുന്നത് ടെട്രാഹീഡ്രൽ ആയിരിക്കും. ഇനി 4 ഇലക്ട്രോൺ പെയർ തന്നെ 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ വന്നാൽ എന്താണ്, ട്രയഗണൽ പിരമിഡലാണ് വരുന്നത്. അതുപോലെ തന്നെ 4 ഇലക്ട്രോൺ പെയറിൽ 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ വന്നാൽ എഗെയിൻ എന്ത് തന്നെയാണ്, ബെൻഡ് ആണ് വരുന്നത്. 5 ഇലക്ട്രോൺ പെയർ ആണ് വരുന്നതെങ്കിൽ 5ഉം ബോണ്ട് പെയർ ആണ്, ലോൺ പെയർ ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ട്രയഗണൽ ബൈപിരമിഡൽ ആണ്.
ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പല പ്രാവശ്യങ്ങളിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഷേപ്പ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യാം. ഹൈബ്രിഡൈസേഷൻ്റെ കേസ് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺ പെയറിൻ്റെ നമ്പർ അറിഞ്ഞാൽ നമുക്ക് എന്ത് പ്രഡിക്റ്റ് ചെയ്യാം, ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺ പെയർ അറിഞ്ഞാൽ, അതിൽ ലോൺ പെയറും ബോണ്ട് പെയറിൻ്റെ നമ്പർ സെപ്പറേറ്റ് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, ഷേപ്പും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ടേബിളാണ് എന്ത് ചെയ്തിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഓക്കെ. ഇനി ഇലക്ട്രോൺ പെയർ 5 തന്നെയാണ്. അതിൽ ബോണ്ട് പെയർ എന്ത് വരുന്നു, 4ഉം ലോൺ പെയർ 1ഉം വന്നാൽ ഷേപ്പ് സീസോയാണ്. ഇനി 5 ഇലക്ട്രോൺ പെയറിന് 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ വന്നാൽ ഇറ്റ് ഈസ് ടി ഷേപ്ഡ്. 5 ഇലക്ട്രോൺ പെയറിൽ 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും വന്നാൽ ഇറ്റ് ഈസ് ലീനിയർ. 6 ഇലക്ട്രോൺ പെയറിൽ 6ഉം ബോണ്ട് പെയറാണ്, ലോൺ പെയർ ഒന്നുമില്ല എങ്കിൽ ഇറ്റ് ഈസ് octahedral. 6 ഇലക്ട്രോൺ പെയറിൽ 5 ബോണ്ട് പെയർ 1 ലോൺ പെയർ വന്നാൽ ഇറ്റ് ഈസ് സ്ക്വയർ പിരമിഡൽ. ഇനി 6ൽ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും വന്നാൽ ഇറ്റ് ഈസ് സ്ക്വയർ പ്ലാനാർ. 7 ഇലക്ട്രോൺ പെയറിൽ 7 ബോണ്ട് പെയറും 0 ലോൺ പെയറും വന്നാൽ ഇറ്റ് ഈസ് pentagonal bipyramidal. And 7 electron pair 6 bond pair 1 lone pair വന്നാൽ distorted octahedral. ഈ ഡാറ്റ നിങ്ങൾ എല്ലാവരും പൊതുവെ എൻട്രൻസിന് പോകുന്ന എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യേണ്ട ഡാറ്റയാണ്. ഷുവറായിട്ടും കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കും. എയ്തർ ഷേപ്പ് എയ്തർ ഹൈബ്രിഡൈസേഷൻ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഞാൻ വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോയത്. അതായത് ഇലക്ട്രോൺ പെയർ സെൻട്രൽ ആയിരത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയർ, അതിൻ്റെ ബോണ്ട് പെയറിൻ്റെയും ലോൺ പെയറിൻ്റെയും നമ്പർ അറിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രഡിക്റ്റ് ചെയ്യാം, ഹൈബ്രിഡൈസേഷനും ഷേപ്പും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന മോളിക്യൂൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. PCl5 ആണ് അല്ലേ, ഫോസ്ഫറസ് ആണ്, ഗ്രൂപ്പ് 15 ആണ്, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2NP3 ആണ്. ഫോസ്ഫറസിന് ചുറ്റും 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലേ, NS2NP3 5 വാലൻസ് ഇലക്ട്രോൺസ്. PCl5 5 ഫോസ്ഫറസ് ക്ലോറിൻ ബോണ്ടാണ്. അതിനർത്ഥം ഫോസ്ഫറസിലെ ഓരോ ഇലക്ട്രോണും ആരുമായിട്ട് ബോണ്ട് ചെയ്യും, ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യും. ഓരോ PCl ബോണ്ടും എന്താണ്, ഓരോ ബോണ്ട് പെയർ ആണ്. സോ ദർ ആർ 5 ബോണ്ട് പെയർസ്. ഇവിടെ ലോൺ പെയർ വല്ലതും വരുന്നുണ്ടോ, അൺബോണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഇലക്ട്രോൺസ് ഉണ്ടോ ഫോസ്ഫറസിന്, ഇല്ലല്ലോ. സോ ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 ബോണ്ട് പെയർസ് വന്നു കഴിഞ്ഞാൽ 5 ബോണ്ട് പെയർസ് എന്ന് കഴിഞ്ഞാൽ 5 അല്ലേ, 5 ബോണ്ട് പെയർസ് വന്നു കഴിഞ്ഞാൽ ലോൺ പെയർസ് ഒന്നും ഇല്ല എങ്കിൽ ഷേപ്പ് എന്താണ് വരുന്നത്, ട്രയഗണൽ ബൈപിരമിഡൽ ആണ്. എന്താ വരുന്നത്, ട്രയഗണൽ ബൈപിരമിഡൽ ആണ് വരുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ 5 ഇലക്ട്രോൺ പെയറിൽ 5 എന്ത് തന്നെയാണ്, ബോണ്ട് പെയർ ആണ്. ലോൺ പെയർ ഒന്നും തന്നെ ഇല്ലെങ്കിൽ എന്താണ്, ട്രയഗണൽ ബൈപിരമിഡൽ ആണ് വരുന്നത്. അപ്പോൾ PCl5 എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ട്രയഗണൽ ബൈപിരമിഡലുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ A എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നു, 4ഉമായിട്ട് മാച്ച് ചെയ്യുന്നു. ഇനി അടുത്ത നമുക്ക് SF6 നോക്കാം അല്ലേ. സൾഫർ ഗ്രൂപ്പ് 16 ആണ്, അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന NS2NP4 ആണ്. സൾഫറിന് 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, 1 2 3 4 5 6. SF6 ഫോർമുല എന്നറിയാം, സൾഫർ ഫ്ലൂറിൻ 6 ബോൺസ് ഉണ്ട് അല്ലേ. അതായത് ഇതിൽ ഓരോ ഇലക്ട്രോണും ഓരോ ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യും.
ബട്ട് ഓരോ സൾഫർ ഫ്ലൂറിൻ ബോണ്ടും എന്താണ് ഓരോ ബോണ്ട് പെയർ അല്ലേ. അപ്പം അങ്ങനെ എത്ര ബോണ്ട് പെയർ വരുന്നുണ്ട്? 6 ബോണ്ട് പെയർസ് അല്ലേ വരുന്നത് അല്ലേ. ലോൺ പെയർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഒരു ലോൺ പെയറും ഇല്ല സൾഫറിന് അല്ലേ. 6 ബോണ്ട് പെയർസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 6 ബോണ്ട് പെയർസ് വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എന്താണ് വരുന്നത്? 6 ഇലക്ട്രോൺ പെയറിൽ 6 ബോണ്ട് പെയർ. ലോൺ പെയർ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് എന്താണ് വരുന്നത്? ഇറ്റ് വിൽ ബി ഒക്ടാഹീഡ്രൽ. എന്താണ് വരുന്നത്? ഒക്ടാഹീഡ്രൽ ആണ് വരുന്നത്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ അല്ലേ? അപ്പോൾ SF6ന്റെ ഷേപ്പ് എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഒക്ടാഹീഡ്രൽ. ബി എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നു? 3 മാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് BrF5 ആണ് അടുത്തത് വരുന്നത്. BrF5 ബ്രോമിൻ ആണ്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് 17 ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2Np5 ആണ്. ബ്രോമിന് there are 7 valence electrons. 1 2 3 4 5 6 7 അല്ലേ. BrF5 5 ബ്രോമിൻ ഫ്ലൂറിൻ ബോണ്ടാണ്. അപ്പോൾ ഇതിൽ 5 ഇലക്ട്രോൺസിൽ ഓരോന്നും എന്ത് ചെയ്യുന്നു? ഓരോ ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യും അല്ലേ. അപ്പോൾ എത്ര ബോണ്ട് പെയർ? 5 ബോണ്ട് അല്ലേ. അപ്പോൾ എത്ര വരുന്നത്? 5 ബോണ്ട് പെയർ. ബ്രോമിന് ഇനിയും 2 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതുണ്ട്. അപ്പോൾ ഇതെന്തായിട്ട് വരും? ഒരു ലോൺ പെയർ ആയിട്ട് വരും അല്ലേ. ബ്രോമിന് 5 എന്താണ് ബ്രോമിൻ ഫ്ലൂറിൻ ബോണ്ടാണ് വരുന്നത്. അപ്പോൾ 5 ബോണ്ട് പെയർ വരും. ഇലക്ട്രോൺസിൻ്റെ നമ്പർ അനുസരിച്ച് അതിൽ 2 ഇലക്ട്രോൺസ് എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അവരെന്തായിട്ട് വരും? ലോൺ പെയർ ആയിട്ട് വരും. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയർ ആണ്? 6 ഇലക്ട്രോൺ പെയർ ആണ്. അതിൽ തന്നെ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ് വരുന്നത്. അപ്പോൾ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വന്നാൽ ഏതാണ്? അപ്പോൾ 6ൽ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. അപ്പോൾ ഏതാ വരുന്നത്? സ്ക്വയർ പിരമിഡൽ. ഏതാണ് വരുന്നത്? സ്ക്വയർ പിരമിഡൽ. ഇവിടെ നോക്കിക്കേ, 6 ഇലക്ട്രോൺ പെയറിൽ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വന്നാൽ ഏതാണ്? സ്ക്വയർ പിരമിഡൽ. അപ്പോൾ സ്ക്വയർ പിരമിഡൽ ആണ് എന്താ? BrF5 വരുന്നത്. ഓക്കെ, അപ്പോൾ സി എന്തുമായിട്ട് മാച്ച് ചെയ്യും? ഫസ്റ്റ് ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യും. ഓക്കെ, ഇനി BF3 ആണ്. ഓക്കെ, BF3 കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം BF3 എന്തായിരിക്കും? ട്രയഗണൽ പ്ലാനാർ ആയിരിക്കും. എങ്കിലും അതുകൂടെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു പോവാം. BF3 ബോറോൺ എന്താണ്? ഗ്രൂപ്പ് 13 ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2Np1 ആണ്. ബോറോണിന് 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. 3 BF ബോണ്ടാണ്. അപ്പോൾ ഓരോ ഇലക്ട്രോണും ആരുമായിട്ട് ബോണ്ട് ചെയ്യും? ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യും. 3 BF ബോണ്ട് എന്ന് പറയുമ്പോൾ 3 ബോണ്ട് പെയർ ആണ് അല്ലേ. അപ്പോൾ 3 ബോണ്ട് പെയർ വന്നു കഴിഞ്ഞാൽ അല്ലേ, ലോൺ പെയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണ് ഷേപ്പ് വരുന്നത്? പ്ലാനാർ അല്ലെ, ട്രയഗണൽ പ്ലാനാർ ആണ് വരുന്നത്. അപ്പോൾ ഇതറിയണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ആ ഒരു ഡാറ്റ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഷേപ്പും അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷനും ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഏതായിരിക്കും? A4 മാച്ച് ചെയ്തിരിക്കുന്നത്. B3 മാച്ച് ചെയ്തിരിക്കുന്നത്. സി എന്താണ്? 1 മാച്ച് ചെയ്തിരിക്കുന്നത്. ഡി എന്താണ്? 2 മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇറ്റ് വിൽ ബി ഓപ്ഷൻ 1. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ ഇത്? നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following methods can be used to obtain highly pure metal which is liquid at room temperature? Room temperature liquid ആയിട്ടുള്ള മെറ്റൽ റിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അതായത് ലിക്വിഡ് മെറ്റലിനെ റിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ ടെക്നിക്കാണ്. ഓക്കെ, ലിക്വിഡ് മെറ്റൽസ് അതായത് ലോ ബോയിലിംഗ് മെറ്റൽസ് അല്ലെങ്കിൽ ലിക്വിഡ് മെറ്റൽസിനെ നമ്മൾ റിഫൈൻ ചെയ്യാനായിട്ട് മെയിൻലി സിങ്ക്, മെർക്കുറി പോലെയുള്ള മെറ്റൽസിനെ നമ്മൾ റിഫൈൻ ചെയ്യാനായിട്ട് ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ 3 അല്ലേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി യൂസ് ടു ഒബ്റ്റെയിൻ ഹൈലി പ്യുവർ മെറ്റൽ? ഇറ്റ് മീൻസ് റിഫൈനിങ് ടെക്നിക്കാണ്. വിച്ച് ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? ഏതാണ്? ഡിസ്റ്റിലേഷൻ മെത്തേഡ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ആണ്. യൂഷ്വലി ഈ ലോ ബോയിലിംഗ് മെറ്റൽസിന് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ്സ് ആയിട്ടുള്ള മെറ്റൽസിൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസ് വിൽ ഹാവ് ഹൈ ബോയിലിംഗ് പോയിന്റും മെറ്റൽസിന് എന്തായിരിക്കും? ലോ ബോയിലിംഗ് പോയിന്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് നോർമലി എന്ത് ചെയ്യാം? ഡിസ്റ്റിലേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അണ്ടർസ്റ്റുഡ്? നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ആക്ച്വലി വളരെ സിമ്പിളാണ്, പക്ഷേ പല കുട്ടികളും ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പല കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്? ഫേസ് ചെയ്യാറുണ്ട്. അതെന്താണ് കാരണം എന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് an alkene അല്ലേ. CH3 twice CH, CH double bond CH2 plus HBr.
ഇൻ പ്രസൻസ് ഓഫ് C6H5CO2 ഏതാണ് റിയാക്ഷൻ ആർക്കെങ്കിലും പറയാവോ? HBrന്റെ അഡീഷൻ ആണ്. ആർക്കെങ്കിലും പറയാവോ എന്താണ് റിയാക്ഷൻ എന്ന്? ഇറ്റ് ഈസ് ആക്ച്വലി ഈ C6H5 ഇതിന് പകരം ഞാൻ പെറോക്സൈഡ് എന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ, ഇഫ് ഐ റിട്ടൺ ലൈക്ക് ദിസ് HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എളുപ്പം എന്ത് ചെയ്യും? എഴുതും അല്ലേ? യു ഹാവ് ഹേർഡ് അബൌട്ട് മാർക്കോണിക്കോഫ് ആൻഡ് ആൻറ്റി മാർക്കോണിക്കോഫ് അഡീഷൻ അല്ലേ? HBr പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഏതാണ്? ആൻറ്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണ്. എന്താണ് ആൻറ്റി മാർക്കോണിക്കോഫ് അഡീഷൻ പറയുന്നത്? നെഗറ്റീവ് പാർട്ട് ഓഫ് HBr will be attached to the more hydrogenated carbon of double bond. നെഗറ്റീവ് പാർട്ട് എവിടേക്ക് അറ്റാച്ച് ചെയ്യും? മോർ ഹൈഡ്രജനേറ്റഡ് കാർബൺ ഓഫ് ഡബിൾ ബോണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യും. അതായത് HBrൽ നെഗറ്റീവ് പാർട്ട് ആരാണ്? ബ്രോമിൻ ആണ്. അപ്പോൾ ബ്രോമിൻ എവിടേക്കായിരിക്കും? മോർ ഹൈഡ്രജനേറ്റഡ് കാർബൺ ഓഫ് ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? CH2. H എവിടേക്കായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്? ലീസ്റ്റ് ഹൈഡ്രജനേറ്റഡ് കാർബൺ ഓഫ് ഡബിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും വരുന്നത്? CH3 C CH3 CH CH2 CH2Br. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ റീഅറേഞ്ച്മെൻറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് HBr ആഡ് ചെയ്യാം. ഇതിൽ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെറോക്സൈഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പല കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്? ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഇസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഫോർ എ പെറോക്സൈഡ്. പെറോക്സൈഡ് എന്ന് എഴുതുന്നതിന് പകരം ഒരു റിയൽ എക്സാമ്പിൾ അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ HBr ഏത് റൂളാണ്? ആൻറ്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണ്. എന്താണ് ആൻറ്റി മാർക്കോണിക്കോഫ് അഡീഷൻ? നെഗറ്റീവ് പാർട്ട് എവിടേക്ക് അറ്റാച്ച് ചെയ്യും? മോർ ഹൈഡ്രജനേറ്റഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഏത് ഓപ്ഷൻ വരിക? വെരി ഈസി, ദ ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ 1. പോവാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്തത്, ട്രിഷ്യം റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ എമിറ്റ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾസ്. അതായത് ട്രിഷ്യം, അതായത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പാണ്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൽ ട്രിഷ്യം റേഡിയോ ആക്റ്റീവ് ആണ്. ആ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രിഷ്യം എന്താണ് എമിറ്റ് ചെയ്യുന്നത്? ആക്ച്വലി ഇറ്റ് എമിറ്റ്സ് ബീറ്റ പാർട്ടിക്കിൾസ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതൊരു ഡയറക്റ്റ് ഫാക്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് നമ്മൾ ഫാക്ട്സ് പഠിക്കാറുണ്ടല്ലേ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്ത് ചെയ്യില്ല, അതിനകത്ത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനോ മനസ്സിലാക്കാനോ ഒന്നുമില്ല. യു ഹാവ് സ്റ്റഡീഡ് റൈറ്റ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ ട്രിഷ്യം റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ എമിറ്റ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഓൾവേസ് എമിറ്റ് വാട്ട്? ബീറ്റ പാർട്ടിക്കിൾസ്. ബീറ്റ പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത്. സോ അത് അറിഞ്ഞു വയ്ക്കാം. സോ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കറക്റ്റ് സീക്വൻസ് ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് CX ബോണ്ട്. CX ബോണ്ടിൻ്റെ ബോണ്ട് എൻതാൽപ്പിയുടെ കറക്റ്റ് ഓർഡർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരുന്നത്. അതായത് കാർബൺ ഹാലജൻ ബോണ്ട് എൻതാൽപ്പി അല്ലേ. ബോണ്ട് എൻതാൽപ്പി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ലെങ്ത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്താണ്? ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദാറ്റ് ബോണ്ട്. സോ ബോണ്ട് എൻതാൽപ്പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ബോണ്ട് സ്ട്രെങ്ത് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് അല്ലേ. ബോണ്ട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോണ്ട് സ്ട്രെങ്ത് കുറയും അല്ലേ. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ബോണ്ട് എൻതാൽപ്പി കുറയും അല്ലേ. അപ്പോൾ ബോണ്ട് എൻതാൽപ്പിയും ബോണ്ട് സ്ട്രെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ലെങ്ത്തുമായിട്ട് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പോൾ ബോണ്ട് ലെങ്ത് കൂടുതലുള്ളവർക്ക് ബോണ്ട് എൻതാൽപ്പി കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നതിന് എല്ലാത്തിലും CX ബോണ്ടിൻ്റെ ബോണ്ട് എൻതാൽപ്പിയുടെ കറക്റ്റ് സീക്വൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള എല്ലാത്തിലും എന്താണ്? CH3F, CH3Cl, CH3Br, CH3I ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡറാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ CI ആണ് ഏറ്റവും ലാർജർ ബോണ്ട് ലെങ്ത്ത്. പിന്നെ വരും CBr, പിന്നെ CCl, പിന്നെ ഏതാണ്? CF അല്ലേ. ഹാലജൻസ് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടും അല്ലേ. സൈസ് കൂടുമ്പോൾ കാർബണും ഹാലജനും തമ്മിൽ ബോണ്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത്തും എന്ത് ചെയ്യും? കൂടും. ബോണ്ട് ലെങ്ത്ത് കൂടിയാൽ എന്ത് ചെയ്യും? ബോണ്ട് സ്ട്രെങ്ത്ത് കുറയും അല്ലേ. അപ്പോൾ ഏറ്റവും കുറവ് ബോണ്ട് സ്ട്രെങ്ത് ആർക്കായിരിക്കും? CH3I-ക്കായിരിക്കും. പിന്നെ CH3Br, പിന്നെ CH3Cl. ഏറ്റവും കൂടുതൽ ബോണ്ട് സ്ട്രെങ്ത് ആർക്കായിരിക്കും? CH3F-നായിരിക്കും. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? സെക്കൻഡ് ഓപ്ഷൻ അല്ലേ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത്
ബോണ്ട് സ്ട്രെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ബോണ്ട് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബോണ്ട് ലെങ്ത് കൂടിയാൽ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് പറഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പിയും കുറയും. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും കാർബൺ CH3 ആണ് എല്ലാ ഗ്രൂപ്പും. പിന്നെ വ്യത്യാസം എന്തിലും മാത്രമേ ഉള്ളൂ, ഹാലജൻസിന് മാത്രമേ വരുന്നുള്ളൂ. ഹാലജൻസ് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടും. സൈസ് കൂടിയാൽ കാർബണും ഹാലജനും തമ്മിലുള്ള ബോണ്ട് ഡിസ്റ്റൻസ് കൂടും. ബോണ്ട് ഡിസ്റ്റൻസ് കൂടിയാൽ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പിയും കുറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് സ്ട്രെങ്ത് ഏതിനായിരിക്കും? CH3F-നായിരിക്കും. പിന്നെ CH3Cl, പിന്നെ CH3Br, പിന്നെ ഏതാണ്? CH3I. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Now, write option for the number of tetrahedral and octahedral voids in hexagonal primitive unit cell. ഇത് കുറച്ച് ഒരു ലെവൽ ഹൈ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെക്സഗണൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലുള്ള നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇഫ് ദർ ആർ n ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ, അതായത് ഒരു യൂണിറ്റ് സെല്ലിൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ ദർ വിൽ ബി n octahedral void and there will be 2n tetrahedral void. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് യു ഷുഡ് നോ അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇഫ് ദർ ആർ n ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ, അതെന്ത് യൂണിറ്റ് സെല്ലോ ആയിക്കോട്ടെ, യൂണിറ്റ് സെല്ലിൽ n ആറ്റംസ് ആണെങ്കിൽ അതേ നമ്പറിൽ ഒക്ടാഹീഡ്രൽ വോയിഡും അതിൻ്റെ ഡബിൾ നമ്പറിൽ എന്തും കാണും? ടെട്രാഹീഡ്രൽ വോയിഡും കാണും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെക്സഗണൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ആദ്യം ഹെക്സഗണൽ യൂണിറ്റ് സെല്ല് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതിനകത്ത് ഞങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൽ രണ്ട് ഹെക്സഗണൽ ഫേസസ് ആണ് അല്ലേ. ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഒരു സിലിണ്ടർ. അതിൻ്റെ ഫേസ് എന്താണ്? രണ്ട് ഹെക്സഗണൽ ഫേസസ് ആണ്. ഈ ഹെക്സഗണൽ ഫേസസിൻ്റെ 6 കോർണേഴ്സിലും നിങ്ങൾക്ക് എന്ത് കാണും? ആറ്റംസ് കാണും. ഈ 6 കോർണർ ആറ്റത്തിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ദാറ്റ്സ് ഈച്ച് കോർണർ ആറ്റം ഇസ് ഷെയർഡ് ബൈ 6 അതർ യൂണിറ്റ് സെൽ. ഓരോ കോർണർ ആറ്റം എന്താണ്? 6 അതർ യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയറിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സിംഗിൾ യൂണിറ്റ് സെല്ലിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? 1/6 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈച്ച് കോർണർ ആറ്റം ഈസ് ഷെയർഡ് ബൈ 6 യൂണിറ്റ് സെൽ. സോ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 1/6 ആണ് വരുന്നത്. അങ്ങനെ എത്ര കോർണർ ആറ്റം ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? 12 കോർണർ ആറ്റം ഉണ്ട്. സോ നമ്പർ ഓഫ് കോർണർ ആറ്റം എത്ര വരും?
1/6 into 12 that is equal to എന്ത് വരും? 2 ആണ് വരുന്നത് അല്ലേ? 1/6 into 12 എത്ര വരും? that is equal to 2. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്, there are 3 atoms in the center of that unit cell. ആ യൂണിറ്റ് സെല്ലിൽ സെൻറ്ററിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ഷെയർഡ് ബൈ എനി അതർ യൂണിറ്റ് സെൽ. മറ്റ് യൂണിറ്റ് സെൽസുമായിട്ട് ഷെയറിൽ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ 3 atoms is present in the center of unit cell. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് 1 ആണ്. സോ നമ്പർ ഓഫ് ആറ്റംസ് എത്ര വരും? അങ്ങനെ 3 എണ്ണം ഉണ്ട്. സോ ടോട്ടൽ എത്ര വരും? 3 വരും. ഓക്കെ, ഇനി അതുകൂടാണ്ട് 2 ഫേസ് സെൻറ്റർ ആറ്റംസ് കൂടെ വരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഈ 2 ഹെക്സഗണൽ ഫേസസിൻ്റെ സെൻട്രൽ ആറ്റം ഉണ്ട്. ഒരു ഫേസ് 2 യൂണിറ്റ് സെല്ലിലാണ് ഷെയറിൽ വരുന്നത്. ഒരു ഫേസ് സെൻറ്റർ ആറ്റം എന്നാണ് 2 യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയറിൽ വരും. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഹാഫാണ്. ഓക്കെ, സോ 2 ഫേസ് സെൻറ്റർ ആറ്റം, ഓക്കെ, 2 ഫേസ് സെൻറ്റർ ആറ്റമാണ് വരുന്നത്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് എത്രയാണ്? ഹാഫാണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? സോ നമ്പർ ഓഫ് ഫേസ് സെൻറ്റർ ആറ്റം എത്ര വരും? 2 എണ്ണം അല്ലേ? 2 ഫേസ് സെൻറ്റർ ആറ്റം 1/2 into 2 that is equal to 1 വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വരും? ദർ ഇസ് കോർണർ ആറ്റം എത്രയാണ്? 2 ഉണ്ട്. ആ യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിൽ എത്ര ഉണ്ട്? 3 പേരുണ്ട്. ഫേസ് സെൻറ്റർ ആറ്റം എത്രയാണ്? 1. ടോട്ടൽ എത്ര വരും? 6 atoms in hexagonal unit cell. ശ്രദ്ധിച്ചിരിക്കണം, ഇത് നിങ്ങൾ അത്രയും ബോർഡ് എക്സാമിനാണെങ്കിൽ ഇത് പഠിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൽ എന്താണ്? 2 ഹെക്സഗണൽ ഫേസസ് ആണ് വരുന്നത്. ആ 2 ഹെക്സഗണൽ ഫേസസിൻ്റെയും കോർണേഴ്സിൽ എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. അങ്ങനെ എന്താണ്? 12 കോർണർ ആറ്റംസ് ആണ് വരുന്നത്. ഓക്കെ, ആ കോർണർ ആറ്റത്തിൽ ഒരു കോർണർ ആറ്റം എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയറിൽ വരും? 6 യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയറിൽ വരും. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത്? 1/6 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 1/6 into 12 കോർണർ ആറ്റം, അതിൻ്റെ എത്രയാണ്? 2 ആണ് വരുന്നത്. ഇനി ഈ യൂണിറ്റ് സെല്ലിൽ സെൻട്രലായിട്ട് 3 പേരുണ്ട്. അവർ മറ്റ് യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയറിങ്ങിലില്ല. അതുകൊണ്ട് തന്നെ അത് ഫുൾ കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെൻട്രൽ ആറ്റംസ് ഇൻ ദാറ്റ് യൂണിറ്റ് സെൽ എത്രയാണ്? 3 ആണ് വരുന്നത്. ഓക്കെ, ഇനി 2 ഫേസ് സെൻറ്റർ ആറ്റം ഉണ്ട്. ഈ ഫേസ് സെൻറ്റർ ആറ്റം എന്ന് പറയുന്ന ഒരു ഫേസ് 2 യൂണിറ്റ് സെല്ലുമായിട്ടാണ് ഷെയറിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര വരും? ഹാഫ് വരും. അങ്ങനെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 1. അപ്പോൾ ടോട്ടൽ ആറ്റംസ് എത്രയാണ്? 6 ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ ഹെക്സഗണൽ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റമാണ് വരുന്നത്? 6 ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഒക്ടാഹീഡ്രൽ വോയിഡ് എത്ര വരും? 6 വരും. ടെട്രാഹീഡ്രൽ വോയിഡ് എത്ര വരും? ഡബിൾ ആണല്ലോ. അപ്പോൾ 6 into 2 എത്ര വരും? 12 വരും അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പോൾ ഒക്ടാഹീഡ്രൽ വോയിഡ് സെയിം നമ്പർ അല്ലേ? അപ്പോൾ 6 ആണ് വരുന്നത്. ടെട്രാഹീഡ്രൽ വോയിഡ് എത്രയാണ് വരുന്നത്? 6 into 2 that is equal to 12 ആണ് വരുന്നത്. അപ്പോൾ ടെട്രാഹീഡ്രൽ ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ടെട്രാഹീഡ്രൽ ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൻസർ എന്ത് വരും? ടെട്രാഹീഡ്രൽ വോയിഡ് 12, ഒക്ടാഹീഡ്രൽ വോയിഡ് എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പോൾ 12 and 6 ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 4. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, which of the following reaction is a metal displacement reaction? എന്താണ്? ഇറ്റ്സ് an example for a metal displacement reaction. metal displacement എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ മറ്റൊരു മെറ്റലിൽ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. 2 KClO3 on decomposition give 2 KCl plus 3O2. ഇതിൽ പ്രത്യേകിച്ച് മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. അവിടെ ആകെ നടക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ അല്ല. സെക്കൻഡ് വൺ നോക്കാം. Cr2O3 plus 2Al gives Al2O3 plus Cr. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അലൂമിനിയം ഇസ് റീപ്ലേസിങ് ക്രോമിയം. അലൂമിനിയം മെറ്റലാണ്, ക്രോമിയം മെറ്റലാണ്. സോ മെറ്റൽ ഇസ് ഡിസ്പ്ലേസിങ് അനദർ മെറ്റൽ. അപ്പോൾ എന്താണ്? മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ദാറ്റ് ഇസ് ഓപ്ഷൻ 2 അല്ലേ? എന്താ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? വൺ മെറ്റൽ ഇസ് റീപ്ലേസിങ് അതർ. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, the pKb of dimethylamine and pKa of acetic acid are
3.27 and 4.77 respectively at a given temperature. The correct option of pH of dimethyl ammonium acetate solution. അതായത് ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ് സൊല്യൂഷൻ്റെ എന്താണ് pH ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ് എന്താണ് ഡൈമീഥൈൽ അമീൻ? CH3 ട്വൈസ് NH. അസറ്റിക് ആസിഡ് എന്താണ്? CH3COOH അല്ലേ, ആണല്ലോ. അപ്പോൾ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സോൾട്ടാണ് എന്താ ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡൈമീഥൈൽ അമീൻ എന്താണ്? ഒരു ബേസാണ്. അസറ്റിക് ആസിഡ് എന്താണ്? ഒരു ആസിഡാണ്. ആസിഡിന് H+നെ റിലീസ് ചെയ്യാം, ബേസിന് H+നെ അക്സെപ്റ്റ് ചെയ്യാം. ഈ നൈട്രജൻ്റെ ലോൺ പെയർ ഉപയോഗിച്ച് H+നെ ടേക്കപ്പ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? CH3CO മൈനസ് NH2 പ്ലസ് CH3 ട്വൈസ് അല്ലേ. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ് ആണ്. ഒന്നുമില്ല, ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടുന്നു? സോൾട്ട് കിട്ടുന്നു. ഈ സോൾട്ടിൻ്റെ സൊല്യൂഷൻ്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സോൾട്ടിൻ്റെ സൊല്യൂഷൻ്റെ pH ആണ്. അപ്പോൾ ഈ സോൾട്ട് ഹൈഡ്രോളൈസ് ചെയ്താൽ എന്താ കിട്ടുന്നത്? യു വിൽ ഗെറ്റ് ദീസ് ടു ആസിഡ് ആൻഡ് എ ബേസ്. ഇത് ഒരു വീക്ക് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും സോൾട്ടാണ്. Okay, so this is a question from salt hydrolysis. So this is a salt of weak acid and weak base. അപ്പോൾ അങ്ങനെയുള്ള സോൾട്ട് ഹൈഡ്രോളിസിസ് സൊല്യൂഷൻ്റെ pHൻ്റെ ഇക്വേഷൻ ആണ് 7+½ pKa മൈനസ് pKb. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, NCERT-യിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഡൈമീഥൈൽ അമീൻ്റെയും അസറ്റിക് ആസിഡിൻ്റെയും സോൾട്ടാണ് എന്താ ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ്. ആ സൊല്യൂഷൻ്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോൾട്ട് ഹൈഡ്രോളിസിസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അറിയേണ്ടത് ഇത് എന്ത് ടൈപ്പ് ഓഫ് സോൾട്ടാണ്. ഇതൊരു വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും. നോർമലി അമോണിയ അമീൻസ് എന്ന് പറയുന്ന എല്ലാവരും വീക്ക് ബേസ് ആണ്. അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡ്സ് എല്ലാം തന്നെ എന്താണ്? വീക്ക് ആസിഡ്സ് ആണ്. അപ്പോൾ ഒരു വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും എന്താണ് സോൾട്ടാണ് എന്ത് ഡൈമീഥൈൽ അമോണിയം അസറ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സൊല്യൂഷൻ്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോൾട്ട് ഹൈഡ്രോളിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു വീക്ക് ആസിഡ് വീക്ക് ബേസിൻ്റെ സോൾട്ട് ആയതുകൊണ്ട് തന്നെ ആ സൊല്യൂഷൻ്റെ pHൻ്റെ ഇക്വേഷൻ എന്താണ്? 7+½ pKa മൈനസ് pKb ആണ്. ഇതിൽ നമുക്ക് pKയും pKbയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. pKb ആൻഡ് pKa ഓഫ് അസിറ്റിക് ആസിഡ് 3.27 ആൻഡ് 4.77 ആണ് അല്ലേ. രണ്ടും തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. pH is equal to 7+½ pKa എന്താണ് തന്നിരിക്കുന്നത്? 4.77. pKb എന്താണ് തന്നിരിക്കുന്നത്? 3.27 ആണ് അല്ലേ. നമുക്കിനി സോൾവ് ചെയ്യാമല്ലോ. 4.77 മൈനസ് 3.27 1.5 ആണ്. 7+½ ഇൻറ്റു എന്താണ്? 1.5. 1.5ൻ്റെ ഹാഫ് എത്രയാണ്? 0.75. എത്ര വരും? 7.75. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഇതെന്താണ് സോൾട്ട് എന്താണ്, അത് വീക്ക് ആസിഡിൻ്റെ ആണോ വീക്ക് ബേസിൻ്റെ ആണോ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ഇന്ന ഏരിയ ആണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among the alkaline earth metal halides, one which is covalent and soluble in organic solvents എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽഷ്യം ക്ലോറൈഡ്, സ്ട്രോൺഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, ബെറീലിയം ക്ലോറൈഡ്. ഞാൻ ആൻസർ ഡയറക്റ്റ്ലി പറയാണ്, ബെറീലിയം ക്ലോറൈഡാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി 2 S ബ്ലോക്ക് എടുത്താലും S ബ്ലോക്കിൽ 2 ഗ്രൂപ്പ് എടുത്താലും ഗ്രൂപ്പ് 1 ആണെങ്കിലും ഗ്രൂപ്പ് 2 ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫസ്റ്റ് മെമ്പർ ഗ്രൂപ്പ് 1 ആണെങ്കിൽ ലിഥിയം, ഗ്രൂപ്പ് 2 ആണെങ്കിൽ എന്താണ്? ബെറീലിയം. ഈ 2 ഫസ്റ്റ് മെമ്പേഴ്സിൻ്റെയും കോമ്പൗണ്ട്സ് ജനറലി എന്ത് നേച്ചർ ആയിരിക്കും? കോവാലൻ നേച്ചർ ആയിരിക്കും. ബിക്കോസ് ഓഫ് ദി സ്മോൾ സൈസ്.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മെമ്പേഴ്സിൻ്റെ എല്ലാ കോമ്പൗണ്ട്സിനും എന്ത് നേച്ചറാണ്? കോവാലൻ നേച്ചറാണ്. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഏത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹാലൈഡാണ് കോവാലൻറ്റ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നേച്ചർ ഇറ്റ് ഇസ് സോൾയുബിൾ ഇൻ വാട്ട്? ഓർഗാനിക് സോൾവെൻറ്റ്. ഏതാണ്? ബെറീലിയം ക്ലോറൈഡ് ആണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. അതെന്തുകൊണ്ടാണ്? കോവാലൻ നേച്ചർ ഡിസൈഡ് ചെയ്യുന്നത് ഏത് റൂൾ വെച്ചിട്ടാണ്? ഫജാൻസ് റൂൾ വെച്ചിട്ടാണ്. ഫജാൻസ് റൂൾ അനുസരിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ഓർക്കുന്നുണ്ടോ ഫജാൻസ് റൂള്? According to Fajan's rule, smaller the cation, larger the anion, greater the charge, greater the covalent character. അതായത് കാറ്റയോണിൻ്റെ സൈസ് കുറവാണെങ്കിലോ ആനിയോണിൻ്റെ സൈസ് കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ ചാർജ് കൂടുതലാണെങ്കിലോ എന്ത് കൂടുതലായിരിക്കും? കോവാലൻ ക്യാരക്ടർ കൂടുതലായിരിക്കും. ഇതിനകത്ത് തന്നിരിക്കുന്ന ആരൊക്കെയാണ്? കാൽഷ്യം ക്ലോറൈഡ്, സ്ട്രോൺഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, ബെറീലിയം ക്ലോറൈഡ്. ഇതിൽ ആനിയോൺ എല്ലാം സെയിം ആണ്. വ്യത്യാസം ആരാണ്? കാറ്റയോൺ ആണ്. ഇതിൽ സ്മോളർ കാറ്റയോൺ ആരാണ്? ബെറീലിയം അല്ലേ? സ്മോളർ കാറ്റയോൺ ആണെങ്കിൽ എന്ത് ക്യാരക്ടർ കൂടുതലായിരിക്കും? കോവാലൻ ക്യാരക്ടർ കൂടുതലായിരിക്കും. കോവാലൻ ക്യാരക്ടർ കൂടുതലാണെങ്കിൽ അവരെന്തിൽ സോല്യുബിൾ ആയിരിക്കും? ഓർഗാനിക് സോൾവെൻസിൽ സോല്യുബിൾ ആയിരിക്കും. നോർമലി രണ്ട് ഗ്രൂപ്പും എസ് ബ്ലോക്കിലുള്ളവരുടെ ഫസ്റ്റ് മെമ്പർ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ലിത്തിയം, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ബെറീലിയം, ഇവരുടെ രണ്ടുപേരുടെ കോമ്പൗണ്ട്സും എന്ത് തന്നെയായിരിക്കും? നോർമലി കോവാലൻ നേച്ചർ ആയിരിക്കും. അതിൻ്റെ റീസൺ ഒക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. ഇത് ഒരു ഫാക്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലാസ്റ്റ് ഫർണസ്, അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ നടക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. എന്താണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൽ ഹീറ്റിംഗ് നടക്കുന്നത് എന്താണ്? ബൈ യൂസിങ് ഹോട്ട് എയർ ബ്ലോൺ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഫർണസ്. അതായത് ഫർണസിൻ്റെ താഴേന്ന് നമ്മൾ എന്ത് ചെയ്യും? ഹോട്ട് എയർ പാസ് ചെയ്തിട്ടാണ് റിയാക്ഷൻസ് നടക്കുന്നത്. അങ്ങനെയുള്ള ഫർണസിനെയാണ് എന്ത് വിളിക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് അപ് ടു 2200 കെൽവിൻ ആണ്. അറിഞ്ഞിരിക്കേണ്ട കേട്ടോ. ഇറ്റ് ഈസ് മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 2200 കെൽവിൻ ആണ്. ഇത് നിങ്ങൾ എക്സ്ട്രാക്ഷൻ ഓഫ് അയേണിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്? ദറ്റ് ഫർണസിൽ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് ഹോട്ട് എയർ ബ്ലോൺ ടു ദാറ്റ് ഫർണസ് ഫ്രം ദി ബോട്ടം ഓഫ് ഇറ്റ്. ഓക്കെ, അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 2200 കെൽവിൻ ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? Now moving on to next question, a question from coordination compounds. Ethylene diamine tetraacetate EDTA എന്താണ്? എത്തലൻ ഡയമീൻ. എത്തലൻ ഡയമീൻ എന്ന് പറയുമ്പോൾ എന്താണ്? NH2 CH2 CH2 NH2 എന്നാണ് എത്തലൻ ഡയമീൻ എന്ന് പറയുന്നത്. എത്തലൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NH2-ലെ 2 ഹൈഡ്രജൻസ് മാറിയിട്ട് എന്ത് വരും? അസറ്റേറ്റ് ഗ്രൂപ്പ് വരും. CH2CO മൈനസ് CH2CO മൈനസ് CH2CO മൈനസ് CH2CO മൈനസ്. ഇതാണ് എന്ത്? EDTA എന്ന് പറയുന്നത്. എത്തലൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് ആണ്. ഇതൊരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ദർ ആർ 5 ഡോണർ ആറ്റം, 2 നൈട്രജൻ ആറ്റംസ് വരും. അതുകൂടാണ്ട് ദർ ആർ 4 ഓക്സിജൻ ആറ്റംസ് ഓൾസോ. സോ ഇറ്റ് ഇസ് എ ഹെക്സാഡെൻഡേറ്റ്. ദർ ആർ 6 ഡോണർ ആറ്റം. ഓക്കെ, സോ എന്താണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഇറ്റ് ഇസ് എ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് വിത്ത് 4 ഓക്സിജൻ ആൻഡ് 2 നൈട്രജൻ ഡോണർ ആറ്റംസ് അല്ലേ? 6 ഡോണർ ആറ്റംസ് ഉണ്ട്, 2 നൈട്രജനും 4 ഓക്സിജനും ആണ് വരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following solutions were prepared by dissolving 10 gram of glucose in 250 ml of water, 10 gram of urea in 250 ml of water and 10 gram of sucrose in 250 ml of water. The right option for the decreasing order of osmotic pressure of these solution. ഈ സൊല്യൂഷൻ്റെ എന്താണ്? ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഓർഡർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം അല്ലേ? ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? പൈ ഇസ് ഈക്വൽ ടു I ഇൻറ്റു CRT ആണ് അല്ലേ?
കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യൂം ഇൻ ലിറ്റർ ആണ്. വാട്ട് ഈസ് നമ്പർ ഓഫ് മോൾസ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് 3 സബ്സ്റ്റൻസ് ആണ്. ഗ്ലൂക്കോസ്, യൂറിയ, സുക്രോസ്. ദേ ആർ നോൺ ഇലക്ട്രോലൈറ്റ് അല്ലേ. ഗ്ലൂക്കോസ്, യൂറിയ, സുക്രോസ്, ഇവർ 3 പേരും എന്താണ് നോൺ ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഐ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവർ അസോസിയേറ്റും ചെയ്യില്ല, ഡിസോസിയേറ്റും ചെയ്യില്ല. ഇതിൽ 6 കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. വോള്യൂം എല്ലാത്തിൻ്റെയും കോൺസ്റ്റൻ്റ് അല്ലേ. 10 ഗ്രാം ഗ്ലൂക്കോസ് ഇൻ 250 ml വാട്ടർ, 10 ഗ്രാം യൂറിയ ഇൻ 250 ml വാട്ടർ, 10 ഗ്രാം സുക്രോസ് ഇൻ 250 ml വാട്ടർ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്? വിച്ച് ആർ ദ തിങ്സ് ദാറ്റ് ഇസ് കോൺസ്റ്റൻറ്റ് അല്ലേ? വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്, T കോൺസ്റ്റൻ്റ് ആണ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്, I കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? മോളാർ മാസിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അല്ലേ. കാരണം എല്ലാം 10 ഗ്രാം വെച്ചാണ് അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് എല്ലാത്തിലും സെയിം ആണ്, എല്ലാത്തിൻ്റെയും വോളിയം സെയിം ആണ്. 10 ഗ്രാം ഇൻ 250 ml വാട്ടർ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ എന്താണ്? ഫിക്സഡ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണ്. എല്ലാം നോൺ ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് ഐ എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഇൻ ദിസ് കേസ് പൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ഓഫ് വാട്ട്? സൊല്യൂട്ട് അല്ലേ. ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? ഗ്ലൂക്കോസ് ആണ് അല്ലേ. അതിൻ്റെ എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ P1 ആണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോളാർ മാസ്. ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് 180 ആണ്. സെക്കൻഡ് മോളിക്യൂൾ ഏതാണ്? യൂറിയ ആണ്. അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ P2 ആണ്. അതിൻ്റെ മോളാർ മാസ് എത്രയാണ്? 60 ആണ്. ഇനി അടുത്തത് ഏതാണ്? സുക്രോസ് ആണ്. സുക്രോസിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ P3 ആണ്. അതിൻ്റെ മോളാർ മാസ് 342 ആണ്. മോളാർ മാസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. C6H12O6 അല്ലേ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12. എത്ര എണ്ണം ഉണ്ട്? 6. ഹൈഡ്രജൻ്റെ എത്രയാണ്? 1. എത്ര എണ്ണം ഉണ്ട്? 12. ഓക്സിജൻ എത്രയാണ്? 16 ഇൻറ്റു 6. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 180 കിട്ടും. ഇതുപോലെ എല്ലാത്തിൻ്റെയും ഫോർമുല തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ ഓസ്മോട്ടിക് പ്രഷർ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഈ കേസിൽ മോളിക്കുലർ മാസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാ ടേംസും എന്തായതുകൊണ്ടാണ്? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൾ ആർ ഡിപ്പെൻഡിങ് മോളാർ മാസ്. ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ആണ്. മോളാർ മാസ് കൂടുതലുള്ളവർക്ക് ഓസ്മോട്ടിക് പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കുറവ് മോളാർ മാസ് ആർക്കായിരിക്കും? സുക്രോസിനായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ മോളാർ മാസ് എന്താണ്? സുക്രോസിനാണ്. അപ്പോൾ ഏറ്റവും കുറവ് ഏതാണ്? P3ക്കാണ്. ഓക്കെ, പിന്നെ ആര് വരും? ഗ്ലൂക്കോസിനായിരിക്കും പിന്നെ അടുത്ത കുറവ് വരുന്നത് അല്ലേ. അപ്പോൾ P3ക്കാണ് ഏറ്റവും കുറവ് വരുന്നത് അല്ലേ. ഏറ്റവും കുറവാർക്കാണ്? P3ക്കാണ്. പിന്നെ കുറവാർക്കാണ് വരുന്നത്? P1നായിരിക്കും. പിന്നെ ആർക്കാണ് വരുന്നത്? P2. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ ആർക്കായിരിക്കും? യൂറിയയ്ക്കായിരിക്കും. കാരണം എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ മോളാർ മാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. കുറവ് മോളാർ മാസ് ഉള്ളവർക്ക് കൂടുതൽ ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ കുറവാർക്കാണ്? യൂറിയയ്ക്കാണ്. അപ്പോൾ യൂറിയ ഏതാണ്? P2 ആദ്യം വരണം. പിന്നെ ആര് വരണം? ഗ്ലൂക്കോസ് വരണം. പിന്നെ സുക്രോസ് വരണം. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരുന്നത്? P2 ആദ്യം വരും, പിന്നെ P1 വരും, പിന്നെ ഏതാണ് വരുന്നത്? ദാറ്റ് ഈസ് P3. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട. കാരണം എന്തുകൊണ്ടാണ്? ഇതിൽ ഐ വാല്യൂ, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ, വോള്യൂം ഇതെല്ലാം എന്താണ്? ഈ 3 കേസിലും സെയിം ആണ്. അപ്പോൾ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മോളാർ മാസ്. അപ്പോൾ മോളാർ മാസും ഓസ്മോട്ടിക് പ്രഷറും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ കുറവ് മോളാർ മാസ് ഉള്ളവർക്ക് കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? അണ്ടർസ്റ്റുഡ് അല്ലേ? ഓക്കെ, നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ് ഇൻ ദ ഓർഡർ ഗിവൺ ആസ് HF ലെസ് ദാൻ HCl ലെസ് ദാൻ HBr ലെസ് ദാൻ HI. ഓക്കെ, ഇതാണ് ആസിഡ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ. അതായത് ഏറ്റവും കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് HIക്കാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ആസ് ദ സൈസ് ഓഫ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, ബോണ്ട് സ്ട്രെങ്ത് ഓഫ് HF, HCl, HBr, HI decreases, so acid strength increases. Okay, in the light of the above statements, choose the correct answer from the options below.
തന്നിരിക്കുന്ന ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫാൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ഫാൾസ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ട്രൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആസിഡ് സ്ട്രെങ്ത് ആണ് അല്ലേ? ഏതൊക്കെയാണ്? HF, HCl, HBr, HI. എന്താണ് ആസിഡ്? ദ വൺ വിച്ച് ക്യാൻ റിലീസ് H പ്ലസ് ഈസിലി. ആരാണോ H പ്ലസിനെ റിലീസ് ചെയ്യുന്നത് അയാളായിരിക്കും എന്ത്? സ്ട്രോങ്ങർ ആസിഡ് അല്ലേ? നമുക്കറിയാം ആസ് വി മൂവ് ഡൗൺ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ഹാലജൻ്റെ സൈസ് കൂടും. ഹാലജൻ്റെ സൈസ് കൂടിയാൽ ഹൈഡ്രജനും ഹാലജനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. ഡിസ്റ്റൻസ് കൂടിയാൽ എന്ത് ചെയ്യും? ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ എളുപ്പം ബോണ്ട് ബ്രേക്ക് ചെയ്യും, എളുപ്പം H പ്ലസിനെ റിലീസ് ചെയ്യും. അപ്പോൾ ആരായിരിക്കും H പ്ലസിനെ റിലീസ് ചെയ്യുക? HI ആയിരിക്കും. സോ ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ഹാലജൻസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഹാലജൻസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈഡ്രജനും ഹാലജനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്താൽ എളുപ്പം ബോണ്ട് ബ്രേക്ക് ചെയ്യും, എളുപ്പം H പ്ലസിനെ റിലീസ് ചെയ്യും. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ശരിയല്ലേ? ശരിയാണ്. HI ഇസ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ്, HF ഇസ് ദ ലീസ്റ്റ് സ്ട്രോങ്ങസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ആസ് എ സൈസ് ഓഫ് എലമെൻറ്റ്സ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്ത് തന്നെയാണ്? ശരിയാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ബോത്ത് statement 1 and statement 2 are true. Okay, അപ്പോൾ option 1 ആണ് correct. Now moving on to next question. The structure of beryllium chloride in solid state and vapor state is. അത് അറിഞ്ഞിരിക്കുക. ബെറീലിയം ക്ലോറൈഡിൻ്റെ ഷേപ്പാണ് വരുന്നത് വേപ്പർ ഫേസിൽ. ഇറ്റ് ഈസ് ഹാവിങ് ലീനിയർ ഷേപ്പാണ്. solid phase beryllium chloride is having a dimer shape ആണ് ട്ടോ. Okay, so this is the structure of beryllium chloride in solid and vapor state എന്നാണ് ചോദിച്ചിരിക്കുന്നത്. chain and dimer respectively. അതുപോലെ തന്നെ ദർ ഇസ് വൺ മോർ തിങ്, ഇത് രണ്ടും വേപ്പർ ഫേസിൽ തന്നെയാണ് വരുന്നത്. ദിസ് ഇസ് എബവ് 1200 ഡിഗ്രി സെൽഷ്യസ്, ദിസ് ഇസ് ബിലോ 1200 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഇൻ സോളിഡ് ഫേസ് ഇറ്റ് ഇസ് polymeric like this. Okay, polymeric or okay, so the structure of beryllium chloride in solid state and vapor phase respectively എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേപ്പർ ഫേസിൽ അതിന് ലീനിയറും ഉണ്ട്, ഡൈമർ സ്ട്രക്ചറും ഉണ്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോളിഡ് ഫേസിന് എന്താണ്? പോളിമെറിക്, ഒരു ചെയിൻ ടൈപ്പ് സ്ട്രക്ചറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വേപ്പർ ഫേസിൽ ചെയിൻ ആൻഡ് ഡൈമർ എന്നാണ് വന്നിരിക്കുന്നത്. സോ ബെറീലിയം ക്ലോറൈഡ് ഇൻ സോളിഡിൽ എന്താണ്? ചെയിൻ ആണ്, വേപ്പർ ഫേസിൽ എന്താണ്? ഡൈമർ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ദറ്റ് ഈസ് ഓപ്ഷൻ 1. ലീനിയർ ഇൻ ബോത്ത് അത് റോങ് ആണ്. കാരണം വേപ്പർ ഫേസിൽ ലീനിയർ ഷേപ്പ് ഉണ്ട്, പക്ഷേ സോളിഡ് ഫേസിൽ അതെന്താണ്? പോളിമെറിക് ഷേപ്പാണ് വരുന്നത്. ഇനി ഡൈമർ ആൻഡ് ലീനിയർ റെസ്പെക്റ്റീവ്, ഡൈമറും ലീനിയറും ഏതിൽ തന്നെയാണ് വരുന്നത്? വേപ്പർ ഫേസിൽ തന്നെയാണ് വരുന്നത്. എബവ് 1200 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ലീനിയർ, ബിലോ 1200 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഡൈമർ ആണ് വരുന്നത്. ഓക്കെ, ചെയിൻ ഇൻ ബോത്തും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ചെയിൻ ആൻഡ് ഡൈമർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a reaction A giving B, the enthalpy of reaction is 4.2 kilojoule per mole. Enthalpy of activation is 9.6 kilojoule. The correct potential energy profile for the reaction given below. അതായത് ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, അതായത് ഡെൽറ്റ എച്ച് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? -4.2 കിലോജൂൾ പെർ മോൾ എന്നാണ്. ദാറ്റ് ഇസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് നെഗറ്റീവ്. ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് അതിൻ്റെ മീനിങ്.
അല്ലേ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ ആ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്നാൽ എനർജി ഈസ് റിലീസ് ഡ്യൂറിങ് ദ പ്രോസസ്, അല്ലേ? അതായത് എക്സോതെർമിക് റിയാക്ഷനിൽ എനർജി ഓഫ് പ്രോഡക്ട്സ് വിൽ ബി ലെസ് ദാൻ വാട്ട്? എനർജി ഓഫ് റിയാക്ടൻസ് ആയിരിക്കും. അതായത് പ്രോഡക്ട്സിൻ്റെ എനർജി കുറവും റിയാക്ടൻസിൻ്റെ എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് വരുന്നത്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, ആൻഡ് എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ ഇസ് 9.6 കിലോ ജൂൾ പെർ മോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലേതായിരിക്കും കറക്റ്റ് ഡയഗ്രാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എനർജി ഓഫ് പ്രോഡക്റ്റ് എന്തായിരിക്കണം? എനർജി ഓഫ് റിയാക്റ്റൻറ്റിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ ഇതിലേതിലാണ് എനർജി ഓഫ് പ്രോഡക്റ്റ് എനർജി ഓഫ് റിയാക്റ്റൻറ്റിനേക്കാൾ കുറവ് വരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വണ്ണിൽ ഇതാണ് റിയാക്റ്റൻറ്റ്, ഇതാണ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന് എനർജി കൂടുതലും റിയാക്റ്റിന് എനർജി എന്താണ്? കുറവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, ഇവിടെ റിയാക്റ്റിന് എനർജി കൂടുതലും എന്താണ്? പ്രോഡക്റ്റിന് എനർജി എന്തുമായിരിക്കണം? കുറവായിരിക്കണം. അപ്പോൾ ഇതല്ല, ഇതിൽ രണ്ടും എന്താണ്? സെയിം ആണ്. സോ ദിസ് ഇസ് നോട്ട് ഓൾസോ. ഇനി ഇവിടുത്തെ കേസ് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത് റിയാക്റ്റൻ്റ്, ഇത് പ്രോഡക്റ്റ്. ഇവിടെ പ്രോഡക്റ്റിൻ്റെ എനർജി എന്താണ്? റിയാക്റ്റൻറ്റിൻ്റെ എനർജിനേക്കാൾ എന്താണ്? കുറവായിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ്റെ ഗ്രാഫ് ഏത് വരും? ഇറ്റ് വിൽ ബി ദിസ് വൺ. ഓക്കെ, ഇറ്റ് വിൽ ബി ദിസ് വൺ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇറ്റ്സ് വളരെ സിമ്പിളാണ്. അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ -4.2 കിലോ ജൂൾ പെർ മോൾ ആണ്. ആ വാല്യൂവിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അറിഞ്ഞിരിക്കുക, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നെഗറ്റീവ് ആണ്. അത്രയേ ഉള്ളൂ അവിടുത്തെ മീനിങ്. എനർജി നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിന് എനർജി കൂടുതലും പ്രോഡക്റ്റിന് എനർജി എന്തുമായിരിക്കും? കുറവുമായിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന ഗ്രാഫ് ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, now moving on to next question. Zirconium atomic number 40 and hafnium atomic number 72 have similar atomic and ionic radii because of belonging to same group, diagonal relationship, lanthanide contraction, having similar chemical properties. Okay, അപ്പോൾ ഈ തന്നിരിക്കുന്ന എലമെൻസിന് സിമിലർ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയാണ്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും പല പ്രാവശ്യങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത ഒരു സെക്ഷനാണ്. ഓക്കെ, അതായത് ദിസ് ഈസ് ആക്ച്വലി എ കോൺസിക്വൻസ് ഓഫ് ലന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്താണ് ലന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒന്ന് എടുക്കാം. അതിൽ തേർഡ് ഗ്രൂപ്പ് വരുന്നത് സ്കാൻഡിയം, ഇട്രിയം, ലന്താനം. അതിൻ്റെ ഫോർത്ത് ഗ്രൂപ്പ് വരുന്നത് ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം. ഓക്കെ, ഇതിൽ ലന്താനം 57 ആണ്, ഹാഫ്നിയം 72 ആണ്. അതായത് ഇവിടെ നോക്കിക്കേ, ലന്താനം 57 ആണ്, ഹാഫ്നിയം 72 ആണ്. അതായത് ലന്താനത്തിന് ശേഷം വരുന്ന എലമെൻറ്റ് 58th എലമെൻ്റ് അല്ല, 72th എലമെൻ്റ് ആണ്. ദർ ഇസ് എ 14 എലമെൻറ്റ്സ് മിസ്സിങ്. ആ 14 എലമെൻറ്റ്സ് എവിടെയാണ് വരുന്നത്? എഫ് ബ്ലോക്കിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ആഫ്റ്റർ ലന്താനം ഏത് ആർബിറ്റൽസ് ഫില്ല് ചെയ്യും? എഫ് ആർബിറ്റൽസ് ഫില്ല് ചെയ്യും. എഫ് ആർബിറ്റൽസ് ആർ ഹാവിങ് പുവർ ഷീൽഡിങ്. അപ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസ് വിൽ അട്രാക്ട് ദ ഇലക്ട്രോൺസ്, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ടൈറ്റ്ലി, സോ സൈസ് ഡിക്രീസസ്. ദെയർഫോർ 4D ആൻഡ് 5D സീരീസ് അല്ലേ? ഇത് 3D സീരീസ് ആണ്, ഇത് 4D സീരീസ് ആണ്, 5D സീരീസ് ആണ്. 3D സീരീസിനും 5D സീരീസിനും എന്താണ്? സെയിം അറ്റോമിക് സൈസാണ് വരുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? ലന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. അതായത് ആഫ്റ്റർ ലന്താനം എന്ത് ചെയ്യുന്നുണ്ട്? ദർ ഇസ് എ 14 എലമെൻറ്റ്സ് മിസ്സിംഗ് ആണ്. അത് എവിടെയാണ് വരുന്നത്? എഫ് ബ്ലോക്കിലാണ് വരുന്നത്. ഇറ്റ് മീൻസ് എഫ് ആർബിറ്റൽസ് ആർ ഫിൽഡ്. എഫ് ആർബിറ്റൽസ് പ്രൊവൈഡ് പുവർ ഷീൽഡിങ്. ദെയർഫോർ ന്യൂക്ലിയസ് വിൽ അട്രാക്ട് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ. ദെയർഫോർ സൈസ് ഡിക്രീസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിർക്കോണിയത്തിൽ നിന്ന് ഹാഫ്നിയത്തിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവില്ല? ഒരു ഇൻക്രീസ് ഇൻ സൈസ് ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് സിർക്കോണിയത്തിൻ്റെ ഹാഫ്നിയത്തിൻ്റെ സൈസ് എന്ത് വരും? സെയിം വരും. ആൻഡ് ഇസ് ആക്ച്വലി എ കോൺസിക്വൻസ് ഓഫ് വാട്ട്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. കാരണം ലന്താനത്തിന് ശേഷം വരുന്ന ആ 14 എലമെൻറ്റ്സ് എവിടെയാണ് വരുന്നത്? ലാന്തനോയിഡ്സിലാണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 3. Now moving on to next question. A particular station of All India Radio, New Delhi broadcast on a frequency of 1368 kilohertz.
The wavelength of electromagnetic radiation emitted by the transmitter is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് 3 × 10⁸ ഇതും നിങ്ങളുടെ NCERT ഇൻ ടെക്സ്റ്റിലെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളാണ്. സെയിം, എക്സാക്ട്ലി സെയിം ആണ്, എക്സാക്ട്ലി കോപ്പി പേസ്റ്റ് ഇട്ട്, യാതൊരു ചേഞ്ചും ഇല്ല, ന്യൂമറിക്കൽസിലൊന്നും ഒരു വ്യത്യാസമില്ലാണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഒരു റേഡിയേഷൻ, ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്തിട്ടുണ്ട് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1368 kHz ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് 3 × 10⁸ നമുക്ക് വേവ് ലെങ്ത് വേണ്ടത് മീറ്ററിലാണ്. നിങ്ങൾക്കറിയാം ന്യൂ ഇസ് ഈക്വൽ ടു c/λ ആണ്. അപ്പോൾ ലാംഡ എന്തായിരിക്കും? c/ന്യൂ. ഇതിൽ c തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു 3 × 10⁸ ആണ്. ന്യൂ തന്നിട്ടുണ്ട് 1368 kHz ആണ്. അപ്പോൾ 1368 × 10⁻³ Hz ആണ് അല്ലേ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 × 10⁸ ആണ് ഡിവൈഡഡ് ബൈ 1368 × 10⁻³ ആണ് വരുന്നത്. ക്യാൻസൽ ചെയ്യുമ്പോൾ 10⁵ വരും. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ എത്രയാണ്? 1368 into ഒരു 10⁵ ഉണ്ട്. ഓക്കെ, so I am doing kind of approximation here. So lambda is equal to 3 × 10⁵ divided by ഇതിനെ എനിക്ക് 1.368 × 10⁻³ എന്ന് എഴുതാവോ? Can I write like this? എഴുതാമല്ലോ. ഓക്കെ, സോ So 3 divided by 1.368 into 10⁻² ആണ് വരുന്നത്. ഓക്കെ, 10⁻² ആണ്. സോ നൗ ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ്, നമുക്ക് എക്സാക്ട്ലി സോൾവ് ചെയ്യണം. 3 ഡിവൈഡഡ് ബൈ ഓർ 300 ഡിവൈഡഡ് ബൈ 1.368. ഓക്കെ, ഓക്കെ, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 219.2 മീറ്റർ ആണ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും അപ്രോക്സിമേറ്റഡ് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഓപ്ഷൻസ് വെരി നിയർ ബൈ ആൻസർ ആണ് വരുന്നത്. സോ 219.3, 219.2 അങ്ങനെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അപ്രോക്സിമേറ്റഡ് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം സിൻസ് ദ ആൻസേഴ്സ് ആർ വെരി നിയർ ബൈ യു ഹാവ് ടു ഡു ദി എക്സാക്ട് കാൽക്കുലേഷൻ. ഓക്കെ, ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആകെ ചെയ്തിരിക്കുന്നത് എന്താണ്? പവർ എന്ത് ചെയ്തിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ 3 × 10⁻8 ആണ്. അപ്പോൾ ഞാൻ 136 × 10⁻3, കാരണം കിലോ ഹേർട്സിലല്ല ഹേർട്സിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കിലോ ഹേർട്സിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യുന്നു, 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ 10⁻3ഉം 10⁻8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 10⁵ വരും. അപ്പോൾ 1368 നമുക്ക് എങ്ങനെ എഴുതാം? 1.368 × 10⁻³ എന്ന് എഴുതാം അല്ലേ? സെയിം വാല്യൂ അല്ലേ? അപ്പോൾ ഈ 10⁻3ഉം 10⁻5ഉം കട്ട് ചെയ്തു പോയി, ബാക്കി എത്രയുണ്ട്? 10⁻² ഉണ്ട്. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 1.368. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു ന്യൂമറിക്കലാണ്. സോ എക്സാക്ട്ലി സോൾവ് ചെയ്യുക. ഡോണ്ട് ഡു എനി കൈൻഡ് ഓഫ് അപ്രോക്സിമേഷൻ. അപ്രോക്സിമേറ്റ് ചെയ്താൽ ആൻസർ തെറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റുന്നു എന്ന് പറയുന്നത്? കാരണം ഇതിൻ്റെ ഓപ്ഷൻസ് ആർ വെരി നിയർ ബൈ. സോ ഡോണ്ട് ഡു എനി കൈൻഡ് ഓഫ് അപ്രോക്സിമേഷൻ ഓവർ ഹിയർ. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഓപ്ഷൻസ് തമ്മിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? അപ്രോക്സിമേറ്റ് ചെയ്യാവുള്ളൂ. അതർവൈസ് യു ക്യാൻ ഡയറക്റ്റ് ഗോ ദി എക്സാക്ട് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? 219.2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? Now moving on to next question. An organic compound contains 78% carbon and remaining percentage hydrogen. The right option for the empirical formula of this compound എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനുമാണ്. അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ആണ്. സോ കാർബൺ എത്രയാണ് തന്നിരിക്കുന്നത്? 78 ആണ്. ബാക്കി എന്ന് പറയുമ്പോൾ 100 - 78 എത്ര വരും? 22 വരും. ഓക്കെ. ഇനി ഇതിൻ്റെ എംപിറിക്കൽ ഫോർമുലയാണ്. എംപിറിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ആദ്യം കണ്ടുപിടിക്കണം. റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? പെർസെൻറ്റേജിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. സോ 78 ഡിവൈഡഡ് ബൈ 12, ഇത് 22 ഡിവൈഡഡ് ബൈ 1. 22 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 22 തന്നെയാണ്. 78 ഡിവൈഡഡ് ബൈ 12, വെൻ യു ഡു ഇറ്റ് യു വിൽ ഗെറ്റ് ആസ് വാട്ട്? 6.5. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ സ്മോളസ്റ്റ് ഫാക്ടർ. ഇതിൽ സ്മോളസ്റ്റ് ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 22 6.5 സ്മോളസ്റ്റ് ഫാക്ടർ ഏതാണ്? 6.5. സോ 6.5 ഡിവൈഡ് ബൈ 6.5 എത്രയാണ്? 1 ആണ്. 22 ഡിവൈഡഡ് ബൈ 6.5. ഓക്കെ. 22 ഡിവൈഡഡ് ബൈ 6.5 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 18 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ 22 ഡിവൈഡഡ് ബൈ 6.5 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 3.3 സംതിങ് ആണ് വരുന്നത്. Now it is rounding off ആണ്. This 3.3 can be round off as what? 3. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും ഫോർമുല വരിക? CH3. അപ്പോൾ എംപിറിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് ഒരു റെഗുലർ ഫോർമാറ്റ് ഉണ്ട്. പെർസെൻറ്റേജ് ബൈ വെയിറ്റ് എടുക്കുക, എന്നിട്ട് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? അതിനെ അറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക? അതിലേതാണോ സ്മോളസ്റ്റ് ഫാക്ടർ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിലേതായിരുന്നു സ്മോളസ്റ്റ് ഫാക്ടർ? 6.5 അല്ലേ? അപ്പോൾ രണ്ടിനെയും 6.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? കിട്ടുന്ന വാല്യൂസിനെ റൗണ്ട് ഓഫ് ചെയ്യുക. ഓക്കെ. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് വിൽ ബി ദി എംപിറിക്കൽ ഫോർമുല. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 3 ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3. ഓക്കെ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ കമ്പൗണ്ട് ഷോസ് മെറ്റാമറിസം? ഇതിലേത് കമ്പൗണ്ടാണ് മെറ്റാമറിസം കാണിക്കുന്നതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റാമറിസം കാണിക്കുന്നത് is shown by compounds where functional group comes in between the ചെയിൻ ലെങ്ത്. അതായത് ചെയിൻ ലെങ്ത്തിൻ്റെ ഇടയിൽ എന്ത് വരണം? ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം. അതായത് എസ്പെഷ്യലി ഈതേഴ്സ്, സെക്കൻഡറി അമീൻസ്, കീറ്റോൺസ് പോലെയുള്ളവരാണ് എന്ത് കാണിക്കുന്നത്? മെറ്റാമറിസം കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമേ തന്നെ എന്ത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും? C5H12 എലിമിനേറ്റ് ചെയ്ത് കാണിക്കും. ബിക്കോസ് ഇറ്റ് ഡസൻ ഹാവ് എനി കൈൻഡ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇറ്റ് ഇസ് എ ഹൈഡ്രോകാർബൺ ആണ് അല്ലേ? C5H12 എന്ന് പറയുന്നത് ആൽക്കീനാണ്. ആൽക്കീൻസ് എന്ത് കാണിക്കില്ല? അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ എന്തിൽ വരണം? ചെയിൻ ലെങ്ത്തിനിടയിൽ വന്നാൽ മാത്രമേ എന്ത് കാണിക്കുകയുള്ളൂ? മെറ്റാമറിസം കാണിക്കുകയുള്ളൂ. ഇത് OH, അതുപോലെ തന്നെ എന്താണ് C ഡബിൾ ബോണ്ട്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ത് വരണം? ചെയിൻ ലെങ്ത്തിൻ്റെ ഇടയിൽ വന്നാൽ മാത്രമേ എന്ത് കാണിക്കുകയുള്ളൂ? മെറ്റാമറിസം കാണിക്കുകയുള്ളൂ. ഓക്കെ. അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണല്ലോ? അപ്പോൾ C5H12 നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കാണിക്കാം. C3H8O ഇത് ആൽക്കഹോളിൽ ആയിട്ട് എഴുതാം, അതുപോലെ തന്നെ ഈതറായിട്ടും എഴുതാം. ഓക്കെ. അപ്പോൾ ഈതറായിട്ട് എഴുതുവാണെങ്കിൽ CH3 CH2 OCH3. ഇത് മെറ്റാമറിസം കാണിക്കുമോ? വിൽ ഇറ്റ് ഷോ മെറ്റാമറിസം? നോ. കാരണം ഇത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഏതർ സൈഡിലെ ചെയിൻ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡിഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ് വോണ്ട് ഷോ വാട്ട്? മെറ്റാമറിസം. C3H6O ആണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി C3H6 ഒന്ന് CH3 CH2 CHO, അല്ലെങ്കിൽ CH3 C ഡബിൾ ബോണ്ടോ CH3. ഇത് മെറ്റാമറിസം കാണിക്കാൻ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ഷോസ് ഫങ്ഷണൽ ഐസോമറിസം കാണിക്കാം. ഇനി C4H10O ആണ്. അപ്പോൾ ദാറ്റ് ഈസ് CH3 CH2 O CH2 CH3. ദിസ് ഈസ് വൺ ഈതർ. CH3 CH2 CH2 O CH3. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് കേസിലും ഇത് രണ്ടും മെറ്റാമേഴ്സാണ്. കാരണം ഇത് ഈതറാണ്. ഈതറിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണിത് അല്ലേ? ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഏതർ സൈഡ്സിലുള്ള ചെയിൻ ലെങ്ത് ഡിഫർ ചെയ്യും. ആദ്യത്തെ കോമ്പൗണ്ട് നോക്കിയേ, രണ്ട് സൈഡിലെയും ചെയിൻ ലെങ്ത് എന്താണ്? 2 കാർബൺ ചെയിൻ ആണ്. പക്ഷേ സെക്കൻഡ് കോമ്പൗണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് വന്നു? ഒരു സൈഡിൽ 3 കാർബൺ ചെയിനും ഒരു സൈഡിൽ എന്താണ്? 1 കാർബൺ ചെയിനുമാണ് വന്നിരിക്കുന്നത്. അതായത് എന്താണ് മെറ്റാമറിസം എന്ന് പറയുന്നത്? മെറ്റാമറിസം ഇസ് ഷോൺ ബൈ കോമ്പൗണ്ട്സ് വേർ ഫങ്ഷണൽ ഗ്രൂപ്പ് കംസ് ഇൻ ബിറ്റ്വീൻ. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ ബിറ്റ്വീനിൽ വരണം. അതുപോലെ തന്നെ they should differ in the
ചെയിൻ ലെങ്ത് ഓൺ ദി എയ്തർ സൈഡ്. എയ്തർ സൈഡ്സിലുള്ള എന്ത് ഡിഫർ ചെയ്യണം? ചെയിൻ ലെങ്ത് ഡിഫർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് കാണിക്കാൻ പറ്റുള്ളൂ? മെറ്റാമറിസം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് ഏത് ഫോർമുലയ്ക്കാണ് മെറ്റാമറിസം കാണിക്കാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4 മെറ്റാമറിസം കാണിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ മെറ്റാമറിസം എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഇടയിൽ വരണം. അപ്പോൾ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇടയിൽ? ഈതേഴ്സ് വരാം, കീറ്റോൺസ് വരാം, അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി അമീൻസ് വരാം. ഇതൊക്കെ എന്ത് ചെയ്യാം? എയ്തർ സൈഡ്സ് ഓഫ് ചെയിൻ ലെങ്ത് നമുക്ക് ഡിഫർ ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, now moving on to next question. Identify the compound that will react with Hinsberg reagent to give a solid which dissolves in alkali. അതായത് ഹിൻസ്ബർഗ് ടെസ്റ്റിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്? C6H5SO2Cl ആണ്. ഓൺ റിയാക്ഷൻ വിത്ത് പ്രൈമറി സെക്കൻഡറി അമീൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദിസ് ഇസ് പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി അമീനിലെ എച്ചും ഹിൻസ്ബർഗ് റിയേജൻ C6H5SO2Cl ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആണ്. HCl എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് യു ആർ ഗെറ്റിംഗ് C6H5SO2NHR ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. സെക്കൻഡറി അമീൻ ആണെന്നുണ്ടെങ്കിലും HCl എലിമിനേറ്റ് ചെയ്യും. ആൻഡ് യു ആർ ഗെറ്റിംഗ് C6H5SO2NR ട്വൈസ് ആണ്. ടെർഷ്യറി അമീൻസിൽ ദർ ഇസ് നോ ഹൈഡ്രജൻ, സോ ദർ ഇസ് നോ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇതിൽ പ്രൈമറി അമീൻസിൻ്റെ പ്രോഡക്ട്സിൽ ബിക്കോസ് ഓഫ് ദിസ് ഹൈഡ്രജൻ ആൻഡ് ദിസ് ഹൈഡ്രജൻ ഇസ് അസിഡിക് ഇൻ നേച്ചർ, സോ ദ കോമ്പൗണ്ട് വിൽ ബി സോല്യുബിൾ ഇൻ ആൽക്കലി. ആ കോമ്പൗണ്ട് എന്തിൽ സോല്യുബിൾ ആയിരിക്കും? ആൽക്കലിയിൽ സോല്യുബിൾ ആയിരിക്കും. ബട്ട് ദ സെക്കൻഡ് കോമ്പൗണ്ട് വിൽ ബി ഇൻസോല്യുബിൾ. കാരണം എന്തുകൊണ്ടാണ്? അതിനകത്ത് ഹൈഡ്രജൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്താണ്? ഇറ്റ് ഇസ് ആക്ച്വലി റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. പ്രൈമറി അമീൻ ആണെങ്കിൽ ഇറ്റ് വിൽ റിയാക്ട് വിത്ത് ഇറ്റ് ആൻഡ് ദ കോമ്പൗണ്ട് വിൽ ബി സോല്യുബിൾ ഇൻ ആൽക്കലി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് വാട്ട്? അസിഡിക് ഹൈഡ്രജൻ. സെക്കൻഡറി അമീൻസ് ആണെങ്കിൽ എന്താണ്? It will react with Hinsberg reagent, but the compound will not be soluble in alkali because there is no acidic hydrogen. Tertiary will not react what? With Hinsberg reagent because there is no hydrogen. Okay. അപ്പോൾ ഇതിനകത്ത് identify the compound will react with Hinsberg reagent to give a solid which dissolves in alkali. ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യുന്നത് ഏതായിരിക്കും? പ്രൈമറി അമീൻ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് പ്രൈമറി അമീൻ ആയിട്ട് വരുന്നത്? ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ അല്ലേ? So it is option 3. Okay, now moving on to next question. The correct option for the number of body centered unit cell in all 14 types of Brevis lattice unit cell. Okay. അതായത് ദർ ആർ 14 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസസ് ആണ്. അതിൽ ക്രിസ്റ്റൽ ലാറ്റിസസിൽ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് പോസിബിൾ ആയിട്ടുള്ളത് ഏതിലൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂബിക് ആർ ഓഫ് 3 ടൈപ്സ്. പ്രിമിറ്റീവ് റിപ്പീറ്റിംഗ് ക്യൂബിക് ഇസ് ദർ, ബോഡി സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ക്യൂബിക് ഇസ് ദർ ആൻഡ് ഫേസ് സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ക്യൂബിക് ഇസ് ദർ. ദെൻ യു ഹാവ് ടെട്രാഗണൽ. ടെട്രാഗണൽ ദർ ആർ 2 ടൈപ്സ്, പ്രിമിറ്റീവ് റിപ്പീറ്റിംഗ് ആൻഡ് ബോഡി സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ആണ്. ദെൻ യു ഹാവ് ഓർത്തോറോംബിക് ഇസ് ദർ. ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ് റിപ്പീറ്റിംഗ് ഉണ്ട്, ബോഡി സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ഉണ്ട്, എൻ സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ഉണ്ട്. ദെൻ യു ഹാവ് മോണോക്ലിനിക്. മോണോക്ലിനിക്കിൽ പ്രിമിറ്റീവ് റിപ്പീറ്റിംഗ് ഇസ് ദർ ആൻഡ് എൻ സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് മോണോക്ലിനിക് ഇസ് ദർ. ആൻഡ് ദെൻ യു ഹാവ് ഹെക്സഗണൽ, റോംബോഹീഡ്രൽ ആൻഡ് ട്രൈക്ലിനിക്. ഇതെല്ലാം എത്രയാണ്? ഓൾ ഹാവ് വാട്ട്? പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ടോട്ടൽ എന്ത് വരുന്നത്? 14 വരുന്നത് അല്ലേ? ക്യൂബിക്ക് 3 ടൈപ്പ് ഉണ്ട്. പ്രിമിറ്റീവ് റിപ്പീറ്റിംഗ് ക്യൂബിക്, ബോഡി സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ക്യൂബിക്, ഫേസ് സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ക്യൂബിക്. ടെട്രാഗണൽ 2 ടൈപ്സ് ആണുള്ളത്, പ്രിമിറ്റീവ് ആൻഡ് ബോഡി സെൻറ്റേർഡ് റിപ്പീറ്റിംഗ്. ഓർത്തോറോംബിക് എത്ര വരും? 4 ടൈപ്സ്, അതായത് പ്രിമിറ്റീവ് റിപ്പീറ്റിംഗ്, ബോഡി സെൻറ്റേർഡ് റിപ്പീറ്റിംഗ്, ഫേസ് സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ആൻഡ് എൻ സെൻറ്റേർഡ് റിപ്പീറ്റിംഗ് ഓർത്തോറോംബിക് ഉണ്ട്. ആൻഡ് മോണോക്ലിനിക് ഇസ് ഓഫ് 2 ടൈപ്സ്, പ്രിമിറ്റീവ് ആൻഡ് എൻ സെൻറ്റേർഡ്. ബാക്കിയെല്ലാം പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര വരും? ക്യൂബിക്ക് 2 വരും,
cubic is 3, tetragonal is 2, orthorhombic is 4, monoclinic is 2 and the other C's is what? 1 each. Total എത്ര വരും? 14. ഇതിൽ ബോഡി സെൻറ്റേർഡ് വരുന്നത് ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ക്യൂബിക്കിലെ ബോഡി സെൻറ്റർ ഉണ്ട്, ടെട്രാഗണലിലെ ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഓർത്തോറോംബിക്കിൽ എന്തുണ്ട്? ബോഡി സെൻറ്റർ ഉണ്ട്. അപ്പോൾ ബോഡി സെൻറ്റർ റിപ്പീറ്റ് ചെയ്യുന്ന എത്ര ടൈപ്പേ ഉള്ളൂ? ദർ ആർ 3 ടൈപ്സ് അല്ലേ? സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? സോ ഇറ്റ് വിൽ ബി ഓപ്ഷൻ 4, ദാറ്റ് ഇസ് 3 അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ നമ്പർ ഓഫ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ഇൻ ഓൾ 14 ടൈപ്സ് ഓഫ് ബ്രേവിയസ് ലാറ്റിസ് ആണ്. ബോഡി സെൻറ്റർ വരുന്നത് ഏതൊക്കെയുള്ളൂ? ക്യൂബിക്കിൽ ബോഡി സെൻറ്റർ റിപ്പീറ്റ് ചെയ്യുന്ന ക്യൂബിക് ഉണ്ട്, ടെട്രാഗണലിൽ ബോഡി സെൻറ്റർ റിപ്പീറ്റ് ചെയ്യുന്നതുണ്ട്, ഓർത്തോറോംബിക്കിൽ ബോഡി സെൻറ്റർ പിന്നെ ബാക്കി ഒന്നിലും തന്നെ എന്ത് വരുന്നില്ല? ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് വരുന്നില്ല. അപ്പോൾ 3 ടൈപ്പിൽ മാത്രമേ എന്തുള്ളൂ? ബോഡി സെൻറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് വാട്ട്? ഓപ്ഷൻ 4. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ ആണോ? Now we can move on to next question. Match list 1 with list 2. Okay, so it is actually coordination compounds with its magnetic moment ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. FeCN6 3-. ഓക്കെ, അയൺ അറ്റോമിക് നമ്പർ 26 ആണ്. സോ ഇറ്റ് ഇസ് 3d6 4s2 ആണ് വരുന്നത്. ഇതിൽ Fe ഇൻ ദ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. Fe+3 എന്ന് വരുമ്പോൾ എന്ത് വരും? 1 2 3 4 5 ആണ്. Cn- എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രോങ് ലിഗാൻഡ്, സോ ഇറ്റ് കോസ് പെയറിങ് കോസ് ചെയ്യും. സോ FeCN6 3-ൽ 1 2 3 4 1. സോ ദർ ഇസ് 1 അൺപെയർഡ് ഇലക്ട്രോൺ. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരും ഇതിനകത്ത്. ഓക്കെ, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് എത്ര വരും? √n × n+2 ആണ്. സോ √1 × 1+2 വരും. ദാറ്റ് ഇസ് √3. √3 എന്ന് പറയുന്നത് 1.73 ആണ്. അപ്പോൾ എ മാച്ച് ചെയ്യുന്നത് എന്തുമായിട്ടായിരിക്കും? 4-ആയിട്ടായിരിക്കും. അപ്പോൾ എ മാച്ച് 4-ആയിട്ട് വരുന്നത് 2 ഓപ്ഷനാണ്. അപ്പോൾ തന്നെ 2 ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്ത് കളയാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. 2ഉം 3ഉം എന്തായാലും വരില്ല. എ എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? 1.73 ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ബി നോക്കാം. FeH2O 6 times 3+ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? FeH2O 6 times 3+. Okay. So iron again എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. എന്താണ്? ഇറ്റ് ഇസ് 3d5 ആണ്. അപ്പോൾ ദർ വിൽ ബി 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഇത് പെയർ ചെയ്യില്ല. H2 എന്താണ്? വീക്ക് ലിഗാൻഡ് ആണ്. അപ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് വന്നാൽ എന്ത് വരും? √n × n+2 ആണ് വരുന്നത്. എന്ത് വരും? 5 × 5+2 വരും. അപ്പോൾ എത്ര വരും? √35 ആണ് അല്ലേ? 5 × 7 ആണ് √35. √36 എന്താണ്? 6 ആണ്. അപ്പോൾ √35 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നിയർ ബൈ ടു 6 ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ 1. അപ്പോൾ ബി എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ 1-ഉമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അയണിൻ്റെ അറ്റോമിക് നമ്പർ അറിയാം, 26 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക. സ്ട്രോങ് ആണോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്ന് നോക്കുക. സ്ട്രോങ് ആണെങ്കിൽ പെയർ ചെയ്യുക, വീക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണ്ട? പെയർ ചെയ്യണ്ട. ഇപ്പോൾ FeCN6 3-ൽ ഞാൻ എടുത്തപ്പോൾ 3d5 ആണ് വരുന്നത് Fe3+-ന് അല്ലേ? അപ്പോൾ പക്ഷേ Cn- സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയർ ചെയ്തു. അപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോണേ വന്നുള്ളൂ അല്ലേ? ഇപ്പോൾ FeH2O 6 times 3+-ലും എന്ത് തന്നെയാണ്? Fe3+ ആണ്, d5 ആണ് വരുന്നത് അല്ലേ? പക്ഷേ അവിടെ പെയർ ചെയ്തില്ല, കാരണം H2O എന്താണ്? വീക്ക് ലിഗാൻഡ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ അല്ലേ? Now moving on to next question. Choose the correct option for the total pressure in a mixture of 4 gram oxygen and 2 gram hydrogen confined in a total volume of 1 liter at 0 degree Celsius എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം.
സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ്? പി വി ഈസ് ഈക്വൽ ടു NRT ആണ്. പ്രഷറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വോളിയം എന്താണ്? 1 ലിറ്റർ ആണ്. R തന്നിട്ടുണ്ട് 0.082 ആണ്. ടെമ്പറേച്ചർ എത്രയാണ്? 273 കെൽവിൻ ആണ്. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 2 ഗ്യാസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 4 ഡിവൈഡഡ് ബൈ 32 ആണ് വരുന്നത്. മറ്റേത് ഗിവൺ മാസ് എത്രയാണ്? 2. മോളാർ മാസ് എത്രയാണ്? 2. അപ്പോൾ 1/8 പ്ലസ് 1 ആണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി 9/8 ആയിരിക്കും നമ്പർ ഓഫ് മോൾസ് വരിക. ഓക്കെ, നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രഷറാണ്. പ്രഷർ വോളിയം എത്രയാണ്? 1 ആണ്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 9/8 ഇൻറ്റു 0.082. ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത്? 0.082 ഇൻറ്റു 273 ആണ് വരുന്നത്. ഇത് ക്യാൻസൽ ചെയ്യാം. ഇറ്റ് ഇസ് 0.01 ആണ്. ബാക്കി ഓൺ മൾട്ടിപ്ലൈയിങ് 273 ഇൻറ്റു 9 ചെയ്യാം നമുക്ക്. സോ ദി ആൻസർ വിൽ ബി 24.57 ആണ് വരുന്നത്. അതിൻ്റെ നിയർ ബൈ ആയിട്ട് കിടക്കുന്ന ഏതാണ്? 25.18 ആണ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരിക? ഇറ്റ് വിൽ ബി ഓപ്ഷൻ 3. ആ ഒരു സ്ലൈറ്റ് വേരിയേഷൻ വന്നതിന് കാരണം ഇവിടെ എന്താണ്? ഈ 0.082 ഞാൻ 0.08 എന്നാണ് അപ്രോക്സിമേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ വന്നത്. അതർവൈസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് വാട്ട്? 25.18 ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ക്ലിയർ അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Now moving on to next question. CH3CH2CONA plus NaOH plus you have a question mark over there. You are getting CH3CH3 plus Na2CO3. Okay. ഇതിൽ ഏതാണ് മിസ്സിംഗ് റിയേജൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ചെറിയ ഒരു കറക്ഷൻ ഉണ്ട്. ഇത് CH3CH3 അല്ല, ഇത് CH3CH2 CH3CH3. Okay, this is actually soda lime decarboxylation ആണ്. That is RCOONA on reaction with the NaOH in presence of calcium oxide. എന്ത് എലിമിനേറ്റ് ചെയ്യുമെന്നറിയോ? Na2CO3 will be eliminating and you are getting RH with the liberation of what? Na2CO3. Okay, so CH3CH2 COONA on reaction with the NaOH and calcium oxide. എന്താ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുക? Na2CO3 എലിമിനേറ്റ് ചെയ്യും. യു വിൽ ഗെറ്റ് CH3CH3 പ്ലസ് Na2CO3. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മിസ്സിംഗ് റിയേജൻ്റ് ഏതാണ്? കാൽഷ്യം ഓക്സൈഡ്. മിസ്സിംഗ് റിയേജൻ്റ് ഏതാണ്? കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ്? സോഡ ലൈം ഡീകാർബോക്സിലേഷൻ ആണ്. ഏത് റിയാക്ഷനാണ്? സോഡ ലൈം ഡീകാർബോക്സിലേഷൻ. ഓക്കെ, now next question. For irreversible expansion of ideal gas under isothermal condition, the correct option is എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, irreversible expansion of ideal gas under isothermal condition, the correct option is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോതെർമൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൽ ഇൻറ്റേർണൽ എനർജിയും എൻട്രോപ്പിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഐസോതെർമൽ കണ്ടീഷൻ ആയതുകൊണ്ട് ഡെൽറ്റ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ എനർജിയും ചേഞ്ചും എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി സിൻസ് ദർ ഇസ് എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ എൻട്രോപ്പി എന്തായിരിക്കും? ദർ വിൽ ബി ചേഞ്ച്. സോ ഇറ്റ് വിൽ ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഇറ്റ് വിൽ ബി ഓപ്ഷൻ 3. തേർഡ് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, എൻട്രോപ്പി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് 0 ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കില്ല. കാരണം എക്സ്പാൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ഒബ്വിയസ്ലി ദർ വിൽ ബി വാട്ട്? എൻട്രോപ്പി ചേഞ്ച്. ഓക്കെ,
എന്തുകൊണ്ടാണ് ഡെൽറ്റ യു 0 ആയത്? കാരണം ഐസോതെർമൽ എക്സ്പാൻഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഐസോതെർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ടി എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്. ഇൻറ്റേർണൽ എനർജി എന്തിൻ്റെ ഫംഗ്ഷനാണ്? ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. Now next. In which of the following arrangements this given sequence is not strictly according to the properties indicated against it? അതായത് ഈ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസിൽ കറക്റ്റായിട്ട് കൊടുക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ HF ലെസ് ദാൻ HCl ലെസ് ദാൻ HBr ലെസ് ദാൻ HI അല്ലേ. ഇൻക്രീസിങ് അസിഡിക് സ്ട്രെങ്ത് ആണ്. ഇത് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. HF, HCl, HBr, HI. As we move down the group എന്ത് ചെയ്യും? ഹാലജൻ്റെ സൈസ് കൂടും. ഹാലജൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ഹാലജൻ ബോണ്ട് ഡിസ്റ്റൻസ് കൂടും. ഹൈഡ്രജൻ ഹാലജൻ ബോണ്ട് ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ബോണ്ട് എളുപ്പം ബ്രേക്ക് ചെയ്യാം. അപ്പോൾ H+ എളുപ്പം റിലീസ് ചെയ്യും. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കറക്റ്റ് ഓർഡറാണ്. ഓക്കെ. അടുത്തത് H2O less than H2S less than H2SC less than H2T. ഇൻക്രീസിങ് pK വാല്യൂസ് ആണ് അല്ലേ. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. Ka എന്താണ്? ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഓഫ് Ka ആണ്. സോ ആസിഡ് സ്ട്രെങ്ത് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു pKa ആണ്. അതായത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് കൂടിയാൽ ആസിഡ് സ്ട്രെങ്ത് കൂടും. എന്താ pKa? മൈനസ് ലോഗ് ഓഫ് Ka ആണ്. അപ്പോൾ pKa കൂടിയാൽ ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ തന്നിരിക്കുന്നത് ഗ്രൂപ്പ് 16 ഹൈഡ്രൈഡ്സ് ആണ്. ഇതിലും ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് 16 എലമെൻസിൻ്റെ സൈസ് കൂടും. സൈസ് കൂടിയാൽ എലമെൻറ്റും ഹൈഡ്രജൻ തമ്മിലെ ബോണ്ട് ഡിസ്റ്റൻസ് കൂടും. ബോണ്ട് ഡിസ്റ്റൻസ് കൂടിയാൽ ബോണ്ട് എളുപ്പം ബ്രേക്ക് ചെയ്യാം. H+ എളുപ്പം റിലീസ് ചെയ്യാം. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. എന്താണ്? ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ് ആണ്. അതായത് H2ൽ നിന്ന് H2Tയിലേക്ക് വരുമ്പോൾ ആസിഡ് സ്ട്രെങ്ത് കൂടും. ആസിഡ് സ്ട്രെങ്ത് കൂടിയാൽ Ka കൂടും. അപ്പോൾ Ka എന്താണ്? pKa എന്താണ്? കുറഞ്ഞാണ് വരുന്നത്. ബിക്കോസ് pKa ആൻഡ് ആസിഡ് സ്ട്രെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് സെയിം ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. HF, HCl, HBrൻ്റെ കേസ് പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ആ എലമെൻസിൻ്റെ സൈസ് കൂടും. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം അല്ലേ. സൈസ് കൂടിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ എലമെൻറ്റും ഹൈഡ്രജൻ തമ്മിൽ ഡിസ്റ്റൻസ് കൂടി. ഡിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? ബോണ്ട് എളുപ്പം ബ്രേക്ക് ചെയ്യാം. ബോണ്ട് എളുപ്പം ബ്രേക്ക് ചെയ്താൽ H+ റിലീസ് ചെയ്യും. ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യാൽ pKa ഡിക്രീസ് ചെയ്യും. ഇവിടെ ഇൻക്രീസിങ് pKa വാല്യൂ എന്നാണ്. സോ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. Okay, now moving on to next question. The molar conductivity of 0.007 molar acetic acid is 20 Zeeman centimeter square mole raised to -1. What is the dissociation constant of acetic acid? Choose the correct option എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് അസറ്റിക് ആസിഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Ka is equal to C alpha square ആണ്. C ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ ആസ് 0.007 മോളാർ അല്ലേ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.007 മോളാർ അസറ്റിക് ആസിഡ് ഇസ് 20 Siemens square centimeter raised to -1. അതായത് λm ആണ് തന്നിരിക്കുന്നത്. 20 Siemens centimeter square mole raised to -1 എന്ന്. ഇനി ആൽഫ കണ്ടുപിടിക്കണം. എന്നാലാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആൽഫ ഇസ് ഈക്വൽ ടു λ0m ഡിവൈഡഡ് ബൈ λ0m ആണ്. λ0m കണ്ടുപിടിക്കാനായിട്ട് അസിറ്റിക് ആസിഡ് ആണല്ലേ. അസിറ്റിക് ആസിഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? CH3CO- and H+. So λ0m according to Cauchy-Riesch's law, it will be CH3CO- plus λ0 of H+. അല്ലേ. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് തന്നിട്ടില്ലേ? എത്രയാണ്? 50 + 350 എത്ര വരും? 400. അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പോൾ λm തന്നിട്ടുണ്ട്. 20 ഡിവൈഡഡ് ബൈ എത്രയാണ്? 400 ആണ് വരുന്നത്.
സോ 20, 1/20 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 10, 1/2 ഇസ് വാട്ട് 0.5 ഡിവൈഡഡ് ബൈ 10 എത്ര 0.05 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് കെയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.007 ഇൻറ്റു എത്രയാണ് വരുന്നത് 0.05. ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.75 ഇൻറ്റു 10 raised to minus 5. 1.75 ഇൻറ്റു 10 raised to minus 5. ഓക്കെ, അപ്പോൾ ഏതാണ് വരുന്നത് ഓപ്ഷൻ 3. ഓക്കെ, ഏതാണ് വരുന്നത് ഓപ്ഷൻ 3 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, സി ആൽഫ സ്ക്വയർ അല്ലേ, ആൽഫ എത്രയാണ് 0.05 ആണ്, 0.05 സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ അല്ലേ? Now next question, the slope of Arrhenius plot of first order reaction is -5 into 10 raised to 3 Kelvin. The value of activation energy of reaction. Choose the correct option for your answer എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നാച്ചുറൽ ലോഗ് ഓഫ് കെ വേഴ്സസ് 1/t പ്ലോട്ടാണ്. അപ്പോൾ Arrhenius ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, k is equal to a into e raised to minus e a by rt ആണ്. So it is natural log of k is equal to minus Ea by RT plus natural log of A. This is of the formula y is equal to mx plus c. അപ്പോൾ natural log of k versus 1/t plot ചെയ്താൽ you will get a graph like this. Slope will be equal to minus Ea by R ആണ്. ഇതാണ് എത്രയെന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് -5 into 10 raised to 3 is equal to minus Ea by R. അപ്പോൾ എന്തായിരിക്കും Ea എന്ന് പറയുന്നത് 5 into 10 raised to 3 into 8.314. So 8.314 into 5. So that is equal to 1.5 kilojoules ആണ് നമുക്ക് കിട്ടുന്നത്. 5 into 8.314 എന്ന് പറയുന്നത് എന്താണ് 41.570 ആണ്. ഇൻറ്റു 10 raised to 3 ആണ്. അത് ഇൻറ്റു 10 raised to minus 3 ചെയ്യണം, കാരണം ഓപ്ഷൻ എന്തിലാണ് കിടക്കുന്നത് കിലോ ജൂളിലാണ്. നമുക്ക് ആൻസർ ജൂളിലേ കിട്ടുള്ളൂ, കാരണം ആർ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 8.314 ആണ്. സോ ഇറ്റ് ഇസ് 41.5. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ദാറ്റ് ഇസ് ഓപ്ഷൻ 1. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ 1. Now moving on to next question. The product formed in the chemical reaction is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നിങ്ങളുടെ NCERTയിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ദർ ഹാവ് 2 linkages ഓവർ ഹിയർ. ഈ കോമ്പൗണ്ടിൽ 2 linkages ഉണ്ട്. ദർ ഇസ് എ ketone is there and you have an ester linkage is also there. അവിടെ ഒരു ketone linkage ഉണ്ട്, ester linkage ഉണ്ട്. NaBH4 is an example for a reducing agent. NaBH4 എന്താണ്? reducing agent ആണ്. ഓക്കെ, കാർബണിൽ ഗ്രൂപ്പ് അതായത് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി റെഡ്യൂസ് ടു CHOH ഗ്രൂപ്പ്. അതായത് കീറ്റോൺസ് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സെക്കൻഡറി ആൽക്കഹോൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ NaBH4ൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. You have to note it down. It cannot reduce ester. NaBH4നെ എന്തിനു റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല? എസ്റ്റേഴ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്ത് മാത്രമേ റെഡ്യൂസ് ചെയ്യുള്ളൂ? കീറ്റോൺസിനെ മാത്രമേ റെഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? CHOH ഗ്രൂപ്പായിട്ട് മാറും. ബാക്കി എസ്റ്റർ ഗ്രൂപ്പ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഈ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് CHOH ആയി, എസ്റ്റർ ഇസ് റീറ്റെയിൻഡ് ആസ് സച്ച്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 4. NaBH4 ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇറ്റ് കനോട്ട് റെഡ്യൂസ് വാട്ട്? എസ്റ്റർ ഗ്രൂപ്പ്സ്. ദാറ്റ് യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, ഇത് നിങ്ങളുടെ NCERTയിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ബെൻസീൻ ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് HCl ആൻഡ് ഹൈഡ്രസ് AlCl3 എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് ബെൻസാൽഡിഹൈഡ് അല്ലേ? എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും അല്ലേ? ഈ റിയാക്ഷൻ ഏതാണ്? ഇറ്റ് ഈസ് ഗട്ടർമാൻ റിയാക്ഷൻ ആണ്. ഓക്കെ,
RCOCH3 on reaction with NaOX അല്ലെങ്കിൽ NaOI. So this is a methyl ketone. അല്ലേ, ഇത് മീഥൈൽ കീറ്റോൺ ആണ്. മീഥൈൽ കീറ്റോണിനെ NaOI അല്ലെങ്കിൽ NaOX ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് RCONA പ്ലസ് CHX3, ദാറ്റ് ഈസ് ഹാലഫോം റിയാക്ഷൻ. അപ്പോൾ ബി എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? 3 ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ എ എന്തായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? 2 ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി ഏതാണ്? ഓപ്ഷൻ 4 ആണെന്നുള്ളത്. ബി എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? 3 ആണ്. ബാക്കി നിങ്ങൾക്ക് നോക്കാം. ആൽക്കഹോൾ ആൻഡ് ആസിഡ് ആണ്. ആൽക്കഹോളും ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? എസ്റ്റർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ RCH2COH on reaction with the X2 on red phosphorus എന്ത് സംഭവിക്കും? ആൽഫ ഹൈഡ്രജൻ get replaced with the halogen, that is HVZ reaction, Hell-Vollard-Zelinsky reaction. Okay, so it is option. ഇതിൽ ഫസ്റ്റ് വൺ തന്നെ മാച്ച് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടും. കാരണം വേറെ ഒരു ഓപ്ഷനിലും എ എന്തുമായിട്ട് മാച്ച് ചെയ്തിട്ടില്ല? 2 ആയിട്ട് മാച്ച് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ഇറ്റ് സെൽഫ് യു ക്യാൻ ലീഡ് ടു വാട്ട്? ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. Now next question, which of the following molecule is non-polar in nature ആണ്? Non-polar ആണോ polar ആണോ എന്ന് അറിയാനായിട്ട്, ഓക്കെ, നോർമലി ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി വാട്ട്? നോൺ-പോളാർ ആണ്. ഡൈപോൾ മൊമെൻറ്റ് 0 ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് ലോൺ പെയർ. ലോൺ പെയർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് പോളാർ ആയിരിക്കും. ലോൺ പെയർ ഇല്ല എങ്കിൽ എന്തായിരിക്കും? അത് നോൺ പോളാർ ആയിരിക്കും. ആൻഡ് ദി ആൻസർ വിൽ ബി SbCl5 ആണ്. ആൻസർ എന്താണ് വരുന്നത്? SbCl5 ആണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. SB അല്ലേ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് 15 എലമെൻ്റ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ദർ ആർ 5 വാലൻസ് ഇലക്ട്രോൺസ്. ഇതിൽ ഓരോന്നും ആരുമായിട്ട് ബോണ്ട് ചെയ്യും? ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യും. ഇവർക്ക് 5 ബോണ്ട് പെയർ മാത്രമേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാവിങ് എ റെഗുലർ ജോമെട്രി ആണ്. Therefore it is dipole moment will be 0. ഇതിൽ നോൺ പോളാർ ആയതാണ് SbCl5 ആണ് വരുന്നത്. ഏതാണ് നോൺ പോളാർ ആയിട്ട് വരുന്നത്? SbCl5. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 3. അപ്പോൾ നോൺ പോളാർ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ലോൺ പെയർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ബാക്കി എല്ലാ കേസുകളിലും എന്ത് വരും? ലോൺ പെയർ വരും. അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ജോമെട്രി എന്തായിരിക്കും? ഇറ്റ് വിൽ നോട്ട് ക്യാൻസൽസ് ഓഫ്, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു ജോമെട്രി ആയിരിക്കില്ല. ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്ന ജോമെട്രി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി പോളാർ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? Now next question, from the following pair of ions which one is not an isoelectronic pair? എന്താണ് isoelectronic pair എന്ന് പറഞ്ഞാൽ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, O2 മൈനസ് ആൻഡ് F മൈനസ്. ഓക്സിജൻ 8 ആണ്. O2 മൈനസ് എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് വരും? 10. F എന്ന് പറയുന്നത് 9 ആണ്. F മൈനസ് എന്ന് പറഞ്ഞാൽ 10. പൈസോ ഇലക്ട്രോണിക് പെയർ അല്ലേ? അതെ. Na പ്ലസ് ആൻഡ് Mg2 പ്ലസ്. Na 11 ആണ്. Na പ്ലസ് എങ്ങനെയാണ്? 10 ഇലക്ട്രോൺ. Mg12 ആണ്. Mg2 പ്ലസ് എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ. അപ്പോൾ അത് ഐസോ ഇലക്ട്രോണിക് അല്ലേ? ഐസോ ഇലക്ട്രോണിക് ആണ്. ഇനി Mn2 പ്ലസ് ആണ് Fe3 പ്ലസ്. മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. ഇതിൽ Mn2 പ്ലസ്, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s2 ആണ്. Mn2 പ്ലസ് എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് വരും? 3d5. Fe അറ്റോമിക് നമ്പർ 26 ആണ്. ഇവരുടെ വരുന്നത് 3d6 4s2 ആണ്. Fe3 പ്ലസ് എന്ന് പറയുമ്പോൾ വീണ്ടും 3 ഇലക്ട്രോൺ പോയിട്ട് 3d5. ഐസോ ഇലക്ട്രോണിക് പെയർ അല്ലേ? സോ ഐസോ ഇലക്ട്രോണിക് പെയർ ആണ്. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് പെയർ അല്ലാത്തത് ഏതാണ്? Fe2 പ്ലസ് ആൻഡ് Mn2 പ്ലസ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 4. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the correct option for the value of vapor pressure of a solution at 45 degrees Celsius with benzene to octane in molar ratio 3:2 ആണ്. അതായത് ടോട്ടൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. ആ സൊല്യൂഷനിൽ ആരൊക്കെയുണ്ട്? ബെൻസീൻ ആൻഡ് ഒക്ടെയിൻ ആണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ സൊല്യൂഷൻ ആണ്. അതിലുള്ള ബെൻസീൻ ഒക്ടെയിൻ മോളാർ റേഷ്യോ എന്താണ്? 3:2 ആണ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് P total is equal to P0A into XA
പ്ലസ് P0B ഇൻറ്റു എക്സ് ബി ആണ്. ഇവിടെ ബെൻസീൻ ആൻഡ് ഒക്ടെയ്ൻ ആയതുകൊണ്ട് ഞാൻ P0B ഓഫ് എക്സ് ബി പ്ലസ് P0O ഓഫ് എക്സോ എന്ന് കൊടുക്കാം. ബെൻസീന് ബി എന്നും ഒക്ടെയ്നിന് ഒ എന്നും കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ ബെൻസീൻ്റെയും ഒക്ടെയിൻ്റെയും എന്ത് തന്നിട്ടുണ്ട്? വേപ്പർ പ്രഷർ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് ബിയും എക്സോയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ ടു ഒക്ടെയിൻ എന്ന് പറയുന്നത് എന്താണ്? 3/2 ആണ്. സോ 2NB ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം 3NO എന്ന് കൊടുക്കാം. NO എന്ന് പറയുമ്പോൾ എന്ത് വരും? 2/3NB ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? NB ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലേ? ദാറ്റ് ഈസ് NO പ്ലസ് NB ആണ് അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. NO പ്ലസ് NB എന്ത് വരുമെന്ന്. NO പ്ലസ് NB ഈസ് ഈക്വൽ ടു NOക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 2/3NB എന്ന് കൊടുക്കാം പ്ലസ് NB ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 5NB/3 ആണ്. അപ്പോൾ എക്സ് ബി എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ 5NB/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 എന്നാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് എക്സോയും കാൽക്കുലേറ്റ് ചെയ്യാം. എക്സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2/5. ഓക്കെ ഓക്കെ, സിമിലർലി അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എക്സോ സിമിലർലി ആണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് 2/5 എന്ന് കിട്ടും. ഇനി P0B ബെൻസീൻ എത്രയാണ്? 280 ആണ്. ഇൻറ്റു എന്ത് വരും? 3/5. P0O എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് 420 ആണ്. ഇൻറ്റു 2/5 ആണ് വരുന്നത്. ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 28 ഇൻറ്റു 3 പ്ലസ് 420 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ആണ്. ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 168. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 168 എന്ന് കിട്ടും. സോ വാട്ട് വിൽ ബി അവർ ഓപ്ഷൻ? ഓപ്ഷൻ 2. ഓക്കെ, ഇതിൽ ഇത്രയും ചെയ്യുന്നുള്ളൂ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ആകെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി വരുന്നത് NB/NO എന്ത് തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് 3/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് NB എങ്ങനെ എഴുതാം? 3/2 NO എന്ന് എഴുതാം, അല്ലെങ്കിൽ തിരിച്ചെഴുതാം. NO എന്ത് വരും? 2/3 NO എന്ന് എഴുതാം. അതിട്ടതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഞാനിവിടെ എക്സ് ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. സിമിലർലി തന്നെയാണ് എന്ത് കാണിക്കുന്നത്? എക്സോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? പിന്നെ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് വാട്ട്? 168 millimeter ഓഫ് മെർക്കുറി. Now you have next question ആണ്. അതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് എൻവയൺമെൻറ്റൽ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2SO2 പ്ലസ് O2 ഗിവിങ് 2SO3 ആണ്. ദാറ്റ് ഈസ് സൾഫർ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. HOCl ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് OH ഫ്രീ റാഡിക്കൽ പ്ലസ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. Calcium carbonate plus sulfuric acid giving calcium sulfate plus H2O plus CO2, and NO2 in presence of light giving NO plus O. ഓക്കെ, അപ്പോൾ ഇതിൽ ലിസ്റ്റ് 2 ആയിട്ട് വന്നിരിക്കുന്ന ആസിഡ് റെയിൻ, സ്മോഗ്, ഓസോൺ ഡിപ്ലീഷൻ, ട്രോപ്പോസ്ഫെറിക് ഡിപ്ലീഷൻ എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഇതിൽ നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണ്? സി മാച്ചിങ് വിത്ത് 1 ആണ്. കാരണം ആസിഡ് റെയിൻ ആണ്. ഓക്കെ, ആസിഡ് റെയിന് കാരണം ആരാണ്? നമ്മുടെ ഓക്സൈഡ്സ് ആണ് കാരണം അല്ലേ? അപ്പോൾ ഈ സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡ്സ് അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിരിക്കും. അത് when it is combining with water it will form what? Sulfuric acid ഫോം ചെയ്യും. ഈ സൾഫ്യൂരിക് ആസിഡ് CaCO3 എന്ന് പറയുന്നതാണ് മാർബിൾ ആണ് അല്ലേ? ഇറ്റ് വിൽ ഡിസ്ട്രോയ് മാർബിൾ അല്ലേ? മാർബിളിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു. എന്തായിട്ട് മാറുന്നു? കാൽഷ്യം സൾഫേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ സി എന്താണ്? 1 മാച്ച് ചെയ്യുന്നു. സി 1 മാച്ച് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഇതിനകത്ത് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ്. വളരെ എളുപ്പം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് വെച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 2SO2 പ്ലസ് O2 ഗിവിങ് 2SO3, അതായത് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ ആണത് വരുന്നത്. ഓക്കെ, നൗ വരുന്നത് HOCl ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഗിവിങ് OH
ഫ്രീ റാഡിക്കൽ പ്ലസ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആണ്. ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ ആണ് എന്തിന് കാരണം? ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണം. സോ ബി വിൽ ബി മാച്ചിങ് വിത്ത് 3. And NO2 in presence of light gives NO plus O, that is actually smog formation. Okay, is that clear for you? This clear aanallo alle? Now next question. The reagent R in the given sequence of chemical reaction. Idile it is first one 2,4,6 tribromoaniline aanu. On reaction with NaNO2 endu kittum? NH2 group will be converted to diazonium group. ഈ ഡയസോണിയം ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ഡയസോണിയം സോൾട്ട്, വാട്ട് എവർ ദ ഡയസോണിയം സോൾട്ട് മേ ബി, ഓൺ റിയാക്ഷൻ വിത്ത് H3PO2 അല്ലെങ്കിൽ ഓൺ റിയാക്ഷൻ വിത്ത് എത്തനോൾ ആണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ദിസ് N2 ഗ്രൂപ്പ് വിൽ ബി കൺവേർട്ടഡ് ടു H. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ വരുന്നത്? എത്തനോൾ. ദാറ്റ് ഇസ് CH3CH2OH ആണ് R ആയിട്ട് വരിക. Okay. Now moving on to the last question. The intermediate compound in the following reaction. ഈ കോമ്പൗണ്ടിലെ intermediate reaction ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം റിയാക്ഷൻ എന്താണ്. ഇറ്റ്സ് എ നെയിംഡ് റിയാക്ഷൻ. ദാറ്റ് ഇസ് toluene on reaction with chromyl chloride CrO2Cl2 forming an intermediate followed by hydrolysis gives benzaldehyde. That is etard reaction. എറ്റാർഡ് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എറ്റാർഡ് റിയാക്ഷൻ നെയിം റിയാക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ദാറ്റ് ഇസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് ഇൻ്റർമീഡിയറ്റ്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ദാറ്റ് ഇസ് ഓപ്ഷൻ. എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. യു ഷുഡ് നോ ദെയർ ഫോർമുല. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണല്ലോ? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഐഡൻറ്റിഫൈ ചെയ്യുക റിയാക്ഷൻ ഏതാണ്. toluene on reaction with chromyl chloride followed by hydrolysis gives what? benzaldehyde. It's a named reaction. ഏതാണ്? എറ്റാർഡ് റിയാക്ഷൻ ആണ്. ഇൻ്റർമീഡിയറ്റ് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ 2021 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.
Okay. Hello. So നമ്മുടെ ഇന്നത്തെ ഫിസിക്സ് കെമിസ്ട്രി സെഷൻ കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമ്മുടെ ബയോളജിയാണ്. നീറ്റ് 2021 പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മൾ വേഗം ക്വസ്റ്റിനോട്ട് പോവുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്പൈറ്റ് ഓഫ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഇൻ നേച്ചർ, വിച്ച് മെക്കാനിസം ദ കോമ്പറ്റിംഗ് സ്പീഷീസ് മൈറ്റ് ഹാവ് ഇവോൾവ് ഫോർ ദർ സർവൈവൽ. അതായത് കോമ്പറ്റീഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒരു എക്സ്റ്റിങ്ഷൻ ഒന്നും നോക്കാതെ അവർ എങ്ങനെയൊക്കെയോ ഒരുമിച്ച് എന്താണ് എക്സിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ വാട്ട് ഇസ് ഇറ്റ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ആൻസർ വരിക? റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. സോ കോമ്പറ്റീഷൻ വരെ ഒബ്വിയസ്ലി അവരുടെ റിസോഴ്സസിന് വേണ്ടിയിട്ടായിരിക്കും ആണല്ലോ. സോ അവരത് പാർട്ടീഷൻ ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് അവരൊരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. ദാറ്റ് ഇസ് ഇൻ സ്പൈറ്റ് ഓഫ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ the mechanism the competing species evolve for their survival is resource partitioning. So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെൽസ് വിത്ത് ആക്റ്റീവ് സെൽ മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. സെൽസ് വിത്ത് ആക്റ്റീവ് സെൽ ഡിവിഷൻ കപ്പാസിറ്റി. സോ ഒരു പ്ലാന്റിൻ്റെ ബോഡി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾ സെൽസ് ആർ നോട്ട് ഡിവൈഡിങ്. സോ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യുന്ന സെൽസിന് നമ്മൾ എന്താ പറയാം? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നാണ് പറയാം. സോ എ വിൽ കറസ്പോണ്ട് ടു 2. നമുക്ക് ഇനി മാച്ച് ദ ഫോളോയിങ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലോട്ട് പോവാം. A2 ആയി വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഫസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഇനി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ടിഷ്യൂ ഹാവിങ് ഓൾ സെൽസ് സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ B4 ആണ്. ടിഷ്യൂ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ്. കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. സോ ഇവിടെ കോംപ്ലക്സ് എന്നില്ലാത്തത് ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിനൊരു എക്സാമ്പിൾ എടുക്കാം. വാട്ട് ഇസ് ഇറ്റ്? വാസ്കുലർ ടിഷ്യൂസ്. സോ വാസ്കുലർ ടിഷ്യൂസ് വരും. Then dead cells with a highly thickened walls and narrow lumen, it is sclerenchyma ഒരു ടൈപ്പാണ്. ഇറ്റ്സ് സ്ക്ലീറിഡ്സ്. ഓക്കെ. സോ നമ്മുടെ ആൻസർ എന്താ വരിക? ഫസ്റ്റ് ഓപ്ഷനാണ് വരിക. A2, B4, C1 ആൻഡ് D3. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഡ്യൂറിങ് ദ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഫോർ റീകോമിനൻറ്റ് DNA ടെക്നോളജി, അഡീഷൻ ഓഫ് ചിൽഡ് എത്തനോൾ precipitate ഔട്ട്. സോ നമ്മൾ 2019 ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു വേറൊരു രീതിയിൽ. എങ്ങനെയാണ്? ചിൽഡ് എത്തനോൾ ഒഴിക്കുമ്പോൾ ഏത് ബയോമോളിക്യൂളാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? DNA ആണ്. നമ്മൾ ബയോടെക്നോളജിയിൽ ഐസൊലേഷൻ ഓഫ് DNA പറയുന്ന കാര്യമാണിത്. ഓക്കെ. സോ DNA is the one which precipitate out while adding the chilled ethanol. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 104. അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എസെൻറ്റ് ഓഫ് സാപ്പസ്, അതിലത്തിൽ കൂടെ വാട്ടർ അപ്വേർഡ് മൂവ് ചെയ്യുന്നത് കൊഹിഷൻ, ടെൻഷൻ, ട്രാൻസ്പിരേഷൻ, പുൾ തിയറിയാണ് നമ്മൾ പറയുന്നത്. സോ വാട്ട് ഇസ് കൊഹിഷൻ? കൊഹിഷൻ ഇസ് ദി മ്യൂച്വൽ അട്രാക്ഷൻ എമംഗ് വാട്ടർ മോളിക്യൂൾസ്. അഡ്ഹേഷൻ ഇസ് ദി അട്രാക്ഷൻ ടുവേർഡ്സ് ദി പോളാർ സർഫേസ്. അതായത് വാട്ടർ മോളിക്യൂൾസും ട്രക്കിയറി എലമെൻസും ആയിട്ടുള്ള അട്രാക്ഷനാണ്. സോ ബി. സർഫസ് ടെൻഷൻ ഇസ് ദി മോർ അട്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ്. ദെൻ ഗട്ടേഷൻ ഇസ് ദി വാട്ടർ ലോസ് ഇൻ ലിക്വിഡ് ഫേസ്. ഗട്ടേഷൻ എന്ന് പറയുന്നത് ലിക്വിഡായിട്ട് തന്നെ ലോസ് ചെയ്യുക, അതാണ് പറയുന്നത്. സോ ആൻസർ എന്തായിരിക്കും വരിക? A2 ആണ് നമ്മുടെ മാച്ചിങ് ആയിട്ട് വരുന്നത്. സോ A2 വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഐദർ ദിസ് ഓർ ദിസ്. ദെൻ B എന്തായിരിക്കും? B കറസ്പോണ്ട്സ് ടു 4. B കറസ്പോണ്ട്സ് ടു 4. സോ ഇതെല്ലാം ആൻസർ വരുന്നത് ആൻസർ 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. B4, C1 ആൻഡ് D3. എക്സാക്റ്റ് ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ ഫർദർ. കറക്റ്റ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. 105. ദ ടേം യൂസ്ഡ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ആന്തറസ് ഓഫ് വൺ പ്ലാന്റ് ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് വിച്ച് ഡ്യൂറിങ് പോളിനേഷൻ ബ്രിങ്സ് ജനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് pollen grains. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പോളിനേഷൻ നടക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റുകൾ തമ്മിലാണ്. സെയിം ഫ്ലവർ ആണെങ്കിൽ നമ്മൾ ഓട്ടോഗമി എന്ന് പറയും. സെയിം പ്ലാന്റ് ആണെങ്കിൽ ഗീറ്റനോഗമി എന്ന് പറയും. ഇവിടെ ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ദി ആൻസർ വിൽ ബി സീനോഗമി. ആൻസർ വിൽ ബി സീനോഗമി. അങ്ങനെ ഡിഫറെൻറ്റ് പ്ലാന്റ് വരുമ്പോഴാണ് ജനറ്റിക്കലി വേരിയബിൾ ആയിട്ടുള്ള ഒരു പ്രോജനി വരുന്നത് നമുക്ക്. സോ നമുക്ക് നോക്കാമല്ലോ. അതും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് മിയോസിസ് ഇൻവോൾവ്സ് ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ? സോ മൈറ്റോസിസ് ആണെങ്കിലും മിയോസിസ് ആണെങ്കിലും ബേസിക് ആയിട്ട് വരുന്ന ഫേസസ് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ആണ്. പ്രൊഫേസിൽ നമ്മൾ കണ്ടൻസേഷൻ ആണ് പറയാം. മെറ്റാഫേസിൽ ഇക്വറ്റോറിയൽ പ്ലേറ്റിലുള്ള അലൈൻമെൻ്റ് ആണ് പറയാം. അനാഫേസിലാണ് അവരുടെ സെപ്പറേഷൻ നടക്കുന്നത് ഓപ്പോസിറ്റ് പോളിലോട്ട്.
ഓക്കെ. സോ നമുക്ക് വായിക്കാം. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് മിയോസിസ് ഇൻവോൾവ്സ് ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ. ഇപ്പോൾ മിയോസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എനിവേസ് ബേസിക് ഫേസ് ഇസ് ഗോയിങ് ടു ബി പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. പ്രൊഫേസിൽ കണ്ടൻസേഷൻ ആണ്, പിന്നെ മിയോസിസ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി ഫർദർ ഇവൻറ്റ്സ് അറിയാം പ്രൊഫേസിൽ നടക്കുന്ന, പ്രൊഫേസ് 1 നടക്കുന്നത്. അത് കഴിഞ്ഞ് ഹോമോലോഗസ് റീകോമ്പിനേഷനും എല്ലാം കഴിഞ്ഞ് മെറ്റാഫേസ് 1 ആണെങ്കിലും 2 ആണെങ്കിലും അലൈൻമെൻ്റ് ആണ് വരുന്നത് ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ. അനാഫേസിലാണ് അത് ഓപ്പോസിറ്റ് പോളിലോട്ട് മൂവ് ചെയ്യുന്നത്. ടീലോഫേസ് ആകുമ്പോൾ ഓപ്പോസിറ്റ് പോളിലെത്തും. അതിനുശേഷം ന്യൂക്ലിയർ എൻവലപ്പ് എല്ലാം എന്താണ് റീഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെൻട്രോമിയർ ഡിവിഷൻ നടക്കുന്നുണ്ട്, സെൻട്രോമിയർ ഡിവിഷൻ നടക്കുന്നുണ്ട്, ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആകുന്നുണ്ട്, ഓപ്പോസിറ്റ് പോളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ അത് ഏത് ഫേസ് ആയിരിക്കും? ഇറ്റ്സ് അനാഫേസ് 2. ഓക്കെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അനാഫേസ് 1 നമ്മൾ എന്താണ് സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് പറയില്ല. ഇവിടെ അനാഫേസ് 2 ആണ് സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് പറയുന്നത്. ഓക്കെ. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ PCR പോളിമറേസ് ചെയിൻ റിയാക്ഷൻ? ജീൻ ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. സോ അതിൻ്റെ ആദ്യം വരുന്നത് ഡീനാച്ചുറേഷൻ ആണ്. 2 ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആകും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനീലിംഗ് ആണ്. പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യും അല്ലേ. അത് കഴിഞ്ഞിട്ടോ DNA പോളിമറേസ് സെക്ഷൻ വെച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അതാണ് 3 സ്റ്റെപ്സ് പറയുന്നത്. സോ ഫസ്റ്റ് ഈസ് ദി സർ ഒരു സെക്കൻഡ്. ഇപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഡീനാച്ചുറേഷൻ കഴിഞ്ഞ് അനീലിംഗ്, അത് കഴിഞ്ഞാൽ പോളിമറേസിൻ്റെ ആക്ടിവിറ്റിയാണ് എക്സ്റ്റൻഷൻ വരും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. ഗെമ്മ ആർ പ്രസൻറ്റ് ഇൻ. ഗെമ്മ എന്താണ്? നമ്മൾ ബ്രയോഫൈറ്റ്സിൽ പഠിച്ചിട്ടുണ്ട്. ലിവർ വേർഡ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന ഒരു ബഡാണ് എന്ത്? ഗെമ്മ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഫോംഡ് ഇൻസൈഡ് എ റിസെപ്റ്റക്കിൾ കോൾഡ് ഗെമ്മ കപ്പ്. സോ ഏതാണ്? നമ്മൾ മർക്കാൻഡിയ വെച്ച് എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. സോ ഗെമ്മ അസെക്ഷൽ ബഡ്സ് ആർ ഫോംഡ് ഇൻ സം ലിവർ വേർഡ്സ്. ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. ലിവർ വേർഡ്സ് നമ്മൾ എക്സാമ്പിളും പഠിച്ചിട്ടുണ്ട് മർക്കാൻഡിയ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ദ പ്രൊഡക്ഷൻ ഓഫ് ഗാമീറ്റ്സ് ബൈ ദ പാരൻസ്, ഫോർമേഷൻ ഓഫ് സൈഗോട്ട്സ്, ദ F1 F2 പ്ലാന്റ്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം എ ഡയഗ്രാം കോൾഡ്. അപ്പോൾ നമുക്കറിയാം ജനറ്റിക്സിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ക്വയർ വരയ്ക്കാറുണ്ട് അല്ലേ. സ്ക്വയറിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് പുനെറ്റ് സ്ക്വയർ. ഓക്കെ. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. സോ ഒരു വർഷം ആക്ച്വലി ഇതിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ നാഷണാലിറ്റി വരെ അവർ ചോദിച്ചിരിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് ഇനിയുണ്ടല്ലോ സമയം, നമ്മളൊക്കെ റിവൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 110. ദ ഫാക്ടർ ദാറ്റ് ലീഡ്സ് ടു ഫൗണ്ടർ എഫക്റ്റ് ഇൻ എ പോപ്പുലേഷൻ. ഫൗണ്ടർ എഫക്റ്റ്. സോ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഹാർഡി വെയിൻബർഗ് ഈക്വിലിബ്രിയം പഠിക്കുന്നുണ്ട്. സോ എങ്ങനെയൊക്കെയാണ് ജീൻ ഫ്രീക്വൻസീസ് ഒരു പോപ്പുലേഷനിലെ ജീൻ ഫ്രീക്വൻസി അല്ലീൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നതെന്ന്. സോ അതിനൊരു റീസൺ ആണ് എന്ത്? ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ജീൻ ഫ്രീക്വൻസിയിൽ ബൈ ചാൻസ് വരുന്ന ഒരു ചേഞ്ചാണ് അല്ലേ. സോ അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒരു പോപ്പുലേഷൻ മാറിപ്പോവുകയും ഒരു പുതിയ പോപ്പുലേഷൻ ഉണ്ടാവുകയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ കൂടുതൽ അതിൻ്റെ തിയറിയിലോട്ട് പോകുന്നില്ല. സോ ഇപ്പോൾ തന്നെ ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ദ ഫാക്ടർ ദാറ്റ് ലീഡ്സ് ടു ഫൗണ്ടർ എഫക്റ്റ് ഇൻ എ പോപ്പുലേഷൻ ഇസ് വാട്ട് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് ജനറ്റിക് ഡ്രിഫ്റ്റ്. സോ ആൻസർ ഈസ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ബൈ ചാൻസ് ഒരു പോപ്പുലേഷനിൽ എന്താണ് ജീൻ ഫ്രീക്വൻസി അലീൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Genera like Selaginella and Salvinia produce 2 kinds of spores. Such plants are called. So Selaginella, Salvinia രണ്ടുപേരും ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ടെറിഡോഫൈറ്റ്സിലെ മെജോറിറ്റി ഹോമോസ്പോറസ് ആണ്. അതിന് എക്സെപ്ഷൻ ആണ് ആര്? Selaginella and Salvinia. They produces 2 types of spores and they are heterosporous in nature. Heterosporous എന്ന് പറയും. So option 4 is the answer. Heterosporous. അടുത്ത ക്വസ്റ്റ്യൻ. Plants follow
different pathways in response to environment or phases of life to form different kinds of structures. This ability is called. ഇതെവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ എക്സാക്ട് ഡെഫിനിഷനാണ് അവർ കൊടുത്തിരിക്കുന്നത് അല്ലേ? പ്ലാസ്റ്റിസിറ്റി ആണ് അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് എക്സാമ്പിൾസ് അവർ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹെട്രോഫിലിൻ കോട്ടൺ, അതുപോലെ ബട്ടർ കപ്പിൽ എയറിലും വാട്ടറിലും നിൽക്കുന്ന ലീവ്സിൻ്റെ ഷേപ്പ്, അങ്ങനെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ ഫിനോമിന? ഇറ്റ് ഈസ് ദി പ്ലാസ്റ്റിസിറ്റി. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. എക്സാക്ട് ടെക്സ്റ്റിലെ ഡെഫിനിഷനാണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം നമുക്ക്. വിച്ച് ആർ ദ ഫോളോയിങ് ആർ നോട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഇൻ പ്ലാന്റ്സ്? ബയോമോളിക്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഗ്രോത്തിലും മറ്റും ഇൻവോൾവ് ആകാത്ത കെമിക്കൽസ് ആണ് അല്ലേ? ഡയറക്റ്റ് ആയിട്ട് ഗ്രോത്തിലും മറ്റും ഇൻവോൾവ് ആവാത്ത ആൾക്കാരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നമ്മൾ അതിനൊരു ടേബിൾ പഠിക്കുന്നുണ്ട്. സോ മോർഫിൻ, കൊഡൈൻ, വിൻപ്ലാസ്റ്റിൻ, കുർക്കുമിൻ, റബ്ബർ, ഗംസ് ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് അതൊന്നും എന്താണ്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് അല്ല. അതൊക്കെ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ആണ്. സോ ഏതായിരിക്കും ആൻസർ വരുന്നത്? അമിനോ ആസിഡ്സും ഗ്ലൂക്കോസും അവർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് അല്ല. ഓക്കെ, ബാക്കി എല്ലാ ഓപ്ഷൻസിലുള്ളവർ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. സോ ഓപ്ഷൻ 2 വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ ഫ്രാൻസിസ് ക്രിക്ക് കൊണ്ടുവന്നിട്ടുള്ള സെൻട്രൽ ഡോഗ്മ, അതായത് ഒരു DNA നിന്നും പ്രോട്ടീനിലോട്ട് എങ്ങനെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ DNA വിൽ ഗീവ് റൈസ് ടു DNA ത്രൂ ദ പ്രോസസ് കോൾ റെപ്ലിക്കേഷൻ. സോ ഈ പ്രോസസ്സിനെ റെപ്ലിക്കേഷൻ എന്ന് പറയും. DNA will be forming mRNA through the process called transcription. And mRNA will give rise to protein through the process translation. ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഇത് കൊണ്ടുവന്നത്. സോ ആൻസർ എന്താ വരിക? ആൻസർ 3, ദാറ്റ് ഇസ് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, സെൻട്രൽ ഡോഗ്മയൊക്കെ ഒരുപാട് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഈസി ക്വസ്റ്റ്യൻ. സോ എന്തായാലും നിങ്ങളതൊക്കെ എഴുതുക കറക്റ്റ് ആക്കിയിട്ട്. സോ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് പ്രോട്ടീൻ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ദ സെൻട്രോമിയർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് 2 equal arms of a chromosome, the chromosome is referred to as. നമുക്കറിയാം സെൻട്രോമിയർ ആണ് 2 ക്രൊമാറ്റിഡ്സിനെ പിടിച്ചു നിർത്തുന്നതെന്നും ഹോൾഡ് ചെയ്യുന്നതെന്നും ആ സെൻട്രോമിയറിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് മെറ്റാസെൻട്രിക്, സബ് മെറ്റ, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക് അങ്ങനെ 4 ഗ്രൂപ്പ്സ് ആണുള്ളത്. അപ്പോൾ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ 19ൽ നാളെ ചെയ്തതുമാണ്. സോ ഇവിടെ എക്സാക്റ്റ് സെൻറ്ററിൽ വരുവാണ്, 2 ആംസ് എല്ലാം ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? മെറ്റാസെൻട്രിക് ക്രോമസോംസ് എന്നാണ് പറയുന്നത്. മെറ്റാസെൻട്രിക് ക്രോമസോം. സോ ഓപ്ഷൻ 1 ഇസ് ദി ആൻസർ. ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. DNA strands on gel stained with ethidium bromide when viewed under UV radiation. നമുക്കറിയാം ഇലക്ട്രോഫോറസിന് ശേഷം DNA സ്റ്റെയിൻ ചെയ്യാതെ നമുക്ക് വിസിബിൾ ലൈറ്റിൽ കാണാൻ പറ്റില്ല. സോ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് വെച്ച് അതിനെ സ്റ്റെയിൻ ചെയ്ത് UV ലൈറ്റിൽ നോക്കും. അപ്പോൾ എങ്ങനെയാണ് കാണുന്നതിന്? ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ ബാൻഡ് ആയിട്ടാണ് നമ്മൾ കാണുക. സോ ആൻസർ വിൽ ബി ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ്. ആൻസർ 2 ആണ് വരുന്നത്. ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ് ആണ് വരുന്നത്. ബ്രൈറ്റ് ഓറഞ്ച്. സോ ആൻസർ 2 ഇസ് ദി ആൻസർ. ഇതൊക്കെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിനോട് പോവാം. ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ഇൻ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോപീരിയോഡിസം. സെയിം ക്വസ്റ്റ്യൻ ഞാൻ നാളെ 19ലും ചെയ്തതാണ്. എന്താണ്? ഫോട്ടോപീരിയോഡിസത്തിൽ വരുന്ന കാര്യമാണ്. അവർക്ക് വേണ്ട ഡ്യൂറേഷൻ ഓഫ് ലൈറ്റോ ഡാർക്കോ കിട്ടിക്കഴിയുമ്പോൾ പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യും അല്ലേ? ഒരു ക്രിട്ടിക്കൽ ഡ്യൂറേഷന് മുകളിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡ്യൂറേഷന് താഴെ പോകുമ്പോഴൊക്കെ അവർ ഫ്ലവർ ചെയ്യും. ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ന്യൂട്രൽ പ്ലാന്റ്സ് അങ്ങനെ പഠിക്കുന്നുണ്ട്. സോ ഈ ലൈറ്റിലോ നൈറ്റിലോ വരുന്ന ഡ്യൂറേഷൻ പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ഡ്യൂറേഷൻ പെർസീവ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ലീഫാണ് അത് പെർസീവ് ചെയ്യുന്നത്. എന്നിട്ട് ചേഞ്ച് വരുന്നത് ഷൂട്ട് അപ്പെക്സിനുമാണ്. സോ ആൻസർ എന്തായിരിക്കും? ലീഫാണ് ആൻസർ. ആൻസർ 4 ആണ് വരുന്നത്. സോ ഫോട്ടോ പീരിയോഡിസത്തിൽ വരുന്ന എക്സാക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിപ്പോൾ രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ് സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെൻ ജീൻ ടാർഗറ്റിംഗ് ഇൻവോൾവിംഗ് ജീൻ ആംപ്ലിഫിക്കേഷൻ ഈസ് അറ്റംപ്റ്റഡ് ഇൻ എൻ ഇൻഡിവിജ്വൽസ് ടിഷ്യൂ ടു ട്രീറ്റ് ഡിസീസസ്. ഇവിടെ എന്താ പറയുന്നത്? ഡിസീസ് ട്രീറ്റ് ചെയ്യാനാണെന്നാണ് പറയുന്നത്. സോ എന്തായിരിക്കും ആൻസർ? ഇറ്റ് ഈസ് ജീൻ തെറാപ്പി. നമ്മളൊരു തെറാപ്പിയും പഠിക്കുന്നുണ്ട്. അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി വന്നിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ജീൻ തെറാപ്പി. സോ ഇവിടെ ജീൻ ടാർഗറ്റിംഗ് ചെയ്യുകയാണ്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസീസിനെ. സോ ദാറ്റ് വിൽ കം അണ്ടർ ജീൻ തെറാപ്പി. ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഇസ് മൊണീഷ്യസ്? മൊണീഷ്യസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും അല്ലെങ്കിൽ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും മെയിൽ ഗാമേറ്റ്സും ഫീമെയിൽ ഗാമേറ്റ്സും വിൽ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെയിം പ്ലാന്റ്. ഇപ്പോൾ നമുക്ക് പപ്പായ, മർക്കാൻഡിയ, സൈക്കസ് ഇതൊക്കെ ഡയേഷ്യസ് ആണെന്ന് അറിയാം. സോ വാട്ട് ഇസ് ലെഫ്റ്റ്? ഖാര. ഇത് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓർഗാനിസംസ് +2ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ല, അതിൻ്റെ സ്ട്രക്ചറും നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ഖാരയുടെ. സോ ആൻസർ വിൽ ബി 2. മൊണീഷ്യസ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഖാരയാണ്. ഒരേ പ്ലാന്റിൽ തന്നെ രണ്ടും പ്രൊഡ്യൂസ്ഡ് ആകും. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അപ്ലിക്കേഷൻ ഓഫ് PCR? PCR-ൻ്റെ അപ്ലിക്കേഷൻ അല്ലാത്തത്. സോ നമുക്കറിയാം ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു DNA ഫ്രാഗ്മെൻ്റ് ഒരു സീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. ബില്യൺസ് ഓഫ് കോപ്പീസ് നമുക്ക് PCR വരെ ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഡിസീസിനെ നല്ല എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കമേ അത് കണ്ടുപിടിക്കണം. സോ അതിന് ചെയ്യാവുന്ന ഏർലി ഡയഗ്നോസിസിന് ചെയ്യാവുന്ന ഒരു മെത്തേഡും കൂടിയാണ് എന്ത്? PCR എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് PCR ചെയ്യാൻ പറ്റും. പറ്റാത്ത കാര്യം എന്താണ്? മോളിക്കുലർ ഡയഗ്നോസിസ് ഇസ് പോസിബിൾ ത്രൂ PCR. ജീൻ ആംപ്ലിഫിക്കേഷൻ പറ്റും, ജീൻ മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് നോട്ട് പോസിബിൾ ത്രൂ PCR ഇസ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ. പ്രോട്ടീൻസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കല്ല PCR എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. മാച്ച് ദ കോളം ആണ്. സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഓർഗനൽസും അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്റ്റേ, എന്താണ് ക്രിസ്റ്റേ? മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ഇൻഫോൾഡിങ്സിനെയാണ് എന്ത് പറയുന്നത്? ക്രിസ്റ്റേ എന്ന് പറയുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺട്രിയ. തൈലക്കോയിഡ്സ് ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ആ കോയിൻ പോലത്തെ സ്ട്രക്ചേഴ്സ് ആണ്. ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷനൊക്കെ കാണുന്നത് അല്ലേ. സോ എന്താണ് ഫ്ലാറ്റൻഡ് മെംബ്രെയിനസ് സാക്സ് ഇൻ സ്ട്രോമ ഓഫ് പ്ലാസ്മിഡ്സ്. ബി വരും. സെൻട്രോമിയർ പ്രൈമറി കൺസ്ട്രക്ഷൻ ഇൻ ക്രോമസോം. സിസ്റ്റേണ് ഗോൾജി കോംപ്ലക്സിൻ്റെ ആ ഡിസ്ക് ഷേപ്ഡ് സാക്സ് ആണ്. സോ ഡി. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും വരിക? ആൻസർ വരാൻ പോകുന്നത് A3 ആണ്. സോ A3 വരുന്ന ഒരേ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ 3. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. B4, C1 ആൻഡ് D2. ഓക്കെ, സോ ആൻസർ 3 വിൽ ബി ദി ആൻസർ. എക്സാക്ട് ടെക്സ്റ്റിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഡൈഅഡൽഫസ് സ്റ്റേമൻസ് ആർ ഫൗണ്ട് ഇൻ. ഇത് മോർഫോളജി എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഡൈഅഡൽഫസ് ആണ്. ഡൈഅഡൽഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേമൻ ഉണ്ട്. ആ സ്റ്റേമൻ 2 ബണ്ടിലായിട്ടാണ് കാണുന്നത്. സോ നമുക്കറിയാം നമ്മൾ ഫബേസി ഫാമിലി പഠിക്കും അല്ലെങ്കിൽ പീ പ്ലാന്റ് പഠിക്കുമ്പോൾ സ്റ്റേമൻ അല്ലെങ്കിൽ ആൻഡ്രിഷ്യ എങ്ങനെ എഴുതുന്നത്? 9+1 ആണ് എഴുതുന്നത്. 9 സ്റ്റേമൻസ് ഉള്ള ഒരു ബണ്ടിലും ഒരെണ്ണം മാറി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ എഴുതുന്നത്. 9+1 അറേഞ്ച്മെൻ്റ് ആണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എക്സാമ്പിൾ ഫോർ ഡൈഅഡൽഫസ് കണ്ടീഷൻ. സോ ആൻസർ ഏതാ വരിക? പീ പ്ലാന്റ് ആണ്. പീ പ്ലാന്റ് ആണ് ആൻസർ വരുന്നത്. സോ ഡൈഅഡൽഫസ് സ്റ്റേമൻസ് 2 ബണ്ടിൽസ് ആയിട്ട് സ്റ്റേമൻസ് കാണുന്നത് പീ പ്ലാന്റിലാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഇത് നമ്മുടെ സ്ട്രാറ്റജീസ് എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. നമ്മൾ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിന് മറ്റുമായിട്ട് ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് നോക്കാം. പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. സോ പ്രോട്ടോപ്ലാസ്റ്റ് എന്താണ്? ഒരു പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വോൾ കഴിഞ്ഞ് ബാക്കി കിട്ടുന്നതാണ് എന്താണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സെൽ വിത്തൗട്ട് സെൽ വോൾ ആണ് പ്ലാന്റിൻ്റെ കേസിൽ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ വഴി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് എന്താണ് പൊട്ടാറ്റോൻ്റെയും ടൊമാറ്റോൻ്റെയും മിക്സ് ആയിട്ട് വരുന്നതാണ് പൊമാറ്റോ എന്ന് പറയുന്നത്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ മാച്ചിങ് വിത്ത് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. A2 എടുക്കാം. സോ ആക്ച്വലി A2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇത്. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്ന് അല്ലേ, ഒരു സ്റ്റെമ്മോ റൂട്ടോ അല്ലെങ്കിൽ ഒരു സെല്ലോ എന്തെങ്കിലും ഒരു പ്ലാന്റ് പാർട്ട്, വി കോൾ ഇറ്റ് ആസ് എക്സ്പ്ലാന്റ്. ആ എക്സ്പ്ലാന്റിനെ ഒരു മീഡിയം പ്രൊവൈഡ് ചെയ്ത് ദ ഹോൾ പ്ലാന്റ് റീജനറേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ ചെയ്യുന്നത്. അങ്ങനെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ കാരണം നമ്മുടെ പ്ലാന്റ് സെല്ലിൻ്റെ ടോട്ടിപ്പൊട്ടൻസി ആണ്. ടോട്ടിപ്പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പ്ലാന്റിൽ നിന്നും ഹോൾ പ്ലാന്റിനെ നമുക്ക് റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ കഴിവിനെയാണ് ടോട്ടിപ്പൊട്ടൻസി എന്ന് പറയുന്നത്. സോ B വിൽ കറസ്പോണ്ട് ടു 1. മെരിസ്റ്റം കൾച്ചർ ക്യാൻ ബി ഡൺ ടു അക്വയർ വൈറസ് ഫ്രീ പ്ലാന്റ്സ്. നമുക്കറിയാം ഇപ്പോൾ പ്ലാന്റ് ഇൻഫെക്റ്റഡ് ആണെങ്കിലും
മെരിസ്റ്റം പാർട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കില്ല. അത് ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസ് അല്ലേ. സോ ഈവൻ ഇഫ് ദ പ്ലാന്റ് ഇസ് ഇൻഫെക്റ്റഡ് ദർ മെരിസ്റ്റംസ് വിൽ ബി ഫ്രീ ഓഫ് ദി ഇൻഫെക്ഷൻ അല്ലേ. സോ നമുക്ക് ആ മെരിസ്റ്റം മാത്രം എടുത്ത് കൾച്ചർ ചെയ്ത് ഒരു വൈറസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് എന്ത്, മെരിസ്റ്റം കൾച്ചർ എന്ന് പറയുന്നത്. സോ സി വിൽ കറസ്പോണ്ട് ടു 4, C4. നെക്സ്റ്റ് എന്താണ്, മൈക്രോ പ്രൊപ്പഗേഷൻ. ഇങ്ങനെ നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി ഷോർട്ടഡ് ടൈമിൽ ഒരുപാട് പ്ലാന്റ് ഉണ്ടാക്കുന്നതിനെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുക. ഉണ്ടാകുന്ന ആൾക്കാരെല്ലാവരും ജനറ്റിക്കലി എങ്ങനെയായിരിക്കും, ഐഡൻറ്റിക്കലായിരിക്കും, കാരണം സൊമാറ്റിക് അല്ലേ. സോ ഐഡൻറ്റിക്കലായിരിക്കും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്, സോമ ക്ലോൺസ് എന്ന് പറയുന്നത്. സോ ഡി വിൽ ബി കറസ്പോണ്ടിങ് ടു 3. സോ ഓപ്ഷൻ വരാൻ പോകുന്നത് A2, B1, C4 ആൻഡ് D3. ഓപ്ഷൻ 2 വിൽ ബി ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അമൻസാലിസം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. അമൻസാലിസം പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻ ആണ് പറയുന്നത്. സോ അമൻസാലിസത്തിൽ ഒരാൾക്ക് ഡെട്രിമെൻ്റൽ എഫക്റ്റും മറ്റേ ആൾക്ക് അൺഎഫക്റ്റഡും ആയിട്ടാണ് വരുന്നത്. ഒരാൾ ഡെട്രിമെൻ്റലും ഒരാൾ അൺഎഫക്റ്റഡും. സോ -0 ആണ് വരേണ്ടത്. സോ ഓപ്ഷൻ 1 ഇസ് ദി ആൻസർ. -0 വരിക. ഓക്കെ, ഒരാൾക്ക് ഡെട്രിമെൻ്റലും മറ്റേ അൺഎഫക്റ്റഡും. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന്. മെച്യൂർ സീവ് ട്യൂബ് എലമെൻറ്റ്സ് പോസസ് എ കോൺസ്പിക്യുവസ് ന്യൂക്ലിയസ്. ശരിയാണോ? സീവ് ട്യൂബ് എന്ന് പറയുന്നത് ഫ്ലോയത്തിൻ്റെ ഒരു എലമെൻ്റ് ആണ് സീവ് ട്യൂബ് എന്ന് പറയുന്നത്. മെച്യൂർ സീവ് ട്യൂബ് ലിവിങ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഡസൻ ഹാവ് എ ന്യൂക്ലിയസ്. അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ആരാണ്? കമ്പാനിയൻ ആണ്. കമ്പാനിയൻ്റെ ന്യൂക്ലിയസ് ആണ് സീവ് ട്യൂബിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, സിൻസ് ഇറ്റ് ഡസൻ ഹാവ് ഇറ്റ്സ് ഓൺ ന്യൂക്ലിയസ്. സോ മെച്യൂർ സീവ് ട്യൂബിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയുന്ന റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? യെസ്. സോ നമുക്ക് ആദ്യം തന്നെ ആൻസർ കിട്ടി, ഇറ്റ് ഇസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൈക്രോ ബോഡീസ് ആർ പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. Perinuclear space forms a barrier between the materials present inside the nucleus and the cytoplasm. Nuclear pores act as passages for proteins and RNA molecules in both directions between nucleus and cytoplasm. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഭാഗത്ത് നോക്കിയാൽ മതി. എക്സാക്റ്റ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അവരെടുത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം നമുക്ക്. സോ ആൻസർ 1 ആണ് നേരത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. A typical angiosperm embryo sac at maturity is. Typical embryo sac. Embryo sac എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. അതിൽ 3 ആൻറ്റിപോഡൽസ് ഉണ്ട് അല്ലേ? 3 ആൻറ്റിപോഡൽസ് ഉണ്ട്. പിന്നെ എങ്ങനെയാണ്, എഗ് അപ്പാരറ്റസ് ഉണ്ട്. എഗ് അപ്പാരറ്റസിൽ ഒരു എഗ്ഗും ഉണ്ട്, 2 സിനർജിഡ്സും ഉണ്ട്. പിന്നെ ഒരു സെൻട്രൽ സെല്ലായിട്ട് 2 ന്യൂക്ലിയസും ഉണ്ട്. റൈറ്റ്. സോ എത്ര സെല്ലാണ് വരുന്നത്? 3, 3, 6, 7 സെല്ലും 8 ന്യൂക്ലിയസും ആണ് വരുന്നത്. സോ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ്. സോ ആൻസർ 1 അല്ലേ ആൻസർ വരുന്നത്. എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽഗെ കണ്ടെയ്ൻ മാനിറ്റോൾ ആസ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. ആൽഗയിൽ ബ്രൗൺ ആൽഗയിലാണ് ലാമിനാരിനോ മാനിറ്റോളോ ഫുഡ് റിസർവ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് ബ്രൗൺ ആൽഗെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. സോ യു വിൽ ഹാവ് ടു ടേക്ക് ദ എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഇപ്പോൾ ഏതാണ് എക്സാമ്പിൾ വരുന്നത്? ഗ്രാസിലേറിയ റെഡ് ആൽഗയിൽ പോവും, വോൾവോക്സ് ഗ്രീൻ ആൽഗയിൽ പോവും. സോ വാട്ട് ഇസ് ലെഫ്റ്റ്? എക്ടോകാർപ്പസ്. എക്ടോകാർപ്പസ് ആണ് എന്ത്? ബ്രൗൺ ആൽഗയിൽ വരുന്നത്. ബ്രൗൺ ആൽഗയിലാണ് ലാമിനാരിനോ മാനിറ്റോളോ റിസർവ് ഫുഡായിട്ട് വരുന്നത്. സോ ആൻസർ എന്താണ്? 1 എക്ടോകാർപ്പസ്, സിൻസ് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ബ്രൗൺ ആൽഗെ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം നമുക്ക്. എന്താണ്? ദ പ്ലാന്റ് ഹോർമോൺ യൂസ് ടു ഡിസ്ട്രോയ് വീഡ്സ് ഇൻ ഫീൽഡ്. ഹെർബിസൈഡ് അല്ലെങ്കിൽ വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാവരും എന്താണ്? ഓക്സിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്ന 2,4-D ഒരു സിന്തറ്റിക് ഓക്സിൻ ആണ്. അതാണ് നമ്മൾ പറയുന്നത് ഡൈക്കോട്ട് വീഡ്സിനെ എല്ലാം കില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വീഡിസൈഡ് അല്ലെങ്കിൽ ഹെർബിസൈഡ് ആണ്. സോ 2,4-D ആണ് ആൻസർ. ഇറ്റ്സ് എ സിന്തറ്റിക് ഓക്സിൻ. സോ ഓപ്ഷൻ 3 വിൽ ബി ദി ആൻസർ അല്ലേ? കറക്റ്റ് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം നമുക്ക്. The amount of nutrients such as carbon, nitrogen, phosphorus and calcium present in the soil at any given time is referred to as. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? എക്കോസിസ്റ്റത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ്? ഒരു ഗിവൺ ടൈമിൽ ആ സോയിലിൽ എത്രത്തോളം ന്യൂട്രിയൻസ് ഉണ്ട്, കാർബണോ നൈട്രജനോ ഫോസ്ഫറസ് കാൽസ്യം അങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. അതിനെന്താ പറയുന്നത്? ഇറ്റ് ഇസ് കോൾഡ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഓപ്ഷൻ 3 വിൽ ബി ദി ആൻസർ. എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. മ്യൂട്ടേഷൻസ് ഇൻ പ്ലാന്റ് സെൽ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ.
വീണ്ടും നമ്മുടെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പ്ലാൻ ബ്രീഡിംഗ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് മ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ജനറ്റിക് ലെവലിൽ വേരിയേഷൻസ് വരും. സോ അങ്ങനെ മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കെമിക്കൽസ് യൂസ് ചെയ്യാം, റേഡിയേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു റേഡിയേഷൻ എക്സാമ്പിളാണ് എന്ത്, ഗാമ റേസ് എന്ന് പറയുന്നത്. എഗെയിൻ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഗാമ റേസ്. ഓക്കെ, ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൽ വരുന്നതാണ്. സോ നമുക്ക് കാണാൻ പറ്റും 2021 ഒക്കെ ആയപ്പോഴത്തേക്കും എന്തായി, കറക്റ്റ് അങ്ങനെ തന്നെ NCERT-ലുള്ള ക്വസ്റ്റ്യൻസ് ആയി അവർ ചോദിക്കുന്നത് അല്ലേ. സോ നിങ്ങൾ ഇനിയും സമയമുണ്ട്, നമുക്ക് ഇനിയും ഒരു ദിവസം കൂടി ഇല്ലേ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഒരുപാട് പഠിക്കാനൊന്നും ഞാൻ പറയില്ല, ചുമ്മാ ഒന്ന് ടെക്സ്റ്റൊക്കെ മറിച്ച് റിലാക്സ് ചെയ്തിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്? അഗെയിൻ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ 2019 ഞാൻ ചെയ്തപ്പോൾ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നും കൂടി ചെയ്തതാണ് കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്തത്. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഈസ് ജനറലി ഇൻവേർട്ടഡ്. ശരിയാണോ? ആണ്, ഇൻവേർട്ടഡ് ആണ്. കാരണം എന്താണ്, അവിടെ ഫിഷസിൻ്റെ ബയോമാസ് നോക്കുമ്പോൾ ബാക്കി ഫൈറ്റോ പ്ലാങ്ക്ടൻസിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ ബയോമാസിൻ്റെ പിരമിഡ് സിയിൽ ഇൻവേർട്ടഡ് ആണെന്ന് പറയുന്നത്. സോ അത് ശരിയാണ്. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഈസ് ജനറലി അപ്രൈറ്റ്. ഓക്കെ, ഇത് ശരിയാണെങ്കിൽ എന്തായിരിക്കും റോങ് ആയിരിക്കണം. എക്സാക്ട് ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റിലല്ലേ പറയുന്നത്. സോ ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സീ ഈസ് ജനറലി ഇൻവേർട്ടഡ് ആണ്. ബാക്കി പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. ശരിയാണ്. പിരമിഡ് ഓഫ് നമ്പർ ഇൻ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ഈസ് അപ്രൈറ്റ് ആണ്. നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വരച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു പിരമിഡ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ അല്ലേ. സോ ഏതായിരിക്കും ആൻസർ വരുന്നത്? നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. ബയോമാസ് പിരമിഡ് ഇൻ സി ഇസ് ജനറലി ഇൻവേർട്ടഡ് ആണ്, അപ്രൈറ്റ് അല്ല. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ നമുക്ക് എടുക്കാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഇക്വേഷൻ GPP മൈനസ് R ഇസ് ഈക്വൽ ടു NPP. വാട്ട് ഇസ് R? GPP നമുക്കറിയാം ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. അതിൽ നിന്ന് എന്തോന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത്. സോ വാട്ട് ഇസ് ഇറ്റ്? റെസ്പിറേഷൻ ലോസ് ആണ്. നമുക്കറിയാം എന്താണ് GPP, ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ബയോമാസിൻ്റെ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ നിന്ന് റെസ്പിറേഷൻ ലോസ് കഴിഞ്ഞിട്ടാണ് ബാക്കി കൺസ്യൂമേഴ്സിന് വരുന്നത്. അതാണ് എന്ത്, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ആൻസർ വിൽ ബി 4, റെസ്പിറേഷൻ ലോസ്. അപ്പോൾ ഇതും കുറച്ച് മുന്നത്തെ വർഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. GPP എന്താണ്, NPP എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അഗെയിൻ എക്കോസിസ്റ്റത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ നമുക്ക്. ഓക്കെ, വിച്ച് ആർ ദ ഫോളോയിങ് ആൽഗെ പ്രൊഡ്യൂസ് കരാഗീൻ? കരാഗീൻ എന്താണ്? നമ്മൾ ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുമ്പോൾ പറയുന്നുണ്ട് 2 ഹൈഡ്രോകൊളോയിഡ്സ്, കരാഗീനും ആൽജിനും. അതിൽ കരാഗീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ റെഡ് ആൽഗയിൽ നിന്നാണെങ്കിൽ ആൽജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രൗൺ ആൽഗയിൽ നിന്നാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കരാഗീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് വയ്ക്കാൻ പറഞ്ഞു, കരാഗീൻ എൻ്റെ സ്പെല്ലിങ്ങിൽ കുറേ ആറല്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോൾ ആരാണ്? റെഡ് ആൽഗെ തന്നെയാണ്. സോ ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്താണ്? സൈനോബാക്ടീരിയ ആണ്. സോ വാട്ട് ഇസ് ലെഫ്റ്റ്? റെഡ് ആൽഗെ. സോ ഓപ്ഷൻ 3 വിൽ ബി ദി ആൻസർ. ഇതൊരു ഹൈഡ്രോകൊളോയിഡ് ആണ്. ഇതേപോലെ ബ്രൗൺ ആൽഗയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ് ഹൈഡ്രോകൊളോയിഡ് ആണ് ആൽജിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കരാഗീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഇസ് റെഡ് ആൽഗെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ സോർഗം. സോർഗം എങ്ങനെയുള്ള പ്ലാന്റ് ആണെന്ന് ആലോചിക്കാം. C4 പ്ലാന്റ് ആണ് അല്ലേ. C4 പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ ദാറ്റ് ഇസ് ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്സാലോ അസറ്റിക് ആസിഡ് OAA ആണ് നമ്മുടെ സോർഗത്തിലെ ആദ്യത്തെ ഫിക്സേഷൻ പ്രൊഡക്റ്റ്, ബിക്കോസ് സിൻസ് ഇറ്റ് ഇസ് എ C4 പ്ലാന്റ്. സോ ആൻസർ എന്തായിരിക്കും? 2, ഓക്സാലോ അസറ്റിക് ആസിഡ്. നെക്സ്റ്റ് അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് സ്ട്രക്ചേഴ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ലെൻഡിസെൽസ് എന്താണ്? നമ്മൾ ബാർക്കൊക്കെ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് ലെൻസ് ഷേപ്ഡ് ഓപ്പണിംഗ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് അല്ലേ. സോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അതിന് വേണ്ടി കാണുന്ന ഒരു ലെൻസ് ഷേപ്ഡ് ഓപ്പണിംഗ് ആണ് ലെൻഡിസെൽ എന്ന് പറയുന്നത്. സോ A വിൽ കറസ്പോണ്ട് ടു 3. A 3 ആയിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ള ഏതാണ്? 2 ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ബാക്കിയൊന്ന് മാച്ച് ചെയ്ത് നോക്കാം നമുക്ക്. കോർക്ക് കാമ്പിയം. ഇപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്, ഡൈക്കോട്ട്സിൻ്റെ സെക്കൻഡറി ഗ്രോത്ത് പഠിക്കുമ്പോൾ 2 ഏരിയാസിലാണ് സെക്കൻഡറി ഗ്രോത്ത് കാണുന്നത്, വാസ്കുലർ കാമ്പിയവും കോർക്ക് കാമ്പിയവും. കോർക്ക് കാമ്പിയത്തിന് പറയുന്ന വേറെ പേരാണ് എന്ത്? ഫെല്ലോജൻ എന്ന് പറയുന്നത്. B1 ഫെല്ലോജൻ ഡിവൈഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഉണ്ടാകുന്ന സെൽസ് ആണ് എന്ത്? സെക്കൻഡറി കോർട്ടെക്സ് ആയിട്ട് മാറുന്നത്. ആൻഡ് ദേ ആർ അതർവൈസ് നോൺ ആസ് ഫെല്ലോഡേം.
ആൻഡ് പുറത്തോട്ട് വരുന്ന സെൽസിനെ പറയുന്ന പേരാണ് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം. അവർ ഡെഡ് ആണ് ആൻഡ് ദേ ഹാവ് സുബറിൻ ഡെപ്പോസിഷൻ അല്ലേ. സോ കോർക്കുമയാണ് എന്ത് വരുന്നത്, സുബറിൻ ഡെപ്പോസിഷൻ വരുന്നത്. സോ A3 B1 C4 ആൻഡ് D2. സോ ഓപ്ഷൻ 2 ആണ് നമുക്ക് എടുക്കാവുന്നത് കറക്റ്റ് മാച്ചിങ് ആയിട്ട് കേട്ടോ. എല്ലാം അങ്ങനെയുള്ളതാണ്. ലെൻഡിസെൽസ് ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഓപ്പണിങ് കോർക്കാമ്പിയം, ഫെലോജൻ, സെക്കൻഡറി കോർട്ടെക്സ്, ഫെലോഡേം ആൻഡ് ദെൻ കോർക്കസ് ഫെല്ലം ആൻഡ് ദാറ്റ് ഹാസ് സുബറിൻ ഡെപ്പോസിഷൻ. ഡെഡ് സെൽസ് ആണ് അവിടെ. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. 136 പോവാം. ബോട്ടണിയുടെ സെക്കൻഡ് സെഷനിലോട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡ്യൂറിങ് എയറോബിക് റെസ്പിറേഷൻ റോൾ ഓഫ് ഓക്സിജൻ ഈസ് ലിമിറ്റഡ് ടു ടെർമിനൽ സ്റ്റേജ്. ആണോ? എയറോബിക് എന്ന് പറയുന്നുണ്ട്, കാരണം ഓക്സിജൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ ഓക്സിജൻ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഫൈനൽ അക്സെപ്റ്റർ ആയിട്ടല്ലേ വരുന്ന ഓക്സിജൻ. സോ അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ടെർമിനൽ സ്റ്റേജിലാണ് ഓക്സിജൻ്റെ റോൾ വരുന്നത്. ഇറ്റ്സ് ട്രൂ. ഇൻ ETC ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ NADH-ഉം FADH-ഉം നമുക്കറിയാം അവരവരുടെ ഇലക്ട്രോൺസിനെ ചെയിനിൽ കൂടെ പാസ് ചെയ്ത് വിടുന്നത് നമുക്കറിയാം അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു NADH മോളിക്യൂളിൽ നിന്ന് എത്ര ATP ആണ് ഈക്വലൻ്റ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ് വരുന്നത്? ഒരു NADH-ൽ നിന്ന് 3 ATPയും ഒരു FADH2-ൽ നിന്ന് 2 ATP ആണ് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇവരെന്താ കൊടുത്തിരിക്കുന്നത്? NADH-ൽ നിന്ന് 2 ATPയും FADH2-ൽ നിന്ന് 3 ATPയും അവർ തിരിച്ചെഴുതി അല്ലേ. അവർ തിരിച്ചെഴുതിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ നമുക്ക് ഇൻകറക്റ്റ് ആണെന്ന് പറയാമല്ലോ. അത് ഇൻകറക്റ്റ് ആണല്ലോ. NADH-ൽ നിന്ന് 3ഉം FADH2-ൽ നിന്ന് 2ഉം ആണ് വരേണ്ടത്. ATP സിന്തസൈസ് ചെയ്യുന്ന കോംപ്ലക്സ് എന്താണ്? കോംപ്ലക്സ് 5 ആണ് ATP സിന്തേസ് എന്ന് പറയുന്നത്. പിന്നെ റെസ്പിറേഷനിൽ നടക്കുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വരും. ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? എനർജി ATP പ്രൊഡ്യൂസ്ഡ് ആകുന്നത്. സോ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ പ്രൊഡ്യൂസ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇൻ റെസ്പിറേഷൻ. ശരിയാണോ? ശരിയാണ്. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2. കോളം 1 ഓക്കെ ഫ്ലോറൽ ഫോർമുലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4 ഫാമിലി പഠിക്കാനുണ്ട്. അതിൽ ഒരേ ഒരാളാണ് എന്ത് സൈഗോമോർഫിക് ആയിട്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് പോലുള്ള സൈൻ വരുന്നത്. അപ്പോൾ അത് വേഗം നമുക്ക് മാർക്ക് ചെയ്യാമല്ലോ. ആരാണ് സൈഗോമോർഫിക് ആയിട്ട് വരുന്നത്? ഫെബേസി ആണ്. സോ A3 വരും. A3 ആയിട്ട് ആക്ച്വലി ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് ഓപ്ഷൻ. നമുക്ക് ബാക്കി നോക്കാം. ഇനി അടുത്തൊരു കീ നമുക്കൊരു പെട്ടെന്ന് മാർക്ക് ചെയ്യാവുന്നൊരു സംഭവമാണ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ. എപ്പിപെറ്റാലസ് എന്ന് പറയുന്നത് എന്താ? ആൻഡ്രീഷ്യവും പെറ്റലും തമ്മിൽ കണക്ഷൻ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ടാവും. കൊറോളയും ആൻഡ്രീഷ്യയും തമ്മിൽ കണ്ടോ? ഈ എപ്പിപെറ്റാലസ് കണ്ടീഷൻ ആർക്കാ? സൊളാനേസി ഫാമിലിയാണ്. സോ B4 നമുക്ക് മിക്സ് ചെയ്യാലോ, മാച്ച് ചെയ്യാലോ. B4. നെക്സ്റ്റ് വരുന്ന പിരിയാന്ത് വരുന്നത് ലിലിയാസിയ ഫാമിലിയാണ്. സോ നമുക്ക് P എന്ന് പറയുമ്പോൾ തന്നെ വി ക്യാൻ മാച്ച് ഇറ്റ് വിത്ത് ലിലിയാസി ഫാമിലി. സോ C വിൽ ബി മാച്ച്ഡ് വിത്ത് 2. അടുത്തത് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ബ്രാസിക്കാസി ആണ്. സോ ദാറ്റ് വിൽ ബി മാച്ച്ഡ് വിത്ത് ബ്രാസിക്കാസി D1. സോ ആൻസർ വിൽ ബി 1. A3 B4 C2 ആൻഡ് D1. ഓക്കെ, സോ അതാണ് അടുത്ത ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം നമുക്ക്. എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ദി എസ് ഫേസ്, അതായത് നമ്മുടെ സെൽ സൈക്കിളിൻ്റെ കുറച്ച് ഫേസസ് കൊടുത്തിട്ടുണ്ട്. G1 G2 എസ് ഫേസ് ആൻഡ് M ഫേസ് അല്ലേ. അപ്പോൾ ഓരോ ഫേസിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. എസ് ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ആക്ച്വലി ഇത് ഒരുപാട് പ്രാവശ്യം പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. DNA റെപ്ലിക്കേഷൻ, സെൻട്രിയോൾ ഡോപ്ലിക്കേഷൻ ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? എസ് ഫേസിലാണ്. സോ DNA റെപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. സേ വിൽ ബി മാച്ച്ഡ് വിത്ത് 4. അടുത്തത് നിങ്ങൾക്ക് G2ഉം G1ഉം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ക്വിസൻറ്റ് സ്റ്റേജ്. ക്വിസൻറ്റ് നമുക്കറിയാം എന്താണ്? ഇനാക്റ്റീവ് ഫേസ്. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷെ അവിടെ പ്രോലിഫറേഷനോ ഡിവിഷനോ ഒന്നും നടക്കുന്നില്ല. ഒരു റിക്വയർമെൻറ്റ് വരുമ്പോഴാണ് വീണ്ടും എന്ത് ചെയ്യുള്ളൂ, അവരുടെ സെൽ സൈക്കിൾ അവർ റെസ്യൂം ചെയ്യുള്ളൂ. സോ ആൻസർ C വിൽ ബി മാച്ച്ഡ് വിത്ത് 2. A4ഉം Cയും 2ഉം വരുന്നത് ഏത് ഓപ്ഷൻ? ഒരു മിനിറ്റ്. ഓക്കെ, C2ഉം. ഓക്കെ, A4 വരും, പിന്നെ C2 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ വരിക കേട്ടോ. C2 വരും. പിന്നെന്താണ്? G2 ഫേസ്
G2 ഫേസിൽ എന്താ നടക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് ആണ് നടക്കുന്നത്. സോ B1, ഒരു സെക്കൻഡ്, ഞാനാണ് തെറ്റി മാർക്ക് ചെയ്തത്. ഓക്കെ, ആൻസർ 3 തന്നെയാണ് കേട്ടോ. A4 C2 B1 ശരിയാണ്. B1 ആൻഡ് G1 ഫേസ് എന്ന് പറയുന്നത് ഇൻ്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീഷ്യേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. അതായത് M ഫേസ് കഴിഞ്ഞ് S ഫേസിന് മുമ്പ് നമ്മളിങ്ങനെയല്ലേ എഴുതാം? G1 S G2 ആൻഡ് M ഇങ്ങനെയാണ് എഴുതുക. സോ M കഴിഞ്ഞ് Sനിടയിൽ ഇങ്ങനെയാണ് നമ്മുടെ സെൽ സൈക്കിൾ പോകുന്നത്. സോ എമ്മിനും എസിനും ഇടയിൽ കിടക്കുന്ന ആളാണ് ആര്? G1 എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താ വരിക? 3 അല്ലേ വരിക? A4 B1 C2 ആൻഡ് D3. ഓക്കെ, ആൻസർ B3 വിൽ ബി ദ കറസ്പോണ്ടിങ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. 139 പോവാം. ഓക്കെ, ഇത് 3 ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പക്ഷേ കണ്ടന്റ് ഒന്നും ഇല്ല ആക്ച്വലി. നമുക്ക് നോക്കി നോക്കാം എന്താണെന്ന്. ഒരു പ്ലാസ്മിഡിൻ്റെ കേസ് പറയുന്നുണ്ട്. PBr 322 ആണ്. ഓക്കെ, വി ഹാവ് എ പ്ലാസ്മിഡ്. ദെൻ ഇറ്റ് ഹാസ് എ PST1 റെസ്ട്രിക്ഷൻ എൻസൈം സൈറ്റ് വിത്തിൻ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. ഓക്കെ, സോ ഇവിടെ ഒരു ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് സെലക്റ്റബിൾ മാർക്കറാണ്. അതായത് ഈ ഒരു ജീൻ ഉള്ളത് കൊണ്ട് അതിനൊരു ആംബിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ഇതേ സൈറ്റിൽ തന്നെയാണ് എന്തുണ്ടെന്ന് അവർ പറയുന്നത്? PST1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം കട്ടിംഗ് സൈറ്റ് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്തു? പ്ലാസ്മിഡ് PBr 322 ഹാസ് PST1 റെസ്ട്രിക്ഷൻ സൈറ്റ് വിത്തിൻ ജീൻ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ദാറ്റ് കൺഫേഴ്സ് ആംബിസിലിൻ റെസിസ്റ്റൻസ്. PBr 322 അതിലൊരു ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ട്. ആ ജീനിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് കിടക്കുന്നത്? PST1 സൈറ്റ് കിടക്കുന്നത്. If this enzyme is used for inserting a gene for beta galactoside production and the recombinant plasmid is inserted in an E. coli strain, what will happen? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ വെക്ടറിനെ കട്ട് ചെയ്യാൻ പോകുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിലാണ്. കാരണം അവിടെയാണ് PST സൈറ്റ് ഉള്ളത്. PST ആണ് നമ്മുടെ എൻസൈം. അപ്പോൾ കട്ട് വരാൻ പോകുന്നത് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിലാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ നമ്മുടെ ഫോറിൻ DNA നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ആ ഫോറിൻ DNA എന്ന് പറയുന്നത് ഏതാണ്? ബീറ്റ ഗാലക്ടോസൈഡ് പ്രൊഡക്ഷനാണ് അല്ലേ? സോ ഇവിടെ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ എന്താ പറ്റുന്നത്? അതിലോട്ടൊരു ഇൻസേർട്ട് വന്നപ്പോൾ അത് ഇനാക്ടിവേറ്റഡ് ആയിപ്പോയി ആണല്ലോ. സോ റീകോമിനൻറ്റ് DNAയിൽ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഇനാക്ടിവേറ്റഡ് ആയിപ്പോയി ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA അല്ലേ? സോ ഇങ്ങനെയുള്ളൊരു റീകോമിനൻറ്റ് DNA നമ്മളൊരു E. coli സെല്ലിലോട്ട് കൊടുത്താലും E. coliക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കില്ല. കാരണം എന്ത് പറ്റി? അതിന് ആക്ടിവേഷൻ സംഭവിച്ചു അല്ലേ? പിന്നെ നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു കോൺഫർ ആംബിസിലിൻ റെസിസ്റ്റൻസ് ടു ദ ഹോസ്റ്റ് സെൽ. ശരിയാണോ? നമ്മളിവിടെ ഹോസ്റ്റായിട്ട് പറയുന്നത് E. coliനെയാണ്. അവർ പറയുകയാണ് E. coliയിലോട്ട് റീകോമിനൻറ്റ് DNA കയറി കഴിഞ്ഞാലും അതിന് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല എന്ന്. ശരിയല്ലേ? ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങളുടെ ഫോറിൻ DNA ഇൻ്റഗ്രേറ്റഡ് ആയത് എവിടേക്കാണ്? ആ പറയുന്ന ആംബിസിലിൻ റെസിസ്റ്റൻസിലോട്ടാണ്. ഇൻസേർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ അതിനൊരു ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ടായേനെ കിട്ടിയേനെ. പക്ഷെ ഇവിടെ ഇൻസേർട്ട് ഉള്ളത് കൊണ്ട് അതൊരു റീകോമിനൻറ്റ് DNA ആയതുകൊണ്ട് ഡസൻ ഹാവ് ദാറ്റ് പ്രോപ്പർട്ടി. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് വരുന്നത്. അടുത്ത ഓപ്ഷൻ എന്താ അവർ കൊടുത്തിരുന്നത്? ദ ട്രാൻസ്ഫോം സെൽ വിൽ ഹാവ് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ആംബിസിലിൻ. ആണോ? ഇല്ല, അതിൻ്റെ റെസിസ്റ്റൻസ് പവർ പോയി. ഇറ്റ് വിൽ ലീഡ് ടു ലൈസിസ് ഓഫ് ഹോസ്റ്റൽ. ശരിയല്ല. ഇറ്റ് വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് നോവൽ പ്രോട്ടീൻ വിത്ത് ഡ്യുവൽ എബിലിറ്റി. അതും ശരിയല്ല. അതിന് നമുക്ക് എടുക്കാവുന്ന ആൻസർ എന്താണ്? അതിന് ആംബിസിലിൻ റെസിസ്റ്റൻസ് പവർ ലോസ് ആയെന്നുള്ളതാണ് നമുക്ക് എടുക്കാവുന്ന ആൻസർ. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ എടുക്കാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ യൂക്കാരിയോട്സിൽ നടക്കുന്ന എന്താണ് mRNA പ്രോസസ്സിങ്. നമുക്കറിയാം HNRNA എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ mRNA ഉണ്ടാകുന്നത്. അത് പ്രോസസ്സിങ്ങിന് ശേഷമാണ് എന്തായി മാറുന്നത്? മെച്യൂർ mRNA ആയിട്ട് മാറുന്നത്. പ്രോസസ്സിങ്ങിൽ 5' ക്യാപ്പിംഗ് ഉണ്ട്, 3' ടെയിലിംഗ് ഉണ്ട്, സ്പ്ലൈസിംഗ് ഉണ്ട് അല്ലേ? യൂക്കാരിയോട്സിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് എടുക്കേണ്ടത് കറക്റ്റാണ്. ഇൻ ക്യാപ്പിംഗ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഈസ് ആഡഡ് ടു ദ 3' എൻഡ് ഓഫ് HRNA. ശരിയാണോ? 3' എൻഡിലോട്ടല്ല, അത് 5' എൻഡിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. 3' എൻഡിൽ ആക്ച്വലി അഡിനോസിൻ റെസിഡ്യൂസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പോളി A ടെയിലാണ് 3' എൻഡിൽ. അപ്പോൾ അത് റോങ് ആണ്. RNA polymerase binds with the Rho factor to terminate the process of transcription in bacteria. ശരിയാണോ? ബാക്ടീരിയയിൽ
RNA പോളിമറേസിന് ഇനീഷ്യേഷൻ്റെ സമയത്തും ഒരു ഫാക്ടർ ആവശ്യമുണ്ട്. അതേതാണ്? സിഗ്മയാണ്. അതേപോലെ ടെർമിനേഷൻ്റെ സമയത്തും അതിനൊരാളുടെ ഹെൽപ്പ് വേണം. അതെന്താണ്? റോ ഫാക്ടറാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ? ആണ്. അടുത്തത്, ദ കോഡിംഗ് സ്റ്റാൻഡ് ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇസ് കോപ്പീഡ് ടു എൻ mRNA. ശരിയാണോ? mRNA ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ നമ്മുടെ DNA യുടെ 2 സ്റ്റാൻഡ് ഉണ്ട് അല്ലേ? ഓൺലി വൺ ഓഫ് ദ സ്റ്റാൻഡ് വിൽ ആക്ട് ആസ് എ ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെയാണ് നമ്മൾ നോൺ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് ടെംപ്ലേറ്റ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? കോഡിംഗ് സ്റ്റാൻഡാണ് mRNA ആയിട്ട് കോപ്പി ചെയ്യുന്നത്. ശരിയാണോ? അല്ല. കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നോൺ ടെംപ്ലേറ്റ് ആണ്. അതല്ല mRNA ആയിട്ട് മാറുന്നത്. സോ ഈ ഓപ്ഷൻ തെറ്റാണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താണ്? സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രൊക്കാരിയോട്സ്. ശരിയാണോ? സ്പ്ലിറ്റ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോണും ഇൻട്രോണും എന്താണ് ഇങ്ങനെ ഇൻ്റർവീൻഡ് ആയിട്ട് കിടക്കുന്നത്. എക്സോണും ഇൻട്രോണും ഒരുമിച്ച് കാണുന്നത് ആർക്കാണ്? യൂക്കാരിയോട്സിലാണ്. എന്നിട്ട് സ്പ്ലൈസിങ് വഴി നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസിനെ മാത്രമാക്കിയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കും. സോ അത് പ്രൊക്കാരിയോട്സിൽ കാണുന്നു എന്ന് പറയുന്നത് റോങ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാവുന്നത് ആരെ മാത്രമേ ഉള്ളൂ? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. Nowadays, it is possible to detect the mutated gene causing cancer by allowing a radioactive probe to hybridize its complementary DNA in a clone of cells, followed by its detection using radioautography because പറയാണ് ഒരു മോളിക്കുലർ ഡയഗ്നോസിസിന് ഒരു മെത്തേഡാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം പല ക്യാൻസേഴ്സും മ്യൂട്ടേഷൻ കൊണ്ട് വരുന്നതാണ് അല്ലേ? സോ അങ്ങനെ മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ് പ്രോബുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം ഓട്ടോ റേഡിയോഗ്രഫി വഴി ഡിറ്റക്ട് ചെയ്യാം. പ്രോബ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ജീനെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയിട്ട് വരുന്ന സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഓർ RNA ആണ് പ്രോബ് എന്ന് പറയുന്നത്. സോ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ആ പ്രോബിന് നമ്മൾ വിചാരിച്ച ജീനുമായിട്ട് കോംപ്ലിമെൻറ്റാരിറ്റി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് എന്താണ് അതിന് നമുക്ക് ഓട്ടോ റേഡിയോഗ്രഫി വെച്ച് കാണാനും പറ്റില്ല. സോ ഏതാണ് ആൻസർ വരിക? മ്യൂട്ടേറ്റഡ് ജീൻ പാർഷ്യലി അപ്പിയേഴ്സ് ഓൺ ഫോട്ടോഗ്രാഫി ഫിലിം. ശരിയല്ല, അത് അപ്പിയർ ചെയ്യില്ല എന്നുള്ളതാണ്. മ്യൂട്ടേറ്റഡ് ജീൻ കംപ്ലീറ്റ്ലി അപ്പിയേഴ്സ്, നോ, അതും പറയാൻ പറ്റില്ല. മ്യൂട്ടേറ്റഡ് ജീൻ ഡസ് നോട്ട് അപ്പിയർ ഓൺ എ ഫോട്ടോഗ്രാഫിക് ഫിലിം ആസ് ദ പ്രോബ് ഹാസ് നോ കോംപ്ലിമെൻറ്റാരിറ്റി വിത്ത് ഇറ്റ്. ശരിയാണോ? ശരിയാണ്. എക്സാക്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ബയോടെക്നോളജി അപ്ലിക്കേഷൻ്റെ മോളിക്കുലർ ഡയഗ്നോസിസിൽ കൊടുത്തിട്ടുള്ള അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവരും കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾ ഇനിയും അത് മറന്നു പോയവരുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ പ്രോബ് എന്താണെന്നും മറ്റു കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. സോ ആൻസർ എന്താണ്? ആൻസർ 3 ആണ് വരിക. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ എന്താ അവർ കൊടുത്തിരിക്കുന്നത്? മ്യൂട്ടേറ്റഡ് ജീൻ ഡസ് നോട്ട് അപ്പിയർ ഓൺ ഫോട്ടോഗ്രാഫി ഫിലിം. അത് ശരിയാണ്. ആസ് ദ പ്രോബ് ഹാസ് കോംപ്ലിമെൻറ്റാരിറ്റി വിത്ത് ഇറ്റ്. അത് ശരിയാണോ? അല്ല, പ്രോബിന് കോംപ്ലിമെൻറ്റാരിറ്റി ഇല്ല, അതാണ് പറയേണ്ടത്. ഓക്കെ, സോ ആൻസർ എന്താണ്? 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. 142. ഓക്കെ, നമ്മുടെ ഓർഗാനിസം പോപ്പുലേഷൻ എന്ന് പറയുന്നതിൽ ക്വസ്റ്റ്യനാണ്. ഇൻ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ NT is equal to N0 e raised to RT. E represents, E എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കറക്റ്റ് നമുക്ക് പറയാവുന്ന സംഭവമാണ് ദ ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം അല്ലേ? 2 തരത്തിലുള്ള ഗ്രോത്ത് മോഡൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്തും പഠിക്കുന്നുണ്ട്, ലോജിസ്റ്റിക്കും പഠിക്കുന്നുണ്ട്. സോ അതിൽ വരുന്ന ഇക്വേഷനാണ് ഇൻ്റഗ്രൽ ഇക്വേഷനാണ് NT is equal to N0 e raised to RT where E is the base of natural logarithm. ആൻസർ 3 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിനോട് പോലെ നമുക്ക് സെലക്ട് ദ കറക്റ്റ് പെയർ. ഓക്കെ, അഗെയിൻ അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ലാർജ് കളർലെസ് empty cell in the epidermis of grass leaves അല്ലേ? എന്താണ് ആ ഗ്രാസ് ലീവ്സിൻ്റെ അഡാക്സിയൽ സർഫസിൽ കാണുന്ന ലാർജ് empty കളർലെസ് സെൽസിന് നമ്മൾ ബുള്ളിഫോം സെൽസ് എന്നാണ് പറയുന്നത്. അത് ടർജിഡ് ആകുമ്പോഴാണ് ലീഫ് എക്സ്പോസ്ഡ് ആവുന്നതും അത് ഫ്ലസിഡ് ആകുമ്പോൾ ലീഫ് കേൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സബ്സിഡിയറി എന്ന് പറയുന്നത് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? സ്റ്റൊമാറ്റ, ഗാർഡ് സെൽസ്, അതിന് ചുറ്റും കിടക്കുന്ന മോഡിഫൈഡ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സിഡിയറി എന്ന് പറയുന്നത്. ഡൈക്കോട്ട് ലീവ്സിൽ വാസ്കുലർ ബണ്ടിൽസ് ആർ സറൗണ്ട് ബൈ ലാർജ് തിക്ക് വാൾഡ് സെൽസ്. അതിനെ കൺജക്റ്റീവ് എന്നാണോ പറയുന്നത്? അല്ല, ബണ്ടിൽ ഷീറ്റ് സെൽസ് എന്നാണ് പറയുന്നത്. കൺജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഡൈക്കോട്ട് റൂട്ട് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? സെൽസ് ഓഫ് മിഡിലറി റേസ് ദാറ്റ് ഫോം എ പാർട്ട് ഓഫ് കാമ്പിയൽ റിംഗ് ഇസ് കോൾഡ് ഇന്റർഫെസിക്കുലർ കാമ്പിയം. ശരിയാണോ? നമ്മുടെ ഡൈക്കോട്ട് എന്താണ് സ്റ്റെമ്മ് പഠിക്കുമ്പോൾ റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് പഠിക്കുന്നുണ്ട് അല്ലേ? വാസ്കുലർ ബണ്ടിൽസ് റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു പറയുന്നുണ്ട്. സോ ഡൈക്കോട്ട് സ്റ്റെം ആയതുകൊണ്ട് അത് ഓപ്പൺ ബണ്ടിൽസ് ആണ്. സോ ഈ പ്രൈമറി സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലുള്ളതിനെ നമ്മൾ ഇൻട്രാ ഫെസിക്കുലർ എന്നാണ് പറയുക.
ഇൻട്രാഫസിക്കുലർ. ഇവിടെയുള്ള സെൽസിനെ നമ്മൾ മെഡിലറി റേസ് എന്നാണ് പറയാം. സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് ഈ മെഡിലറി റേസ് എന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഇൻ്റർഫസിക്കുലർ കാമ്പിയം ഫോം ചെയ്യുന്നത്. ഇൻ്റർഫസിക്കുലർ കാമ്പിയം. അപ്പോൾ കൊടുത്തിരിക്കുന്നത് ശരിയല്ലേ? ആൻസർ 3 കറക്റ്റാണ്. ലൂസ് പാരങ്കൈമ സെൽ റപ്ചറിങ് ദ എന്താണ് എപ്പിഡെർമിസ് ആൻഡ് ഫോമിങ് എ ലെൻസ് ഷേപ്ഡ് ഓപ്പണിംഗ് ഇൻ ബാർക്ക്. സ്പോഞ്ചി പാരങ്കൈമയാണെന്ന് ആണോ? അല്ല, സ്പോഞ്ചി പാരങ്കൈമ എന്ന് പറയുന്നത് നമ്മുടെ ഡൈക്കോട്ട് ലീഫിൽ പറയുന്ന ഒരു മീസോഫിൽ ടൈപ്പാണ്. സോ നമുക്ക് എടുക്കേണ്ടത് എന്തായിരുന്നു? കറക്റ്റ് പെയറാണ് എടുക്കേണ്ടത്. സോ ഓപ്ഷൻ 3 വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഇൻ സം മെമ്പേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഫാമിലീസ് pollen grains retain their viability for months after release. ഓക്കെ, അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ചില പോളൻ ഗ്രെയിൻസ് റിലീസ് ആയതിനു ശേഷം വിത്തിൻ മിനിറ്റ്സ് ചിലപ്പോൾ അതിൻ്റെ വയബിലിറ്റി പോവും അല്ലേ? അതിന് എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. സിറിയൽസിൻ്റെ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ചിലതിൽ ഫ്യൂ മന്ത്സ് വരെ അതിൻ്റെ വയബിലിറ്റി നിൽക്കുമെന്ന് പറയുന്നുണ്ട് അല്ലേ? അതിന് എക്സാമ്പിൾ പഠിക്കുന്നത് റൊസാസി പഠിക്കുന്നുണ്ട്, ലെഗുമിനോസി പഠിക്കുന്നുണ്ട്, സൊളാനേസി പഠിക്കുന്നുണ്ട്. സോ പിന്നെ നമുക്ക് വയബിലിറ്റി ഫോർ മന്ത്സ് അല്ലേ നോക്കണ്ടേ? ഇപ്പോൾ ഏതൊക്കെയാണ്? റൊസാസി ആൻഡ് ലെഗുമിനോസി. ബാക്കിയൊക്കെ പയേഴ്സിയാണ് പറയുന്നത്, അതല്ല ആൻസർ വരേണ്ടത്. റൊസാസി, ലെഗുമിനോസി ആൻഡ് സൊളാനേസിയാണ് ആൻസർ വരുന്നത്. 3 നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ്. സോ നമുക്ക് എടുക്കാവുന്ന കറക്റ്റ് ചെയ്തതിൽ ഏതാണ്? ഓപ്ഷൻ 4 ആണ് വരുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് റൊസാസി ആൻഡ് ലെഗുമിനോസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് RNA polymerase 3 ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ്? സോ യൂകാരിയോട്സിൽ ബാക്ടീരിയൽ ആണെങ്കിൽ 3 RNA, rRNA, tRNA, mRNA 3 പേർക്കും കൂടി ഒരേ ഒരു RNA polymerase ഉള്ളൂ അല്ലേ? പക്ഷേ യൂകാരിയോട്സിൽ വരുമ്പോൾ വി ഹാവ് RNA polymerase 1, വി ഹാവ് RNA polymerase 2, വി ഹാവ് RNA polymerase 3. ഇതിൽ 2 എന്ന് പറയുന്നത് നമ്മുടെ HNRNAയുടെ പ്രിപ്പറേഷനാണ്. 1 എന്ന് പറയുന്നത് നമ്മുടെ 8 വരുന്ന എല്ലാ mRNAസും അല്ലേ? 5.8, 18, 28 ഇതൊക്കെ എങ്ങനെയാണ്? RNA polymerase 1 ആണ്. അതിനുശേഷം tRNA, 5s rRNA ഇതാണ് എന്ത്? നമ്മുടെ RNA polymerase 3 പോകുന്നത്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? RNA polymerase 3 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ RNA polymerase ട്രാൻസ്ക്രൈബ് rRNA 28, 18, 5.8 വരുന്നത് RNA polymerase 1 ആണ്. പിന്നെന്താണ്? ട്രാൻസ്ക്രൈബ് tRNA, 5s rRNA ആൻഡ് snRNA അത് കറക്റ്റാണ്. എന്താണ് ഇത്? ഇത് RNA polymerase 3 ആണ് ഇത് ചെയ്യുന്നത്. ഇത് 1 ആണ് ചെയ്യുന്നത്, ഇത് 3 ആണ്. പ്രിക്കസർ ഓഫ് mRNA ഉണ്ടാക്കുന്നത് 2 ആണ് അല്ലേ? സോ ആൻസർ 2 ആണ്. നമ്മളോട് ചോദിക്കുന്നത് 3ൻ്റെ ഫംഗ്ഷനാണ്. സോ tRNA, 5s rRNA ആൻഡ് snRNA ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്? വീണ്ടും ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബോത്ത് ATP ആൻഡ് NADPH പ്ലസ് H+ ആർ സിന്തസൈസ് ഡ്യൂറിങ് നോൺ സൈക്ലിക്. ശരിയാണോ? നോൺ സൈക്ലിക്കിൽ PS1 ഇൻവോൾവ് ആണ്, PS2 ഇൻവോൾവ് ആണ്. ഇലക്ട്രോൺസ് നോൺ സൈക്ലിക് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സ്ട്രോമൽ ലെവൽ ഹാസ് ഓൺലി PS1 ആൻഡ് ലാക്ക് NADP റിഡക്റ്റീസ്. ശരിയാണോ? സ്ട്രോമൽ ലാമലയിലാണ് നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അവിടെ PS2 ഇല്ല, NADP റിഡക്റ്റേഴ്സും ഇല്ല, PS1 ആണ് അവിടെ ഉള്ളത്. സോ ഇതും ശരിയാണ്. ഗ്രാന ലാമല ഹാസ് ബോത്ത് PS1 ആൻഡ് PS2. ശരിയാണോ? ആണ്. സ്ട്രോമൽ ലാമലയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ഗ്രാന ലാമലയിൽ എന്താണ്? 2 പേരും ഉണ്ട്. അപ്പോൾ നോൺ സൈക്ലിക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇൻവോൾവ് ബോത്ത് PS1 ആൻഡ് PS2. അത് ശരിയാണോ? അല്ല. സൈക്ലിക്കിൽ PS1 മാത്രമേ ഉള്ളൂ. 2 പേരും വരുന്നത് ഏതാണ്? നോൺ സൈക്ലിക് ആണ്. അപ്പോൾ ആൻസർ നമുക്കിവിടെ ഇൻകറക്റ്റ് എന്ന് പറയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. സോ ആൻസർ വിൽ ബി 4. സൈക്ലിക്കിൽ ഒരു ഫോട്ടോ സിസ്റ്റം മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോകാമല്ലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്യൂഷൻ ഓഫ് 2 സെൽ ഇസ് കോൾഡ് കാരിയോഗമി. കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. ആക്ച്വലി ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരിയോഗമി എന്ന് പറയുന്നത്. സോ ഇത് റോങ് ആണ്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമറ്റ് ഇസ് കോൾഡ് പ്ലാസ്മോഗമി. ശരിയാണോ? അതെ. നമ്മൾ ഫംഗസിലാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ പറയുന്നിടത്താണ് ഇത് പറയുന്നത്. സോ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ഗാമറ്റ് ഇസ് കോൾഡ് പ്ലാസ്മോഗമി. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓർഗാനിസം ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്. ആണോ? ലിവിങ് പ്ലാന്റ് അല്ല,
ഡെഡ് ഓർഗാനിക് മാറ്ററിലാണ് ആര് ഫീഡ് ചെയ്യുന്നത്? സാപ്രോഫൈറ്റ്സ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും റോങ് ആണ്. സം ഓഫ് ദ ഓർഗാനിസം ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ എ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഷീത്ത് സെൽസ്. അല്ല, നമ്മൾ സൈനോബാക്ടീരിയ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്, ചില സൈനോബാക്ടീരിയകളിൽ എന്താണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത് ഹെട്രോസിസ്, അതായത് യു ബാക്ടീരിയ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെൽസിനെ ഹെറ്ററോസിസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ആൻസർ ചെയ്താൽ വരിക കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ 2 വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, നമ്മുടെ ബയോമോളിക്യൂൾസ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ബയോമോളിക്യൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൽ കാണുന്ന കറസ്പോണ്ടിങ് ബോണ്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രോട്ടീൻസ് അമിനോ ആസിഡ്സിൻ്റെ പോളിമറാണ്. ഇൻഡിവിജ്വൽ അമിനോ ആസിഡ്സ് തമ്മിലുള്ള ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. അപ്പോൾ A4 വരും. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നതിൽ ഡബിൾ ബോണ്ടുകളാണ് കാണുക അല്ലേ? ഡബിൾ ബോണ്ട് ഉള്ളതിനെയാണ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്, ഐ മീൻ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. സോ B2. A4ഉം B2ഉം വരുന്നത് ഏതാണ്? സോറി, B2 അല്ല B1. A4ഉം B1ഉം വരുന്നത് ഇതാണ് ആൻസർ. ആൻസർ 1 വരും. ന്യൂക്ലിക് ആസിഡ് ഫോസ്ഫേറ്റ്, രണ്ട് ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഇടയിലുള്ള ബോണ്ട്, ഏതാണ്? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ്. സോ C വിൽ ബി കറസ്പോണ്ടിങ് ടു 2. പോളിസാക്കറൈഡ്സ് മോണോസാക്കറൈഡ്സിൻ്റെ പോളിമറായിട്ട് വരുന്നതാണ്. അവിടെ ഗ്ലൈക്കോസിഡിക് ബോൺസ് ആണ് കാണുന്നത്. സോ D3 ആണ്. സോ A4, B1, C2 ആൻഡ് D3. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഇൻവോൾവ് ഐഡൻറ്റിഫൈങ് ഡിഫറൻസസ് ഇൻ സം റീജിയൻസ് ഓഫ് ഇൻ DNA സീക്വൻസ് കോൾഡ് ആസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതെനിക്ക് തോന്നിയത് ചിലപ്പോൾ പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്, കാരണം സാറ്റലൈറ്റ് DNA യും റിപ്പീറ്റേറ്റീവ് DNA യും കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോളിക്കുലർ ബേസിസിൽ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ പറയുന്ന എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. DNA ഫിംഗർ പ്രിൻറ്റിങ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി. ഒരുപാട് നമ്മൾ തമ്മിൽ സിമിലർ ആണ് DNA അല്ലേ? സിമിലാരിറ്റി ഡിഫറൻസസ് കാണിക്കുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. അതും റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസുകളിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ഡിഫറൻസ് കാണിക്കുന്നത്. റിപ്പീറ്റേറ്റീവ് DNA എന്ന് പറയുന്നത് ഒരു സർട്ടൺ DNA സീക്വൻസ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേരിയേഷൻസ് കാണിക്കുന്നത്. സോ ഇത് എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ DNA സീക്വൻസ് കോൾ റിപ്പീറ്റേറ്റീവ് DNA ബിക്കോസ് ദിസ് സീക്വൻസസ് റിപ്പീറ്റ്സ് മെനി വേരിയിങ് ടൈംസ്. പല പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. സോ ആൻസർ ഇസ് റിപ്പീറ്റേറ്റീവ് DNA. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, കുറച്ച് ഓർഗാനിസംസ് അമോണിയനെ നൈട്രൈറ്റ് ആക്കും, കുറച്ച് പേര് നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കും. ഇനി ഇതിൽ നിന്ന് നൈട്രേറ്റിൽ നിന്ന് നൈട്രജൻ ആക്കി മാറ്റുന്ന കുറച്ച് ഡീനൈട്രിഫിക്കേഷൻ ചെയ്യുന്ന കുറച്ച് ബാക്ടീരിയകളുണ്ട് അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, മറന്നു പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അറിയാവുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. റൈസോബിയം നിങ്ങൾക്ക് അറിയാലോ, നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള ആളാണ്, അതായത് കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻടു അമോണിയ. B4 ആണ്. സോ അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. B4 എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷനാണ്. ബാക്കി നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. നൈട്രോകോക്കസ് കൺവേർഷൻ ഓഫ് അമോണിയ ടു നൈട്രൈറ്റ് ആണ് അല്ലേ? A2 ആണ്. തയോബാസിലസ് നമ്മൾ 2019 പറഞ്ഞിരുന്നു ഇതേ ക്വസ്റ്റ്യൻ. ഡീനൈട്രിഫിക്കേഷൻ്റെ ആളാരാന്ന് ചോദിച്ചിരുന്നു. സോ അതായത് നൈട്രേറ്റിൽ നിന്നും നൈട്രജൻ ഉണ്ടാക്കുന്ന ആൾ. സോ C1. നൈട്രോബാക്ടർ നൈട്രൈറ്റിൽ നിന്ന് നൈട്രേറ്റ് ആക്കുന്ന ആളാണ്. സോ D ആണ് ആൻസർ വരുന്നത്. ഐ മീൻ D അല്ല ആൻസർ. D will correspond to 3. So option 1 will be the answer. A2, B4, C1 and D3. ആൻസർ 1 ആണ് നമ്മുടെ മാച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പകുതി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാണ് കേട്ടോ. ഇനി സുവോളജി സെക്ഷനിലോട്ട് പോവാണ്. സോ NCERT എക്സാക്റ്റ് അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഓക്കെ, നമ്മുടെ എന്താണ് ബയോടെക്നോളജി എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇതാ ഞാൻ പറയാം, ബയോടെക്നോളജി ആക്ച്വലി ബോട്ടണിയിലും സുവോളജിയിലും ഒക്കെ ചോദിക്കുന്നത് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ. എ സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസ് ഐഡൻറ്റിഫൈഡ് ബൈ എൻഡോന്യൂക്ലിയേസ് ടു മേക്ക് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ വിത്തിൻ DNA. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് നമുക്കറിയാം, DNAയുടെ സ്പെസിഫിക് സൈറ്റിൽ പോയി റെക്കഗ്നൈസ് ചെയ്ത് കട്ട് ചെയ്യുന്ന എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ആ സീക്വൻസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരേ ഡയറക്ഷനിൽ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സെയിം. 5 to 3 രണ്ട് സ്റ്റാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരേപോലെ ഇരിക്കും അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താ? പാലിൻഡ്രോമിക് സീക്വൻസുകൾ എന്നാണ് പറയുക റെക്കഗ്നിഷൻ സീക്വൻസിന്.
നിങ്ങൾക്കൊരു സീക്വൻസ് പഠിക്കാനും കിടക്കുന്നുണ്ട്, നമ്മുടെ എക്കോ R1ൻ്റെ സീക്വൻസ്. ഓക്കെ, സോ ആൻസർ എന്തായിരിക്കും? 3 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിനോട് പോവാം. ദ ഫ്രൂട്ട് ഫ്ലൈ ഹാസ് 8 ക്രോമസോം ഇൻ ഈച്ച് സെൽ. ഫ്രൂട്ട് ഫ്ലൈ നമ്മുടെ ഡ്രോസോഫിലിയാണ്, 8 ക്രോമസോം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡ്യൂറിങ് ഇൻ്റർഫേസ് ഓഫ് മൈറ്റോസിസ് ഇഫ് ദ നമ്പർ ഓഫ് ക്രോമസോം അറ്റ് G1 ഫേസ് ഇസ് 8. ഓക്കെ, G1ൽ 8 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് വുഡ് ബി ദ നമ്പർ ഓഫ് ക്രോമസോം ആഫ്റ്റർ എസ്? എസ്സിന് ശേഷം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കോൺസെപ്റ്റ് എന്താണ്? എസ് ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടക്കും, DNA കണ്ടന്റ് ഡബിൾ ആവും, ബട്ട് ക്രോമസോം നമ്പർ വിൽ ബി ദ സെയിം അല്ലേ? DNA കണ്ടന്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡബിൾ ആക്കി എഴുതാം. പക്ഷെ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്രോമസോം നമ്പറാണ്. ക്രോമസോം നമ്പറിൽ ഒരു ചേഞ്ചും വരില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ക്രോമസോം നമ്പർ 8 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ സൈക്കിൾ ക്രോമസോം നമ്പർ എത്ര തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. DNA കണ്ടന്റ് ആണെങ്കിൽ യു വിൽ ഹാവ് ടു ടേക്ക് ദ ഡബിൾ എമൗണ്ട് അല്ലേ? സോ ഇവിടെ ക്രോമസോം നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ദ സെയിം നമ്പർ. സോ 8 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ ഫാമിലി മ്യൂസിഡേ? ഇത് എവിടെ നിന്ന് വരുന്ന ക്വസ്റ്റൻ ആണ്? ലിവിങ് വേൾഡ് എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. നമുക്കൊരു ടേബിൾ പഠിക്കാനുണ്ട് അല്ലേ? നമ്മുടെ ഓർഗാനിസം, അതിൻ്റെ കിങ്ഡം, ഫൈലം, അങ്ങനത്തെ ക്ലാസ് അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ മ്യൂസിഡേ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹൗസ് ഫ്ലൈ ആണ്. ഓക്കെ, മസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്ന ഹൗസ് ഫ്ലൈ ആണ് മ്യൂസിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നത്. സോ ആൻസർ ഇസ് 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സക്കസ് എൻഡറിക്കസ് ഇസ് റെഫേർഡ് ടു ആസ്. സക്കസ് എൻഡറിക്കസ് അല്ലേ? ഇതേതാണ്? നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇൻഡസ്ട്രിയൽ ജ്യൂസിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ? ഇൻഡസ്ട്രിയൽ ജ്യൂസിനെയാണ് എന്ത് പറയുന്നത്? സക്കസ് എൻഡറിക്കസ് എന്ന് പറയുന്നത്. ആൻസർ 2. അവിടെ ഗോബ്ലറ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കോസ് വരും, ബാക്കി സെൽസിൽ നിന്ന് വരുന്ന സെക്രീഷൻസും എല്ലാം കൂടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ജ്യൂൾസിനെ ഹോളായിട്ട് പറയുന്ന പേരാണ് എന്ത്? സക്കസ് എൻഡറിക്കസ് എന്ന് പറയുന്നത്. ഫൈനൽ ഡൈജഷൻ ചെയ്യുന്ന ആൾക്കാർ അവരെയാണ്. സോ ആൻസർ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. വിത്ത് റിഗാർഡ് ടു ഇൻസുലിൻ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അഗെയിൻ ബയോടെക്നോളജി ആപ്ലിക്കേഷൻ എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം നമ്മുടെ ഇൻസുലിൻ ഒരു പ്രോ ഇൻസുലിൻ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അതിലൊരു എ പെപ്റ്റൈഡ് ഉണ്ടായിരിക്കും, ബി ഉണ്ടായിരിക്കും, സി എന്ന് പറയും. മെച്ചുറേഷൻ്റെ ഭാഗമായിട്ട് ഈ സി എന്ന് പറയുന്ന പെപ്റ്റൈഡിനെ കട്ട് ചെയ്ത് കളഞ്ഞ് എയും ബിയും മാത്രമായിട്ടായിരിക്കും മെച്ചുർ ഇൻസുലിനിൽ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാം. എയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഡൈസൾഫൈഡ് ലിങ്കേജസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് ലെറ്റ്സ് റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ദേ ഹാവ് ഗിവൺ. സി പെപ്റ്റൈഡ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ മെച്ചുർ ഇൻസുലിൻ. ശരിയാണോ? അതെ. പ്രോ ഇൻസുലിനിൽ സി കാണും, മെച്ചുറിൽ കാണില്ല. ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി RDN ടെക്നോളജി ഹാസ് സി പെപ്റ്റൈഡ്. ശരിയാണോ? അല്ല. RDN ടെക്നോളജി വഴി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എക്ക് സെപ്പറേറ്റ് ആയിട്ടും ബി സെപ്പറേറ്റ് ആയിട്ടും ഉണ്ടാക്കി നമ്മൾ ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സി പെപ്റ്റൈഡ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്നില്ല RDN ടെക്നോളജി വെച്ചിട്ട് അല്ലേ? സോ RDN ടെക്നോളജി വെച്ച് ഉണ്ടാക്കുന്ന ഇൻസുലിനിൽ സി പെപ്റ്റൈഡ് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ പ്രോ ഇൻസുലിൻ ഹാസ് സി പെപ്റ്റൈഡ്. ശരിയാണ്. പ്രോയ്ക്ക് സി പെപ്റ്റൈഡ് ഉണ്ട്, അത് മെച്ചുർ ചെയ്യുമ്പോൾ സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്ത് കളയും. എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ് ഓഫ് ഇൻസുലിൻ ആർ ഇന്റർകണക്റ്റഡ് ബൈ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. ശരിയാണ്. ടെക്സ്റ്റിൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അല്ലേ? സോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറക്റ്റ് ഓപ്ഷൻസ് എടുക്കുകയാണ്. അപ്പോൾ ബി ഇല്ലാത്ത ഓപ്ഷനെ നമുക്ക് വേണ്ടു അല്ലേ? ബി ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതും എടുക്കണ്ട. പിന്നെ ഏതൊക്കെയാണ്? എയും സിയും ഡിയും വേണം. എ സി ഡി. ഓപ്ഷൻ 3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റിനോട് പോവാലോ. Persons with the AB blood group are called as universal recipients. This is due to 4 ബ്ലഡ് ഗ്രൂപ്പ് AB O. AB ബ്ലഡ് ഗ്രൂപ്പിൽ 2 ആൻറ്റിജനും കാണും RBCയിൽ അല്ലേ? A ആൻറ്റിജനുണ്ട്, B ആൻറ്റിജനുണ്ട്. ആൻഡ് ദേ ഡോണ്ട് ഹാവ് എനി ആൻറ്റിബോഡീസ് ഇൻ ദർ പ്ലാസ്മ. Aയും B ആൻറ്റിബോഡീസും അവരുടെ പ്ലാസ്മയിൽ ഇല്ല. അവർക്ക് ആരുടെ വേണമെങ്കിൽ ബ്ലഡ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പം അതിന് കാരണം എന്താ? ആബ്സെൻസ് ഓഫ് ആൻറ്റിജൻസ് ആണോ? ആൻറ്റിജൻസ് 2 ഉണ്ട് അവർക്ക്. ആബ്സെൻസ് ഓഫ് ആൻറ്റിജൻസ് ഇൻ ദ പ്ലാസ്മ അല്ല. പ്രസൻസ് ഓഫ് ആൻറ്റിബോഡീസ് അല്ല, അവർക്ക് ആൻറ്റിബോഡീസ് ഇല്ല. ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ് ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി ഇൻ പ്ലാസ്മ. ശരിയാണോ? അതെ. അവരുടെ RBCയിൽ അവർക്ക് എ ആൻറ്റിജനുണ്ട്, ബി ആൻറ്റിജനുണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് ആൻറ്റി എ ഓർ ആൻറ്റി ബി ആൻറ്റിബോഡീസ് ഇൻ ദർ പ്ലാസ്മ. സോ അതുകൊണ്ടാണ് അവർക്ക് ആരുടെ വേണമെങ്കിൽ ബ്ലഡ് എടുക്കാമെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ യൂണിവേഴ്സൽ ഡോണറായിട്ട് പറയുന്നത് ആരെയാണ്? O ബ്ലഡ് ഗ്രൂപ്പുകാരെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ആൻറ്റിജൻസ്. അവർക്ക് ആൻറ്റിജൻസ് ഇല്ല. സോ വേറൊരാളുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാലും ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റില്ല.
സോ ഇവിടെ എ ബിക്കാരെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു വിൽ ഹാവ് ടു റൈറ്റ് ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ നമുക്ക്. 157. In a cross between male and female, both heterozygous for sickle cell anemia, what percentage of the progeny will be deceased? അല്ലേ? ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസീസ് ആണ്. 2 അലീൽസ് ആണ് നമ്മൾ പറയാറ്, HbAയും HbSഉം. ഇപ്പോൾ ഇവിടെ ഫീമെയിൽസ് 2 പാരൻസും എങ്ങനെയുള്ളവരാണ്? ഹെട്രോസൈഗസ് ഫോർ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നുണ്ട്. സോ ദെയർ ജീനോടൈപ്പ് ഇസ് HbA HbS അല്ലേ? 2 പാരൻസും HbA HbS ആണ്. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. HbA HbS ക്രോസ് വിത്ത് HbA HbA. അനദർ ഹൈഡ്രോസൈഗസ് ആളാണ്. അപ്പോൾ നമുക്ക് പിന്നറ്റ് സ്ക്വയർ വരച്ച് നോക്കാം. ദാറ്റ് വിൽ ബി ഈസി. ഒരാളിൽ നിന്ന് വരുന്ന ഗാമേറ്റ്സ് ഇതാണ്, മറ്റാളിൽ നിന്ന് വരുന്ന ഗാമേറ്റ് ഇതാണ്. സോ ജീനോടൈപ്സ് ആർ ഗോയിങ് ടു ബി ലൈക്ക് ദിസ്. ഇത് ആക്ച്വലി ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ മെൻ്റലിൻ്റെ ആ ടിക്ക് പകരം വയ്ക്കുന്ന പോലെയല്ല. നമുക്കറിയാലോ F2 ജനറേഷൻ്റെ എന്താണ് റേഷ്യോ ഒക്കെ നമുക്കറിയാവുന്നതാണ്. സോ യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ആക്ച്വലി. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ എങ്ങനെയാണ് വരുന്നത്? നമ്മൾക്ക് 4 ഔട്ട് ഓഫ് ദ 4 പ്രോജനീസ് ഒരാൾ HbA ആണ്, നോർമലാണ്. 2 പേര് ഹെട്രോസൈഗസ് ആണ്, HbA HbS ആണ്, അതായത് കാരിയേഴ്സ് ആണ്. ഒരാൾ HbS HbS, അതായത് എങ്ങനെയാണ് ഡിസീസ് ഉള്ള സിക്കിൾ സെൽ അനീമിയ ഡിസീസ് ഉള്ള ആൾക്കാരാണ്. സോ 4-ൽ ഒരാളെന്ന് പറയുമ്പോൾ 1/4 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് വരിക? 25%. നമ്മളോട് ചോദിക്കുന്നത് എത്ര പേർക്ക് ഡിസീസ് ഉണ്ടെന്നാണ്, എഫക്റ്റഡ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4-ൽ ഒരാളെന്ന് പറയുമ്പോൾ 25% ആണ് വരിക. ആൻസർ 3 വിൽ ബി ദി ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ? ഓക്കെ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ബോഡി ഫ്ലൂയിഡ്സ് എന്നുള്ളത് അവിടെ നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ് പഠിക്കുന്നുണ്ട്. നമുക്കൊരു വൂണ്ട് വരുവാണെങ്കിൽ അത് ഉടനെ തന്നെ അവിടെ ഒരു ക്ലോട്ട് വന്ന് ഒരു കൊയാഗുലം ഫോം ചെയ്ത് അത് സ്റ്റോപ്പ് ആവും, ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും അല്ലേ? അപ്പോൾ കൊയാഗുലം നമുക്ക് എന്താണെന്ന് അറിയാം, ഫൈബ്രിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ് ത്രെഡ്സും അതിൻ്റെ ഉള്ളിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഫോംഡ് എലമെൻറ്റ്സ് ട്രാപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന ക്ലോട്ട്. സോ ഈ ഫൈബ്രിൻ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് കൺവേർഷൻ ഈസ് ഡൺ ബൈ ദി എൻസൈം ത്രോംബിൻ. ത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ത്രോംബിൻ എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവായ ഫോമിലാണല്ലോ നിൽക്കുന്നത്, പ്രോത്രോംബിനായിട്ടല്ലേ നിൽക്കുന്നത്. അതിനെ ആക്റ്റീവായിട്ട് കൊടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ ത്രോംബോകൈനേസ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹൂ കൺവേർട്സ് ഫൈബ്രിനോജൻ ഇൻ ടു ഫൈബ്രിൻ എന്നാണ്. സോ ആൻസർ വിൽ ബി ത്രോംബിൻ. സോ ആൻസർ 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പാർഷ്യൽ പ്രഷർ ഇൻ millimeter of mercury of oxygen O2 and carbon dioxide CO2 at the alveoli, the site of diffusion are. അതായത് ആൽവിയോളയിൽ PO2 ആൻഡ് PCO2 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആൽവിയോളയിൽ ഓക്സിജൻ കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. സോ PO2 നമ്മൾ ഓൾറെഡി പഠിച്ച് നിങ്ങൾക്കൊരു ടേബിൾ പഠിക്കാനുണ്ട്, അത് പഠിക്കേണ്ടതാണ്. PO2 is 104 and PCO2 is 40. ആക്ച്വലി PCO2ൻ്റെ ഇവിടെ നിന്നിട്ട് പഠിക്കാൻ എളുപ്പം 40, 45, 40, 45 എന്നാണ് പഠിക്കുക. സോ ആൻസർ ഏതാ വരിക? PO2 is 104ഉം PCO2 is 40. ആൻസർ 1 ആണ് വരുന്നത്, ഓപ്ഷൻ 1. ആ ടേബിൾ ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ, ഓർമ്മ നിൽക്കാത്തവരുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ആണ്. എഫക്റ്റിംഗ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ലീഡിങ് ടു ഫറ്റീഗ്, വീക്കനിങ് ആൻഡ് പാരാലിസിസ് ഓഫ് സ്കെൽട്ടൽ മസിൽ ഈസ് കോൾഡ് ആസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പേപ്പർ ചെയ്തപ്പോൾ അതിൽ മസ്കുലർ ഡിസ്ട്രഫീനെ കുറിച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻ, ജനറ്റിക് ഡിസോർഡർ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറായി. ഏതാണ് ഓട്ടോ ഇമ്മ്യൂൺ? ഇത് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻ്റ് ആണ്, അതല്ല. മസ്കുലർ ഡിസ്ട്രഫി നമ്മൾ അന്ന് ജനറ്റിക് ഡിസോർഡർ ആയിരുന്നു. ഇത് യൂറിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ നമ്മൾ പറയുന്നതാണ്, ഗൗട്ടി ആർത്രൈറ്റിസ് ഒക്കെ. മയാസ്തനിയ ഗ്രേവിസ് ആണ് എന്ത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ സെൽഫ് ആൻറ്റിജൻ അഗെയിൻസ്റ്റ് തന്നെ ആക്ട് ചെയ്യുക, സെൽഫായിട്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുക? റെസിസ്റ്റ് ചെയ്യുക. അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ മയാസ്തനിയ ഗ്രേവിസ് ആണ്. ആൻസർ 3 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഓൺലി എൻസൈം ദാറ്റ് ഹാസ് ദ കാപ്പബിലിറ്റി ടു കാറ്റലൈസ് ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രൊക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്ന ആളാരാണ്? RNA പോളിമറേസ് ആണ്. അത് ഒരേ ഒരു RNA പോളിമറേസേ ഉള്ളൂ അല്ലേ?
ഈ RNA പോളിമറേസ് എന്ന് പറയുന്നത് ഒരു DNA-നെയാണ് ടെംപ്ലേറ്റ് ആക്കി വെക്കുന്നതും എന്നിട്ട് ആ DNA-ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA സ്ട്രാൻഡാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് അവരെ എന്ത് വിളിക്കാം? കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വി ക്യാൻ കോൾ ദം ആസ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. സോ ആൻസർ എന്തായിരിക്കും? DNA ഈ പറയുന്ന എൻസൈം DNA റെപ്ലിക്കേഷനിൽ വേണ്ട ആളാണ്. സോ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് നമ്മുടെ ആൻസർ. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. സോ ആൻസർ വരാൻ പോകുന്നത് 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിനോട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് RNA ഈസ് നോട്ട് റിക്വയർഡ് ഫോർ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ? ട്രാൻസ്ലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ mRNA വേണം. അതിലാണ് കോഡ് ഇരിക്കുന്നത്, കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇരിക്കുന്നത് mRNA-ലാണ്. mRNA-യിൽ ഇരിക്കുന്ന കോഡ് നോക്കി അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നത് ആരാണ്? tRNA ആണ്. അതിനുശേഷം ഒരു സ്ട്രക്ചറൽ റോൾ അല്ലെങ്കിൽ ഒരു കാറ്റലറ്റിക് റോള് റൈബോസോമിൻ്റെ ഭാഗമായിട്ടിരുന്ന് ചെയ്യുന്ന ആളാരാണ്? rRNA ആണ്. സോ ഈ 3 പേരും എന്തിനാവശ്യമാണ്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ആവശ്യമാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമാണ്. സോ mRNA വേണം, tRNA വേണം, rRNA വേണം. ഇനി ഇതിൽ വരാത്തൊരാളാരാണ്? siRNA ആണ്. siRNA എന്ന് പറയുന്നത് നമ്മളെ സ്മോൾ ഇൻ്റർഫിയറിങ് RNA ആണ്. നിങ്ങൾക്കത് പഠിക്കാനില്ല, എന്നാൽ നിങ്ങൾ RNA ഇൻ്റർഫറൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? ഒരു RNA യൂസ് ചെയ്ത് mRNA സൈലൻസിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ചെറിയ RNA വിളിക്കുന്ന പേരാണ് ഈ സ്മോൾ ഇൻ്റർഫിയറിങ് RNA അല്ലെങ്കിൽ siRNA എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് ഇൻവോൾവ് ഇൻ ട്രാൻസ്ലേഷൻ. അവർ RNA ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ mRNA സൈലൻസിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് siRNA. സോ ആൻസർ 4 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റിനോട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഹോർമോൺ റിലീസിങ് IUD? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, നോൺ മെഡിക്കേറ്റഡ് ഉണ്ട്, കോപ്പർ റിലീസിങ് ഉണ്ട്, ഹോർമോണൽ IUDs ഉണ്ട്. അപ്പോൾ ഹോർമോണൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ 2019 ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് 2 എക്സാമ്പിൾ ചോദിച്ചിരുന്നു അവർ. ഇന്നിപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കുന്നുള്ളൂ. ഏത് ആൻസർ വരിക? LNG-20 ആണ് ആൻസർ അല്ലേ? ബാക്കിയൊക്കെ നമ്മൾ കോപ്പറേറ്റീവൊക്കെ എന്താണ്? കോപ്പർ റിലീസിങ് IUDs ആണ്. സോ ആൻസർ വിൽ ബി LNG-20. LNG-20 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. 164. ഇഫ് അഡിനിൻ മേക്സ് 30% ഓഫ് ദ DNA molecule, what will be the percentage of thymine, guanine and cytosine in it? സോ നമ്മുടെ ഷർഗാഫ് റൂള് ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ എത്രത്തോളം അഡിനിൻ ഉണ്ടോ അത്രത്തോളം തന്നെ ആരും ഉണ്ടായിരിക്കും? തൈമിനും ഉണ്ടായിരിക്കും. സോ അഡിനിൻ 30% ആണെങ്കിൽ ഡെഫിനറ്റ്ലി തൈമിനും എത്ര പെർസെൻറ്റേജ് ആണ്? 30% ആണ്. സോ അഡിനിനും തൈമിനും കൂടിയിട്ട് ഇപ്പോൾ ടോട്ടൽ എത്ര? 60. ബാക്കി 40% ആണ് ആര് വരാൻ പോകുന്നത്? ഗ്വാനിനും സൈറ്റോസിനും കൂടി വരാൻ പോകുന്നത്. സോ ഗ്വാനിനും സൈറ്റോസിനും ഈക്വൽ അളവിലായിരിക്കും. സോ 20-20 ആയിരിക്കും ഈച്ച്. സോ ഇനി ആൻസർ എടുക്കാമല്ലോ. തൈമിൻ വിൽ ബി 30%, ഗ്വാനിൻ വിൽ ബി 20% ആൻഡ് സൈറ്റോസിൻ വിൽ ബി another 20%. സോ ആൻസർ വിൽ ബി 3. ഷർഗാഫ് റൂൾ നോക്കിയാൽ മതി. അഡിനിന് എത്രയുണ്ടോ അത്രയും തന്നെ ആരുണ്ടായിരിക്കും? തൈമിൻ ഉണ്ടായിരിക്കും. അപ്പോൾ അഡിനിനും തൈമിനും കൂടി എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കാം ടോട്ടൽ. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരെ മൈനസ് ചെയ്തെടുക്കണം അല്ലേ? സോ ആൻസർ 3 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അനദർ മാച്ച് ദ കോളം ആണ്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ഓരോ മൈക്രോബ്സ് എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിളാണ് ചോദിക്കുന്നത്. ആസ്പെർജിലസ് നൈഗർ സിട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നതാണ്. സോ A കറസ്പോണ്ട്സ് ടു 3. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അസറ്റോബാക്ടർ അസറ്റി ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അസറ്റിക് ആസിഡ്. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം ഇറ്റ്സ് ബ്യൂട്ടറിക് ആസിഡ്. ലാക്ടോബാസിലസ് ലാക്റ്റിക് ആസിഡ്. സോ ഏതാണ് ആൻസർ വരാൻ പോകുന്നത്? ഓപ്ഷൻ 1 ആണ് കറക്റ്റ്ലി മാച്ച് ചെയ്തെടുക്കാവുന്നത്. എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിനോട് പോകാം. 166. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. മെറ്റാജെനസിസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഹെൽമിനസ്. മെറ്റാജെനസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുള്ളതാണ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ പോളിപ്പ്, മെഡിസ അങ്ങനെ 2 സെക്ഷൽ ഫോംസിൽ നിൽക്കുന്നത് അല്ലേ? അത് നമ്മൾ കണ്ടിരുന്ന ആർക്കാണ്? നിഡേറിയൻസിനാണ്, ഹെൽമിൻസിനല്ല. സോ അത് റോങ് ആണ്. എക്കിനോഡെർമ്സ് ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്, ശരിയാണ്. നമ്മൾ എന്താണ് പ്ലാറ്റി ഹെൽമിനസ് മുതൽ എല്ലാവരും എങ്ങനെയാണ്? ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്. സീലോമേറ്റ് ആണ്. അനലിഡ മുതൽ അങ്ങോട്ടേക്ക് എല്ലാവരും ട്രൂ സീലോമേറ്റ് ആണ്. അപ്പോൾ അത് ശരിയാണ്. റൗണ്ട് വർംസ് നമ്മുടെ ആസ് ഹെൽമിനസിൽ വരുന്ന ആൾക്കാരാണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ശരിയാണ്. കോംപ്ലേറ്റ്സ് പ്രസന്റ് ഇൻ ടിനോഫോഴ്സ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ. കോംപ്ലേറ്റ് ശരിയാണ്, ടിനോഫോഴ്സിനാണ്. പക്ഷെ അത് ലോക്കോമോഷൻ്റെ ആണ്, ഡൈജഷൻ്റെ അല്ല. സോ ഇത് റോങ് ആണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കിനോഡേംസ് ശരിയാണ്. പിന്നെ എന്താ ആൻസർ പറയാൻ പോകുന്നത്?
ബിയും സിയും ഇയും ആണ് എന്ത് കറക്റ്റായിട്ട് വരുന്നത്. ബി സി ഇ. അപ്പോൾ ഓപ്ഷൻ 4 അല്ലേ വരുന്നത്. ബി സി ഇ ആർ ദി കറക്റ്റ് ആൻസർ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ആൻസർ 4 എടുക്കാം അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് പോവാം. റിസപ്റ്റേഴ്സ് ഫോർ സ്പേം ബൈൻഡിങ് ഇൻ മാമൽസ് ആർ പ്രസൻറ്റ് ഓൺ. അപ്പം ഇത് ഡയറക്റ്റ് ഇല്ല, എന്നാലും നമ്മൾ പഠിക്കുന്നുണ്ട് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് സ്പേംസ് എന്ത് ചെയ്യാണ്, വിൽ കം ഇൻ കോൺടാക്ട് വിത്ത് സോണ പെലിസിഡ, എന്നിട്ട് അക്രോസോം സെക്രീഷൻസ് യൂസ് ചെയ്ത് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ റിസപ്റ്റർ ഇരിക്കുന്നത് ആക്ച്വലി സോണ പെലിസിഡ എന്ന് പറയുന്ന മെംബ്രെയിനുമ്പോഴാണ്. ഓക്കെ, സോ റിസപ്റ്റേഴ്സ് ഫോർ സ്പേം ബൈൻഡിങ് ഇൻ മാമൽസ് ആർ പ്രസൻറ്റ് ഓൺ ദ മെംബ്രെയിൻ അറൌണ്ട് ദ സെക്കൻഡറി യൂസൈറ്റ്, ദാറ്റ് ഇസ് സോണ പെലിസിഡ. എന്നിട്ടാണ് അപ്പോഴാണ് ഈ സ്പേമിൻ്റെ എൻട്രി വരുമ്പോഴാണ് എന്ത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതും ഓവം ഫോം ചെയ്യുന്നതൊക്കെ. സോ ദ റിസപ്റ്റേഴ്സ് ഫോർ സ്പേം ബൈൻഡിങ് ഇൻ മാമൽസ് ആർ പ്രസൻറ്റ് ഓൺ ദി സോണ പെലിസിഡ. ഇത് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല, എന്നാലും അവർ പറയുന്നുണ്ട് കം ഇൻ കോൺടാക്ട് വിത്ത് സോണ പെലിസിഡ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആൻസർ ചെയ്താലോ സോണ പെലിസിഡയാണ് ആൻസർ വരുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. സോ ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ആണെന്ന് തോന്നുന്നു ഇതിൽ വന്നിരിക്കുന്നത്. മെറ്റാമറിസം. എന്താണ് മെറ്റാമറിസം? സെഗ്മെൻറ്റേഷൻ കാണിക്കാം. ആനലിഡ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞൊരു പേപ്പർ ചെയ്തപ്പോൾ ആർക്കൊക്കെയാണ് സെഗ്മെൻറ്റേഷൻ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ആനലിഡ, ആർത്രോപോഡ, കോർഡേറ്റ പറഞ്ഞിരുന്നു അല്ലേ. സോ മെറ്റാമറിസം ട്രൂ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നത് ആരാണ്? ആനലിഡക്കാരാണ്. സോ എ വിൽ ബി കറസ്പോണ്ടിങ് ടു 3. ഇനി നമുക്ക് കനാൽ സിസ്റ്റം ഉണ്ട്. ഓപ്ഷൻസ് ഏതൊക്കെ ഇവിടെ കൊടുക്കുന്നത്? സിലിണ്ടറേറ്റ, ടിനോഫോറ, പോരിഫറ. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് കനാൽ സിസ്റ്റം. ഓസ്റ്റിയൽ കൂടെ വാട്ടർ ഒരു കനാൽ സിസ്റ്റത്തിലോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് ആരുടെയാണ്? പോരിഫറക്കാരുടെയാണ്. സോ ബി വിൽ ബി മാച്ച്ഡ് വിത്ത് 4. സോ എ 3യും ബി 4ഉം. കോംബ് പ്ലേറ്റ്സ്, ഇതിപ്പോൾ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തേ ഉള്ളൂ. കോംബ് പ്ലേറ്റ്സ് ടിനോഫോറയിലാണ് കാണുന്നത്. സോ കോംബ് പ്ലേറ്റ്സ് C2 ആണ്. സോ എ 3, ബി 4, C2. ഏതായിരിക്കും ഓപ്ഷൻ? ആൻസർ 3 ആണ് വരുന്നത്. നിഡോബ്ലാസ്റ്റ്, നമ്മുടെ സ്ട്രിങ്ങിങ് സെൽസ് കാണുന്നത് എവിടെയാണ്? സിലിണ്ടറേറ്റയിലാണ്, നിഡേറിയൻസിലാണ്. സോ ഡി വിൽ ബി മാച്ച്ഡ് വിത്ത് 1. സോ ആൻസർ എന്താണ്? 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആനിമൽ കിങ്ഡത്തിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. എറിത്രോപോയിറ്റിൻ ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് RBC ഫോർമേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. അത് നമ്മൾ കെമിക്കൽ കോർഡിനേഷനിൽ പഠിക്കുന്നത്. നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, അതല്ലാതെ നമ്മൾ ഹാർട്ട്, കിഡ്നി അവിടെ നിന്നൊക്കെ കുറച്ച് ഹോർമോൺസ് വരുന്നു പഠിക്കുന്നുണ്ട് അല്ലേ. സോ കിഡ്നിയിൽ ജെക്സ്റ്റാ ഗ്ലോമറുലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത്? എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഇൻവോൾവ് ഇൻ ദി RBC പ്രൊഡക്ഷൻ. സോ ആൻസർ എന്താണ്? ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ് അല്ല, അത് ഗ്ലൂക്കോൺ ആണ്. ഐലറ്റ്സ് ഓഫ് ഇതല്ല. സെൽസ് ഓഫ് ബോൺ മാരോ നോ, ഇറ്റ്സ് എ ജെക്സ്റ്റാ ഗ്ലോമറുലർ സെൽസ് ഓഫ് ദി കിഡ്നി. കിഡ്നിയിൽ നിന്നാണ് എന്ത് വരുന്നത്? എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ദി RBC പ്രൊഡക്ഷൻ. സോ അടുത്ത ക്വസ്റ്റിനോട് പോവാലോ. ആൻസർ 4 കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇസ് വെനറൽ ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ. വെനറൽ ഡിസീസസ് എന്ന് പറയുന്നത് എങ്ങനത്തെ ഡിസീസസ് ആണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് വെനറൽ ഡിസീസസ് എന്ന് പറയുന്നത്. സോ അത് കണ്ടാമിനേറ്റഡ് നീഡ്സ്, നമ്മളിപ്പോൾ ഡ്രഗ് അഡിക്ട്സിലും മറ്റും സിറിഞ്ചസ് ഒക്കെ അവർ ഷെയർ ചെയ്യും അല്ലേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇവരെന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റെറൈൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെറൈൽ വഴി ചെയ്യില്ല. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓക്കെ, നമ്മളറിയാതെ ഒരു ഇൻഫെക്റ്റഡ് ഓൾറെഡി അസുഖമുള്ള ഒരാളിൽ നിന്ന് ബ്ലഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ ഡെഫിനറ്റ്ലി നമുക്കും ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ് ആണ്. അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഫീറ്റസിന് വരാം, ഇൻഫെക്ഷൻ വരാം. ഒരു വല്ലാതെ ഒരു കിസ്സിങ്ങിലൂടെയോ ടച്ചിങ്ങിലൂടെയോ ഒന്നും അത് സ്പ്രെഡ് ആവില്ല. ഇൻഹെറിറ്റ് ചെയ്തും വരുന്നതല്ല, ജനറ്റിക് ഡിസോർഡർ ആയിട്ട് പറയുന്നതല്ല. സോ കറക്റ്റ് ആൻസർ എന്താണ്? നമുക്ക് ബിയും സിയും മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. സോ ബി ആൻഡ് സി ഓൺലി. ഇപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? 3 ആണ് ആൻസർ വരുന്നത്. ബി ആൻഡ് സി ഓൺലി. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം നമുക്ക്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു കോക്രോച്ച്. കോക്രോച്ചിനെ വെച്ചിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റിംഗ് ഓഫ് ഗ്യാസ്ട്രിക് CK ഈസ് പ്രസന്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് ആണോ? ഗ്യാസ്ട്രിക് CK അല്ലെങ്കിൽ ഹെപ്പാറ്റിക് CK എന്ന് പറയുന്നത് ഫോർഗട്ടിനും മിഡ്ഗട്ടിനും ഇടയിൽ കിടക്കുന്നതാണ്. അല്ലാതെ മിഡ്ഗട്ടിനും ഹൈൻഗട്ടിനും ഇടയിൽ അവിടെ മാൽപീജിയൻ ട്യൂബിൾസ് ആണ് കിടന്നത്. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ്. കിട്ടിയല്ലോ നമുക്ക് ആൻസർ? സോറി. സോ ആൻസർ 1 ആണ് ഇൻകറക്റ്റ് ആയിട്ട് പറയുന്നത്. അത് ഫോർഗട്ടിൻ്റെയും മിഡ്ഗട്ടിൻ്റെ ഇടയിലാണ് കാണുന്നത്. ഹൈപ്പോഫയറിങ്സ്, അതായത് ടങ് എന്ന് പറയുന്നത് സ്ലൈഡ്സ് വിത്തിൻ ദ ക്യാവിറ്റി എൻക്ലോസ്ഡ് ബൈ ദ മൗത്ത് പാർട്ട്. ശരിയാണ്. ഫീമെയിൽസിൽ 7th, 8th, 9th സ്റ്റേണ ടുഗദർ ഫോംസ് ദ ജെനിറ്റൽ പൗച്ച്. കറക്റ്റ് ആണ്. 10th അബ്ഡോമിനൽ സെഗ്മെന്റ് ഇൻ ബോത്ത് സെക്സസ് ബെയർസ് എ പെയർ ഓഫ് അനൽ സെർസൈ. ശരിയല്ലേ? അനൽ സെർസൈ എന്ന് പറയുന്നത് 2 പേർക്കും ഉണ്ട്. അനൽ സ്റ്റൈൽ എന്ന് പറയുന്നത്
മെയിൽസിൽ മാത്രമേ ഉള്ളൂ അല്ലേ. സോ ഇവിടെ സെർസസ് ആയതുകൊണ്ട് 2 പേർക്കും ഉണ്ടെന്ന് പറയാം. സോ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് എടുക്കാവുന്നത് ഏതാണ്? ഓപ്ഷൻ 1 ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 172. ഓക്കെ, ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ളതാണ്. എക്സാമ്പിളും അതിൻ്റെ വേറെ പേരൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈസാലിയ നിഡേറിയൻസിൽ വരുന്ന നമ്മുടെ പോർച്ചുഗീസ് മെൻ ഓഫ് വാർ എന്ന് വിളിക്കുന്ന ആളാണ്. സോ എ കറസ്പോണ്ട്സ് ടു 2. ലിമുലസ് കിങ് ക്രാബ് എന്ന് പറയുന്ന ആർത്രോപോഡയിൽ വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ ലിവിങ് ഫോസിൽ. സോ ബി 3 ആണ്. ആൻസൈലോസ്റ്റോമ നമ്മുടെ റൗണ്ട് വേംസിൽ വരുന്നതാണ്. ഇറ്റ്സ് എ ഹുക്ക് വേം അല്ലേ. സോ സി 4. പിനാക്റ്റിഡ നമ്മുടെ മൊളസ്കയിൽ വരുന്ന പേൾ ഓയിസ്റ്റർ ആണ്. സോ ഡി. സോ ഏതാണ് ആൻസർ വരാൻ പോകുന്നത്? A2, B3, C4. ഓക്കെ, അപ്പോൾ ആൻസർ 3 അല്ലേ വരുന്നത്? C4 ആൻഡ് D1. നമുക്ക് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് മാച്ചിങ് ആയിട്ട് എടുക്കാവുന്നത് കേട്ടോ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റിനോട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ബെയർസ് ഹോളോ ആൻഡ് നിമാറ്റിക് ലോങ് ബോൺസ്? അഗൈൻ ആനിമൽ കിങ്ഡം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബോൺസിൽ എയർ ക്യാവിറ്റീസ് ഉണ്ട്, ലോങ് ബോൺസ് നിമാറ്റിക് ആണ്. ഇത് നമ്മൾ പഠിക്കുന്നത് എയിംസ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ്, എയിംസിലാണ് അല്ലെങ്കിൽ ബേർഡ്സിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവർക്ക് ബേർഡ്സ് എന്ന് കൊടുത്തിട്ടില്ല. ബട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബേർഡ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരാളെ എടുക്കേണ്ടി വരും. ആര് എക്സാമ്പിൾ വരുന്നത്? നിയോഫ്രോൺ, ഹെമിഡാക്ടിലസ്, മാക്രോബസ് ആൻഡ് ഓർണിത്തോറിംഗസ്. ഏതാണ് എയിംസിൽ വരുന്ന ആൾ? നിയോഫ്രോൺ ആണ്. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എയിംസിലെ ഡയഗ്രം നോക്കിയാൽ മതി. ഇറ്റ്സ് ദ നിയോഫ്രോൺ. സോ ആൻസർ 1. ലോങ് ബോൺസ് നിമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എയർ ക്യാവിറ്റീസ് ഒക്കെ കാണുന്നത് എയിംസിലാണ്, ബേർഡ്സിലാണ്. സോ ഓപ്ഷൻ 1 ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ ബേർഡ്. സോ നമുക്ക് 1 ആൻസർ ആയിട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. സെൻട്രിയോൾ അണ്ടർഗോസ് ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിങ് സെൽ സൈക്കിളിൽ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ, DNA റെപ്ലിക്കേഷൻ ഇതൊക്കെ നടക്കുന്ന ഏത് ഫേസിലാണ്? എസ് ഫേസിലാണ് നടക്കുന്നത്. സോ ആൻസർ എന്താ വരിക? 1. എസ് ഫേസിലാണ് സെൻട്രിയോളിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. 175. During the process of gene amplification using PCR, if very high temperature is not maintained in the beginning, okay, high temperature maintain ചെയ്യുന്നില്ല, then which of the following steps of PCR will be affected first? PCR-ൽ 3 സ്റ്റെപ്സ് നമ്മൾക്കറിയാം. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, പിന്നെന്താണ്? എക്സ്റ്റൻഷൻ. ഇതിൽ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കുന്ന സ്റ്റെപ്പാണ് എന്ത്? ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറാണ്. സോ ടെമ്പറേച്ചർ ഹൈ അല്ലെങ്കിൽ എന്ത് നടക്കില്ല? ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നടക്കില്ല. അതിനുശേഷം അനീലിങ്ങിന് വേണ്ടി നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. അവിടെ പോളിമറൈസിൻ്റെ ആക്ടിവിറ്റിയാണ് വരുന്നത്. ഓക്കെ, സോ ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ടില്ലെങ്കിൽ അത് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഡീനാച്ചുറേഷനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമുക്ക് ആൻസർ പറയാലോ. So if high temperature is not maintained in the beginning, then which of the following steps of PCR will be affected first? ഏതായിരിക്കും എഫക്റ്റഡ് ആവുന്നത് ആദ്യം? ഡീനാച്ചുറേഷൻ ആയിരിക്കും ആദ്യം എഫക്റ്റഡ് ആകുന്നത്. സോ ആൻസർ 3 ആണ് നമുക്ക് എടുക്കാവുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ ഒബ്ജക്റ്റീവ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ ഇൻ ക്രോപ്സ്? ബയോഫോർട്ടിഫിക്കേഷൻ നമുക്കറിയാം. നമ്മൾ മൈക്രോബ്സ് പഠിക്കുമ്പോൾ സ്ട്രാറ്റജീസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് പലയിടത്തും ഹിഡൻ ഹങ്കറിനെ പറ്റിയിട്ടും പലർക്കും ന്യൂട്രിയൻസ്, മിനറൽ, വൈറ്റമിൻസ് ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വരുന്നു എന്നുള്ളതും. അപ്പം അങ്ങനെ നമ്മൾ ക്രോപ്സ് തന്നെ ഫോർട്ടിഫൈഡ് ആക്കി എടുക്കുകയാണ്. നമ്മൾ ക്രോപ്സിൽ എന്തിൻ്റെയൊക്കെ ക്വാളിറ്റിയാണ് കൂട്ടുന്നത്? പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടും, വൈറ്റമിൻസ്, മിനറൽസ്, ഹെൽത്തിയർ ഫാറ്റ് ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് നമ്മൾ ക്രോപ്സിൽ കൂട്ടുന്നതാണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ബയോഫോർട്ടിഫിക്കേഷൻ്റെ അപ്ലിക്കേഷൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുക എന്നുള്ളത് അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. വൈറ്റമിൻ കണ്ടൻറ്റ് കൂട്ടുക എന്നുള്ളത് ഓക്കെയാണ്. മൈക്രോ ന്യൂട്രിയൻ, മിനറൽ കണ്ടൻറ്റ് അതും അതിൻ്റെ തന്നെ പരിധിയിൽ വരുന്നതാണ്. ഇംപ്രൂവ് റെസിസ്റ്റൻസ് ടു ഡിസീസസ് എന്ന് പറയുന്നത് ബയോഫോർട്ടിഫിക്കേഷനിൽ വരുന്ന ഒരു കാര്യമല്ല. സോ ബയോഫോർട്ടിഫിക്കേഷനിൽ വരാത്തതായിട്ട് നമുക്ക് എടുക്കാവുന്നത് എന്താണ്? ഇംപ്രൂവ് റെസിസ്റ്റൻസ് ടു ഡിസീസസ്. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡോപ്സൺ യൂണിറ്റ്സ് ആർ യൂസ് ടു മെഷർ ദ തിക്നെസ് ഓഫ്. ഡോപ്സൺ യൂണിറ്റ് നമ്മൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ പഠിക്കുന്നുണ്ട്. ഓസോൺ ലെയറിനെ കുറിച്ചിട്ടും ആ ഓസോൺ ലെയറിൻ്റെ തിക്നെസ് നമ്മൾ പറയുന്ന യൂണിറ്റ് ആണ് എന്ത്? ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ഡോപ്സൺ യൂണിറ്റ്. സോ എടുക്കാലോ. ഡോപ്സൺ യൂണിറ്റ്സ് ആർ യൂസ് ടു മെഷർ ദ തിക്നെസ് ഓഫ് ഓസോൺ. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ നോക്കാനാണ് നമ്മൾ ഡോപ്സൺ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ സ്പിങ്ക്റ്റർ ഓഫ് ഓഡി ഈസ് പ്രസന്റ് അറ്റ് സ്പിങ്ക്റ്റർ ഓഫ് ഓഡി. നമുക്കറിയാം ഡൈജഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ലിവറിൽ നിന്ന് വരുന്ന ബൈലും അതുപോലെ ബൈൽ ഡക്ട് വരെ വരുന്നതും പാൻക്രിയാസ് എന്ന് വരുന്ന ജ്യൂസസും ഒരു കോമൺ ഡക്റ്റായിട്ട്, അതായത് എന്താണ്, ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റായിട്ടാണ് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നത്, ഡിയോഡിനത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. സോ ആ ഡക്റ്റിൻ്റെ ഓപ്പണിങ്ങിലാണ് നമുക്ക് കാണുന്ന ഒരു സ്പിങ്ക്റ്റർ ഉള്ളത്, ഇത് സ്പിങ്ക്റ്റർ ഓഫ് ഓഡി എന്ന് പറയുന്നത്. സോ സ്പിങ്ക്റ്റർ ഓഫ് ഓഡി എവിടെയാണ് കാണുന്നത്, ഹെപ്പാറ്റിക് ജംഗ്ഷൻ ഓഫ് ഹെപ്പാറ്റിക് പാൻക്രിയാറ്റിക് ഡക്റ്റിലാണ് എന്ത് കാണുന്നത്, ഇത്. അതായത് ഡിയോഡിനം, ആ സി ഷേപ്ഡ് ആയിട്ടുള്ള ഡിയോഡിനത്തിലോട്ട് നമുക്കറിയാം കോമൺ ബൈൽ ഡക്റ്റും അതായത് പാൻക്രിയാസിൽ നിന്നുള്ള ഡക്റ്റും എല്ലാം കൂടി മെർജ് ചെയ്ത് ഓപ്പൺ ആവുന്നുണ്ട് അല്ലേ. സോ ഇവിടെയാണ് നമുക്ക് എന്ത് കാണുന്നത്, സ്പിങ്ക്റ്റർ ഓഫ് ഓഡി കാണാൻ പറ്റുന്നത്. സോ ആൻസർ വിൽ ബി അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ആൻഡ് ഡിയോഡിനം. ഓക്കെ, സോ ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് ദ ഫേവറബിൾ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ അറ്റ് ദ എൽവിയോളെ. ഓക്സിജനും ഹീമോഗ്ലോബിനും അല്ലെങ്കിൽ ഓക്സിജനെ മെജോറിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോമിലാണ്. സോ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ ഫേവർ ചെയ്യുന്നത്? ഓക്സിജൻ കൂടുതലായിരിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കണം, ടെമ്പറേച്ചർ കുറവായിരിക്കണം, H+ കോൺസെൻട്രേഷൻ കുറവായിരിക്കണം ആണല്ലോ. ഓക്സിജൻ മാത്രം കൂടുതലാണ്, ബാക്കി H+, ടെമ്പറേച്ചർ CO2 കുറവാണ്. ഇനിയിപ്പോൾ ആൻസർ നോക്കാമല്ലോ നമുക്ക്. ഹൈ PO2, ലോ PCO2, ലെസ് H+, ലോവർ ടെമ്പറേച്ചർ. ഓപ്ഷൻ 1 തന്നെ എന്താണ്, അതാണ്. ഓക്കെ, എടുക്കാമല്ലോ നമുക്ക്. ആൻസർ 1 ആണ് വരിക. ഹൈ PO2, ലോ PCO2, ലെസ് H+ ആൻഡ് ലോവർ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് പെയർ. അഗെയിൻ ബയോമോളിക്യൂൾസിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു ടേബിൾ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഓരോ സെക്കൻഡറി മെറ്റബോളൈറ്റും അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ആൽക്കലോയിഡ്, കൊഡൈൻ എന്ന് പറയുന്നത് ആൽക്കലോയിഡ് ആണ്. ടോക്സിൻ, എബ്രിൻ, റിസിൻ, ഇതൊക്കെ ടോക്സിൻസ് ആണ്. ലെക്റ്റിൻ ഇസ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കോൺകനാവാലിൻ എ. റിസിൻ എന്ന് പറയുന്നത് ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നതല്ല, ഇറ്റ്സ് എ ടോക്സിൻ. റിസിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ ആണ്.
ഇപ്പം കത്തുന്നുണ്ട്. വീഡിയോ കാണുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇപ്പോഴാണ് ഓണായതത്. അല്ല, ഓണായിരുന്നല്ലോ. സാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ കുറേ നേരം? ആയിരിക്കും. അല്ല, സാറ് കുറച്ച് നേരത്തെ പോയത്. എനിക്ക് അറിഞ്ഞൂടത് എപ്പോഴാണ് ഓഫായി പോയെന്ന്. പോട്ടെ, നമ്മൾ രാപത്തൊക്കെ ആർക്കും പറ്റും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം നമുക്ക്. വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് ഇനീഷ്യേഷൻ ഓഫ് പാർച്യൂരിഷൻ ഇൻ ഹ്യൂമൻസ്? ഓക്കെ, പാർച്യൂരിഷൻ എന്ന് പറയുന്നത് ചൈൽഡ് ബർത്ത് അല്ലേ? ഓക്കെ, സോ ചൈൽഡ് ബർത്തിൽ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ്
വിഷ്വലോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു, നമ്മുടെ മൈക്കിൻ്റെ ഒരു പ്രശ്നം വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേസ് ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ലേ? ഇപ്പോൾ ഞാൻ ആൻസർ മാർക്ക് ചെയ്ത് പോയിരുന്നു, ടെക്സ്റ്റിൽ അതേപോലുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. എനിവേസ്, സോ അങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതിന് സോറി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ പറയാണ് കേട്ടോ. ആൻസർ എന്താണ്? അലൻസ് റൂള്, പോളാർ സീല്, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ കണക്കാരു റാറ്റ്, ബിഹേവിയർ അഡാപ്റ്റേഷൻ ഡെസേർട്ട് ലെസാർഡാണ്, ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ മെറൈൻ ഫിഷാണ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏത് അഡാപ്റ്റേഷൻസ് ആണെന്നുള്ള കാര്യം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞ് ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് ഇപ്പോൾ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ ഒരു 1.5 hours ആയിട്ടുണ്ട്. സോ എന്താണ് അപ്പോൾ നാളെയാണ് നമ്മുടെ NEET 2023 വരാൻ പോകുന്നത് അല്ലേ? നമ്മൾ ഇത്രയും ദിവസത്തെ പ്രിപ്പറേഷൻസിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നാളെയാണ്. സോ നിങ്ങൾ എന്താണ് ഇന്ന് മാക്സിമം കൂളായിട്ട് റിലാക്സായി ഇരിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇനിയിപ്പോൾ ഇന്നൊന്നും കൂടുതൽ ടെൻഷൻ അടിച്ച് ഒന്നും പഠിക്കാനോ ഒന്നും നിൽക്കണ്ട. എന്താണ് നാളെ ഇനി പോയി നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് എക്സാം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഒന്നും പേടിക്കേണ്ട. ഇനി എക്സാം പേപ്പർ എങ്ങനെ ഉണ്ടായിരിക്കും, അതിൻ്റെ മാർക്ക് എങ്ങനെയായിരിക്കും, അതൊന്നും ആലോചിച്ച് വറി ചെയ്യേണ്ട. അതൊക്കെ പിന്നത്തെ കാര്യങ്ങളാണ്, അതൊന്നും ആലോചിക്കേണ്ട. ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്തായിരുന്നു? പഠിക്കുക എന്നുള്ളതാണ്. സോ യു ഹാവ് ഡൺ ഇറ്റ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. സോ നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നാളെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ ഒരു ഓൾ ദി ബെസ്റ്റ് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എഴുതാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Done. എണീക്കാനോ അല്ലേ?
ഹായ്, ഹലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് 2022 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നീറ്റ് നാളെ നീറ്റായി, നീറ്റ് പടിവാൽക്കൽ എത്തിക്കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നീറ്റ് ലാസ്റ്റ് പേപ്പർ, നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പർ, തൊട്ടുമ്പത്തെ പേപ്പർ 2022 ഫിസിക്സ് നമുക്കിന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a square loop of side 1 meter and resistance 1 ohm is placed in a magnetic field of 0.5 ടെസ്ല. അല്ലേ, ഒരു സ്ക്വയർ ലൂപ്പ്, അതിൻ്റെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇഫ് ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് സ്ഥിരം ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്, ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. പ്ലെയിൻ ഓഫ് ദ ലൂപ്പ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഒന്നും വരുന്നില്ല, ഇവിടെ ഒന്നും വരുന്നില്ല. ഓക്കെ, സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 1 മീറ്റർ ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് 1 ഓം ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.5 ടെസ്ല. ശരിയല്ലേ? അപ്പോൾ ഇത് ഒരു സ്ക്വയർ ലൂപ്പ്, ഈ സ്ക്വയർ ലൂപ്പിൻ്റെ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇത് പ്ലെയിൻ അല്ലേ, ഇത് ഞാൻ മാർക്ക് ചെയ്യുന്ന പ്ലെയിൻ, അത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദി ലൂപ്പാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ φB ഈക്വൽ ടു B ഡോട്ട് എ അല്ലേ, അതായത് BA cos തീറ്റ, where തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ഏരിയ വെക്ടർ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്, ഏരിയ വെക്ടറും ഈ ഡയറക്ഷനിലാണ്. ശരിയല്ലേ? അപ്പോൾ ഏരിയ വെക്ടറും ഈ ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് തീറ്റേൻ്റെ വാല്യൂ 0. അപ്പോൾ തീറ്റേൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ cos 0ൻ്റെ വാല്യൂ എത്രയായി 1. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0.5 ടെസ്ല. അപ്പോൾ 0.5 ഇൻറ്റു ഏരിയ എത്രയാണ് 1. അപ്പോൾ 0.5 വെബർ. കിട്ടിയില്ലേ? ഓക്കെ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 0.5 വെബർ. ഓക്കെ, ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.5 വെബർ. ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ മെറ്റീരിയൽ ഓഫ് മീഡിയം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ER, റിലേറ്റീവ് പെർമിറ്റിവിറ്റി വന്നിട്ടുണ്ട്, റിലേറ്റീവ് പെർമിയബിലിറ്റി μR, വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ നമുക്ക് നേരിട്ട് അറിയാം. വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ത്രൂ എ മീഡിയം ഈസ് ഗിവൺ ബൈ V ഈക്വൽ ടു C ബൈ റൂട്ട് ഓഫ് μR ഇൻറ്റു എപ്സിലോൺ R. വെലോസിറ്റി ഓഫ് ദി ലൈറ്റ് C ഈസ് ഗിവൺ ബൈ 1 ബൈ റൂട്ട് ഓഫ് μ0 ഇൻറ്റു എപ്സിലോൺ നോട്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി V ഈസ് ഗിവൺ ബൈ V ഈക്വൽ ടു എന്താണ് C ബൈ റൂട്ട് ഓഫ് μR. ഓക്കെ, ഓപ്ഷൻ ഡി ശരിയല്ലേ? C ബൈ റൂട്ട് ഓഫ് μR ഇൻറ്റു എപ്സിലോൺ R. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ, വെൻ ടു മോണോക്രോമാറ്റിക് വേവ് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി ന്യൂ ആൻഡ് ന്യൂ ബൈ ടു ആർ ഇൻസിഡൻറ്റ് ഓൺ എ ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയലാണ്. ആ ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയലിൽ ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയലിൽ ഒരു ലൈറ്റ്, ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ, ഓക്കെ, ആൻഡ് ന്യൂ ബൈ ടു ആർ ഇൻസിഡൻറ്റ് ഓൺ ദി ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ. അപ്പോൾ ന്യൂവും വരുന്നുണ്ട്, ന്യൂ ബൈ ടുവും വരുന്നുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ്, ഫസ്റ്റത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? രണ്ട് ഫ്രീക്വൻസി ആണ്, ഒന്ന് ന്യൂ ആണ്, ഒന്ന് ന്യൂ ബൈ ടു ആണ്. ദർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് വി എസ് ബൈ ടുവും വി എസും ആണ്, ശരിയല്ലേ? അപ്പോൾ ആ വി എസ് ബൈ ടു വി എസ് ആണ് എന്നുണ്ടെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കുള്ള അറിയുന്ന ഇക്വേഷൻ നോക്കണം. എച്ച് ന്യൂ അല്ലേ, വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഈക്വൽ ടു 5 + കെ ഇ മാക്സ് ആണ്, അല്ലേ? നമുക്കറിയുന്ന ഇക്വേഷൻ എച്ച് ന്യൂ ഈക്വൽ ടു 5 + കെ ഇ മാക്സ്. ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം എച്ച് ന്യൂ ഈക്വൽ ടു 5 + സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്ര? വി എസ് ബൈ ടു അല്ലേ? അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വി എസ് ബൈ ടു ആണെങ്കിൽ കൈനറ്റിക് എനർജി ഇ വി എസ് ബൈ ടു അല്ലേ? ഓക്കെ ആണോ? രണ്ടാമത്തത് ഫ്രീക്വൻസി ന്യൂ ബൈ ടു ആണ്. അപ്പോൾ ന്യൂ ബൈ ടു ആണെങ്കിൽ അടുത്ത ഇക്വേഷൻ എഴുതുകയാണ്. എച്ച് ന്യൂ ബൈ ടു ഈക്വൽ ടു 5 + സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? വി എസ്. അപ്പോൾ എത്ര ഉണ്ടാവും എന്ന് പറയാം? ഇ വി എസ്. രണ്ട് ഇക്വേഷൻ, ശരിയല്ലേ? ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, സെക്കൻഡ് ഇക്വേഷൻ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ, ശരിയല്ലേ? ഞാൻ എന്ത് ചെയ്യാമെന്നറിയാം, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യും, ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ബൈ ടു ഇത്ര ഉണ്ടാവും ബാക്കി? എച്ച് ന്യൂ ബൈ ടു ഈക്വൽ ടു, ഇത് രണ്ടും ക്യാൻസൽ, ശരിയല്ലേ? ബാക്കി ഇ വി എസ് ബൈ ടു, ശരിയല്ലേ? ഇ ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബൈ ടു മൈനസ് ഇ വി എസ്. അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻറ്റു 1/2 മൈനസ് 1, അപ്പോൾ എത്രയും എത്രയാണോ പറഞ്ഞത്? ഇത് മൈനസ് ചെയ്താൽ 1/2 മൈനസ് 1 ഉണ്ടാവും. അപ്പോൾ ആൻസർ മൈനസ് ഇ വി എസ് ബൈ ടു എന്നുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ മൈനസ് ഇ വി എസ് ബൈ ടുവിൻ്റെ വാല്യൂ ആണ് എച്ച് ന്യൂ ബൈ ടു, അല്ലേ? അപ്പോൾ ഇ വി എസ്, അതായത് കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ ഇ ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബൈ ടുൻ്റെ വാല്യൂ എത്ര ഉണ്ടാവും? മൈനസ് എച്ച് ന്യൂ ബൈ ടു, അല്ലേ? ഈ മൈനസിനെ ഇങ്ങോട്ട് എടുത്ത്, ഓക്കെ ആണോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്നറിയാം, ഈ വാല്യൂ ഇവിടെ കാണുന്നുണ്ട്, എനിക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലേ? അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ പരിപാടി വരും. എങ്ങനെ വരും എന്ന് അറിയടാ? എച്ച് ന്യൂ അല്ലേ ഈക്വൽ ടു 5 + ശരിയല്ലേ? എച്ച് ന്യൂ ഈക്വൽ ടു 5 + മൈനസ് എച്ച് ന്യൂ ബൈ ടു, അല്ലേ? അപ്പോൾ എൻ്റെ ആൻസർ 5 ഈക്വൽ ടു 3 എച്ച് ന്യൂ ബൈ ടു. ഈ എച്ച് ന്യൂ ബൈ ടുവിന് അങ്ങോട്ട് എടുത്താൽ 3 എച്ച് ന്യൂ ബൈ ടു, അല്ലേ? 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫംഗ്ഷനാണ്, അല്ലേ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഇൻറ്റു ന്യൂ നോട്ട്. അപ്പോൾ എച്ച് ഇൻറ്റു ന്യൂ നോട്ട് എന്ന് പറയുമ്പോൾ 3 എച്ച് ന്യൂ ബൈ ടു ആണെങ്കിൽ എച്ച് ക്യാൻസൽ, ന്യൂ നോട്ട് ഈക്വൽ ടു 3 ന്യൂ ബൈ ടു, ന്യൂ നോട്ട് ഈക്വൽ ടു 3 ന്യൂ ബൈ ടു, ന്യൂ നോട്ട് ഈക്വൽ ടു 3 ന്യൂ ബൈ ടു, അതായത് 3/2 ന്യൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അല്ലേ? കാൽക്കുലേഷൻ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തുണ്ടാക്കുക? ഓക്കെ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഇക്വേഷന് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്പിരിക്കൽ ബോൾ ഈസ് ഡ്രോപ്ഡ് ഇൻ എ ലോങ് കോളം ഓഫ് ഹൈ വിസ്കസ് ലിക്വിഡ്. ഇപ്പോൾ ഒരു ഹൈ വിസ്കസ് ലിക്വിഡിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ്, ഒരു സ്പിരിക്കൽ ബോൾ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദ കർവ് ഷോൺ ഇൻ ദ ഫിഗർ വിച്ച് റെപ്രസെൻറ്റ്സ് ദി സ്പീഡ് ഓഫ് ദ ബോൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ശരിയല്ലേ? അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഒരു ഒബ്ജക്റ്റ്, ഒരു സ്പിരിക്കൽ ബോൾ ലിക്വിഡിനകത്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അയാൾ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ശരിയല്ലേ? ടെർമിനൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ അല്ലേ 2/9 r² g/η ഇൻറ്റു റോ മൈനസ് സിഗ്മ. ശരിയല്ലേ? അപ്പോൾ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലേ? കാരണം ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ ഇയാളുടെ സ്പീഡ് കൂടുന്നത്, അതായത് ആക്സലറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, അവിടെ വെച്ചിട്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? ടെർമിനൽ വെലോസിറ്റി. അതായത് ഇനീഷ്യലി സ്പീഡ് കൂടും, കുറച്ച് കഴിയുമ്പോഴേക്കും സ്പീഡ് ചേഞ്ച് ചെയ്യും, കൂടുതൽ സ്പീഡ് ചേഞ്ച് ചെയ്യും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇയാളുടെ സ്പീഡ് എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആവും. ഡ്രോപ്പ് ചെയ്യും, താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കുറഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഇയാളുടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് ആവുന്ന വെലോസിറ്റി, ശരിയല്ലേ,
നെറ്റ് ഫോഴ്സ് താഴേക്ക്, ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആവുന്ന വെലോസിറ്റി, ഉള്ള ഗ്രാഫ് ഏതാണ്? ഗ്രാഫ് എ അല്ല, എ ലീനിയറിലാണ്, സി അല്ല, ഡി അല്ല, ബി അല്ലേ? അതെ, ഇങ്ങനെ വന്ന് വെലോസിറ്റി കോൺസ്റ്റൻ്റ്, ശരിയല്ലേ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുന്ന ഗ്രാഫ് വന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി ശരിയല്ലേ? താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ നെറ്റ് ഫോഴ്സ് 0, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും, ശരിയല്ലേ? അങ്ങനെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഗ്രാഫ് ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ 2 സ്റ്റേറ്റ്മെൻറ്റ്. Given statement 1, statement 2. Biot-Savart's law gives us the expression for magnetic field strength of an infinitesimally current element ideal of a current carrying conductor only. ഓക്കെ, അതായത് ബയോ-സവാർട്ട്സ് ലോ ഓർമ്മയില്ലേ? BdB ഈക്വൽ ടു mu0/4π ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ, mu0/4π ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബയോ-സവാർട്ട്സ് ലോ ഗിവ്സ് ദി എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ ഇൻഫൈനൈറ്റ് കറണ്ട് എലമെൻറ്റ് ഓഫ് ആൻ ക്യാരിങ് കണ്ടക്ടർ. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ഓക്കെ ആണോ? Biot-Savart's law is analogous to Coulomb's inverse square law of charge q, with former being related to field produced by a scalar source. അല്ല while being later produced by a vector source q. അല്ല, ചാർജ് ആണ് സ്കേലാർ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കേലാർ സോഴ്സ് ആയിട്ടല്ല, അത് കറണ്ട് എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ വെക്ടർ ഫോമിൽ എഴുതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ mu0/4π ഇൻറ്റു ഐ ഇൻറ്റു dl ക്രോസ് ആർ ബൈ ആർ സ്ക്വയർ, ആർ ക്യൂബ്, ഇങ്ങനെ എഴുതുക, ശരിയല്ലേ? ശരി, അപ്പോൾ 1 കറക്റ്റാണ്, 2 തെറ്റാണ്. 1 കറക്റ്റാണ്, 2 തെറ്റാണ്. 1 ഇതല്ല. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ്, ശരിയല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ശരിയല്ലേ? എടാ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ്, ഇത് പ്യുവർ തിയറി ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മെറ്റലിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് കൂടും, എന്നാൽ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് കുറയും, ശരിയല്ലേ? ഓക്കെ, ഇത് പ്യുവർ തിയറി ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇൻക്രീസസ് ഫോർ കണ്ടക്ടേഴ്സ് ബട്ട് ഡിക്രീസസ് ഫോർ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, നമുക്കറിയാം, ഇത് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ്, മെറ്റീരിയൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന റാൻഡം മോഷൻ കൂടും, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ, അത് കാരണം മെറ്റൽസിൻ്റെ കേസിൽ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. എന്നാൽ സെമി കണ്ടക്ടറിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീ ഇലക്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നത്. ശരി, തിയറിയാണ്. ഓക്കെ, 7th one. 2 resistors of resistance 100 ohm and 200 ohm are connected in parallel in an electrical circuit. ശരിയല്ലേ? അപ്പോൾ ഒരു 100 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ്, ഒരു 200 ഓമിൻ്റെ റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്യണം. ഇത് 100 ഓം, ഇത് 200 ഓം അല്ലേ? ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ദ തെർമൽ എനർജി ഡെവലപ്ഡ് ഇൻ 100 ഓം, ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ എനർജി ടു 200 ഓം, ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ എനർജി, ശരിയല്ലേ? അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് ഇക്വേഷൻ എന്താ? പാരലൽ അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് കറസ്പോണ്ടിങ് ആയി കഴിഞ്ഞാൽ H ഈക്വൽ ടു 2 ഇക്വേഷൻ, I²RT ഉണ്ട്, V²/R/T ഉണ്ട്. ഇതിൽ ഞാൻ ഇത് V ആണെങ്കിൽ ഞാൻ V²/R/T ഉപയോഗിക്കും, കാരണം ഇത് രണ്ടും പാരലൽ അല്ലേ. അപ്പോൾ 100 ഓമിൽ ഉണ്ടാകുന്ന എത്രയാ? V²/R 1 into T is to V²/R2 into T അല്ലേ? അപ്പോൾ 1/100 is to 1/200 അല്ലേ? R1 ഇത് രണ്ടും ക്യാൻസൽ, 1/1 is to 1/2 എന്ന് പറഞ്ഞാൽ 2 is to 1, ശരിയല്ലേ? ഓക്കെ ആണോ? 2 is to 1, 2 is to 1, ഓപ്ഷൻ ബി. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 8th one. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? 3 സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇൻ ദ ഗിവൺ സർക്യൂട്ട്
A, B, C are the potential drop across in the given circuit. A, B, C are the potential drop across 2 PN junction. The potential drop across the 2 PN junction are equal. അല്ലേ? ഇവിടെ നോക്കണം, ഇവിടെ ഞാൻ വോൾട്ടേജ് V കൊടുത്തിട്ടുണ്ട്, ഇവിടെ വോൾട്ടേജ് V, ഇവിടെ V കൊടുത്തിട്ടുണ്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് ഫോർവേഡ് ബയാസ്, ഇത് പോസിറ്റീവ് പോസിറ്റീവ്, ഇത് വർക്കാവില്ല, കറണ്ട് ഫ്ലോ ഇല്ല, ശരിയല്ലേ? ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യും, ശരിയാണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പും ഇതിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പും സെയിം, ഒരേ ടൈപ്പ് ഡയോഡ് അല്ലേ? അല്ലേ? പൊട്ടൻഷ്യൽ 2 ആർ ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ അക്രോസ്, ഇതിൻ്റെ അക്രോസ്, ഇത് എ ആണ്, ഇത് സി ആണ്, ബീൻ്റെ അക്രോസ് ഇല്ല, അല്ലേ? എയും സിയും. ഓക്കെ, ഓപ്ഷൻ ബോത്ത് സർക്യൂട്ട് എ ആൻഡ് സി, അല്ലേ? സിമ്പിളായിട്ടുള്ള ചോദ്യം. ഓക്കെ, ഫോർവേഡാണ് എയിലും സീൻ്റെ കേസിലും. ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീക്ക് വോൾട്ടേജ് ഓഫ് എ സി സോഴ്സ് ഈസ് ഈക്വൽ ടു, ശരിയല്ലേ? പീക്ക് വോൾട്ടേജ് ഓഫ് എ സി സോഴ്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ERMS ഈക്വൽ ടു E0/√2, ശരിയല്ലേ? രണ്ടെണ്ണം നമുക്കറിയാം. ഒന്ന് IRMS, ഈക്വൽ ടു I0/√2, അടുത്തത് ERMS ഈക്വൽ ടു E0/√2. അപ്പോൾ ചോദ്യം എന്താണെന്നറിയോ? പീക്ക് വോൾട്ടേജ് E0 ഓഫ് ദി എ സി സോഴ്സ് ഈക്വൽ ടു, അപ്പോൾ E0 ഈക്വൽ ടു എത്ര ഉണ്ടാവും? √2 ടൈംസ് ദി ERMS, അല്ലേ? √2 ടൈംസ് ദി RMS വാല്യൂ ഓഫ് ദി എ സി സോഴ്സ്, √2 ടൈംസ് ദി RMS വാല്യൂ ഓഫ് ദി എ സി സോഴ്സ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി. ഓപ്ഷൻ സി. 10th one. Okay, 10th one. The displacement time graph of two moving particle makes angle 30 degree and 45 degree with the x-axis. As shown in the figure, the ratio of the respective velocity, അല്ലേ? അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ എനിക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി, ശരിയല്ലേ? അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇത് 1, ഇത് 2, ഫസ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തേൻ്റെ tan 30 ഈസ് ടു tan 45 ഡിഗ്രി, അല്ലേ? tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ഈസ് ടു 1. അപ്പോൾ എത്ര ഉണ്ടാവും? 1:√3. റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് വെലോസിറ്റി 1:√3. 1:√3 അല്ല, സോറി, 1:√3. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അല്ലേ? പ്രശ്നമില്ല, ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദി ആംഗിൾ ബിറ്റ്വീൻ, ശരിയല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് ദി ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്, ശരിയാണോ? ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ക്യൂ ചാർജ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെയുള്ളത്, അല്ലേ? ഇവിടെ ഇതിൻ്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് നോക്കുകയാണെങ്കിൽ ആ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്ര? 90 ഡിഗ്രി, അല്ലേ? ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ശരി. നെക്സ്റ്റ് വൺ. ദ ഡയമെൻഷൻ MLT⁻², A⁻², ബിലോങ്സ് ടു. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ അല്ല, പകരം ഡയമെൻഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, എന്തിൻ്റെ ഡയമെൻഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ ചെയ്യുകയാണേ. മാഗ്നറ്റിക് ഫ്ലക്സ് φ ഈക്വൽ ടു BA. കോസ് തിരികെ ഡയമെൻഷൻ ഇല്ല, അപ്പോൾ B കണ്ടുപിടിക്കണം. അപ്പോൾ F ഈക്വൽ ടു QVB, അല്ലേ? അപ്പോൾ B ഈക്വൽ ടു F/QV. MLT⁻²Q എന്ന് പറഞ്ഞാൽ ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം, അല്ലേ? അപ്പോൾ കറണ്ട് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ A/T, അല്ലേ? ഇൻറ്റു LT⁻². അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി, ഇത് രണ്ടും പോയി. MT⁻², A⁻², MT⁻², A⁻², അത് B കിട്ടി, അല്ലേ?
ഇൻറ്റു ഏരിയ. അപ്പോൾ ഫ്ലക്സ് എത്ര വരും എന്നറിയോ? ഫ്ലക്സ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് 1. ഇതാണോ സാധനം? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് 1 അല്ലല്ലോ, ഇത് എം എൽ ടി റൈസ് ടു മൈനസ് 2. ഓക്കെ, അപ്പോൾ അതല്ല, അപ്പോൾ ഇതല്ല. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈ ഈക്വൽ ടു എൽ ഐ ആണ്. അപ്പോൾ എൽ ഈക്വൽ ടു 5/i. 5 കിട്ടിയിട്ടുണ്ട്. എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് 1/i. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എ. അപ്പോൾ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് 2 അല്ലേ? അതാണോ? അതുമല്ല. അപ്പോൾ അത് രണ്ടും അല്ല, അപ്പോൾ ഇതും പോയി. ഇനി ആരാണ്? മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അപ്പം മാഗ്നറ്റിക് പെർമിയബിലിറ്റി വെച്ച് ഇനിയിപ്പോൾ ഞാൻ മ്യൂ കണ്ടുപിടിക്കണം. അപ്പം മ്യൂ കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു അതിനെക്കാട്ട് നല്ല ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. എൽ ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ സ്ക്വയർ എ ബൈ എൽ. ലെങ്ത് അല്ലേ? അപ്പോൾ എല്ലിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? എല്ലിൻ്റെ ഡയമെൻഷൻ കിട്ടിയിട്ടുണ്ട് എത്രയാണ്? എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് 2 ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ്, അതിന് ഡയമെൻഷൻ ഇല്ല. എ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ബൈ ലെങ്ത്തിന് ഡയമെൻഷൻ എൽ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ, ഇത് രണ്ടും ക്യാൻസൽ. അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എത്ര വരും എന്നറിയാം? മ്യൂവിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് 2. എം എൽ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു മൈനസ് 2. എം എൽ ശരി കിട്ടി. എം എൽ ടി റൈസ് ടു മൈനസ് ടു എ റൈസ് ടു. മാഗ്നറ്റിക് പെർമിയബിലിറ്റി അല്ലേ? ഓക്കെ അല്ലേ? ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാം. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ബി വേണം. ബി ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്ലക്സ് കിട്ടി. ഫ്ലക്സ് നിന്ന് എല്ല് കണ്ടുപിടിച്ച്, എല്ലിൽ നിന്ന് ഞാൻ മ്യൂ കണ്ടുപിടിച്ച്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ ചെയ്തുണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ശരി. നെക്സ്റ്റ് 13. ഇഫ് ദ സോപ്പ് ബബിൾ എക്സ്പാൻഡ്സ് പ്രഷർ ഇൻസൈഡ്. അപ്പോൾ പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ എങ്ങനെ ഉണ്ടാവുക? PATM അല്ലേ പ്ലസ് എക്സസ് പ്രഷർ അല്ലേ? അപ്പോൾ PATM പ്ലസ് ഏതാണ്? സോപ്പ് ബബിൾ അല്ലേ? ഓക്കെ, 4T/R അല്ലടാ, ആണോ? ഓക്കെ, അപ്പോൾ പ്രഷർ സോപ്പ് ബബിൾ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റേഡിയസ് കൂടുക അല്ലേ? അപ്പോൾ റേഡിയസ് കൂടുകയാണെങ്കിൽ ഈ ടേം കുറയും. അപ്പോൾ ഈ ടേം കുറയുകയാണെങ്കിൽ ഇത് പ്ലസ് ഒരു കുറഞ്ഞ ടേം, അപ്പോൾ P ഇൻസൈഡ് കുറയും ആണല്ലോ. എക്സസ് പ്രഷർ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഇക്വേഷൻ സോപ്പ് ബബിളിൻ്റെ കേസിൽ 4T/R ആണ്. R കൂടിക്കഴിഞ്ഞാൽ ഈ ടേം കുറയും. ഇപ്പോൾ ഈ ടേം കുറഞ്ഞാൽ പ്രഷർ ഇൻസൈഡ് കുറയും. 13A അല്ലേ? ഓക്കെ അല്ലേ? ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ എനർജി ദാറ്റ് വിൽ ഐഡിയലി റേഡിയേറ്റഡ് ബൈ എ 100 kW ട്രാൻസ്മിറ്റർ ഇൻ 1 hour അല്ലേ? അപ്പോൾ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. കിലോ വാട്ട് എന്ന് പറയുമ്പോൾ പവറാണ്, ഇത് ടൈമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കുന്നത് എനർജിയാണ്. പവർ ഈക്വൽ ടു E/T അല്ലേ? അപ്പോൾ E ഈക്വൽ ടു P ഇൻറ്റു T. P എത്രയാണ്? 100 ഇൻറ്റു 10⁻³ ഇൻറ്റു 1 hour അല്ലേ? 1 hour എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 60 എത്രയായി? 36ഉം 1 2 3 4 7 10⁻⁷ ജൂൾ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 36 ഇൻറ്റു 10⁻⁷ ജൂൾ. ഇതാണ് എൻ്റെ ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ. If in a half-wave rectification the input frequency is 60 Hz, then the output frequency. Okay, അപ്പം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത കാര്യം ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഇൻപുട്ട് ഫ്രീക്വൻസി 60 Hz ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 60 Hz തന്നെ. ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ഇൻപുട്ട് ഫ്രീക്വൻസി 60 Hz ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 120 Hz വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇൻപുട്ട് ഫ്രീക്വൻസി 60 ആണ്, ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്ര തന്നെ? 60 Hz അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ. 2 objects of mass 10 kg and 20 kg respectively are connected to the ends of a rigid body of length 10 meter with negligible mass. ഓക്കെ, അപ്പോൾ ഇത് 10 kg, ഇത് 20 kg അല്ലേ?
ഇവർ തമ്മിലുണ്ടാകുന്ന സെപ്പറേഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ 10 മീറ്റർ. നെഗ്ലിജിബിൾ മാസ്, ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഫ്രം ദ 10 kg മാസ്. ശരിയല്ലേ? അപ്പോൾ 10 kg മാസ് നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ x1 എടുക്കുകയാണ്, ഇത് ഞാൻ x2 എടുക്കുകയാണ്, ഇത് m1, ഇത് m2 ആണെങ്കിൽ x1 ഈക്വൽ ടു അല്ലേ m2d ബൈ m1 പ്ലസ് m2. m2 എത്രയാണ്? 20 ഇൻറ്റു 10 ബൈ എത്ര ഇവിടെ 20 ഇൻറ്റു 10 ബൈ 20 പ്ലസ് 10 എത്ര? 30. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ. ആൻസർ 20/3. ഇപ്പോൾ 20/3 എന്ന് പറയുമ്പോൾ 6 വേണ്ട ഓപ്ഷൻ തന്നെ ഫ്രാക്ഷനിലാണ് അല്ലേ? ഓപ്ഷൻ തന്നെ ഫ്രാക്ഷൻ. അപ്പോൾ 20/3 മീറ്റർ, ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോടാ? ശരി. നെക്സ്റ്റ് 16, 17. ഓക്കെ 17 എന്താ ചോദിച്ചിരിക്കുന്നത്? മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 അല്ലേ? മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ AM റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, എക്സ്റേ. അങ്ങനെയാണെങ്കിൽ AM വേവ്സ് വരാൻ പോകുന്നത് എടാ ഇത് നമ്മൾ എവിടെയാണ് പറയുന്നതെന്നറിയോ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ലാസ്റ്റ്. ശരിയല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പറയുമ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഓർഡർ, ഇപ്പോൾ നിങ്ങൾ ചിലൊരു ഓർഡർ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ ആയിരിക്കും. എന്താണെങ്കിലും ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഓർഡർ, അതിൻ്റെ വേവ് ലെങ്ത്ത്, അതിൻ്റെ ഫ്രീക്വൻസി, പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോഴും ചോദ്യം ഏതെങ്കിലും രൂപത്തിൽ വരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കണേ. ശരി. അപ്പോൾ ഇത് AM വേവ്സ്, AM റേഡിയോ വേവ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് വരാൻ പോകുന്നത് AMൻ്റെ വാല്യൂ എനിക്ക് അറിയുന്നത് 10⁻⁻⁴. ഇത് പിന്നെ എനിക്ക് അറിയുന്ന ഇത് C ആണ്. അപ്പോൾ C നമുക്ക് തരാം. C ഓ സോറി, AM അല്ലേ? AM വരാൻ പോകുന്നത് എവിടെ ഇത്? ഇത് AM വരാൻ പോകുന്നത് 10⁻². ഓക്കെ. ഇൻഫ്രാറെഡ് വരാൻ പോകുന്നത് C വരാൻ പോകുന്നത് 10⁻⁴. ഓക്കെ. പിന്നെ ഒന്നും കൂടി എനിക്ക് ഓർമ്മയുള്ളത് മൈക്രോവേവ് എനിക്ക് ഓർമ്മയില്ല, കുഴപ്പമില്ല, ബാക്കി പോകുന്നത് കിട്ടിയാൽ മതി. എക്സ്റേ വരാൻ പോകുന്നത് 10⁻10⁻⁻10. ഓക്കെ ശരി. അപ്പോൾ അപ്പോൾ എന്താ അയ്യോ വരച്ചില്ലല്ലേ? ഓക്കെ. AM വരാൻ പോകുന്നത് ഇത് 2. 2 ഒന്നേ ഉള്ളൂ. ശരി. ഓക്കെ, ഒന്നേ കിട്ടും. ഓക്കെ ഓക്കെ ശരി. 17D ഓക്കെയാണ്. Next one. In a Young's double slit experiment, student observed 8 fringes in certain segment of screen. അപ്പോൾ ഇത് സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റുഡൻറ്റ് ഒബ്സർവ് 8 ഫ്രിഞ്ചസ്. ഇവിടെ നിന്ന് 8 ഫ്രിഞ്ചാണ് കാണുന്നത്. ഇവിടെ നിന്ന് 8 ഫ്രിഞ്ച്. ഓക്കെ. അപ്പോൾ 8 ഫ്രിഞ്ച് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണെന്ന് അറിയടാ? മോണോക്രോമാറ്റിക് വേവ് ലെങ്ത്ത് 600 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ 600 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോഴാണ് 8 ഫ്രിഞ്ച് കാണുന്നത്. ഇഫ് ദ വേവ് ലെങ്ത്ത് ഓഫ് ദ ലൈറ്റ് ഈസ് ചേഞ്ച് ടു 400 നാനോമീറ്റർ, ഈ 600 നാനോമീറ്ററിനെ 400 നാനോമീറ്റർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് ചോദ്യം? നമ്പർ ഓഫ് ഫ്രിഞ്ചസ്, എത്ര ഫ്രിഞ്ചിൻ്റെ അത് കാണാൻ പറ്റും. ഓക്കെ നോക്കണം. നമുക്ക് ഫ്രിഞ്ച് വിടുത്തിന് ഇക്വേഷൻ എനിക്കറിയില്ല. ഫ്രിഞ്ച് വിടുത്ത് ബീറ്റ ഈക്വൽ ടു λd/d. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത്താണ്. വേവ് ലെങ്ത്ത് കൂടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രിഞ്ച് വിടുത്ത് കൂടും. ശരിയല്ലേ? കാരണം വേവ് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ലാംഡ കൂടിക്കഴിഞ്ഞാൽ ഫ്രിഞ്ച് വിടുത്ത് കൂടും. അപ്പോൾ ഫ്രിഞ്ച് വിടുത്ത് കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് കുറവായിരിക്കും, കാരണം ഒരേ സ്ക്രീനാണ് അല്ലേ? അപ്പോൾ ഫ്രിഞ്ച് വിടുത്ത് കൂടുകയാണെങ്കിൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസിൻ്റെ എണ്ണം കുറയും. ഓക്കെ. അപ്പോൾ അതിൻ്റെ തിയറി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഫ്രിഞ്ച് വിടുത്തും നമ്പർ ഓഫ് ഫ്രിഞ്ചസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ n ബീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ? വേർ n ഈസ് ദി നമ്പർ ഓഫ് ഫ്രിഞ്ചസ്, ബീറ്റ ഈസ് ദി ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലേ? അപ്പോൾ ബീറ്റ ഫ്രിഞ്ച് വിഡ്ത്താണ്, n നമ്പർ ഓഫ് ഫ്രിഞ്ചസാണ്. അപ്പോൾ n ബീറ്റ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ എഴുതാൻ കാരണം ബീറ്റ കൂടുകയാണെങ്കിൽ n കുറയും, അല്ലെങ്കിൽ n കൂടുകയാണെങ്കിൽ ബീറ്റ കുറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് n1 ബീറ്റ 1 ഈക്വൽ ടു n2 ബീറ്റ 2 അല്ലേ? n1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഫ്രിഞ്ച് എവിടെയാണ്? 8 ഫ്രിഞ്ച് അല്ലേ പറഞ്ഞേ അല്ലേ?
അപ്പോൾ 8 ഇൻറ്റു ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ ലാംഡ ഡി ബൈ ഡി, ലാംഡ 1 ആണ്, ഈക്വൽ ടു അടുത്ത ഫ്രിഞ്ച് എനിക്കറിയില്ല, N2 അറിയില്ല, ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ഡി ബൈ ഡി. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ. അപ്പോൾ 8 ഇൻറ്റു 600 ഈക്വൽ ടു N2 ഇൻറ്റു 400. 400 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, 400 ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇത് രണ്ടും ക്യാൻസൽ ബൈ 4, 12. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 12. ക്ലിയർ അല്ലേ? ഡി 12. ഓക്കെയാണ്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ഹോളോ കണ്ടക്റ്റിംഗ് സ്ഫിയർ ഓഫ് റേഡിയസ് R1 ആൻഡ് R2. R1ൻ്റെ വാല്യൂ കൂടുതലാണ്, R2നെയും കാട്ടിയും. ഹാവ് ഈക്വൽ ചാർജസ്. പൊട്ടൻഷ്യൽ വുഡ് ബി. ശരിയല്ലേ? എടാ, പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഇതിൻ്റെ റേഡിയസ് R1, ഇതിൻ്റെ റേഡിയസ് R2 അല്ലേ, ഇതിൻ്റെ ചാർജ് Q, ഇതിൻ്റെ ചാർജ് Q, രണ്ട് ഈക്വൽ ചാർജ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? K Q ബൈ R അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ റേഡിയസ് നോക്കുകയാണെങ്കിൽ റേഡിയസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. ചോദ്യം പൊട്ടൻഷ്യൽ വുഡ് ബി മോർ ഓൺ ദ ബിഗ്ഗർ സ്ഫിയർ, മോർ ഓൺ ദ സ്മോളർ സ്ഫിയർ. അപ്പോൾ R കുറവാണെങ്കിൽ V കൂടുതലായിരിക്കും. അപ്പോൾ B അല്ലേ? വേറെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ അകത്ത് അല്ലേ? എടാ, റേഡിയസ് കൂടുതലാണെങ്കിൽ പൊട്ടൻഷ്യൽ കുറവ്, റേഡിയസ് കുറവാണ് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ പൊട്ടൻഷ്യൽ കൂടുതൽ. ഓക്കെ, അപ്പോൾ മോർ ഓൺ ദി പൊട്ടൻഷ്യൽ എവിടെയാണ് കൂടുതൽ, അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ പൊട്ടൻഷ്യൽ എവിടെയാണ് കൂടുതൽ? സ്മോളർ സ്ഫിയർ, ബി. അടുത്തത് ഈക്വൽ ഓൺ ദി ബോസ്ഫിയർ അല്ല, ഞാനിപ്പോൾ ടിക്കറ്റുള്ളൂ മാർക്ക് ചെയ്യാനായിട്ടല്ല, അതൊക്കെ ഈക്വൽ ഓൺ ദി ബോസ്ഫിയർ അല്ല, ഡിപ്പെൻഡൻ്റ് ഓൺ ദി മെറ്റീരിയൽ പ്രോപ്പർട്ടി ഓഫ് സ്ഫിയർ അല്ലല്ല, ചാർജിനല്ലേ, KQ ബൈ R. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric lift with maximum load of 2000 kg, lift and passengers, lift plus passengers. അപ്പോൾ ലിഫ്റ്റും പാസഞ്ചേഴ്സും എല്ലാം കൂടിയിട്ടാണ് എത്ര 2000 kg ഉള്ളത് അല്ലേ? ഈസ് മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 1.5 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? മുകളിലേക്ക് പോവാണ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 1. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ് ദ മോഷൻ ഈസ് 3000 ന്യൂട്ടൺ. അപ്പോൾ ഇതാ ലിഫ്റ്റിൻ്റെ അകത്ത് പാസഞ്ചേഴ്സും ഉണ്ട്, ഇത് മൊത്തത്തിൽ 2000 kg. അപ്പോൾ ഇത് മൊത്തത്തിൽ 2000 kg ആണെങ്കിൽ താഴേക്ക് ഉണ്ടാവുക 2000 ഇൻറ്റു 10. മുകളിലേക്കല്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൂവിങ് അപ്പ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മൂവിങ് അപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടുണ്ടാവും? താഴേക്ക് ഉണ്ടാവും. ഓക്കെ, ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ് എത്ര? 3000. അതും കിട്ടി, 3000 ന്യൂട്ടൺ. ഓക്കെ, മിനിമം പവർ ഡെലിവേർഡ് ബൈ ദി മോട്ടർ പവർ ഈക്വൽ ടു F.V ആണ്. മുകളിലേക്കാണ് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഫോഴ്സ് താഴേക്കാണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും എന്നറിയോ? ടോട്ടൽ ഫോഴ്സ് ഇത് എത്ര ഉണ്ടാവും? 20,000 പിന്നെ ഒരു എത്ര 3000. അപ്പോൾ 23,000 അല്ലേ? 10⁻³ ഇൻറ്റു പിന്നെ ആരാണുള്ളത്? വെലോസിറ്റി എത്രയാണ്? 1.5 എന്ന് പറയുമ്പോൾ 3/2. ഓക്കെ അല്ലേ? അപ്പോൾ 23 ഇൻറ്റു 3 എത്രയും 3 ഇൻറ്റു 3 9, 69. 69ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 34.5. അപ്പോൾ 34.5 ഇൻറ്റു 10⁻³ അങ്ങനെയല്ലേ വരിക? 34.5 ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ 34. ഓപ്ഷൻ സി ക്ലിയർ അല്ലേ? 69 34.5 ഇൻറ്റു 10⁻³. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, കാൽക്കുലേഷൻ ആവശ്യത്തിന് കാൽക്കുലേഷൻ മതി, ശരിയല്ല? നമ്മൾ ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, 34,534,500. ഓക്കെ, ഓപ്ഷൻ സി കിട്ടിയിട്ടുണ്ടേ. നെക്സ്റ്റ് വൺ. ഇൻ ദ ഗിവൺ ന്യൂക്ലിയർ റിയാക്ഷൻ എലമെൻറ്റ് എക്സ്. ശരി, അപ്പോൾ ഇത് സോഡിയം അല്ലേ? ഐസോട്ടോപ്പാണ്. ഇയാളെ എന്തോ ഒരു പ്രോസസ്സിൽ എക്സ് റിലീസ് ചെയ്യാണ്, എക്സും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇ പ്ലസ് എന്ന് പറയുമ്പോൾ പോസിട്രോൺ ആണ്, ശരിയല്ലേ? ഇത് ന്യൂട്രിനോ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇ പ്ലസ് വന്നു കഴിഞ്ഞാൽ 11 എന്നുള്ള സാധനത്തിന് 1 കുറയും. ഇവിടെ E- ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെ 1 കൂടും, ശരിയല്ലേ? എടാ, ബീറ്റാ ഡി കെ 3 DK, ആൽഫ DK, ബീറ്റാ DK, ഗാമ DK. അപ്പോൾ ഇത് ബീറ്റാ DK ആണ്, ബീറ്റ പ്ലസ് ആണ്, പോസിട്രോൺ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പോസിട്രോൺ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യും, 1 കുറയും,
ഇത് ഇലക്ട്രോൺ ആയിരുന്നെങ്കിൽ 1 കൂടിയേനെ, പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അതെ ഓപ്ഷൻ സി അല്ലേ 22 തന്നെ. ഓക്കെ, ഓപ്ഷൻ സി അല്ലേ. അടുത്തത് റേഡിയസ് ഓഫ് ദ ഗൈറേഷൻ ഓഫ് ദ തിൻ ശരിയല്ലേ, നിയോൺ സോഡിയം നിയോൺ. ഓക്കെ ശരി. ഓക്കെ, റേഡിയസ് ഓഫ് ദി ഗൈറേഷൻ the radius of the ratio of the radius of the gyration of a thin uniform disk about an axis passing through its center and normal to its plane. Okay, അപ്പോൾ ചിത്രം വരയ്ക്കണം. ഓക്കെ, the radius of the gyration of a thin uniform disk ആണ്, ഇത് ഡിസ്ക് ആണ് അല്ലേ, about an axis passing through its center, സെൻറ്റർ കൂടി പാസ് ചെയ്യുന്നുണ്ട്, and normal to the plane normal to the plane. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്, mr²/2 അല്ലേ. അടുത്തത് ആൻഡ് നോർമൽ ടു ദ പ്ലെയിൻ ടു ദി റേഡിയസ് ഓഫ് ദ ഗൈറേഷൻ ഓഫ് ദ ഡിസ്ക് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. അപ്പോൾ ഇത് ഡിസ്ക്, ഈ ഡിസ്കിൻ്റെ ഡയമീറ്റർ ഇത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്, mr²/4 അല്ലേ. എടാ അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് ദ ഗൈറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ mr²/2 ഈക്വൽ ടു എത്ര, mk². ഇത് രണ്ടും ക്യാൻസൽ, k = r/√2. ഇത് k1 കൊടുക്കാം. ഇവിടെ ഇത് mk² കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ, k = r/2. ഇതിന് ഞാൻ k2 കൊടുക്കാം അല്ലേ. അപ്പോൾ ചോദ്യം എന്താ, ഇതിൻ്റെ റേഷ്യോ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ r/√2 × 2/r. ഇത് രണ്ടും ക്യാൻസൽ, ഇത് രണ്ടും ക്യാൻസൽ, ഒരു √2. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ 22 എനിക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് √2 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ √2 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്, 22B √2:1. ഓക്കെ ആണ്, ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് വൺ. ഇഫ് let T1 and T2 be the energy of an electron in the first and the second excited state of the hydrogen atom respectively according to the Bohr model of the atom, energy in minus z²/n² അല്ലേ. നമുക്ക് വാല്യൂ അറിയില്ലടാ, -13.6 ശരിയല്ലേ, -3.4. ഈ വാല്യൂ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അറിയാം, നമുക്കറിയാം ആ വാല്യൂ അറിയാം. അക്കോർഡിംഗ് ടു ദ ബോർ മോഡൽ ഓഫ് ആറ്റം T1 ഈസ് ടു T2. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ നമുക്ക് T1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ് ശരിയല്ലേ. സാധാരണ n = 1 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n = എന്ത് വരണം, 2 വരണം. അപ്പോൾ T1/T2 റേഷ്യോ അല്ലേ, -13.6 അവിടെ ഉണ്ടാവും. ഇത് EV ആണ്. ഓക്കെ, z²/n² താഴത്ത് n1² ഉണ്ടാവും, ഇവിടെ n2² ഉണ്ടാവും. അപ്പോൾ n2 എന്താ, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n3, അപ്പോൾ 3² 9 അല്ലേ. 1 ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 2 അല്ല കൊടുക്കണ്ടേ, കാരണം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ n1ൻ്റെ വാല്യൂ 2, അപ്പോൾ 2² എത്രയും 4. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 9:4 D, ഓപ്ഷൻ D. ഓക്കെ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ. എ ലൈറ്റ് റേ ഫോൾസ് ഓൺ എ ഗ്ലാസ് സർഫസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 അറ്റ് ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഒരു ലൈറ്റ് റേ വരട്ടെ, ഇത് നോർമൽ അല്ലേ, ഇത് ലൈറ്റ് റേ. വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ചോദ്യം എന്താണെന്നറിയോ, അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി, ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റഡ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ഇത് റിഫ്രാക്റ്റഡ് റേ അല്ലേ, ഇത് റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ഈ ആംഗിൾ എത്രയെന്നാണ് ചോദ്യം അല്ലേ. എടാ അപ്പോൾ എന്താണെന്നറിയോ ചോദ്യം, ഇത് √3 ആണ്. ഇത് √3 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസ് സർഫസിൻ്റെ √3 ആണ്. ഓക്കെ, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എടുക്കുകയാണെങ്കിൽ
ഈ ആംഗിളിനെ ഞാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു റിലേഷൻ ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? n ഈക്വൽ ടു ടാൻ തീറ്റ പി. ഓക്കെ, വേർ തീറ്റ പി ഇസ് ദി പോളറൈസിങ് ആംഗിൾ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രകാരം √3 ആണ്. അപ്പോൾ √3 ആണെന്നുണ്ടെങ്കിൽ തീറ്റ പീൻ്റെ വാല്യൂ വരേണ്ടത് 60 ഡിഗ്രി അല്ലേ? അല്ലേ? കാരണം ടാൻ 60 ആണ് √3. അങ്ങനെയാണെങ്കിൽ ഇത് √60 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു ടാൻ തീറ്റ പി ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. റിസൾട്ട് നമുക്ക് ഓർമ്മയുള്ളതാണ് അല്ലേ? അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി ഓപ്ഷൻ സി. ഓപ്ഷൻ സി ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25 അല്ലേ? എ കോപ്പർ വയർ ഓഫ് ലെങ്ത് 10 മീറ്റർ ആൻഡ് റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയോ ഒരു ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. റേഡിയസ് 10⁻²-2/√π. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടാൽ പേടിക്കുകയേ വേണ്ട, പക്ഷേ നമുക്ക് ചെയ്തുണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഹാസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് 10 ohm, current density in the wire for an electrical field, current density in the wire for an electrical field of 10 volt per meter. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് അല്ലേ? അപ്പോൾ ചോദ്യം എന്താണെന്നറിയോ? കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എങ്ങനെയാണെന്നറിയോ? E ഈക്വൽ ടു ρj അല്ലേ? ഓക്കെ, അടുത്തത് J ഈക്വൽ ടു സിഗ്മ ഇ. ഇതും നമുക്കറിയാം. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് ഡെൻസിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ J ഈക്വൽ ടു സിഗ്മ ഇ കൊടുക്കാം അല്ല? അപ്പോൾ സിഗ്മ കിട്ടണം. ഓക്കെ, വഴി ഉണ്ടാക്കാം, സിഗ്മ വഴി ഉണ്ടാക്കാം. ഞാൻ ഈ തന്നിട്ടുണ്ട് സിഗ്മ. ശരി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ R ഈക്വൽ ടു ρl/a. ഇങ്ങനെ ഇക്വേഷൻ R ഈക്വൽ ടു ρl/a. അപ്പോൾ R ഈക്വൽ ടു ρl/a എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 1/σ. അപ്പോൾ R ഈക്വൽ ടു L/σ i അല്ലേ? R ഈക്വൽ ടു L/. അപ്പോൾ ഇവിടെ നിന്ന് സിഗ്മ ഈക്വൽ ടു എന്തുണ്ടാവും? L/a × R അല്ലേ? അത് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ L/a × R × E എന്ന് വരും. ശരിയല്ലേ? L/a × R × E എന്ന് വരും. L എന്ന സാധനം ലെങ്ത് അല്ലേ? ലെങ്ത് എത്രയാണ്? 10. അപ്പോൾ 10 × അല്ലേ? 10 × E എത്രയാണ്? 10. അതും 10 അല്ലേ? ഇയും 10 ആണ്. 10 ഏരിയ എന്താണ്? πr². π × R². എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ അല്ലേ? ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻⁴/π ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? 10 അല്ലേ? ശ്രദ്ധ വേണേ. π ക്യാൻസൽ, ഇത് രണ്ടും ക്യാൻസൽ. ബാക്കി എത്ര? 10⁻⁴ മുകളിലേക്ക് പോയാൽ 10⁻⁴ഉം 10⁻1ഉം 10⁻5. ശരിയല്ലേ? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. കറണ്ട് ഡെൻസിറ്റി അല്ലേ? ആംപിയർ പെർ മീറ്റർ സ്ക്വയർ അല്ലേ? ഓപ്ഷനാണ് നമുക്ക് തരാം. 10⁻5. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ശരി, 26. A biconvex lens has radius of curvature 20 cm each. If the refractive index of the lens is 1.5, power എന്ന് പറഞ്ഞാൽ 1/f. അപ്പോൾ 1/fൻ്റെ ഇക്വേഷൻ n-1 × 1/r1 - 1/r2 അല്ലേ? 1/r1 - 1/r2 ഇത് സർഫസ് 1. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് R1 ഇങ്ങോട്ട്, ഇത് സർഫസ് നമ്പർ 2, അതിൻ്റെ റേഡിയസ് R2 ഇങ്ങോട്ട് അല്ലേ? അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1.5 അല്ലേ? അപ്പോൾ 1.5 - 1 എന്ന് പറയുമ്പോൾ 0.5 × 1/20 അങ്ങോട്ട് സൈൻ പ്ലസ് മൈനസ് 1/20. 20 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്കല്ലേ? ഇങ്ങോട്ടല്ലേ സൈൻ ഇത് വരിക? ഇങ്ങോട്ടല്ലേ വരുന്നത്? ഓക്കെ, അപ്പോൾ സൈൻ മൈനസ്, അപ്പോൾ 1/20 + 1/20 അല്ലേ? അപ്പോൾ 0.5 × 2/20. ഇത് രണ്ടും പോയി. അപ്പോൾ 1/20. അപ്പോൾ പവർ വരുന്നത് 1/20 ആണ്. പക്ഷേ പവർ ഇത് സെൻറ്റിമീറ്റർ അല്ലേ? ഡയോപ്റ്റർ ഓപ്ഷനിൽ. ഓക്കെ, അപ്പോൾ 100/20 അല്ലേ? ആൻസർ എത്ര വരും? 5 ഡയോപ്റ്റർ +5 ഡയോപ്റ്റർ. ഓക്കെ ആണോ? ശരിയല്ലേ? എടാ ഫോക്കൽ ലെങ്ത് വന്നിരിക്കും സെൻറ്റിമീറ്ററിലാണ്, മീറ്ററിലേക്ക് × 100 കൊടുത്താൽ മതി. ശരിയല്ലേ? ഓപ്ഷൻ ഡി അല്ല, സോറി, ഓപ്ഷൻ സി +5 ഡയോപ്റ്റർ. ഓക്കെ അല്ലേ?
Question number 26. Okay, അല്ലേ? Question number 27. A long solenoid of radius 1 millimeter has 100 turns per millimeter. If 1 ampere current flows through the solenoid, magnetic field strength at the center of the solenoid. അപ്പോൾ B. Equation mu naught into Ni. Mu naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ 4 pi into 10 raised to minus 7 into n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്താണ്. ഇത് 100 by millimeter അല്ലേ. അപ്പോൾ 1 into 10 raised to minus 3 into കറണ്ട് എത്രയാണ് 1 അല്ലേ. അപ്പോൾ എന്തുണ്ടാവും എന്ന് അറിയണം. 10 raised to 3 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 10 raised to minus 3 മുകളിൽ 10 raised to 3 10 raised to 3യും 10 സ്ക്വയറും 10 raised to 5 10 raised to 5ഉം 10 raised to minus 7ഉം 10 raised to minus 2 അല്ലേ. അപ്പോൾ ആൻസർ 4 pi into 10 raised to minus 2. 4 pi എന്ന് പറഞ്ഞാൽ എത്ര വരും എന്നറിയാം. 3.14 into 4 എന്ന് പറയുമ്പോൾ 12 point സംതിങ്ങിൻ്റെ മുകളിൽ ഇതല്ലേ. അതായത് 4 into 3 12 പോയിൻറ്റ് സംതിങ് ഇൻറ്റു 10 raised to minus 2 ടെസ്ല. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി അല്ലല്ല. ഓക്കെ, ഇത് ഓപ്ഷൻ ബി 12.56 into 10 raised to minus 2 ടെസ്ല. ഓക്കെ, 12.56 into 10 raised to minus 2 ടെസ്ല. ഓക്കെ അല്ലേ? ക്ലിയർ 27. Okay, 28. Question number 28. A body of mass 60 gram experiences a gravitational force of 3 Newton. When placed at a particular point. The magnitude of gravitational field intensity. Gravitational field intensity എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ വെച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് മാസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. ശരിയല്ലേ? യൂണിറ്റ് മാസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ 60 ഗ്രാമിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് അത്ര 3 ന്യൂട്ടൺ അല്ലേ. എടാ 60 ഗ്രാമിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് അത്ര 3 ന്യൂട്ടൺ. അപ്പോൾ 1 കിലോന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര വരും? 3 by 60 into 10 raised to minus 3 അല്ലേ. അപ്പോൾ 10 raised to 3 by എത്രയും 10 raised to 3 into 10 into 10 by 20 അല്ലേ. ഇത് രണ്ടും ക്യാൻസൽ 2, ഇത് രണ്ടും ക്യാൻസൽ 5. ആൻസർ 50 അല്ലേ. ആൻസർ എൻ്റെ 50 ന്യൂട്ടൺ പെർ കെ ജി. ക്ലിയർ ഒന്നുമില്ല. ഓക്കെ, 60 ഗ്രാമിന് 3 ന്യൂട്ടൺ, 1 ഗ്രാമിന് 3/60, 1 കിലോഗ്രാമിന് ഇൻറ്റു 1000. ആൻസറായി 50 ന്യൂട്ടൺ പെർ കെ ജി. ഓക്കെ അല്ലേ. ഓപ്ഷൻ നോക്കട്ടെ. ഓപ്ഷൻ ബി. Okay, next one. The graph which shows the variation of the de Broglie wavelength of a particle and its associated momentum അല്ലേ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ലാംഡയും പിയും തമ്മിലുണ്ടാകുന്ന ഗ്രാഫാണ്. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു h/p അല്ലേ. അപ്പോൾ ലാംഡ ഈക്വൽ ടു h/p ആണെന്നുണ്ടെങ്കിൽ ലാംഡ വൈയിലാണ്, പി എക്സിലാണ്.
ലാംഡ ഈക്വൽ ടു h/p അല്ലേ? ആണല്ലേ? ഓക്കെ, ഇപ്പോൾ ലാംഡ ഈക്വൽ ടു h/pയിൽ പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം അല്ലേ? അപ്പോൾ പി മൊമെൻറ്റമാണ്, ലാംഡ വേവ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അവർ ലാംഡയും പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഗ്രാഫ് ഏതാണ്? ഹലോ, ആണോ? ഇവിടെ ഇല്ല. ഓക്കെ, ഓഫാക്കാം.
കേൾക്കുന്നില്ലേ? ഓഡിബിൾ ആണോ? ഓക്കെ, ശരി. റേഷ്യോ ഓഫ് ദി ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡ്. ഓക്കെ, ഓപ്ഷൻ സി. ക്ലിയർ? നെക്സ്റ്റ് വൺ, ആംഗുലാർ സ്പീഡ് ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ, ആംഗുലാർ സ്പീഡ് ഓഫ് ഫ്ലൈ വീൽ. ഈ ടൈപ്പ് സാധനം ഇത് റൊട്ടേഷനാണ്. ആംഗുലാർ സ്പീഡ് ഓഫ് ഫ്ലൈ വീൽ വിത്ത് യൂണിഫോം ആംഗുലാർ ആക്സിലറേഷൻ ചേഞ്ചസ് ഫ്രം 1200 RPM to 3120 RPM in 16 സെക്കൻഡ്. ക്വസ്റ്റ്യനിൽ ആംഗുലാർ സ്പീഡ് ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ, അവിടെ ആംഗുലാർ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൽഫ ഈക്വൽ ടു എന്ത് ചെയ്യുക, ആംഗുലാർ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ബൈ ടൈം അല്ലേ? ആംഗുലാർ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ബൈ ടൈം, അതായത് 3120 മൈനസ് 1200 ബൈ എത്ര സെക്കൻഡ്? 16. പക്ഷേ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RPM-ലാണുള്ളത് അല്ലേ? RPM-നെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരണം? ഇതിലേക്ക് കൊണ്ടുവരണം, ഒമേഗയിലേക്ക് കൊണ്ടുവരണം. ഒമേഗയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 1200, 800, 2000, പിന്നൊരു 1220. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഈ സാധനത്തിന് 2π/16 കൊണ്ട് മൾട്ടിപ്പിൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം കൂട്ടും. അപ്പോൾ ഇത് രണ്ടും 8, ഇത് വെട്ടിക്കളഞ്ഞാൽ എത്ര ഉണ്ടാവും അറിയോ? ആൽഫ 1200, 60, ഓക്കെ 4 അല്ലേ? ആൻസർ 31B. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ട പരിപാടി RPM-നെ ഫസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരണം. 2π/16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒമേഗ കിട്ടും. കാരണം ഈ തന്നിരിക്കുന്ന സാധനം ഫ്രീക്വൻസിയാണ്. അപ്പോൾ 3120 മൈനസ് 1200 ഇൻറ്റു 2π/60 ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ, ഇതും ക്യാൻസൽ. അപ്പോൾ ടോട്ടൽ എൻ്റെ ആൻസർ വരാൻ പോകുന്ന 4π. ക്ലിയർ? 31B ആണ് ആൻസർ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, 32. An ideal gas undergoes 4 different processes from the same initial state as shown in the figure. Those processes are adiabatic, isothermal, isobaric and isochoric. The curve which represents the adiabatic process among 1, 2, 3, 4. തന്നിരിക്കുന്ന സാധനത്തിൽ ഏതാണ് അഡിയബാറ്റിക് പ്രോസസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അഡിയബാറ്റിക് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അഡിയബാറ്റിക് അല്ലേ? എടാ ഇത് ഏതാണ്? ഐസോ കോറിക് അല്ലേ, കോൺസ്റ്റൻറ്റ് വോളിയം. ഇത് ഐസോബാറിക്. ഈ തന്നിരിക്കുന്ന സാധനം അഡിയബാറ്റിക്, ഈ തന്നിരിക്കുന്നത് ഐസോതെർമൽ. ഓക്കെ, ഈ ഗ്രാഫ് ഓർമ്മ ഉണ്ടാവണം. ഐസോ കോറിക്, അഡിയബാറ്റിക്, ഐസോതെർമൽ, ഐസോബാറിക്. സോറി, ഐസോബാറിക് അല്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? അഡിയബാറ്റിക് പ്രോസസ് ഏതാണ്? 2 അല്ലേ? അഡിയബാറ്റിക് പ്രോസസ് 2. ഐസോതെർമൽ ആയിരുന്നെങ്കിൽ 3, ഐസോകോറിക് ആയിരുന്നെങ്കിൽ 1. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് അഡിയബാറ്റിക് ആണ്. കുഴപ്പമില്ല. ഇതേപോലെ തന്നെ എടാ ഇത് എക്സ്പാൻഷൻ്റെ ആണ്, കംപ്രഷൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫും കൂടി നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, ശരി. 32 കഴിഞ്ഞ് 33 അല്ലേ? ഇഫ് ദി ഇനീഷ്യൽ ടെൻഷൻ ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഈസ് ഡബിൾഡ് അല്ലേ? ഇനീഷ്യൽ ടെൻഷൻ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ റേഷ്യോ ഓഫ് ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് അലോങ് ദ സ്ട്രിങ്. ശരി, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇനീഷ്യൽ ടെൻഷൻ എന്ത് ചെയ്യാണ്? ഡബിൾ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലും ഫൈനലും സ്പീഡ്, ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡാണ് വെച്ചത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ V = √T/μ അല്ലേ? അപ്പോൾ V = √T/μ എന്ന് പറയുന്നതിൽ T ഡബിൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ T ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നുള്ളത് 2 ആക്കി കഴിഞ്ഞാൽ ഒരു റൂട്ട് വരും. അപ്പോൾ √1 √2 വരും അല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ V1 = ടെൻഷൻ T ആണ് എന്നുണ്ടെങ്കിൽ T കൊടുക്കുക, T/μ.
V2 ഈക്വൽ ടു റൂട്ട് ഓഫ് 2t ബൈ മ്യൂ. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 1:√2 അല്ലേ, ഒരു 1:√1 1:√2. ഓപ്ഷൻ സി. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്? ഓക്കെ ആണ്? ശരി ശരി ശരി. നെക്സ്റ്റ് വൺ 34. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോൾഡ് ആംഗിൾ ഹാവ്. എടാ ആംഗിളിന് എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട് അല്ലേ? എന്താ യൂണിറ്റ്? റേഡിയൻ. ആംഗിൾ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല, അങ്ങനത്തെ ഓപ്ഷൻ. യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് ഓക്കെ. ഓപ്ഷൻ എ യൂണിറ്റ് ഉണ്ട് എന്ന ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻസ് ആൻഡ് ബട്ട് നോ യൂണിറ്റ്സ്, നോ യൂണിറ്റ്സ് നോ ഡയമെൻഷൻ, ബോത്ത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ശരി, ഓപ്ഷൻ എ. വേറെ ഒന്നുമില്ല അതിൻ്റെ അത് അല്ല. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോൾഡ് ആംഗിൾ അല്ലേ? പ്ലെയിൻ ആംഗിൾ സോൾഡ് ആംഗിൾ എന്താണെന്ന് അറിയാലോ? ഓക്കെ ശരി. 35 അല്ലേ? എ ഷെൽ ഓഫ് മാസ് ഷെൽ ഓഫ് മാസ് എം ഈസ് അറ്റ് റെസ്റ്റ് ഇനീഷ്യലി. ഇത് ഷെൽ ഓഫ് മാസ് എം ആണ് അല്ലേ? ഇറ്റ് എക്സ്പ്ലോഡ്സ് ഇൻ ടു 3 ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് മാസസ് ഇൻ ദ റേഷ്യോ 2:2:1. അപ്പോൾ ഇത് ഒരു കഷ്ണം 2 അല്ലേ? 2:2:1 ആണ്. അപ്പോൾ ഇതിന് 2 എടുക്കാം. അപ്പോൾ ഈ മാസിന് ഞാൻ 5 എടുക്കാം. 2 2 4 1 5. അപ്പോൾ ഈ 5-ൽ ഇത് 2 ആണ്, ഇത് 2 ആണ്. ഇഫ് ദ ഫ്രാഗ്മെൻറ്റ്സ് ഹാവിങ് ഈക്വൽ മാസസ് ഫ്ലൈ ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇത് സ്ഥിരം കാണുന്ന സാധനമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിത്ത് ദ സ്പീഡ് ഓഫ് ദ തേർഡ് ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ തേർഡ് ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് 2 മാസ് 2 ആണ് എടുത്തോ. അങ്ങനെയാണെങ്കിൽ സോറി, ആ മാസ് 2 ആണ്, ഇയാളുടെ വെലോസിറ്റി v ആണ്. ഇയാളുടെ മാസ് 2, ഇയാളുടെ വെലോസിറ്റി v. അങ്ങനെയാണെങ്കിൽ ഇത് റിസൾട്ടൻറ്റ് വെലോസിറ്റി. റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ അല്ലേ? ശരിയാണോ? അപ്പോൾ ഇതേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4v² പ്ലസ് 4v². അപ്പോൾ എത്ര വരും എന്നറിയോ? റൂട്ട് ഓഫ് 8v² എന്ന് പറയുമ്പോൾ റൂട്ട് 8v എന്ന് വരും അല്ലേ? അപ്പോൾ ആ റൂട്ട് 8v ഡയറക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം എക്സ്പ്ലോഷന് കാരണക്കാരനായിട്ടുള്ള ഫോഴ്സ് ഇൻറ്റേർണൽ ആണ്, എക്സ്റ്റേണൽ അല്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ അത് കാരണം മൂന്നാമത്തെ കഷ്ണം ഈ ഡയറക്ഷനിൽ പോകും. അയാളുടെ മാസ് എത്രയാണ്? 1. അയാളുടെ വെലോസിറ്റി എത്രയാണ്? v'. അപ്പോൾ 1 × v' ഈക്വൽ ടു റൂട്ട് 8 × v. റൂട്ട് 8 എന്ന് പറയുമ്പോൾ 2√2 അല്ലേ? 2√2 × v. അപ്പോൾ ആരും ക്യാൻസൽ ആവാനില്ല. അപ്പോൾ v' ഈക്വൽ ടു 2√2v. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? 2√2v. ഓപ്ഷൻ സി കറക്റ്റാണ്. സി, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ അല്ലേ? നെക്സ്റ്റ് വൺ, ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലർ ഫീൽഡ് ഓഫ് ലെങ്ത് 55.3 മീറ്റർ. ലെങ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ബ്രെഡ്ത്ത് 25 മീറ്റർ. ആഫ്റ്റർ റൗണ്ടിങ് ഓഫ് ദ വാല്യൂ ഫോർ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് അല്ലേ? അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ആണ്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ 553 ഇൻറ്റു എത്ര? 25. ലെങ്ത് ഓക്കെ 1382.5. ഇതാണ് എനിക്ക് ഏരിയ കിട്ടുന്നത്. 1382.5 മീറ്റർ സ്ക്വയർ. ഇതാണ് എൻ്റെ ഏരിയ. ഇതെന്താ ചെയ്യേണ്ടത്? റൗണ്ട് ഓഫ് ചെയ്യണം, കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരണം. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? 2 എണ്ണം. അപ്പോൾ ഇത് 1382.5 എന്ന് പറഞ്ഞപ്പോൾ ഞാനിതിന് ഇങ്ങനെ എഴുതാം, 13.8 × 10⁻² മീറ്റർ സ്ക്വയർ അല്ലേ? പക്ഷേ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് 13.8 എന്ന് പറയുമ്പോൾ ഇവിടെ 8 ആണ്, 5 കാട്ടിയും കൂടുതൽ. അപ്പോൾ 14 × 10⁻². ഓപ്ഷൻ ഡി അല്ലേ? ഇത് ഇൻറ്റു കറക്റ്റ് 13 5 27 65 6 6 12 7 1 8 2 1 3 1 1382.5 കറക്റ്റാണ്. 1382.5 ആണ്. അപ്പോൾ ഞാൻ 13.8 അല്ലേ? 13.825 ഉണ്ട്. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള കൊണ്ടാണ് ഞാൻ 13.8 എടുത്തത്. 13.8 കാരണം ലാസ്റ്റ് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരാൻ പാടുള്ളൂ അല്ലേ? റൂൾ അറിയാലോ, അഡീഷന് സബ്സ്ട്രാക്ഷൻ റൂള്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ റൂൾ. അപ്പോൾ 13 14 × 10⁻². ഓക്കെ, ഓപ്ഷൻ ഡി 36 കിട്ടി. 37 ഓക്കെ. എ ബിഗ് സർക്കുലർ കോയിൽ
ഓഫ് 1000 ടേൺസ്, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് 1000 ആണ്. ആൻഡ് ആവറേജ് റേഡിയസ് 10 മീറ്റർ ആണ്. ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഹൊറിസോണ്ടൽ ഡയമീറ്റർ അറ്റ് 2 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഇയാൾ ഇങ്ങനെ വരയ്ക്കണം അല്ലേ, ഇത് അല്ലേ, ഇത് ഹൊറിസോണ്ടൽ ഡയമീറ്റർ ആണ്. ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയാണ്, ഹൊറിസോണ്ടൽ ഡയമീറ്ററിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിത്ത് ആൻ ഒമേഗ 2 റേഡിയൻ പെർ സെക്കൻഡ്. ഇഫ് ദ വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 2 × 10⁻⁵ ടെസ്ല. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ്, 12.56 ഓം. ദ മാക്സിമം ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF, എന്നിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, E = E0 × sin ωt അല്ലേ. അപ്പോൾ E0നെ മാക്സിമം EMFനെ NAB ഒമേഗ എന്ന് എഴുതാമല്ലോ. N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എത്ര, 10⁻3. ഇതാണ് E0, 10⁻3 ഇൻറ്റു ഏരിയ എത്ര വരിക, പൈ ഇൻറ്റു R². R² എന്ന് പറയുമ്പോൾ 10² ഇൻറ്റു B മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, 2 × 10⁻⁻5 ഇൻറ്റു ഒമേഗ എത്രയാണ്, 2. ഇത്രയും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ആരൊക്കെ കട്ടാവിടാം, 1, 5, 3, 2, 5, ഇത് രണ്ടും കട്ട്. അപ്പോൾ ആൻസർ ഇത് 4π അല്ലേ, 4π ആണ് ആൻസർ. അപ്പോൾ 4π എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, 4π എന്ന് പറഞ്ഞാൽ 12 പോയിൻറ്റ് സംതിങ് അല്ലേ, 12.5 നമ്മൾ ഓക്കെ ശരി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ EMF ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ 4π ബൈ ഇത് തന്നെ 12.56 അവിടെ 12.56, ഇത് രണ്ടും കട്ട്. ആൻസർ 1 ആംപിയർ. 1 ആംപിയർ അവിടെ 1 ആംപിയർ ഓപ്ഷൻ സി 1 ആംപിയർ. ക്ലിയർ അല്ലേ? ഓക്കെ, കാൽക്കുലേഷൻ നോക്കിക്കോളേ. 1, 3, 2, 5, 10⁻⁻5 രണ്ടും കട്ട്, 4π എന്ന് പറയുമ്പോൾ 12. അത് കറക്റ്റാണ്. ഓക്കെ, കിട്ടി. നെക്സ്റ്റ് വൺ, 2 point charges -q and +q. 2 point charges -q and +q are placed at a distance of L as shown in the figure. തന്നിട്ടുണ്ട്, ഓക്കെ ശരി. The magnitude of the electric field intensity at a distance r, where r is much greater. അപ്പോൾ magnitude of electric field at intensity r is given by general electric field equation K × P/r³. r ഡിസ്റ്റൻസ് അല്ലേ, ഇൻറ്റു ഈ ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ √1 + 3 cos²θ അറിയില്ലേ. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്, r വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണാലിറ്റി ആർക്കാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r³. അപ്പോൾ 1/r³ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ, 1/r³ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ KP/r³. അപ്പോൾ KP/r³ ഇൻറ്റു √1 + 3 cos²θ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേരീസ് ആസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? ഓക്കെ അല്ലേ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 39. ഓക്കെ, അപ്പോൾ 39 ഒരു ലോജിക് ഗെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ലോജിക് ഗെയിൻ്റെ ക്വസ്റ്റ്യനിൽ നോക്കണേ, ലോജിക് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യനിൽ 39 ഒരു ലോജിക് ഗേറ്റ് തന്നിട്ടുണ്ട്. ആ ലോജിക് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിളാണ് വരയ്ക്കേണ്ടത്. ട്രൂത്ത് ടേബിൾ ഏതാണ് ചോദ്യം. അപ്പോൾ ട്രൂത്ത് ടേബിൾ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നല്ലെങ്കിൽ ബൂളിയൻ ആൾജിബ്ര വെച്ച് സോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ ബൂളിയൻ ആൾജിബ്ര ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജനറലായിട്ട് കാണുന്നത് ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനെ സാധാരണ ഇൻപുട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇത് 0 0 കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് 0 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന സാധനം നോക്കിക്കൊള്ളേ. 0 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ഇത് 0 ഇത് 1 ഇത് 0 ഇത് 0 എത്ര വരും, ഇത് 0 വരും, 0 0. അപ്പോൾ ഇത് 0 0 ഇതിൻ്റെ ഇതേതാണ് ഗേറ്റ്, ഇവിടെ ഈ സാധനം ഇല്ലേ, എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ. ശരി, ആൻഡാണ്. ഓക്കെ ശരി. അപ്പോൾ ഇത് 0 0 ഇത് വരും, ഇവിടെ ഔട്ട്പുട്ട് വരും, ഇവിടെ 1 ശരിയല്ലേ. 0 0 കൊടുത്തു കഴിഞ്ഞാൽ 0 0 1 0 ഔട്ട്പുട്ട് ആൻഡ് അകത്ത് കൂടി പോയി കഴിഞ്ഞാൽ 1 വരും. ഓക്കെ, അപ്പോൾ 1 വരും എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് വേണ്ട, എ അല്ല, ബി ആവാം, സി ആവാം, ഡി അല്ല. രണ്ടെണ്ണം പോയി കിട്ടിയില്ലേ അല്ലേ. അടുത്തത് ഞാൻ നോക്കുക, അപ്പോൾ 0 0 1 കിട്ടി. ഇനി ഞാൻ ഓപ്ഷൻ നോക്കുക, 0 0 1 കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 0 1 കണ്ടുപിടിച്ചാൽ 0 1 കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, 0 1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ, അപ്പോൾ അത് കണ്ടുപിടിച്ച് കാര്യമില്ല. 1 0 കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ, 1 0 അല്ലല്ലേ വ്യത്യാസമുള്ളൂ. ശരി, അപ്പോൾ ഞാൻ 1 0 കണ്ടുപിടിക്കാം. ഓക്കെ
1 0 1 0 1 0 ഞാൻ കൂട്ടുകയാണെങ്കിൽ നിങ്ങളും കൂട്ടിക്കോളേ 1 0 1 0 0 0 1 0 0 1 1 0 ഔട്ട്പുട്ട് 1 അല്ലേ 1 അല്ലേ വരുന്നത് സി ഓക്കെ ആണോ അല്ലടാ അപ്പോൾ നോക്ക് ഞാൻ ചെയ്ത് ബൂളിയൻ ആൽജിബ്ര ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ശരി അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് 0 0 കിട്ടിയപ്പോൾ തന്നെ 2 ഓപ്ഷൻ ഔട്ടായി അല്ലേ 0 0 കിട്ടിയ ഇൻസ്റ്റൻറ്റ് 2 ഓപ്ഷൻ ഔട്ടായി ബാക്കി ഞാൻ 0 0 കണ്ടുപിടിച്ച് 1 0 1 കണ്ടുപിടിക്കാത്തതിന് കാരണം 0 1 കണ്ടുപിടിച്ചാൽ 2 ഓപ്ഷനിലും 0 1 0 തന്നെയാണ് അത് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല ഓപ്ഷൻ നോക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ 1 0 കണ്ടുപിടിച്ച് 1 0 നോക്കി 1 0 എനിക്ക് 1 ആണ് കിട്ടിയത് ഓപ്ഷൻ സി ഓക്കെ അല്ലേ ഓക്കെ ശരി ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ചെയ്തതാണേ 0 1 ഓക്കെ ഞാൻ ചെയ്തതാണ് ശരി നെക്സ്റ്റ് വൺ A capacitor of capacitance C equal to 900 picofarad is charged fully by a battery of 100 volt. Okay, battery B as shown in the figure A. ശരി then it is disconnected from the battery and connected to another uncharged capacitor of capacitance C equal to എത്ര 900 picofarad as shown in the figure. അങ്ങനെയാണെങ്കിൽ the electrostatic energy formed stored in the system B അല്ലേ അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്ത് കണ്ടുപിടിക്കണം എനർജി കണ്ടുപിടിക്കണം ടോട്ടൽ സിസ്റ്റത്തിൽ അല്ലേ ടോട്ടൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി കണ്ടുപിടിക്കണം ഞാൻ എന്താ നമുക്ക് ചെയ്യാം ഓക്കെ ശരിയടാ ഇത് 100 വോൾട്ട് അല്ലേ അപ്പോൾ ഇത് 100 വോൾട്ട് ആണെങ്കിൽ ഇതിൽ എത്ര ചാർജ് ഉണ്ടാവും Q ഈക്വൽ ടു സി വി അല്ലേ ശരിയല്ലേ എടാ അപ്പോൾ Q ഈക്വൽ ടു സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഈക്വൽ ടു സി വി എന്ന് പറയുന്ന ചാർജ് സ്റ്റോർ ചെയ്യുന്ന വരെ ഇയാൾ ചാർജ് ആയിക്കൊണ്ടിരിക്കും സി വിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അക്രോസ് പൊട്ടൻഷ്യൽ 100 വന്നു കഴിഞ്ഞാൽ ഉടനെ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യും ആ സാധനം എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കുകയാണ് ഇത് അൺചാർജാണ് രണ്ടാമത്തെ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ 2 കൊടുക്കാം രണ്ടാമത്തെ കപ്പാസിറ്റർ അൺചാർജ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇയാൾ ചാർജ് ചെയ്യും ഇയാൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയാളുടെ പൊട്ടൻഷ്യലും 50 ആവും ഇയാളുടെ പൊട്ടൻഷ്യലും 50 ആവും ഇയാളുടെ പൊട്ടൻഷ്യലും 50 ആവും കാരണം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ചാർജാണ് ഇതിൻ്റെ അകത്ത് രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് അപ്പോൾ ചാർജ് ഷെയറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ 50 ആയി കഴിഞ്ഞാൽ നോക്കുക ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ചാർജ് Q/2 ആയിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽ V/2 ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എനർജി എങ്ങനെ കണ്ടുപിടിക്കുക എനർജി എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ Q/2 ഇൻറ്റു V/2 ചെയ്താൽ പോരെ അല്ലേ എടാ ഹാഫ് Q ചെയ്താൽ പോരെ അല്ലേ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ചാർജ് 1/2 ഇൻറ്റു ചാർജ് Q/2 ആണ് പൊട്ടൻഷ്യൽ V/2 ആണ് പക്ഷേ അങ്ങനത്തെ എത്ര എണ്ണം 2 എണ്ണം അപ്പോൾ 2 എണ്ണം ഉണ്ട് അല്ലേ ഇതല്ലേ ടോട്ടൽ എനർജി സ്റ്റോർ ചെയ്യുക അപ്പോൾ 2 ഇൻറ്റു എടാ നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം കേട്ടോ ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ ഹാഫ് ഇൻറ്റു Q/2 ഇൻറ്റു V/2 ഹാഫ് ഇൻറ്റു Q സ്ക്വയർ ഏതുകൊണ്ട് ചെയ്യാം അപ്പോൾ ഞാനത് എടുക്കാം ഓക്കെ അപ്പോൾ 2 ഇൻറ്റു 1/2 ഇത് രണ്ടും ക്യാൻസൽ ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ എത്രയാണ് സി വി അല്ലേ സി എന്ന് പറഞ്ഞാൽ എത്രയാണ് 900 ഇൻറ്റു 10⁻⁻12/2 ഇൻറ്റു നേരത്തെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എത്രയാണ് നേരത്തെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ 50 അല്ലേ ഓക്കെ നേരത്തെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ 50 ആണെന്നുണ്ടെങ്കിൽ Q എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു വി അല്ലേ അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ 10⁻², 100 അല്ലേ ഇൻറ്റു വോൾട്ടേജ് എത്രയായിരുന്നു 100/2 എത്രയും 50 ശരിയാണോ കുഴപ്പമില്ല അതാ ഒന്നും കൂടി പറയാം ഈ 2 ക്യാൻസൽ ഇത് രണ്ടും ക്യാൻസൽ Qൻ്റെ വാല്യൂ സി വി ആണ് സി കൊടുത്ത് ഇത്രയാണ് സി 900 ഇൻറ്റു 10⁻⁻12 വോൾട്ടേജ് 100 പിന്നെ വോൾട്ടേജ് V/2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എത്ര 100/2 എന്ന് പറഞ്ഞാൽ എത്ര 50 അതും കിട്ടി അല്ലേ നോക്കണേ ഇനി ഞാൻ 1 2 3 മൂന്നും അപ്പോൾ എത്ര കിട്ടുന്നടാ വെട്ടാം 1 2 3 2 5 അപ്പോൾ 10⁻⁵ഉം 10⁻⁻12 അപ്പോൾ ടോട്ടൽ ആൻസർ 9/2 ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻7
അല്ലേ? 9/2 ഇൻറ്റു 10 9 ഇൻറ്റു 5 45 45ൻ്റെ പകുതി 22.5 ഇൻറ്റു 10⁻⁻7 ആണ് എൻ്റെ ആൻസർ. 22.5 ഇൻറ്റു 10⁻⁻. 22.5 അല്ല, സോറി 22.5 അല്ല, ഇവർ 2.25. അപ്പോൾ 2.25 ഇൻറ്റു 10⁻⁻6 -7. ശരിയല്ലേ? ഓപ്ഷൻ സി. ഓക്കെ, അത് കിട്ടി. കാൽക്കുലേഷൻ നോക്കിക്കോളേ. 2 ക്യാൻസൽ. ക്യൂവിൻ്റെ വാല്യൂ 900 ഇൻറ്റു 10⁻⁻12, പിന്നെ വിൻ്റെ വാല്യൂ 10⁻², പിന്നെ ഒരു 50. അപ്പോൾ 1 3 2 5 5 -12 -7 -7 × 9 45 45ൻ്റെ പകുതി 22.5. ശരി, കറക്റ്റാണ്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഒന്നുകൂടി ഓപ്ഷൻ സി കറക്റ്റാണ്. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് 41. ഓക്കെ, 14. 2 transparent media A and B are separated by a plane boundary. 2 transparent media A and B are separated by plane boundary. അപ്പോൾ ഇത് എ, ഇത് ബി അല്ലേ, ആർ സെപ്പറേറ്റഡ് ബൈ ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ ദോസ് മീഡിയാസ് ആർ 1.5 ഇൻറ്റു 10⁻⁸ 2 ഇൻറ്റു 10⁻⁸. അപ്പോൾ ഒന്നിൽ സ്പീഡ് കൂടുതലാണ്, ശരിയല്ല? അപ്പോൾ ഏതിലാണ് സ്പീഡ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1.5 ഇൻറ്റു 10⁻⁸ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇൻറ്റു 10⁻⁸ ആണ്. അങ്ങനെയാണെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ ഫോർ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിറ്റിക്കൽ ആംഗിൾ ഫോർ ദോസ് മീഡിയ അല്ലേ? അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിൾ ഫോർ ദോസ് മീഡിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എയിൽ 1.5 ഇൻറ്റു 10⁻⁸, ബിയിൽ എത്രയാണ്? 2 ഇൻറ്റു 10⁻⁸ അല്ലേ? എടാ, അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? ശരി, ഞാൻ ലൈറ്റിങ്ങനെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് സി ആണെന്നുണ്ടെങ്കിൽ 1 ഇൻറ്റു 1 സോറി ഇത് 2 ഇൻറ്റു 20 അല്ലടാ, 2 ഇൻറ്റു 10⁻⁸ അല്ലേ? ഇത് സി. ഈ ആംഗിള് 90 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 1 അല്ല, നമ്മുടെ ഓക്കെ, ഇത് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം അല്ലേ? നേരിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കറിയില്ലേ? സൈൻ സി, ക്രിറ്റിക്കൽ ആംഗിൾ സൈൻ സി ഈക്വൽ ടു N2/N1. അപ്പോൾ എത്ര ഉണ്ടാവും എന്ന് പറയാം? 1.5 ഇൻറ്റു 10⁸ ബൈ 2 ഇൻറ്റു 10⁸. രണ്ടും കട്ട്, ഇതല്ലേ ഉള്ളൂ. രണ്ട് മീഡിയത്തിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ സൈൻ സി ഈക്വൽ ടു 1/n. അപ്പോൾ 1/n എന്ന് പറയുമ്പോൾ N2/N1 1.5 ഇൻറ്റു 10⁸ 2 10⁸. ഇത്രയും കഷ്ടപ്പെടുന്നത് ശരി. അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ 3/2 ഇൻറ്റു 2 3/4. അപ്പോൾ 3/4 ആയി. 3/4ൻ്റെ വാല്യൂ ആണ് എത്ര? സൈൻ സി. അപ്പോൾ സീൻ്റെ വാല്യൂ എത്രയാണ്? സൈൻ ഇൻവേഴ്സ് 3/4 അല്ലേ? അവിടെ സൈൻ ഇൻവേഴ്സ് 3/4 എന്ന് പറഞ്ഞാൽ 0.75 അല്ലേ? സൈൻ ഇൻവേഴ്സ് 3/4 ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സൈൻ ഇൻവേഴ്സ് 3/4 എത്രയാണ്? 0.75. ഓപ്ഷൻ ബി അല്ലേ? വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ആ ചിത്രത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? സൈൻ ഇൻവേഴ്സ് 0.75. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ തീരാറായി. Ball is projected with velocity 10 meter per second at an angle 60 degree. Ball is projected അല്ലേ? with an angle 60 degree with the vertical. വെർട്ടിക്കലാണ് ഇത് 60 degree അല്ലേ? ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇയാൾ ഇങ്ങനെ ഒന്ന് വീഴും. സ്പീഡ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഇതല്ലേ? അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ ഇത് യു ആണെങ്കിൽ ഇത് യു കോസ് 30 ഡിഗ്രി. യുവിൻ്റെ വാല്യൂ എത്രയാണ്? യുവിൻ്റെ വാല്യൂ 10. അപ്പോൾ 10 ഇൻറ്റു കോസ് 30 √3/2 5√3. ഓപ്ഷൻ ബി 5√3. ക്ലിയർ. ഹയസ്റ്റ് പോയിന്റ് ട്രജക്ടറിയിൽ
ഹയസ്റ്റ്. ഇപ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഉണ്ടാവില്ല. ശരി. 43. A Wheatstone bridge is used to determine the value of unknown resistance x. എവിടെ x എവിടെ? unknown resistance x by adjusting the variable resistance y. ഓ ശരി, variable resistance y as shown. For the most precise measurement of x, x കറക്റ്റായിട്ട് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് പി ആൻഡ് ക്യൂ, റെസിസ്റ്റൻസ് പി ആൻഡ് ക്യൂവിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ്, ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആൻഡ് ആർ സ്മോൾ, ഷുഡ് ബി വെരി ലാർജ്, അല്ലല്ല ഷുഡ് ബി വെരി ലാർജ് അൺഈക്വൽ, അതല്ല ഡു നോട്ട് പ്ലേ, ഇതല്ല, ഇത് രണ്ടും അല്ല. ഓക്കെ, ഷുഡ് ബി അപ്രോക്സിമേറ്റ് 2x. ഇനി നോക്കുക, എടാ പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ ഏതാണ്ട് അടുത്തടുത്ത് വരണം, ഏതാണ്ട് ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് അറിയോ? മെഷർമെൻറ്റിൽ എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. എറർ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ വല്ലാതെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആൻഡ് ആർ സ്മോൾ, ഓപ്ഷൻ ബി. ഓക്കെ, വീസ്റ്റൺ ബ്രിഡ്ജ് പ്രിൻസിപ്പൾ ആണ് P/Q = x/y ആണ്. അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെ വാല്യൂ ഏതാണ്ട് ഈക്വൽ ആയിരിക്കണം, എന്നാൽ ചെറുതായിരിക്കണം. ഓക്കെ, ശരി. 43, 44 അല്ലേ? 44 നോക്കുക. 44 എന്താ ചോദിച്ചിരിക്കുന്നത്? ഗിവൺ ടു, വീണ്ടും അസേർഷൻ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ സ്ട്രെച്ചിങ് ഓഫ് എ സ്പ്രിങ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഷിയർ മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ സ്പ്രിങ്. കറക്റ്റാണ്. ഓക്കെ, സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡുലസ് ഷിയർ മോഡുലസ് ആണ്. ഓക്കെ, മൂന്നാമത്തെ മോഡുലസ്. ഓക്കെ, ഫസ്റ്റ് യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്. ലെങ്ത് വൈസും ഇയാൾ ഷിയർ മോഡുലസ് ആണ്. ഓക്കെ, കോയിൽ ഓഫ് ദ സ്പ്രിങ്, എ കോയിൽ ഓഫ് ദ സ്പ്രിങ് ഹാസ് മോർ ടെൻസൈൽ സ്ട്രെങ്ത് ദാൻ സ്റ്റീൽ. അതല്ല, എ കോയിൽ ഓഫ് സ്പ്രിങ് ഓഫ് കോപ്പർ അല്ലേ? ഒന്ന് കോപ്പറാണ്, ഒന്ന് സ്റ്റീലാണ്. ഓക്കെ, ഹാവ് സെയിം ഡയമെൻഷൻ. കോയിൽ ഓഫ് സ്പ്രിങ് ഹാസ് അല്ലല്ല, കാരണം യങ്സ് മോഡുലസ് കൂടുതൽ സ്റ്റീലിനാണ്, സ്റ്റീലിൻ്റെ കൂടുതൽ. ആ സ്റ്റീലിൻ്റെ ആണെന്നോ അത് ഓർത്തേക്ക്, സ്റ്റീലാണ് കോപ്പറിനെയും കൂടുതൽ. അപ്പോൾ സ്റ്റീൽ കോപ്പറിനെയും കാട്ടിയും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അസേർഷൻ കറക്റ്റാണ്, അസേർഷൻ കറക്റ്റാണ്, റീസൺ തെറ്റാണ്. റീസൺ ഇതല്ല, അത് ഇതാണ് ഓപ്ഷൻ. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ സി, എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. ഓക്കെയാണ്, ക്ലിയർ ആണ്? ശരി, നെക്സ്റ്റ് വൺ. ഈ സീരീസ് LCR സർക്യൂട്ട് വിത്ത് ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 10 ഹെൻറി, കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ്, റെസിസ്റ്റൻസ് 50 ഓം ഈസ് കണക്റ്റഡ് ടു എൻ AC സോഴ്സ് വോൾട്ടേജ് V ഈക്വൽ ടു തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. റെസൊണൻസ് ഫ്രീക്വൻസി ഓഫ് ദി LCR സർക്യൂട്ട് ഈസ് ന്യൂ നോട്ട്, ഫ്രീക്വൻസി ഓഫ് ദി AC സോഴ്സ് ഈസ് ന്യൂ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ന്യൂ നോട്ടിന് ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? ന്യൂ നോട്ട് ഈക്വൽ ടു 1/2π√LC അല്ലേ? കാരണം ഒമേഗേൻ്റെ ഇക്വേഷനിൽ ഒമേഗ ഈക്വൽ ടു 1/√LC അല്ലേ? ശരിയല്ലേ? അപ്പോൾ ന്യൂ നോട്ട് 1/2π, അപ്പോൾ 1/2π√L. L എത്രയാണ്? 10 ഇൻറ്റു 10 × 10⁻⁻6 അല്ലേ? അപ്പോൾ 1/2π ഇൻറ്റു √10⁻²⁻6 -4 വരും. അപ്പോൾ 2 - 6 - 4 എന്നാൽ 10⁻² വരും. ആ 10⁻² മുകളിലേക്ക് പോയാൽ 10⁻² വരും. ആ 10⁻²ഉം താഴത്തുള്ള 2ഉം കൂടി കട്ടായി പോയി കഴിഞ്ഞാൽ 50 വരും അല്ലേ? ശരിയല്ലേ? 10⁻⁻4, 10⁻², 10⁻² പുറത്തേക്ക് വരും, 10⁻² പുറത്തേക്ക് വരും, 10⁻² വരും. 10⁻² എന്ന് പറഞ്ഞാൽ 100, 2 50. അപ്പോൾ 50/π, ഇതാണ് എൻ്റെ ആൻസർ. 50/π. 50/π ആണ് ന്യൂ നോട്ട്. അപ്പോൾ ന്യൂ നോട്ട് 50/π എത്ര ഓപ്ഷൻ? 1, 2, 2 ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ന്യൂ കണ്ടുപിടിക്കണം. ന്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി AC സോഴ്സ് അല്ലേ? എടാ ഫ്രീക്വൻസി ഓഫ് ദി AC സോഴ്സ് ഇരിക്കുക ഇതിൻ്റെ അകത്തതാ, ഇതിൻ്റെ അകത്ത് 100. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദി AC സോഴ്സ് ആണ് ന്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒമേഗേൻ്റെ വാല്യൂ ആണ് എത്ര? 100. അപ്പം ന്യൂവിൻ്റെ വാല്യൂ എത്ര ഉണ്ടാവും? 100/2π. അത് എത്ര വരും? 50/π അല്ലേ? അതും 50. അപ്പോൾ ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഓക്കെ, ഓപ്ഷൻ 50/π. അപ്പോൾ രണ്ടും 50/π ആണ്, അതുകൊണ്ട് ഓപ്ഷൻ ബി. ക്ലിയർ? നെക്സ്റ്റ് വൺ. പെൻഡുലം ഓഫ് ലെങ്ത് 121 cm and 100 cm സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ് ഇൻ ഫേസ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണ്? ഒന്നിൻ്റെ ലെങ്ത് എത്രയാണ്? 121 cm. അടുത്തതിൻ്റെ ലെങ്ത് എത്രയാണ്? 100 cm. അവർ സെയിം ഫേസ്, അപ്പോൾ മീൻ പോർഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സം ഇൻസ്റ്റൻറ്റ് ദ ടു ആർ അറ്റ് ദർ മീൻ പൊസിഷൻ ഇൻ ദ സെയിം ഫേസ്. ശരി, ഞാൻ പറയാം. മിനിമം നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഓഫ് ദ ഷോർട്ടർ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇയാൾ ഷോർട്ടർ പെൻഡുലം എന്ന് പറയുമ്പോൾ ലെങ്ത് 100 സെൻറ്റിമീറ്ററുള്ള പെൻഡുലം
ആഫ്റ്റർ വിച്ച് ദ ടു ആർ അഗെയിൻ ഇൻ ഫേസ് അറ്റ് ദി മെയിൻ പൊസിഷൻ. ശരിയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ, ഇയാളുടെ ടൈം പീരീഡ് എത്ര വരിക? ടി ഈക്വൽ ടു 2π√L/g അല്ലേ? അപ്പോൾ 2π√L/g ആണെന്നുണ്ടെങ്കിൽ ടി ഫസ്റ്റത്തേൻ്റെ T1 കൊടുക്കാം, രണ്ടാമത്തേൻ്റെ T2 കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2π√L2/g. ലെങ്ത്ത് സെൻറ്റിമീറ്ററിലാണ്, അപ്പോൾ അങ്ങനത്തെ ഇരുന്നോട്ടോ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ. അപ്പോൾ L 121 ആണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ ടൈം 2π/√g ഇൻറ്റു L. L എന്ന് പറയുന്ന സാധനം ലെങ്ത്ത് 121 ആണെങ്കിൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 11 അല്ലേ വരും. അപ്പോൾ 11 ഇൻറ്റു 2π/√g ഇങ്ങനെയല്ല ഉണ്ടാവുക അല്ലേ? ഇതിൻ്റെ T2 ഈക്വൽ ടു 10 ഇൻറ്റു 2π/√g. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ഇത് രണ്ടും കട്ടാവും അല്ലേ? അപ്പോൾ ഫസ്റ്റത്തതിൻ്റെ ടൈം ഞാൻ 11 എടുക്കുകയാണ്, രണ്ടാമത്തതിൻ്റെ ടൈം 10 എടുക്കുകയാണ്. ഇനി നോക്കിക്കോളേ, ഫസ്റ്റത്തതിൻ്റെ ടൈം 11, രണ്ടാമത്തെ ടൈം 10 എടുക്കുകയാണ്. അടുത്തത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഓസിലേഷൻ്റെ ടൈം 11 സെക്കൻഡ്, അടുത്തത് 22, അടുത്തത് 33, അടുത്തത് 44, ഇങ്ങനെയല്ലേ പോവുക അല്ലേ? ശരിയല്ലേ? ഇതിൻ്റെ 10, ഇത് 20, ഇത് 30, 40, 50. അതാണ് ഇത് എപ്പോഴാണ് ഒരേപോലെ ആവുക? 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ വരണം, 10നും അതേ മൾട്ടിപ്പിൾ വരണം. ശരിയാണോ? അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ വരാൻ പോകുന്നത് 10ൻ്റെ കേസിൽ 110, 10ൻ്റെ മൾട്ടിപ്പിൾ 110 വരും. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പെൻഡുലം നോക്കിക്കോളേ, ഫസ്റ്റ് പെൻഡുലം എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നറിയോ? ഫസ്റ്റ് പെൻഡുലം 10 ഓസിലേഷൻ. അപ്പോൾ 11 × 10 110 ആയില്ലേ? അപ്പോൾ ഫസ്റ്റ് പെൻഡുലം 10 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പെൻഡുലം 11 ഓസിലേഷൻ കറസ്പോണ്ടിങ് ആണ് അല്ലേ? 10 × 11 അല്ലേ? 110 ആണല്ലോ. അപ്പോൾ മിനിമം നമ്പർ ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ഷോർട്ടർ പെൻഡുലം. ഷോർട്ടർ പെൻഡുലം എത്ര കംപ്ലീറ്റ് ചെയ്യണം? 11 എണ്ണം. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി. ഓക്കെ. ഓപ്ഷൻ എ അല്ല കിട്ടുന്നത് 11. ഓക്കെ. 11 ഓസിലേഷൻ. ഈ ചെയ്ത പരിപാടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതെന്താ സംഭവിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. ശരി, ക്ലിയർ. 47. വോളിയം ഒക്കുപ്പൈഡ് അല്ലേ? വോളിയം ഒക്കുപ്പൈഡ് by the molecule contained in the 4.5 kg watt at STP. The intermolecular forces vanishes by. ശരി, അപ്പോൾ എനിക്ക് വോളിയം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? STP അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ. 4.5 kg ആണ് മാസ് തന്നിട്ടുള്ളത്. വോളിയം വാട്ടറാണ്. ശരി ശരി ശരി. ഓക്കെ, കിട്ടും. PV ഈക്വൽ ടു NRT അല്ലടാ അല്ലേ? അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? അത് നമുക്ക് ചെയ്യാം. അപ്പോൾ N ഇൻറ്റു R. R എത്രയാണ് വരിക? 8.3 അല്ലേ? അപ്പോൾ 8.3 ഇൻറ്റു STP ആയതുകൊണ്ട് 273 ബൈ അല്ലേ നമ്പർ ഓഫ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് എത്ര? 4.5 അല്ലേ? വാട്ടറിൻ്റെ മോളിക്കുലാർ എന്ന് പറയുമ്പോൾ എത്ര? 18 ഗ്രാം അല്ലേ? അപ്പോൾ 18 ഇൻറ്റു 10⁻³ അല്ലേ? ഇത് സോൾവ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 4.5 8.3 കാണാം. പി വിട്ടില്ലേ? പി എന്താ സാധനം? പ്രഷറല്ലേ? ആ പ്രഷർ എത്രയാണ് വരുന്നത്? 1 atm അല്ലേ? 1 atm. ഇതാ പി താഴെട്ടുണ്ട് അല്ലേ? അതായത് പി വി ഈക്വൽ ടു ഇത് N വന്ന് 6 TP. പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 atm അല്ലേ? 1 atm എന്ന് പറയുമ്പോൾ 10⁻² എത്ര വരും? 10⁵ വരും അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി ചെയ്യാം. ഓക്കെ. എൻ അവിടെ ആക്കട്ടെ. RT NRT ബൈ പി വരും. അപ്പം 4.5 ബൈ 18 ഇൻറ്റു 10⁻³ അപ്പോൾ 4.5 ഇൻറ്റു 18 ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ 9/2 ഇൻറ്റു 18 ഇൻറ്റു 10⁻³ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ. ഇത് 2 ആണ്. അപ്പോൾ എത്ര? 10⁻³ ബൈ 2 10⁻³ ബൈ 2 ഇൻറ്റു R എത്ര വരും?
8.3 ഇൻറ്റു 273 ബൈ പ്രഷർ എന്ന് പറഞ്ഞാൽ 10⁵ വരും അല്ലേ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ശരി. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10⁻², അവിടെ 2 × 2 അല്ലേ. ഓക്കെ, 10⁻³ അല്ലേ. അപ്പോൾ ഇതൊരു 10⁻² വരും. കാൽക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇത് 8.4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2.1 വരും. അപ്പോൾ 2.1 273 2000 5 പോയിൻറ്റ് സംതിങ് 5 പോയിൻറ്റ് സംതിങ്. ഓക്കെ, കാൽക്കുലേഷൻ നോക്കുക. 5 പോയിൻറ്റ് സംതിങ് എനിക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി. ഓക്കെ, 47 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. (10⁻³ / 4) 8.3 273 ഇൻറ്റു ഓക്കെ ശരി 5.6. നെക്സ്റ്റ് വൺ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എ എന്ന് പറയുന്ന സാധനം ഇതെനിക്ക് അറിയാലോ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അത് A2 വരിക. ഓക്കെ, അപ്പോൾ A2 വരുന്ന 3 ഓപ്ഷൻ. അപ്പോൾ ഡി പോയി അല്ലേ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അതും കൂടി കിട്ടിയാൽ മതി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി അല്ലേ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇതാ വരിക എന്നറിയണം. എനർജി ml² T⁻², അതും കിട്ടി അല്ലേ. അപ്പോൾ ml², അപ്പോൾ ഇതും പോയി അല്ലേ. സി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കെ വി അല്ലേ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സി പൊട്ടൻഷ്യൽ അല്ലേ. സി എന്ന് പറയുന്ന സാധനം 1 വരുന്നത്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന സാധനം 1 വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ gm/r. ഓക്കെ, ശരി. ഓക്കെ, gm/r അല്ല. അപ്പോൾ m⁻⁻1 അല്ലെങ്കിൽ m⁻⁻1 ക്യാൻസൽ, ഒരു L ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ 1 വന്നു. അപ്പോൾ ഇനി മതി. അപ്പോൾ കിട്ടി, ബി കിട്ടി, ഓപ്ഷൻ ബി അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഒഴിവാക്കുക, ബാക്കിയുള്ള കണ്ടുപിടിക്കാം. കിട്ടി ഓപ്ഷൻ ബി കിട്ടി. നെക്സ്റ്റ് വൺ 49. The ampere circuit law for ampere circuit law for a long straight wire carrying a steady current. അപ്പോൾ സ്റ്റഡി കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ഇതാണ് വയർ. വേരിയേഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് റിസൾട്ട് അറിയില്ല. BR ഗ്രാഫ് ഇങ്ങനെയല്ല ഉണ്ടാവുന്നത്. ഇങ്ങനെയല്ലേ ഗ്രാഫ്? ശരി, ഗ്രാഫ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ വയർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. യൂണിഫോം ആൻഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അല്ല. യൂണിഫോം ആൻഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരുമല്ലോ. ലീനിയർലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് അപ് ടു ബൗണ്ടറി ഓഫ് ദ വയർ. ശരിയാണ്, ലീനിയർലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ആൻഡ് ദെൻ ലീനിയർലി ഡിക്രീസിങ് അല്ലേ. ലീനിയർ ഇൻക്രീസിങ് ഫംഗ്ഷൻ അപ് ടു R, ഇത് കറക്റ്റാണ്. അപ് ടു ബൗണ്ടറി ആൻഡ് ഡിക്രീസിങ് 1/r, കറക്റ്റ്, ഓപ്ഷൻ സി അല്ലേ. ക്ഷമയിലിരുന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ബി പ്രൊപ്പോർഷണൽ ടു R, ബി പ്രൊപ്പോർഷണൽ ടു 1/r. ശരി, അപ്പോൾ ഓപ്ഷൻ സി. ലാസ്റ്റ് വൺ. എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ 189 splits into 2 nuclei having mass number 125 and 64. Ratio of the radii of the 2 nuclei. Ratio of the radii are equal to R0 into A⁻1/3 അല്ലേ. അപ്പോൾ R0 into A എന്ന് പറഞ്ഞാൽ 125 ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 5. അടുത്ത R1. R2ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ R2 R0 into 64ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 4 അല്ലേ. 64ൻ്റെ ക്യൂബ് എന്ന് 4. അപ്പോൾ R1/R2 എന്ന് പറയുമ്പോൾ 5/4. ഇത് രണ്ടും ക്യാൻസൽ അല്ലേ. 5/4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി അല്ലല്ല,
ഓക്കെ, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് കുറച്ച് സ്പീഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ എക്സാമിന് നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അറ്റൻഡ് ചെയ്യുക, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ നാളെ നീറ്റ് എക്സാം എത്തിക്കഴിഞ്ഞ്, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ. ശരി, താങ്ക്സ്.
Hello, hello, hello. Hello, hello, hello. Hello, hello, hello. വിഷയിലൊക്കെ ഓക്കെയാണോ? ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നീറ്റ് 2022 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വിഷ്വൽ ഓക്കെയാണ്, ആൻഡ് സൗണ്ട് ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ, മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. In the coagulation of negative salt, the fluctuating power of the 3 given ions is in the order. ആ ഓർഡർ തന്നിട്ടുണ്ട്. Al3+ highest, Ba2+, then Na+. And statement 2, in the coagulation of a positive salt, the fluctuating power of the 3 given salts is in the order NaCl greater, Na2SO4 greater, Na3PO4 greater. ഇത് ഏത് ചാപ്റ്ററിലെയാണ്? സർഫസ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലെയാണ്. അത് ഏത് കോൺസെപ്റ്റിനെയാണ്? ഹാർഡി-ഷൂൾസ് റൂൾ എന്ന് പറയും. ഹാർഡി-ഷൂൾസ് റൂൾ. അപ്പോൾ എന്താണ് ഹാർഡി-ഷൂൾസ് റൂൾ പറയുന്നത്? ഹാർഡി-ഷൂൾസ് റൂൾ എന്ത് പേരാണല്ലേ. ഹാർഡി-ഷൂൾസ് റൂൾ പറയുന്നത് ഒരു coagulating power of a salt is directly proportional to magnitude of oxidation state of ions. Magnitude. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ coagulating പവറിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ Al3+, Ba2+, Na+. മാഗ്നിറ്റ്യൂഡ് ഓഫ് കൊയാഗുലേറ്റിംഗ് പവറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. കൂടുതലാണ് Al3+, കൂടുതലല്ലേ, അതിനാണ് ഏറ്റവും ഹയസ്റ്റ്. ദെൻ Ba2+, രണ്ടാമത് വരും. Na+, മൂന്നാമത് വരും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. NaCl, Na2SO4, Na3PO4. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പോസിറ്റീവ് അയോൺ സെയിം ആണ്, Na+ ആണ്. അപ്പോൾ അവിടുത്തെ നെഗറ്റീവ് അയോൺ നോക്കുക. NaCl നെഗറ്റീവ് അയോൺ Cl-. ദെൻ Na2SO4 നെഗറ്റീവ് അയോൺ സോഡിയം +1 ആണ് ചാർജ്.
സോഡിയം +1, അപ്പോൾ 2 സോഡിയം ആകുമ്പോൾ +2, അപ്പോൾ SO4ൻ്റെ ചാർജ് SO4 2-. ദെൻ 3 സോഡിയം, ഒരു സോഡിയത്തിൻ്റെ +1 × 3 +3, അപ്പോൾ PO4ൻ്റെ എത്ര വരും? ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, അപ്പോൾ PO4 എത്ര വരും? 3-. ഓക്കെ, അപ്പോൾ കോയാഗുലേറ്റിംഗ് പവർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ എത്രയാണ് വരേണ്ടത്? PO4 ആണ് കൂടുതൽ വരേണ്ടത്, അതിനുശേഷം SO4, അതിനുശേഷം ക്ലോറിൻ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് തന്നിരിക്കുന്നത്. NaCl ഗ്രേറ്റർ ദെൻ Na2SO4 ദെൻ Na3PO4. നേരെ റിവേഴ്സ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. അല്ല, 1 കറക്റ്റാണ്, 2 ഇൻകറക്റ്റ് ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹർഡി-ഷൂൾസ് റൂൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഈ സെയിം ടൈപ്പ് തന്നെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പോളിമേഴ്സ് ഇസ് നോട്ട് കറക്റ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നോട്ട് കറക്റ്റ്, കറക്റ്റ് ആ വേർഡിൻ്റെ താഴെ ഒരു അണ്ടർലൈൻ ചെയ്തോളുക. ഓക്കെ, അതങ്ങ് ചെയ്തോളുക. അതല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് കറക്റ്റ്. ഇനി ക്വസ്റ്റ്യൻ വായിക്കുക, ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിക്കുക. ഫൈബേഴ്സ് പൊസസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ശരിയാണ്, ഫൈബേഴ്സ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണുള്ളത്. Thermoplastic polymers are capable of repeatedly softening and hardening on heating and cooling respectively. അതായത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആവും, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹാർഡാവും, അതേപോലെ വീണ്ടും അതേപോലെ കൂൾ ചെയ്യുമ്പോൾ ഹാർഡാവും, അതേപോലെ ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ശരിയാണ്, തെർമോപ്ലാസ്റ്റിക്കിന് അങ്ങനെയാണ് നടക്കുക. അതുകൊണ്ട് തന്നെ തെർമോപ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ പറ്റും. തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആർ റീയൂസബിൾ. തെർമോസെറ്റിംഗ് പോളിമേഴ്സിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രോസ് ലിങ്ക്ഡ് പോളിമറായിട്ട് മാറും, ക്രോസ് ലിങ്ക്ഡ് മോൾഡ്സ് ആയിട്ട് മാറും. അതിനെ വീണ്ടും ഹീറ്റ് ചെയ്താൽ പഴയ അവസ്ഥയിലേക്ക് വരത്തില്ല. അതുകൊണ്ട് തന്നെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ തെർമോസെറ്റിംഗ് പോളിമേഴ്സ് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആർ റീയൂസബിൾ. ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ആദ്യം അണ്ടർലൈൻ ചെയ്ത വേർഡും ഇതും കൂടി കണക്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ നോക്കുക നമ്മുടെ ഓപ്ഷൻ കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ചൂസ് ചെയ്ത് കറക്റ്റാണോ അല്ലയോ ഒന്ന് ഉറപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടി ഒന്ന് കടന്നു പോകാം, ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കണമല്ലോ. ഇലാസ്റ്റോമേഴ്സ് ഹാവ് പോളിമർ ചെയിൻസ് ഹെൽഡ് ടുഗെദർ ബൈ വീക്ക് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്. ശരിയാണ്, ഇലാസ്റ്റോമേഴ്സിൽ വീക്ക് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഉറപ്പിച്ചു, ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഡയറക്റ്റ് NCERT ആണ് കേട്ടോ. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വീണ്ടും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക? നേരെ അവിടെ അണ്ടർലൈൻ ചെയ്തോളാം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് കൈറാലിറ്റി. ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ SN2 റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കീൻ having chirality at the reactive site shows inversion of configuration. നമ്മൾ 2 ടൈപ്പ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, SN2 ആൻഡ് SN1. ഒന്ന് ബൈമോളിക്കുലാർ, ഒന്ന് യൂണിമോളിക്കുലാർ. SN2 റിയാക്ഷൻ ആണെങ്കിൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് ഇൻവേർഷൻ. അതായത് ഒരു ന്യൂക്ലിയോഫൈൽ റിമൂവ് ചെയ്ത് മറ്റൊരു ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഒരു ന്യൂക്ലിയോഫൈൽ 1 റിമൂവ് ചെയ്യണം, മറ്റൊരു ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആദ്യത്തെ ന്യൂക്ലിയോഫൈലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിലായിരിക്കും രണ്ടാമത്തെ ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇൻവേർഷൻ കോൺഫിഗറേഷൻ ആയിരിക്കും. ദെൻ SN1 റിയാക്ഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റെസീമൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, അതായത് 1:1 മിക്സ്ചർ ഓഫ് എനാൻഷ്യോമേഴ്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻവേർഷൻ കോൺഫിഗറേഷൻ ഇത് കറക്റ്റാണ്. അണ്ടർലൈൻ ചെയ്ത് നോക്കുക, ഇൻകറക്റ്റാണ് വേണ്ടത്. അപ്പോൾ അതല്ല നമ്മുടെ ഓപ്ഷനായിട്ട് വരേണ്ടത്.
അടുത്ത് ഇനാൻഷ്യോമേഴ്സ് ആർ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ഇച്ച് അതർ. എനാൻഷ്യോമേഴ്സ് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പുറത്ത് മറ്റൊരു ഒബ്ജക്റ്റ് വെക്കാൻ പറ്റുക, അതിനെയാണ് സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറയുക. ഓക്കെ, ഈ എനാൻഷ്യോമേഴ്സിൻ്റെ പ്രത്യേകത എന്താ? എനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഇവിടെ എയും ബിയും എടുക്കുകയാണ്, കോമ്പൗണ്ട് എ കോമ്പൗണ്ട് ബി. എനാൻഷ്യോമേഴ്സിൻ്റെ പ്രത്യേകത കോമ്പൗണ്ട് എയുടെ മിറർ ഇമേജ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ബി ആയിരിക്കും. അതേപോലെ കോമ്പൗണ്ട് ബിയുടെ മിറർ ഇമേജ് ഓഫ് കോമ്പൗണ്ട് ബി വിൽ ബി എ. അതായത് എയുടെ മിറർ ഇമേജ് ആയിരിക്കും ബി, ബിയുടെ മിറർ ഇമേജ് ആയിരിക്കും എ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ പുറത്ത് മറ്റൊരു ഒബ്ജക്റ്റ് വെക്കാൻ പറ്റുമോ? ഇല്ല. സെയിം ആണെങ്കിൽ വെക്കാം, മിറർ ഇമേജ് ആണെങ്കിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്. അപ്പോൾ എന്തായിരുന്നു കറക്റ്റ് വേണ്ടത്? എനാൻഷ്യോമേഴ്സ് ആർ ആക്ച്വലി നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. ഒന്നിൻ്റെ മിറർ ഇമേജ് ആണ് മറ്റേത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി നമുക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എ റസീമിക് മിക്സ്ചർ ഷോസ് 0 ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. റസീമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 1:1 റേഷ്യോ ഓഫ് എനാൻഷ്യോമേഴ്സ് ആണ്. അതായത് ഒരു കോമ്പൗണ്ട് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ, അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും, അടുത്ത കോമ്പൗണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ 2 കോമ്പൗണ്ട് എടുക്കുകയാണ്, കോമ്പൗണ്ട് എ കോമ്പൗണ്ട് ബി. ഓക്കെ, ഇത് രണ്ടും എത്രയാണ് പെർസെൻറ്റേജ് വരിക? 1:1 എന്ന് പറഞ്ഞാൽ 50-50%. 1:1 മിക്സ്ചർ അല്ലെങ്കിൽ 50-50% ആയിരിക്കും വരും. കോമ്പൗണ്ട് എയും കോമ്പൗണ്ട് ബിയും ഒപ്റ്റിക്കലി ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ എനാൻഷ്യോമേഴ്സിൻ്റെ പ്രത്യേകത കോമ്പൗണ്ട് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ കോമ്പൗണ്ട് ബി ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ മിക്സ്ചർ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്താ? ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് തന്നെ മറ്റെന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് എന്ത് വരും? നേരെ പഴയ അവസ്ഥയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ലൈറ്റ് വന്ന് പതിക്കുകയും അതിൽ നിന്ന് പുറത്തു പോവുകയും നോക്കുകയാണെങ്കിൽ അതിനൊരു ഡീവിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റസീമിക് മിക്സ്ചർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്, 0 ഒപ്റ്റിക്കൽ റൊട്ടേഷനാണ്. അതിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എടുത്താൽ റൊട്ടേഷൻ ഉണ്ടാവും, പക്ഷേ ആ മിക്സ്ചർ എടുത്താൽ റൊട്ടേഷൻ ഉണ്ടാവില്ല. ഒന്നിൻ്റെ റൊട്ടേഷൻ മറ്റേത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ഏതാണ്? തെറ്റുത്തരം ഏത്? ഇത് ശരി ഉത്തരമാണ്, അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നീറ്റ് എക്സാമിൽ തെറ്റുത്തരം ഏത് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ അടുത്ത SN1 റിയാക്ഷൻ yields 1:1 മിക്സ്ചർ ഓഫ് ബോത്ത് എനാൻഷ്യോമേഴ്സ്. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞേ ഉള്ളൂ, റസീമിക് മിക്സ്ചറാണ്, 1:1 മിക്സ്ചർ ആയിരിക്കും എന്ത് വരിക? റസീമിക് മിക്സ്ചർ വരിക. ഓക്കെ, അപ്പോൾ അതും കറക്റ്റാണ്. നമ്മുടെ ആൻസർ തെറ്റുത്തരം ഏത്? തെറ്റുത്തരം ഈസ് ഓപ്ഷൻ ബി ആണ്. എനാൻഷ്യോമേഴ്സ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. ഡയറക്റ്റ് NCERT. NCERTയിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു റിയാക്ഷനാണിത്. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യനാണ്. RMgX എന്ന് പറഞ്ഞാൽ ഗ്രിഗനാർഡ് റിയേജൻറ്റ് പ്ലസ് CO2. ഇവിടെ CO2 സോളിഡ് സ്റ്റേറ്റിലാണ് റിയാക്ട് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡ്രൈ ഐസ്, ഉണങ്ങിയ ഐസ് എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ CO2 C ഡബിൾ ബോണ്ട് O. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഈ C ഡബിൾ ബോണ്ട് ഓയിൽ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. RMgXൽ മഗ്നീഷ്യം ആൽക്കൈൽ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ മഗ്നീഷ്യം ഹൈലി ഇലക്ട്രോ പോസിറ്റീവാണ്, കാരണം മെറ്റൽസ് എല്ലാം ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് വരും, ഇവിടെ ഒരു മൈനസ് വരും. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ C ഡബിൾ ബോണ്ട് ഓയിൽ ഹൈ ഇലക്ട്രോ നെഗറ്റീവ് ആയ ഓക്സിജൻ, അപ്പോൾ ഇവിടെ ഓക്സിജന് മൈനസ്, കാർബണിന് പ്ലസ്. ഇനി ഓപ്പോസിറ്റ് ചാർജസ് വച്ച് ബോണ്ട് ചെയ്താൽ മാത്രം മതി. ഇതൊരു ഡയറക്റ്റ് മെത്തേഡല്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? C ഡബിൾ ബോണ്ട് O, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഓക്സിജൻ
സിംഗിൾ ബോണ്ട് O, ഈ O മൈനസ് ഉണ്ട്, O മൈനസിലേക്ക് എന്ത് വരും? RMgxലെ പോസിറ്റീവ്, ഇപ്പം MgX. ഓക്കെ, ദെൻ C+ലോട്ട് എന്ത് വരും? R മൈനസ് അങ്ങ് ബോണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇത് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ഈ RCOOMgx പിന്നെ ഒന്ന് വൃത്തിക്ക് ചെയ്താണെങ്കിൽ RCOO ചാർജ് മൈനസ് MgX. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഇതിലുണ്ടോ എന്ന് നോക്കി. ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല, തേർഡ് ഓപ്ഷൻ അല്ല, അതാ കിടക്കുന്നു ഫോർത്ത് ഓപ്ഷൻ RCOO മൈനസ് Mg പ്ലസ്. ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. NCERT ഒന്ന് തറാക്കി വയ്ക്കുക, നെയിം റിയാക്ഷൻസ് ഒന്ന് തറാക്കി വയ്ക്കുക, പിന്നെ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 1 മോളാൽ. ആ വേർഡൊന്ന് ആദ്യം അണ്ടർലൈൻ ചെയ്തോളാം. കാരണം മോൾ 6 ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്. തെറ്റിപ്പോകാതിരിക്കാൻ വേഗം അണ്ടർലൈൻ ചെയ്തോളൂ. 1 മോളാൽ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് 0.5 മോൾ ഓഫ് എ സൊല്യൂട്ട് ദെയർ ഇസ്. എന്താണ് ക്വസ്റ്റ്യനിൽ, അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷേ ഓപ്ഷൻ നോക്കുക. 500 ഗ്രാം സോൾവൻ, 100 ml സോൾവൻ, 1000 ഗ്രാം സോൾവൻ, 500 ml സോൾവൻ. അതായത് സോൾവൻറ്റിൻ്റെ മാസോ വോളിയമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൊളാലിറ്റി ഫോമുല അങ്ങ് എഴുതാം. ഓക്കെ, മൊളാലിറ്റി ഫോമുല. മൊളാലിറ്റി MOLALITY. സിമ്പിൾ മൊളാലിറ്റി M, സ്മോൾ ലെറ്റർ M, ക്യാപിറ്റൽ വരുമ്പോൾ മൊളാരിറ്റി ആവും. ഓക്കെ, എന്താണ് ഫോമുല? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവൻറ്റ്. തീർന്നില്ല, മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, സോൾവൻറ്റിൻ്റെ മാസ് കിലോഗ്രാമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, മൊളാലിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ മൊളാലിറ്റി തന്നിട്ടുണ്ട് 1 മോളാൽ. അപ്പോൾ 1 = the solution that contains 0.5 mole of a solute. Number of moles of solute തന്നിട്ടുണ്ട് 0.5 ഡിവൈഡഡ് ബൈ താഴെ എന്താ വരിക? മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവൻറ്റ് ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മാസ് ഓഫ് സോൾവൻറ്റ് = 0.5. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ മാസ് ഓഫ് സോൾവൻറ്റിൻ്റെ യൂണിറ്റ് എന്താ? ഫോമുലയിൽ മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓപ്ഷനിൽ നോക്കുക, ഓപ്ഷനിൽ ഒന്നും തന്നെ കിലോഗ്രാമിലില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ആദ്യം നമുക്ക് കളയാവുന്നത് 2 ഓപ്ഷൻസ് ഫസ്റ്റ് തന്നെ കളയാം. ഏതാ? ഓപ്ഷൻ 4 കളയാം, കാരണം വോളിയമാണ്. ഓപ്ഷൻ 2 കളയാം. അപ്പോൾ 1 or 2, 1 or 3 ആണ് ആൻസർ. ഇനി നിങ്ങൾ ചെയ്ത് തെറ്റിപ്പോയാൽ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. 1000 വരാനുള്ള ഒരു സാധ്യതയില്ല. വേണ്ട, നമുക്ക് കിലോഗ്രാമിനെ അങ്ങ് ഗ്രാമിലേക്ക് ആക്കി നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഗസ് ചെയ്ത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 0.5 കിലോഗ്രാം, 0.5 കിലോഗ്രാമിനെ ഗ്രാമാക്കാൻ എന്ത് ചെയ്യുക? 0.5 × 10⁻³ ദാറ്റ് ഈസ് 500 ഗ്രാം. ഇതാ കിടക്കുന്നു നമ്മുടെ ഓപ്ഷൻ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, 500 ഗ്രാം സോൾവെൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോവിങ്. ഓക്കെ, മഗ്നീഷ്യം ഹൈഡ്രൈഡ് തന്നിട്ടുണ്ട്, ജെർമേനിയം ഹൈഡ്രൈഡ് തന്നിട്ടുണ്ട്, ദെൻ B2H6 ഡൈബോറൈൻ തന്നിട്ടുണ്ട്, HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുക, എതിർദിശയിൽ ആരാണ് നിൽക്കുന്നതെന്ന് നോക്കുക. എതിരാളികൾ ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ, ഇലക്ട്രോൺ റിച്ച്, അയോണിക്. ലെഫ്റ്റ് സൈഡിലെല്ലാം ഹൈഡ്രൈഡ്സ് ആണ്, റൈറ്റ് സൈഡിലെല്ലാം അതിൻ്റെ പ്രത്യേകതകളാണ്. ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം, ഡെഫിഷ്യൻ്റ് എന്താണെന്ന് അറിയണം, റിച്ച് എന്താണെന്ന് അറിയണം, അതുപോലെ അയോണിക് എന്താണെന്ന് അറിയണം. ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള എല്ലാ ഇലക്ട്രോൺസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഓഫ് ഒക്ടറ്റ് അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഹൈഡ്രൈഡ്സ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ്. അപ്പോൾ ഇലക്ട്രോൺ പ്രിസൈസ് വരുന്നത് എപ്പോഴും ഗ്രൂപ്പ് 14 ഹൈഡ്രൈഡ്സ് ആണ്. 4 ഇലക്ട്രോൺസ് ഉണ്ടാവും, 4 ഷെയർ ചെയ്താൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, എല്ലാ ഇലക്ട്രോൺസും എടുത്തു കഴിഞ്ഞാൽ ലൂയിസ് ഒക്ടറ്റ് വരയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടറ്റ് ഒബേ ചെയ്യില്ല. അങ്ങനെയുള്ളതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് വരുന്നത് ഗ്രൂപ്പ് 13 ഹൈഡ്രൈഡ്സ് ആണ്. ഹൈഡ്രജൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്ന ആൾ ഗ്രൂപ്പ് 13 ആയിരിക്കും. ഇലക്ട്രോൺ റിച്ച്,
എല്ലാ ഇലക്ട്രോൺസും മൊത്തം വാലൻസ് ഇലക്ട്രോൺസിൽ കുറച്ചെടുത്താലും ലോ ഓഫ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഹൈഡ്രേറ്റ്സ് എപ്പോഴും ഗ്രൂപ്പ് 15, 16 ആൻഡ് 17 വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി അയോണിക് ഹൈഡ്രേറ്റ്സ് നമുക്ക് ഗ്രൂപ്പ് 1 മെറ്റൽ ഹൈഡ്രേറ്റ്സും ഗ്രൂപ്പ് 2 മെറ്റൽ ഹൈഡ്രേറ്റ്സും ആണ് അയോണിക് ഹൈഡ്രേറ്റ്സ് വരിക. ഗ്രൂപ്പ് 1 ഹൈഡ്രേറ്റ്സ്, ഗ്രൂപ്പ് 2 ഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഇതിൽ ആൻസർ എന്തായി? ഏതൊക്കെ എലമെൻറ്റ്സ്, അതായത് ഹൈഡ്രജനോട് കമ്പൈൻ ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെ ഗ്രൂപ്പാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. മഗ്നീഷ്യം ഗ്രൂപ്പ് 2 ആണ്. ഗ്രൂപ്പ് 2 ഹൈഡ്രേറ്റ്സ് ആർ അയോണിക്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം മഗ്നീഷ്യം അയോണിക്. ജെർമേനിയം ഇസ് ഗ്രൂപ്പ് 14. ഗ്രൂപ്പ് 14 അപ്പോൾ ഏതാണ്? ഇലക്ട്രോൺ പ്രിസൈസ്. ബോറോൺ ഗ്രൂപ്പ് 13 ആണ്. ഗ്രൂപ്പ് 13 വരുമ്പോൾ ആരാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. ദെൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഫ്ലൂറിൻ ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 17 ആണ്. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് വരും. അപ്പോൾ നമുക്കിനി ഓപ്ഷനിലേക്ക് നോക്കാം. എ വരുന്നത് 4. എ വരുന്നത് 4 ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രൈഡ് അയോണിക് ആണ് എന്നറിയാമെങ്കിൽ ബാക്കി 3 അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ലക്ക് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതാണ് നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ 4 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ A4, ദെൻ A4 കറക്റ്റാണ്. B1 ഓക്കെ കറക്റ്റാണ്. അടുത്ത് C2 ഇലക്ട്രോൺ ഡെഫിഷ്യൻ കറക്റ്റാണ്. അടുത്ത് D ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഇലക്ട്രോൺ റിച്ച്, D വരുന്നത് 3, D3. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ഹയർ ദാൻ ഹൈഡ്രോകാർബൺസ് ഓഫ് കമ്പയറബിൾ molecular mass because of weak molecular association in aldehydes and ketones due to dipole interaction. ഡയറക്റ്റ് NCERT-യിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. NCERT-യിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്നുള്ള ചാപ്റ്ററിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതിന് താഴെ കിടക്കുന്ന സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ തന്നെ എടുത്തേക്കാണ്. എന്താണ്? കറക്റ്റാണ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹൈഡ്രോകാർബൺസിനേക്കാൾ ബോയിലിംഗ് പോയിൻ്റ് കൂടുതലാണ്. ആൽഡിഹൈഡ്സ് and ketones boiling point is greater than hydrocarbon. കാരണം അവിടെ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. The boiling points of aldehydes and ketones are higher than hydrocarbons of comparable molecular mass. ഇനി the boiling points of aldehydes and ketones lower than the alcohols similar molecular masses due to the absence of hydrogen bonding. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളിടത്ത് അവിടെയായിരിക്കും ബോയിലിംഗ് പോയിൻ്റ് കൂടുതൽ. അപ്പോൾ ആൽഡിഹൈഡ്സും കീറ്റോൺസും എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ ROH ആണ് ഇവിടെ സ്ട്രക്ചർ വരിക. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം. ROH ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. ഏത് ഹൈഡ്രജൻ ബോണ്ട്? തൊട്ടടുത്ത മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട്. അതിനെയാണ് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക. ഇൻ്റർമോളിക്കുലാർ തൊട്ടടുത്ത മോളിക്യൂൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, തൊട്ട് അയൽവാസിയുമായിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. വേറെ ഒരെണ്ണമുണ്ട് ഇൻട്രാമോളിക്കുലർ, മോളിക്യൂളിനകത്തുള്ളത്, അതായത് വീട്ടിൽ തന്നെയുള്ളവർ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. അത് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ്റർമോളിക്കുലാർ വന്നു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് കൂടും, ഇൻട്രാ വന്നു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് കുറയും. അപ്പോൾ ആൽക്കഹോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോളിന് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൽഡിഹൈഡ്സിനേക്കാളും ബോയിലിംഗ് പോയിൻ്റ് ആൽക്കഹോളിന് കൂടുതലായിരിക്കും. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ROH, that is alcohol, is greater than aldehydes and ketones. കറക്റ്റാണ്. അപ്പോൾ ഹൈഡ്രോകാർബണിനേക്കാൾ ബോയിലിംഗ് പോയിൻ്റ് കൂടുതലായിരിക്കും, ആൽക്കഹോളിനേക്കാൾ ബോയിലിംഗ് പോയിൻ്റ് കുറവായിരിക്കും. ആർക്ക്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. രണ്ടും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോവാം.
മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ലിസ്റ്റ് 1-ലുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. സൈനോഹൈഡ്രിൻ ഉണ്ട്, അസെറ്റാൽ ഉണ്ട്, ഷിപ്സ് ബേസ് ഉണ്ട്, ഓക്സൈം ഉണ്ട്. ദെൻ റൈറ്റ് സൈഡിലുള്ള എതിർദിശയിലുള്ളത് NH2OH ഉണ്ട്, RNH2 ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, HCN ഉണ്ട്. അപ്പോൾ സൈനോഹൈഡ്രിൻ, ഇപ്പോൾ ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം അതായത് സൈനോഹൈഡ്രിൻ, അസെറ്റാൽ, ഷിപ്സ് ബേസ്, ഇത് മൂന്നും വരുന്നത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അവസാനത്തെ ഓക്സൈം വരുന്നത് ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സൈനോഹൈഡ്രിൻ. എന്താണ് സൈനോഹൈഡ്രിൻ? സൈനോഹൈഡ്രിൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്സോ കീറ്റോൺസോ. ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും എന്തുണ്ട്? C+O ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആൽഡിഹൈഡ്സോ കീറ്റോൺസോ HCN-ഉമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, HCN ഹൈഡ്രജൻ സൈനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ഈ C+O ഓക്സിജൻ കാർബൺ പൈ ബോണ്ട് ബ്രേക്ക് ആവും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എഴുതാം സിംഗിൾ ബോണ്ട് O. HCN ഏതൊക്കെ അയോൺസ് ഉണ്ട്? H+ഉം CN-ഉം. കാർബൺ ഓക്സിയിൽ ഹൈലി ഇലക്ട്രോണേറ്റീവ് ഏതാ? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ആയിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ, അതായത് O- എന്ന് പറയാം. അപ്പോൾ ഈ O- എന്ത് വരും? H+ ബോണ്ട് ചെയ്യും, C+ലേക്ക് എന്ത് വരും? CN- വരും. ഇതൊരു ഷോർട്ട് കട്ടായിട്ട് പറയുകയാണെങ്കിൽ കാർബൺ ഓക്സിജൻ ബോണ്ട് ഹെട്രോലൈറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. അതായത് ഈ 2 ഇലക്ട്രോണും ആരിലേക്ക് കൊടുക്കുക? ഓക്സിജനിലേക്ക്. അപ്പോൾ ഓക്സിജൻ എന്ത് ചാർജ് വരും? മൈനസ് ചാർജ്. കാരണം 2 ഇലക്ട്രോണിൽ ഒരെണ്ണം കാർബണിൻ്റെ ആയിരുന്നു, എക്സ്ട്രാ 1 ഇലക്ട്രോൺ കിട്ടിയപ്പോൾ മൈനസ്. അപ്പോൾ കാർബൺ എന്ത് വരും? പ്ലസ്. ദെൻ HCN എന്ത് വരും? CN- H+. ഓക്കെ, ഓപ്പോസിറ്റ് ചാർജസ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് സൈനോഹൈഡ്രിൻ. അപ്പോൾ സൈനോഹൈഡ്രിൻ അപ്പോൾ ഏതായിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നത്? സൈനോഹൈഡ്രിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻറ്റ്, ദാറ്റ് ഈസ് HCN. അപ്പോൾ സൈനോഹൈഡ്രിൻ്റെ ആളെ നമുക്ക് കിട്ടി. ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കണം. അടുത്ത ആളാരാ? അടുത്ത ആൾ അസെറ്റാൾ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുക? അതും ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലുള്ളതാണ്. ഡയറക്റ്റ് NCERT. ആൽഡിഹൈഡ്സ് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് ROH-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അസെറ്റാൾ ഫോം ചെയ്യുക. അപ്പോൾ അസെറ്റാൾ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റിയേജൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ആൽക്കഹോൾ ബോണ്ട് ചെയ്യാം. ഇനി അടുത്ത ആൾ ആരാ? ഷിപ്സ് ബേസ്. എന്താണ് ഷിപ്സ് ബേസ്? ഷിപ്സ് ബേസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എഴുതാം, ഷിപ്സ് ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആൽഡിഹൈഡ്സിലെയും കീറ്റോൺസിലെയും കാർബണൈൽ കോമ്പൗണ്ട്, അതായത് C+O ഉള്ള ഗ്രൂപ്പുകൾ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുക. അമീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൈമറി അലിഫാറ്റിക് അമീൻ ആണെങ്കിൽ നമുക്കിവിടെ എഴുതാം NH2R. അതായത് അമോണിയയിൽ നിന്ന്, അമോണിയയുടെ മോളിക്കുലാർ ഫോർമുല NH3 ആണ്. അതിൽ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് അതിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്രൈമറി അമീൻ. 2 റിമൂവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെക്കൻഡറി അമീൻ. 3 റിമൂവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടെറിഷ്യറി അമീൻ. അപ്പോൾ ഞാനിവിടെ പ്രൈമറി അമീനാണ് എടുത്തിരിക്കുന്നത്. C+O ഉള്ള ഗ്രൂപ്പുകളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, വാട്ടർ മോളിക്യൂൾ അങ്ങ് എലിമിനേറ്റ് ചെയ്തു പോകും. വാട്ടർ മോളിക്യൂളിൽ എന്തുണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജൻ. ആ ഓക്സിജൻ എവിടെ നിന്ന് പോവും? ഓക്സിജൻ C+O നിന്ന് പോവും. 2 ഹൈഡ്രജൻ എവിടെ നിന്ന് പോവും? NH2 നിന്ന് പോവും. അപ്പോൾ ഇവിടെ എന്ത് കോമ്പൗണ്ട് ഉണ്ടാവും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ദെൻ നൈട്രജനിൽ 2 ഹൈഡ്രജൻ പോയപ്പോൾ കാർബണും നൈട്രജനും അവിടെ ബോണ്ട് ചെയ്തു, NR. ഇങ്ങനെയുള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്നവരാണ് ഷിപ്സ് ബേസ്. അസോമിഥൈൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഷിപ്സ് ബേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻ്റാണ് അപ്പോൾ എന്ത്? അമീൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഷിപ്സ് ബേസ് കൊടുക്കാം. ഇനി ഓക്സൈം വരുന്നത് ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിലാണ്. ഓക്സൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ഹൈഡ്രോക്സിലമീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹൈഡ്രോക്സിലമീൻ എന്ന് പറഞ്ഞാൽ അമോണിയയിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് അതിലേക്ക് OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ NH2 വരും. ദെൻ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് അതിലേക്ക് OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ഓക്സൈം. അപ്പോൾ ഗ്ലൂക്കോസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യണം? NH2OH.
സോറി ഹൈഡ്രോക്സിൽ അമീൻ. ഇപ്പോൾ ഇവിടെ ഷിപ്സ് ബേസ് NH2 അയച്ചെന്നാണ് ഞാൻ തെറ്റി മാർക്ക് ചെയ്ത്, RNH2 ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അതൊന്ന് തിരിച്ച് മാർക്ക് ചെയ്യാം. ഷിപ്സ് ബേസ് RNH2 അമീൻ. അപ്പോൾ ഓക്സൈം എന്ത് വരും? NH2 OH. ഇനി നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ഏതാണ്. സൈനോഹൈഡ്രിൻ A4 വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 3. ഞാൻ ബാക്കിയുള്ളത് കറക്റ്റാണെന്ന് നോക്കാം. ബി അസറ്റാൽ വരുന്നത് ആൽക്കഹോൾ, B3 കറക്റ്റാണ്. ദെൻ ഷിപ്സ് ബേസ് വരുന്നത് അമീൻ, C2 കറക്റ്റാണ്. ദെൻ ഓക്സൈം ഹൈഡ്രോക്സിലമീൻ D1 കറക്റ്റാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ C ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ കാണുന്നവർ? ഓക്കെ, വിച്ച് വൺ ഈസ് നോട്ട് കറക്റ്റ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോർ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ? ഹിയർ P ഈസ് ദ ടോട്ടൽ പ്രഷർ ഓഫ് ഗേഷ്യസ് മിക്സ്ചർ. എന്താണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്? ഡാൾട്ടൺസ് ലോ പറയുന്നത് ഒരു വെസലിൽ നോൺ റിയാക്റ്റിംഗ് ആയിട്ടുള്ള ഗ്യാസസ് ഫില്ല് ചെയ്യാണ്. ഇപ്പം ഞാനിവിടെ X1 എന്നുള്ള ഗ്യാസും X2 എന്നുള്ള ഗ്യാസും X3 എന്നുള്ള ഗ്യാസും ഫില്ല് ചെയ്യാം. ഈ ഗ്യാസിൻ്റെ പ്രത്യേകത നോൺ റിയാക്റ്റീവ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാനും പറയാൻ പാടില്ല. കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഗ്യാസുകൾ ഫില്ല് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ വെസലിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഈ വെസലിനകത്തുള്ള ഇൻഡിവിജ്വൽ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ സമ്മാണ്. എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഗ്യാസ് X1 പ്ലസ് പ്രഷർ ഓഫ് ഗ്യാസ് X2 പ്ലസ് പ്രഷർ ഓഫ് ഗ്യാസ് X3. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1, 2, 3 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 1, 2, 3 എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 1, 2, 3 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, 3 ഗ്യാസ് 1, 2, 3 നോൺ റിയാക്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രഷർ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് P എന്നാണ്. P. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്യാണ് P. ദെൻ ഡാൾട്ടൺസ് ലോ പ്രകാരം വെസലിനകത്തുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ സമ്മായിരിക്കും. ദാറ്റ് ഈസ് P1 പ്ലസ് P2 പ്ലസ് P3. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യുക. നോട്ട് കറക്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, P1 പ്ലസ് P2 പ്ലസ് P3 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 4. അത് കറക്റ്റാണ്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ? നോട്ട് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ 4 അല്ല. ദെൻ P1 പ്ലസ് P2 പ്ലസ് P3 നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? PV ഈസ് ഈക്വൽ ടു nRT. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ കണ്ടുപിടിക്കാം. nRT ബൈ V. ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ ഇക്വേഷനിൽ ടോട്ടൽ പ്രഷർ P എന്ന് പറയുന്നത് P1 എങ്ങനെ എഴുതാം? nRT ബൈ V എന്ന് എഴുതാം. nRT ബൈ V. അതേപോലെ P2 nRT ബൈ V, P3 nRT ബൈ V. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് മോൾസ് 3 ഗ്യാസിൻ്റെ സെയിം ആയിരിക്കുമോ? അല്ല, 3 ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം N1 N2 N3. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 3നും സെയിം ആണ്. അപ്പോൾ 6 എന്ന് തന്നെ 3 എഴുതാം. ടെമ്പറേച്ചർ 3 ഗ്യാസും ഒരേ വെസലിലാണ് ഇരിക്കുന്നത്. ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 3 പേർക്കും ഭക്ഷണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒരു വെസലിൽ 3 പേര് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും, വെസലിൻ്റെ വോളിയവും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ RT ബൈ V അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, P1 ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു N1 RT ബൈ V, N2 RT ബൈ V, N3 RT ബൈ V. ആ ഇക്വേഷനും അപ്പോൾ കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനും കറക്റ്റാണ്. ഇനി ഡാൾട്ടൺസ് ലോ പ്രകാരം നമുക്ക് എഴുതാവുന്നതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ്. P1 ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. അതുപോലെ നമുക്ക് P2 എഴുതാം, ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2. അതേപോലെ P3 എഴുതാം, ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 3. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ഒന്ന് നോക്കുക. ഓപ്ഷൻ ബി
ഓപ്ഷൻ ബിയുടെ പ്രത്യേകത എന്താ? പി ഐ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ith ഗ്യാസ്. ഓക്കെ. xi മോൾ ഫ്രാക്ഷൻ ഓഫ് ith ഗ്യാസ് ഇൻ ഗേഷ്യസ് മിക്സ്ചർ. പി എന്താണ്? പി ഈസ് ടോട്ടൽ പ്രഷർ. അപ്പോൾ പി ഐ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ഇൻറ്റു ടോട്ടൽ പ്രഷർ. നേരത്തെ ഇവിടെ എഴുതിയത് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ 3 ഇൻകറക്റ്റ് ആയിരിക്കണം. പക്ഷേ ഒന്ന് ചെക്ക് ചെയ്യുക, നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പി ഐ ഈസ് ഈക്വൽ ടു xi/P10. ഇങ്ങനൊരു ഇക്വേഷൻ ഡാൾട്ടൺസ് ലോയിലില്ല. ഇങ്ങനൊരു ഇക്വേഷൻ ഉള്ളത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൻ്റെ പേരാണ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൽ വരുന്ന ഐഡിയൽ സൊല്യൂഷൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് P1 = P10 x1 ആൻഡ് ദാറ്റ് ലോ ഈസ് റൗൾസ് ലോ. റൗൾസ് ലോ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡാൾട്ടൺസ് ലോ പറഞ്ഞിട്ട് റൗൾസ് ലോനെ പറ്റി പറയുന്നു. ശരിയാണോ? ശരിയല്ല. അവൻ തന്നെയാണ് ഇൻകറക്റ്റ്. അപ്പോൾ അവനെ അങ്ങ് മാർക്ക് ചെയ്തോളുക. അവൻ തന്നെ OMR മാർക്ക് ചെയ്ത ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓപ്ഷൻ സി. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൗൾസ് ലോ ആണ്, ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്നത് ഡാൾട്ടൺസ് ലോ ആണ്. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അൻറ്റാസിഡ്. അപ്പോൾ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. വീണ്ടും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനും മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യനാണ്. പക്ഷേ അതൊക്കെ സിമ്പിളായിരുന്നു. നിങ്ങൾ NCERT ഒന്ന് നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ലിസ്റ്റ് 1ൽ അൻറ്റാസിഡ്സ് ഉണ്ട്, ആൻറ്റിഹിസ്റ്റമിൻസ് ഉണ്ട്, അനാൽജസിക്സ് ഉണ്ട്, ആൻറ്റി മൈക്രോബിയൽസ് ഉണ്ട്. ദെൻ ലിസ്റ്റ് 2ൽ അതാത് മരുന്നുകൾ തന്നിട്ടുണ്ട്. സെൽവാസൻ, മോർഫിൻ, സിമെറ്റഡിൻ, സെൽഡെയിൻ. അത് തന്നെ അൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അസിഡിറ്റിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അൻറ്റാസിഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ അൻറ്റാസിഡായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ 3 ആൻറ്റാസിഡ്. സിമെറ്റഡിൻ ഇസ് ആൻ ആൻറ്റാസിഡ്. അസിഡിറ്റി പ്രോബ്ലം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. ആൻറ്റിഹിസ്റ്റമിൻസ് അലർജിക്കെതിരായിട്ട് യൂസ് ചെയ്യുന്നത്. സെൽഡെയിൻ. ആൻറ്റിഹിസ്റ്റമിൻസ് നമുക്ക് പറയാം സെൽഡെയിൻ. ദെൻ അനാൽജസിക്സ്, പെയിൻ കില്ലർ. നമുക്കറിയാം പെയിൻ കില്ലറായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഇതിലേതാനും ഒരു ഡ്രഗ്സായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത് അനാൽജസിക്സ്, ദാറ്റ് ഈസ് മോർഫിൻ. അനാൽജസിക്സ് ഇസ് മോർഫിൻ. അടുത്ത ആൻറ്റി മൈക്രോബിയൽസ്. മൈക്രോ ഓർഗാനിസത്തിന് അതിൻ്റെ സ്പ്രെഡിങ് തടയാനും അതിനെ നശിപ്പിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആൻറ്റി മൈക്രോബിയൽസ്. ദാറ്റ് ഈസ് സെൽവാസൻ. ഓപ്ഷൻ ഡി ഇസ് 1. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ആൻറ്റാസിഡ്, ദാറ്റ് ഈസ് A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ബിയും കൂടി നോക്കാം. ബി ആൻറ്റിഹിസ്റ്റമിൻസ്. ബി ഇസ് 4. അങ്ങനെ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ ബാക്കിയുള്ളതും കൂടി കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അനാൽജസിക്സ്, മോർഫിൻ C2 കറക്റ്റാണ്. ആൻറ്റി മൈക്രോബിയൽസ് സെൽവാസൻ D1. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ല, ഇത് പി ബ്ലോക്കിലാണ് കിടക്കുന്നത്. പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ക്വസ്റ്റ്യനാണ്. ഓക്കെ. നിങ്ങളുടെ +2ലെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് 7th ചാപ്റ്റർ, അതിൽ ഗ്രൂപ്പ് 16 ഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. ദ ബോയിലിംഗ് പോയിൻറ്റ്സ് ഓഫ് ഫോളോവിങ് ഹൈഡ്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് ഇൻക്രീസസ് ഇൻ ദ ഓർഡർ H2O, H2S, H2SC, H2TE. Okay. The boiling points of these hydrates increase with increase in molar mass. Statement 1 statement 2 കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ? അതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആണോ അല്ലെങ്കിൽ രണ്ടും തെറ്റാണോ? അപ്പോൾ ആദ്യം തന്നെ എടുക്കാം ബോയിലിംഗ് പോയിൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 ഹൈഡ്രേറ്റ്സ്. ഇപ്പോൾ ഗ്രൂപ്പ് 16 ഹൈഡ്രേറ്റ്സിൻ്റെ പ്രത്യേകത, ഗ്രൂപ്പ് 16 ഹൈഡ്രേറ്റ്സിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് that will be directly proportional to hydrogen bond and that will be directly proportional to molecular mass. Okay. ഈ molecular massന് എന്തുകൊണ്ടാണ് പ്രൊപ്പോർഷണൽ? ബോയിലിംഗ് പോയിൻ്റ് ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു വാൻ ഡെർ വാൾസ് ഫോഴ്സ്. വാൻ ഡെർ വാൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. വാൻ ഡെർ വാൾ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്? സർഫസ് ഏരിയ കൂടിയാൽ വാൻ ഡെർ വാൾ ഫോഴ്സ് കൂടും.
സർഫസ് ഏരിയ എന്തിന് പ്രൊപ്പോർഷനാണ്? മോളിക്കുലാർ മാസ്. അങ്ങനെയാണ് ഇവിടെ മോളിക്കുലാർ മാസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ ഹൈഡ്രജൻ ബോണ്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എടുക്കേണ്ടത്. അതാണ് ഏറ്റവും സ്ട്രോങ്. അത് കഴിഞ്ഞിട്ട് വേണം മോളിക്കുലാർ മാസ് കോൺസെപ്റ്റ് എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ H2O, H2S, H2SC, H2T, ഇതിൽ ഒരേ ഒരു കോമ്പൗണ്ടിനെ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളൂ. അത് ഏതിനാണ്? ദാറ്റ് വിൽ ബി H2O. H2Oക്കാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് കോൺസെപ്റ്റ് എടുക്കുമ്പോൾ, അതിന് ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കുമ്പോൾ ഫസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റ് H2O. അതിനുശേഷമുള്ള കോമ്പൗണ്ട്സിനൊന്നും തന്നെ ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഹൈഡ്രജൻ ബോണ്ട് വരണമെങ്കിൽ ഹൈഡ്രജൻ ആരൊക്കെയായിട്ട് ബോണ്ട് ചെയ്യണം? ഓക്സിജനോ അല്ലെങ്കിൽ നൈട്രജനോ അല്ലെങ്കിൽ ഫ്ലൂറിനോ ഒക്കെ ആയിട്ട് ബോണ്ട് ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ H2Oയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ബട്ട് H2S, H2SC, H2T അതിൽ ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇത് കോൺസെപ്റ്റ് നോക്കണം, മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ അവിടെ എന്തായിരിക്കും അടുത്ത ഓർഡർ വരിക? H2S. H2Sൽ നിന്ന് H2SCയിലേക്ക് പോകുമ്പോൾ മോളിക്കുലാർ മാസ് കൂടും. അപ്പോൾ H2SC, ദെൻ H2T. അപ്പോൾ ഇവിടം വരെ ഏത് കോൺസെപ്റ്റ് എടുക്കുക? മോളിക്കുലാർ മാസ്. H2ൻ്റെ ഏത് കോൺസെപ്റ്റ് എടുക്കുക? ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടാണ് മോസ്റ്റ് പവർഫുൾ. അപ്പോൾ അതാണ് ആദ്യം നോക്കാനായിട്ട്. ഇനി നോക്കുക സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റാണ്, തെറ്റാണ്. H2Oക്കാണ് കൂടുതൽ വരിക. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2, ബോയിലിംഗ് പോയിൻറ്റ്സ് ഓഫ് ദീസ് ഹൈഡ്രേറ്റ്സ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ്. ആണോ? മോളിക്കുലാർ മാസിന് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഗ്രൂപ്പ് 16 ഹൈഡ്രൈഡ്സിൽ ഹൈഡ്രജൻ ബോണ്ട് കോൺസെപ്റ്റും കൂടി നമ്മളവിടെ കൺസിഡർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ H2O ആയിരിക്കും ആദ്യം, അതിനുശേഷം എന്ത് ചെയ്യും? ഇൻക്രീസിങ് ഓർഡറിലേക്ക് വരും. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ഇൻകറക്റ്റാണ്. അപ്പോൾ ഇതായിരിക്കും ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 is the correct answer. Both statement 1 and statement 2 are incorrect. Okay. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. IUPAC നെയിം ഓഫ് ദ കോംപ്ലക്സ്. ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ IUPAC നെയിം കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോംപ്ലക്സ് ഇവിടെ എഴുതാം. AgH2O twice. ഇതാണ് കാറ്റയോണിക് കോംപ്ലക്സ്. ദെൻ ആനയോണിക് കോംപ്ലക്സ് AgCN twice. അപ്പോൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് ഇതിലെ സിൽവറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇപ്പോൾ ഇവിടെ സിൽവറിൻ്റെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാനിവിടെ X എന്ന് കൊടുക്കുകയാണ്. പ്ലസ് H2Oന് ചാർജ് ഉണ്ടോ? ഇല്ല. H2Oയുടെ ചാർജ് 0 ആണ്. അപ്പോൾ 0 × 2 പ്ലസ് അടുത്തത് സിൽവറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ വീണ്ടും X എന്ന് കൊടുത്തു. ദെൻ സയനൈഡ് CNൻ്റെ ചാർജ് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ -1 × 2, -1 ആണ് CNൻ്റെ ചാർജ് വരിക, -1 × 2. ദെൻ ടോട്ടൽ ചാർജ് ഓഫ് ആൻ കോമ്പൗണ്ട് എന്ത് വരും? 0 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? X + X 2x, -2 is equal to 0 and 2x is equal to 2x is equal to 2 and x is equal to 2/2, that is equal to 1. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സിൽവർ കിട്ടി 1. ഇനി ചെയ്യേണ്ടത് ആദ്യം തന്നെ നെയിം ചെയ്യേണ്ടത് കാറ്റയോണിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നത്. രണ്ടാമത് കാണുന്നത് ആനയോണിക് കോംപ്ലക്സ്. കാറ്റയോണിക് കോംപ്ലക്സിൽ മെറ്റലിൻ്റെ പേര് ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുക. എന്ന് പറഞ്ഞാൽ സിൽവർ ആണെങ്കിൽ സിൽവർ എന്ന് എഴുതുക, ദെൻ അയൺ ആണെങ്കിൽ അയൺ എന്ന് എഴുതുക, കൊബാൾട്ട് ആണെങ്കിൽ കൊബാൾട്ട് എന്ന് എഴുതുക. ദെൻ ഇവിടെ ആദ്യം നെയിം ചെയ്യേണ്ടത് ലിഗാൻഡാണ്. ഇവിടെ ലിഗാൻഡ് ഏതാണ്? വാട്ടറാണ്. വാട്ടർ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഡൈ. ലിഗാൻഡ് വാട്ടർ ആണെങ്കിൽ അതിൻ്റെ നെയിം വരിക അക്വ. അപ്പോൾ ഡൈ അക്വ. ദെൻ മെറ്റലിൻ്റെ പേര്, ഇത് കാറ്റയോണിക് കോംപ്ലക്സ് ആണ്, മെറ്റലിൻ്റെ പേര് തന്നെ എഴുതാം സിൽവർ. ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ലെറ്റേഴ്സിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ സ്കൂളിലൊക്കെ ഓരോ ക്ലാസ്സിന് കൊടുക്കുന്ന വരി 1 2 3 4 എന്നൊക്കെ കൊടുക്കില്ലേ, 0 അല്ലാത്ത റോമൻ ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാം 1. ഇപ്പോൾ കാറ്റയോണിക് കോംപ്ലക്സ് കഴിഞ്ഞു. ഇനി ആനയോണിക് കോംപ്ലക്സ്. ആദ്യം ലിഗാൻഡ് ഏതാണ്? CNൻ്റെ ലിഗാൻഡ് നെയിം സൈനിഡോ. അത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം.
അപ്പോൾ ഇവിടെ ഡൈസൈനിഡോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അനയോണിക് കോംപ്ലക്സിൽ മെറ്റലിൻ്റെ പേരിന് ചെറിയ വ്യത്യാസമുണ്ട്. മെറ്റലിൻ്റെ പേരിനോട് അവസാനമായിട്ട് ATE എന്നുള്ള ഒരു സഫിക്സ് ചേർക്കും. അതെല്ലാത്തിലും കൊടുക്കില്ല, ചില മെറ്റൽസിന് മാത്രം വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൊബാൾട്ട് ആണെങ്കിൽ കൊബാൾട്ടേറ്റ് എന്ന് കൊടുക്കും, ബട്ട് അയൺ ആണെങ്കിൽ ഫെറേറ്റ് എന്ന് കൊടുക്കും. സിൽവർ ആണെങ്കിൽ അർജൻറ്റേറ്റ് എന്നായിരിക്കും ആനയോണിക് കോംപ്ലക്സിൽ കൊടുക്കുക, എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഷീസിൽ. ഇപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? ആനയോണിക് കോംപ്ലക്സ് ആണ്, സിൽവർ ആണ്, അർജൻറ്റേറ്റ്. ദെൻ റോമൻ ലെറ്റേഴ്സിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ പേരെന്ത് വരും? ഡൈ അക്വാ സിൽവർ 1 ഡൈസൈനിഡോ അർജൻറ്റേറ്റ് 1. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഏതാണ്? ഡൈ അക്വാ സിൽവർ 1 ഡൈസൈനിഡോ അർജൻറ്റേറ്റ് 1. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങളുടെ NCERT കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് സ്യൂറ്റബിൾ ടു സിന്തസിസ് ക്ലോറോബെൻസീൻ? നെയിം റിയാക്ഷൻസ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ഫീനോൾ, NaNO2 HCl CuCl. അപ്പോൾ ഈ റിയേജൻറ്റ് കാണുമ്പോൾ തന്നെ ഓർത്തോളൂ, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഏത് റിയാക്ഷനിലാണ്? സാൻമേയേഴ്സ് റിയാക്ഷൻ. സാൻമേയേഴ്സ് റിയാക്ഷൻ. ബട്ട് സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ് ഈ റിയേജൻറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത്. പക്ഷേ സാൻമേയേഴ്സ് റിയാക്ഷനിൽ പ്രോഡക്റ്റ് എന്താണ്? ക്ലോറോബെൻസീനാണ്. സാൻമേയേഴ്സ് റിയാക്ഷനിൽ പ്രോഡക്റ്റ് ക്ലോറോബെൻസീനാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ തവണ നീറ്റ് എക്സാം എഴുതിയ എല്ലാവരും തെറ്റിച്ച് കളഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. സാൻമേയേഴ്സ് റിയാക്ഷനാണ് റിയേജൻറ്റ് കണ്ടപ്പോൾ, അവിടെ പ്രോഡക്റ്റ് ക്ലോറോബെൻസീനാണ്. പക്ഷേ ഈ റിയേജൻറ്റിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കുക, അവിടെ ഫീനോളാണ്. സാൻമേയേഴ്സ് റിയാക്ഷനിൽ ഫീനോൾ അല്ല യൂസ് ചെയ്യുന്നത്. എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്? പ്രൈമറി ആരോമാറ്റിക് അമീനാണ്. സാൻമേയേഴ്സ് റിയാക്ഷനിൽ പ്രൈമറി ആരോമാറ്റിക് അമീൻ, ദാറ്റ് ഈസ് ബെൻസീൻ റിങ്ങിൽ NH2, അത് NaNO2മായിട്ടും ആൻഡ് HCl റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഡൈസോണിയം സോൾട്ട് കിട്ടും. കറസ്പോണ്ടിങ് ഡൈസോണിയം സോൾട്ട് N2+Cl-. അതിനെ കുപ്രസ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ക്ലോറോബെൻസീൻ കിട്ടും. ഇതെല്ലാവരും കഴിഞ്ഞ തവണ തെറ്റിച്ച് കളഞ്ഞതാണ്. ആരും എന്ത് നോക്കിയില്ല? ഇവനെ നോക്കിയില്ല. കഷ്ടമല്ലേ? ഇവനെ നോക്കാതിരുന്നുകൊണ്ട് എല്ലാവരുടെയും 5 മാർക്ക് പോയി. ശരിയാണെന്ന് വിചാരിച്ച 4 മാർക്കും മൈനസും കൂടി ചേർത്ത് 5 മാർക്ക്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് നോട്ട് കറക്റ്റ്. ഫീനോളല്ല ഇവിടെ വരേണ്ടിയിരുന്നത്, അനിലിനായിരുന്നു. അതായത് ബെൻസീൻ റിങ്ങിൽ NH2 വരണം, പ്രൈമറി ആരോമാറ്റിക് അമീൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ, ബെൻസീനും HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുക. HCl ഏതൊക്കെ അയോൺസ് വരും? Cl- വരും, H+ വരും. ബെൻസീൻ ഒരു സ്പീഷീസുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ബെൻസീനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് മറ്റൊരു സ്പീഷീസ് വരണം. ഇവിടെ അങ്ങനെ റിമൂവ് ചെയ്ത് വരാനുള്ള സ്പീഷീസ് ഒന്നും തന്നെ ഇല്ല. Cl- ആണെങ്കിൽ ഇലക്ട്രോഫൈലായിട്ടായിരിക്കില്ല ആക്ട് ചെയ്യുക, ഇവിടെ ന്യൂക്ലിയോഫൈലായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ള സ്പീഷീസ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ ആകെ നടക്കുന്നത് HCl ബെൻസീനിൽ ഡിസോൾവ് ആകുന്നു മാത്രം, റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ അനിലി, അതായത് ബെൻസീൻ റിങ്ങിൽ NH2 HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യും. അനിലിൽ എന്തുണ്ട്? നൈട്രജനിൽ ഒരു ലോൺ പെയർ ഉണ്ട്. HCl ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും, Cl- H+. ഈ അനിലിനുള്ള നൈട്രജനിലുള്ള ലോൺ പെയർ H+-ഉമായിട്ട് ബോണ്ട് ചെയ്യും, അതായത് NH2 + H+. അപ്പോൾ അവിടെ എന്ത് വരും? NH2 + H+ എന്ന് പറഞ്ഞാൽ NH3+ വരും. ഇനി ബാക്കിയുള്ള Cl- ഇവിടെ അയോണിക് ബോണ്ട് ചെയ്യും, Cl- ആയി. അപ്പോൾ ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ക്ലോറോബെൻസീൻ ആണോ? അല്ല. എന്താണ്? ഇറ്റ് ഈസ് അനിലിനിയം ക്ലോറൈഡ്. ഓക്കെ, അനിലിനിയം ക്ലോറൈഡ്. അപ്പോൾ ഓപ്ഷൻ 1 അല്ല, 2 അല്ല, 3 അല്ല. പിന്നെ ആകെയുള്ളത് ഓപ്ഷൻ 4 ആണ്. 4 ആണോ അല്ലയോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം.
ബെൻസീൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് FeCl3. ബെൻസീൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് വാട്ടർ ഇല്ലാത്ത FeCl3യുമായിട്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? ബെൻസീൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് FeCl3. നടക്കുന്ന റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു ഇലക്ട്രോഫൈലിനെ റിമൂവ് ചെയ്യുന്നു, മറ്റൊരു ഇലക്ട്രോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ക്ലോറിനിൽ 2 സ്പീഷീസ് ഉണ്ടാകും, Cl+ഉം Cl-. ബെൻസീനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു H+ റിമൂവ് ചെയ്യും. H+ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോഫൈൽ. ഒരു H+ ബെൻസീനിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇവിടെ നിന്നൊരു H+ റിമൂവ് ചെയ്തു, അതിലേക്ക് Cl+ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു ഇലക്ട്രോഫൈൽ റിമൂവ് ചെയ്തു, മറ്റൊരു ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ബാക്കി എന്തുണ്ടാവും? ഇവിടുന്ന് റിമൂവ് ചെയ്ത H+ഉം Cl2യിലുള്ള Cl- കമ്പൈൻ ചെയ്താൽ HCl. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ആയില്ലേ ക്ലോറോബെൻസീൻ. ബെൻസീൻ ഉണ്ടെങ്കിൽ ക്ലോറിൻ വരുന്നതാണ് ക്ലോറോബെൻസീൻ. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? Our answer is option 4, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസീൻ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given below are 2 statements. One is labeled as assertion A and other is labeled as reason A. Reason R. കണ്ടിട്ടുണ്ട്. Assertion എന്താണ്? ICl is more reactive than I2. Reason ICl bond is weaker than II bond. ICl എന്ന് പറഞ്ഞാൽ അയഡിൻ ക്ലോറിൻ. അയഡിനും ക്ലോറിനും ഏത് ഗ്രൂപ്പാണ്? അയഡിനും ക്ലോറിനും ഏത് ഗ്രൂപ്പ്? ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 17 ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, എസ്റ്റാറ്റിൻ. ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഇൻ അട്ടപ്പാടി. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ നോക്കുക, ക്ലോറിനും അയഡിനും 2 ഹാലജൻ ഗ്രൂപ്പിലുള്ളതാണ്. 2 ഹാലജൻ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടിനെ വിളിക്കാം ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് എഴുതാം XX'. ദെൻ അടുത്ത് വന്നിരിക്കുന്ന I2, ദാറ്റ് ഈസ് ഹാലജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് XX. ഫസ്റ്റ് വൺ ഇസ് XX', സെക്കൻഡ് വൺ ഇസ് X2 അല്ലേ. ഇതിൽ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടിൻ്റെ ബോണ്ട് എന്ന് പറയുന്നത് വളരെ വീക്ക് ബോണ്ടായിരിക്കും. വീക്ക് ബോണ്ട്, ശക്തിയില്ലാത്ത ബോണ്ടാണ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടിലെ ബോണ്ട്. എന്നാൽ ഹാലജൻ മോളിക്യൂളിലെയോ വളരെ സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഈസി ആരാണ്? ഇൻ്റർ ഹാലജൻ ആണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ഈസി ആയതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്ത് മറ്റ് റിയാക്ഷനുമായിട്ട് അല്ലെങ്കിൽ റിയേജൻറ്റുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ദെർഫോർ ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ്. അപ്പോൾ വീക്ക് ബോണ്ട് എവിടെയാണോ അതായിരിക്കും മോർ റിയാക്റ്റീവ്. അപ്പോൾ ഇവിടെയോ ലെസ് റിയാക്റ്റീവ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ICl is more reactive than I2. ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് is more reactive than I2. കറക്റ്റ്, എടുക്കാൻ. അടുത്ത ICl bond is weaker than II bond. ശരിയാണ്, അവൻ പറഞ്ഞ 2 കാര്യം ശരിയാണ്. അപ്പോൾ അവന് കൊടുക്കേണ്ട മാർക്ക് ഏതാ? അസേർഷനും സെയിമാണ്, റീസണും സെയിമാണ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? Both assertion and reason are correct, and reason is the correct explanation of assertion. Assertionum ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ is the correct explanation of assertion. കറക്റ്റ് ആണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പി ബ്ലോക്ക് എന്നുള്ള ചാപ്റ്റർ നല്ല ക്ഷമയോടുകൂടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊന്നുമില്ല, ഡയറക്റ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനെ വരത്തുള്ളൂ നീറ്റിൽ, പി ബ്ലോക്കൊക്കെ. ഓക്കെ, അടുത്ത ആൾ ദ IUPAC നെയിം ഓഫ് ആൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 119. അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ അവിടെ നെയിം ചെയ്യുന്നതിന് സ്പെഷ്യൽ നെയിമിംഗ് ഉണ്ട്. അതിൽ 1 വരികയാണെങ്കിൽ ലെറ്റ് ഈസ് അൺ എന്ന് ചേർക്കുക. ഓക്കെ, 0 ആണെങ്കിൽ നില്ല്, 1 ആണെങ്കിൽ അൺ. ദെൻ 9 ആണെന്നുണ്ടെങ്കിൽ ENN. ദെൻ ഇതിന് ഈ 2 വേർഡുകളും യൂസ് ചെയ്തതിന് ശേഷം ഒരു സഫിക്സും കൂടി ആഡ് ചെയ്യുക, IUM. ഓക്കെ,
1 nil, sorry, 0 nil, 1 un, then 2 എന്ന ബൈ, then 3 4 5 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 119 ആണ്. 1ന് കൊടുക്കാം അൺ, വീണ്ടും 1, ആദ്യത്തെ 1ന് അണ്ണ് കൊടുത്തു, വീണ്ടും 1 വന്നേക്കണു, അപ്പോൾ വീണ്ടും നമ്മൾ അണ്ണ് കൊടുക്കും. പിന്നെ അടുത്ത ആൾ 9 വന്നാൽ എൻ, തീർന്നു. ഇനി എന്ത് ചെയ്യുക? IUM ചേർക്കുക. അപ്പോൾ ഏതായിരിക്കും ആൻസർ? അൺ ENN IUM. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 4 ആണ്. അൺ ENN IUM. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ആൾ ഭീകരൻ വന്നിരിക്കുകയാണ്. അറ്റ് 298 Kelvin the standard electrode potential of C2 plus bar Cu, Zn2 plus bar Zn, Fe2 plus bar Fe and Ag plus bar Ag are 0.34 volt, minus 0.76 volt, 0.44 volt and 0.80 volt respectively. On the basis of standard electrode potential, predict which of the following reactions cannot occur. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി കുറച്ചുകൂടി കോൺസെപ്റ്റലായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരിക. അപ്പോൾ ഇതിൽ ഒരു റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ, ഒരു ഇലക്ട്രോ കെമിസ്ട്രിയിൽ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ട് ഒരേ ഒരു കാര്യം ഓർത്തിരുന്നത്, ഒൺലി വൺ കാര്യം. എന്താണ് ആ വൺ കാര്യം? ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. ഒരു എലമെൻറ്റിന് ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ, ആ എലമെൻറ്റിന് സംഭവിക്കുന്നത് റിഡക്ഷൻ. ദെൻ ഒരു എലമെൻറ്റിന് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ എലമെൻറ്റിന് സംഭവിക്കും ഓക്സിഡേഷൻ. ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അണ്ടർഗോസ് റിഡക്ഷൻ, ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഇനി റിയാക്ഷൻസ് നോക്കി ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ ഞാൻ എടുക്കുകയാണ്. ദ ഫസ്റ്റ് റിയാക്ഷൻ CuSO4, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. CuSO4 പ്ലസ് Fe ഗീവ്സ് FeSO4 പ്ലസ് Cu. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം തന്നെ ഏത് എലമെൻറ്റിനാണ് ഓക്സിഡേഷൻ, ഏതിലാണ് റിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. SO4ൻ്റെ ചാർജ് -2, കോപ്പർ +2. അയൺ ഫ്രീ സ്റ്റേറ്റിലാണ്, ഫ്രീ സ്റ്റേറ്റിൽ വന്നാൽ 0, കോപ്പറും ഫ്രീ സ്റ്റേറ്റിലാണ് 0. ഇപ്പോൾ ഇവിടെ SO4 -2, അയൺ +2. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഓക്സിഡേഷൻ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ റിഡക്ഷൻ. അപ്പോൾ കോപ്പർ ലെഫ്റ്റ് സൈഡിൽ +2 ആയിരുന്നു, റിയാക്റ്റൻ സൈഡിൽ. റൈറ്റ് സൈഡിൽ നോക്കി 0 ആയി, എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്തു, 2ൽ നിന്ന് 0യിലേക്ക്, 2ൽ നിന്ന് 0യിലേക്ക്, 2 സ്റ്റെപ്പിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക്. അപ്പോൾ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദാറ്റ് വിൽ ബി റിഡക്ഷൻ. അയൺ 0യിൽ നിന്ന് +2യിലേക്ക് 2 സ്റ്റെപ്പ് മുന്നോട്ട് ചാടിയിരിക്കുകയാണ് നമ്മുടെ അയൺ. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിഡേഷൻ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റുമായിട്ട് നോക്കി കമ്പയർ ചെയ്ത് നോക്കുക, ആൻസർ ശരിയാണോ അല്ലയോ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? കോപ്പറിൻ്റെയും അയണിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ തന്നിട്ടുണ്ട്, അത് നോക്കി കമ്പയർ ചെയ്യുക. കോപ്പറിൻ്റെ എത്രയാണ്? കോപ്പറിൻ്റെ തന്നിരിക്കുന്നു 0.34. അയണിൻ്റെ തന്നിരിക്കുന്നു, അയൺ മൂന്നാമത്തെ ആൾ ആരാണ്? രണ്ടാമത്തെ സിങ്ക്, മൂന്നാമത്തെ ആൾ -0.44. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നു. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്? ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ റിഡക്ഷൻ, ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓക്സിഡേഷൻ. ഇവിടെ ഹയസ്റ്റ് ആർക്കാ? ഹയസ്റ്റ് കോപ്പറിന് എന്ത് സംഭവിക്കണം? ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ റിഡക്ഷൻ, ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓക്സിഡേഷൻ. ഇനി റിയാക്ഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. റിയാക്ഷനിൽ കോപ്പറിന് സംഭവിച്ചത് റിഡക്ഷൻ, കറക്റ്റാണ്. അയണിന് സംഭവിച്ചത് ഓക്സിഡേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് പോസിബിൾ. ഓക്കെ, ഇനി സെയിം കോൺസെപ്റ്റ് അടുത്തതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്ക് അടുത്തതിൽ അപ്ലൈ ചെയ്യാം. സെയിം കോൺസെപ്റ്റ്, വേറെ ഒന്നുമില്ല. FeSO4 അയണിൻ്റെ +2, SO4 -2, സിങ്ക് 0, SO4 -2, സിങ്ക് +2, അയൺ 0. ആർക്ക് ഓക്സിഡേഷൻ, ആർക്ക് റിഡക്ഷൻ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ,
റിഡക്ഷൻ. അയൺ 2 ആയിരുന്നു റിയാക്ഷൻ സൈഡിൽ. പ്രോഡക്റ്റ് സൈഡിൽ വന്നപ്പോൾ 0 ആയി. പ്രോഡക്റ്റ് സൈഡിൽ വന്നപ്പോൾ 0 ആയി എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, റിഡക്ഷൻ. സിങ്കിന് എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്സിഡേഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ പ്രകാരം പറയുന്നത് അയണിന് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് റിഡക്ഷൻ. ദെൻ സിങ്കിന് സംഭവിക്കുന്നത് 0യിൽ നിന്ന് 2ലേക്ക് ഇൻക്രീസ് ചെയ്തു, ഓക്സിഡേഷൻ. ഇതാണ് റിയാക്ഷൻ പറയുന്നത്. ഇനി നമ്മുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. എന്തായിരുന്നു? ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അണ്ടർഗോസ് റിഡക്ഷൻ, ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അണ്ടർഗോസ് ഓക്സിഡേഷൻ. അയണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, എത്രയാണ്? -0.44. സിങ്കിൻ്റെ തന്നിട്ടുണ്ട്, എത്രയാണ്? -0.76. ഇതിൽ ഹയസ്റ്റ് ആരാ? നെഗറ്റീവ് വാല്യൂ ആണ്, അത് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഹയസ്റ്റ് വാല്യൂ ആരാ? അയണാണ്. -0.44 ആണ് ഏറ്റവും ഹയസ്റ്റ് വരേണ്ടത്. അപ്പോൾ എന്താണ്? റിഡക്ഷൻ. ലോവസ്റ്റ് ആരാ? -0.76 ഓക്സിഡേഷൻ. റിയാക്ഷനിലും അങ്ങനെ തന്നെയല്ല, അയൺ റിഡക്ഷൻ, സിങ്കിന് ഓക്സിഡേഷൻ. ദാർഫോർ സെക്കൻഡ് വൺ ഈസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്. ഇനി അടുത്ത റിയാക്ഷൻ എടുക്കാം. അപ്പോൾ സെക്കൻഡ് റിയാക്ഷനും പോസിബിൾ ആണ്. ഇനി നമുക്ക് തേർഡ് റിയാക്ഷൻ എടുക്കാം. തേർഡിന് എന്താണ് പ്രത്യേകത? 2CuSO4 plus 2Ag gives 2Cu plus Ag2SO4. CSO4 -2 plus 2, Ag free state 0, copper 0, silver +1, SO4 -2. കോപ്പർ 2ൽ നിന്ന് 0യിലേക്ക് പോയി, താഴേക്ക് ഇറങ്ങിയാൽ റിഡക്ഷൻ. Ag 0യിൽ നിന്ന് 1ലേക്ക് ഇൻക്രീസ് ചെയ്തു, ഓക്സിഡേഷൻ. ഓക്കെ, ഇനി കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ +0.34 വോൾട്ട്. സിൽവറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, സിൽവർ ഏറ്റവും അവസാനം കിടക്കുന്നത് 0.80 വോൾട്ട്. അപ്പോൾ സിൽവറാണ് ഏറ്റവും കൂടുതൽ, പ്ലസ് അല്ലേ, ഏറ്റവും കൂടുതൽ സിൽവറാണ്. സിൽവറിനപ്പോൾ എന്ത് സംഭവിക്കണം? ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ. ഇപ്പോൾ സിൽവറിന് എന്ത് സംഭവിക്കണമായിരുന്നു? റിഡക്ഷൻ. കോപ്പറിന് എന്ത് സംഭവിക്കണമായിരുന്നു? ഓക്സിഡേഷൻ, ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. പക്ഷേ നമ്മുടെ റിയാക്ഷനിൽ എങ്ങനെയാണ്? റിയാക്ഷനിൽ നോക്കി, കോപ്പറിന് അവിടെ റിഡക്ഷൻ സംഭവിച്ചു, സിൽവറിന് അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു. സിൽവറിന് റിഡക്ഷൻ ആയിരുന്നു സംഭവിക്കേണ്ടത്, കോപ്പറിന് ഓക്സിഡേഷൻ. അപ്പോൾ തേർഡ് റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ 3. ഓക്കെ, ഇനി ഓപ്ഷൻ 4ഉം കൂടി നോക്കി നമുക്കൊന്ന് കൺഫേം ചെയ്യാം. നമ്മുടെ ആൻസർ ഇനി ശരിയാണോ, എവിടെയെങ്കിലും തെറ്റ് പറ്റിപ്പോയോ, അതും കൂടി നമുക്കൊന്ന് ചെയ്ത് കറക്റ്റ് ആണെന്ന് അങ്ങ് ഉറപ്പിക്കാം. ആ ധൈര്യത്തിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ അടുത്ത റിയാക്ഷൻ CuSO4 plus Zn gives ZnSO4 plus Cu. SO4 -2, copper +2, സിങ്ക് 0, ഫ്രീ സ്റ്റേറ്റിൽ SO4 -2, സിങ്ക് +2, കോപ്പർ 0. കോപ്പർ +2ൽ നിന്ന് കോപ്പറിന് എന്ത് സംഭവിച്ചു? ഡിക്രീസ് ചെയ്തു, റിഡക്ഷൻ. സിങ്ക് 0യിൽ നിന്ന് +2 ഇൻക്രീസ് ചെയ്തു, 0യിൽ നിന്ന് +2 ഇൻക്രീസ് ചെയ്താൽ ഓക്സിഡേഷൻ. ഇനി നോക്കുക, കോപ്പർ +0.34 വോൾട്ട് ആൻഡ് സിങ്ക് -0.76 വോൾട്ട്. ഹയസ്റ്റ് ആർക്കാ? ഹയസ്റ്റ് വരുന്ന ആൾ റിഡക്ഷൻ. കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കണം, ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സിങ്ക് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്, അപ്പോൾ സിങ്കിന് എന്ത് സംഭവിക്കണം? ഓക്സിഡേഷൻ. ഇവിടെ നോക്കുക, റിയാക്ഷനിൽ കോപ്പറിന് റിഡക്ഷനാണ് സംഭവിച്ചത്, റിഡക്ഷനാണ് സംഭവിക്കേണ്ടിയിരുന്നത്. സിങ്കിന് ഓക്സിഡേഷനാണ് സംഭവിച്ചത്, സിങ്കിന് ഓക്സിഡേഷൻ തന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നത്. അപ്പോൾ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ പോസിബിൾ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഓൺ ദ ബേസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രെഡിക്റ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് റിയാക്ഷൻ കനോട്ട് അക്കർ. സംഭവിക്കാൻ പാടില്ലാത്തത് എന്താണ്? ഓപ്ഷൻ 3 സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്.
ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് വൺ, വിച്ച് കോമ്പൗണ്ട് എമംഗ് ദ ഫോളോവിങ് ഇസ് നോട്ട് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്? ആരോമാറ്റിക് കോമ്പൗണ്ട് അല്ലാത്തത് ആരാണ്? അപ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ട് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ കോമ്പൗണ്ടുകളാണ് ആരോമാറ്റിക് എന്ന് തെളിയിക്കുന്ന റൂളിന് വിളിക്കുന്ന പേരാണ് ഹെക്കൽസ് റൂൾ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഹെക്കൽസ് റൂൾ എന്ന് അറിയണം. ഞാനിവിടെ എഴുതാം ഹെക്കൽസ് റൂൾ. ഹെക്കൽസ് റൂളാണ് ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അത് ആരോമാറ്റിക് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഹെക്കൽസ് റൂൾ പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹെക്കൽസ് റൂൾ പറയുന്നത് കോമ്പൗണ്ട് മസ്റ്റ് ബി എ റിംഗ് കോമ്പൗണ്ട്. റിംഗ് കോമ്പൗണ്ട് ആയിരിക്കണം ആരോമാറ്റിക് കോമ്പൗണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് മസ്റ്റ് ബി എ പ്ലെയിനാർ മോളിക്യൂൾ. sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കണം. ആൻഡ് തേർഡ് വൺ, ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് മസ്റ്റ് ബി എ കോൺജുഗേറ്റഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈ ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകതയുണ്ട്. സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല, ബട്ട് പൈ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പൈ ഇലക്ട്രോൺസ് എപ്പോഴും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ ചാൻസ്, അതാണ് കോൺജുഗേഷൻ. ഓക്കെ, ഒരു മോളിക്യൂളിൽ പൈ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് മൂവ് ചെയ്യണമെന്നില്ല. പൈ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യണമെങ്കിൽ ആ മോളിക്യൂൾ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിലേക്ക് വരണം. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മൂവ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, അതിനുള്ള സാഹചര്യം കൂടി വേണം. ആ സാഹചര്യമാണ് കോൺജുഗേഷൻ. ആ കോൺജുഗേഷൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റ് നമ്പർ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വരിക, അത് കോൺജുഗേഷനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൈ ബോണ്ട് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യുക. അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നമ്പർ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് പോസിറ്റീവ് ചാർജ് വരിക, അതും കോൺജുഗേഷനാണ്. ദെൻ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പെയർ കോൺജുഗേഷനാണ്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് നെഗറ്റീവ് ചാർജ്, അതും കോൺജുഗേഷനാണ്. ഈ ഒരു സ്ട്രക്ചർ വന്നാലേ പൈ ബോണ്ട് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പൈ ബോണ്ട് ഇലക്ട്രോൺസ് ഉണ്ടായിട്ട് കാര്യമില്ല, ആ പൈ ബോണ്ടഡ് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവണം. അതായത് മോളിക്യൂൾ മസ്റ്റ് ബി എ കോൺജുഗേറ്റഡ് മോളിക്യൂൾ. ദെൻ ദ ഫോർത്ത് പോയിന്റ്, ദ മോളിക്യൂൾ കണ്ടെയ്ൻസ് 4n+2 പൈ ഇലക്ട്രോൺസ്. പൈ ഇലക്ട്രോൺസിൻ്റെ ഫോർമുലയാണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ട് 0, 1, 2, 3 എക്സെട്ര ആണ്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എത്ര പൈ ഇലക്ട്രോൺസ് വരാമെന്ന് കണ്ടുപിടിക്കാം. എന്നിന് 0 വരുമ്പോൾ എന്ത് വരും? 2 പൈ ഇലക്ട്രോൺസ്. എന്നിന് 0 വരുമ്പോൾ 2 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ പൈ ഇലക്ട്രോൺസ് 2 വന്നാൽ അരോമാറ്റിക് ആകാം, കാരണം അതിന് മുമ്പുള്ള റൂളുകളും കൂടി ഒബേ ചെയ്യണം. ദെൻ എന്നിന് 1 വന്നാൽ 6 വരും, 6 പൈ ഇലക്ട്രോൺസ്. ദെൻ 2 വന്നാൽ 10 പൈ ഇലക്ട്രോൺസ്. ദെൻ 3 വന്നാൽ 4 × 3 12 + 2 14. 4 വന്നാൽ 4 × 4 16 + 2 18. ഇപ്പോൾ ഇങ്ങനെ വരും പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അപ്പോൾ ഈ 4 റൂളും ഒബേ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കോമ്പൗണ്ട് മസ്റ്റ് ബി എ കോൺജുഗേറ്റഡ് മോളിക്യൂൾ. ഫസ്റ്റ് റിംഗ് കോമ്പൗണ്ട്, എല്ലാം തന്നെ റിംഗ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമുക്കതിലൊന്നും ചെയ്യാനില്ല, എല്ലാ കോമ്പൗണ്ടും റിംഗ് ആണ്. ദെൻ പ്ലെയിനർ ആൻഡ് കോൺജുഗേഷൻ. ഇതിൽ കോൺജുഗേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോൺജുഗേഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് ഡബിൾ സിംഗിൾ കാർബോകാറ്റയോൺ. ദെൻ സിംഗിൾ ഡബിൾ കോൺജുഗേഷനാണ്, കോൺജുഗേറ്റഡ് മോളിക്യൂൾ. ഓക്കെ, ദെൻ പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. പൈ ഇലക്ട്രോൺസ് ഓരോ ഡബിൾ ബോണ്ടിലും ഒരു പൈ ബോണ്ടാണുള്ളത്. ഒരു പൈ ബോണ്ടിൽ 2 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ 3 ഡബിൾ ബോണ്ട് ഉണ്ട്, ഓരോ ബോണ്ടിൽ 2 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ 3 × 2 6 പൈ ഇലക്ട്രോൺസ്. ഇനി അടുത്ത കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് കാർബോകാറ്റയോൺ. റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് കാർബോകാറ്റയോൺ, ദാറ്റ് ഈസ് കോൺജുഗേറ്റഡ് മോളിക്യൂൾ. ദെൻ പൈ ഇലക്ട്രോൺസ്, ഇവിടെ ആകെ ഒരേ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ, പൈ ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് കോൺജുഗേറ്റഡ് ആണ്, 2 പൈ ഇലക്ട്രോൺസ്. Then option
ഓപ്ഷൻ 4 റിംഗ് കോമ്പൗണ്ട് ആണ്. കോൺജുഗേഷൻ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് നെഗറ്റീവ് ചാർജ്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ദെൻ സിംഗിൾ ബോണ്ട് നെഗറ്റീവ് ചാർജ്. കോൺജുഗേഷൻ ആണ്. ഓക്കെ, ഇറ്റ്സ് എ കോൺജുഗേറ്റഡ് മോളിക്യൂൾ. കോൺജുഗേറ്റഡ് വരണമെങ്കിൽ ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് വന്നിരിക്കണം. ഓക്കെ, കോൺജുഗേറ്റഡ് മോളിക്യൂളാണ്. ഇനി പൈ ഇലക്ട്രോൺസ്, 2 പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 4 പൈ ഇലക്ട്രോൺസ്. ദെൻ ശ്രദ്ധിക്കുക, ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതും നമുക്ക് പൈ ഇലക്ട്രോൺസിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് വന്നുകൊണ്ട് അതിൻ്റെയും കൂടി 2 ഇലക്ട്രോൺസും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 പൈ ഇലക്ട്രോൺസ്. ഓക്കെ, ദെൻ അടുത്ത കോമ്പൗണ്ട് ഓപ്ഷൻ 3 റിംഗ് കോമ്പൗണ്ട് ആണ്. പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 3 ഡബിൾ ബോണ്ടാണുള്ളത്. ഓരോ ബോണ്ടിലും 2 എണ്ണം. അപ്പോൾ ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസ്. കോൺജുഗേഷൻ ഉണ്ടോ? കോൺജുഗേഷൻ ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ ഞാൻ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. പക്ഷേ ഈ പൊസിഷൻ എന്താ? ഈ പൊസിഷനിൽ ഒരു കോൺജുഗേഷൻ ഇല്ല. ഈ പൊസിഷനിൽ കോൺജുഗേഷൻ ഇല്ല. കണ്ടോ? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നായിരുന്നെങ്കിൽ കോൺജുഗേഷൻ ആയിരുന്നു, പോസിറ്റീവ് ചാർജ് വന്നായിരുന്നെങ്കിൽ കോൺജുഗേഷൻ ആയിരുന്നു. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നാൽ കോൺജുഗേഷൻ, പോസിറ്റീവ് ചാർജ് വന്നാൽ കോൺജുഗേഷൻ, ലോൺ പെയർ വന്നിരുന്നെങ്കിൽ കോൺജുഗേഷൻ. പക്ഷെ ഇവിടെ ഒന്നുമില്ല. 2 സിംഗിൾ ബോണ്ട് അടുത്തടുത്ത് വന്നാൽ അവിടെ കോൺജുഗേഷൻ ഇല്ല. Therefore, our answer is option C, that is option 3. കാരണം ക്വസ്റ്റ്യൻ എന്താ? നോട്ട് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. നോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോമ്പൗണ്ട് 3 ആണ്. കാരണം കോൺജുഗേഷൻ ഇല്ല. ഹെക്കൽസ് റൂൾ അവിടെ ഒബേ ചെയ്യുന്നില്ല. പക്ഷെ പൈ ഇലക്ട്രോൺസ് നോക്കുമ്പോൾ എല്ലാം ഒബേ ചെയ്യുന്നുണ്ട്. 2ഉം 6 ആണ് വരിക. പക്ഷെ കോൺജുഗേഷൻ നോക്കുമ്പോൾ ഒബേ ചെയ്യുന്നില്ല. Therefore, ഹെക്കൽസ് റൂൾ ഒബേ ചെയ്യാത്ത ഓപ്ഷൻ 3 നോട്ട് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്. കാരണം 2 സിംഗിൾ ബോണ്ട് അടുത്തടുത്ത് വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അണ്ടർലൈൻ ചെയ്തോളൂ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് വൺ. ഇത്രയും നേരം ഇൻകറക്റ്റ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചോദിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഡയമണ്ട് ഈസ് കൊവാലൻറ്റ്, ഗ്രാഫൈറ്റ് ഈസ് അയോണിക്. ഡയമണ്ട് കൊവാലൻ്റ് ആണ്, ഗ്രാഫൈറ്റ് അയോണിക് ആണ്. അല്ല, ഡയമണ്ടും ഗ്രാഫൈറ്റും കൊവാലൻറ്റ് സോളിഡ് ആണ്. രണ്ടും കൊവാലൻ്റ് ആണ്. Therefore, it is incorrect. Diamond is sp3 and graphite is sp2. ഇപ്പോൾ ഡയമണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡയമണ്ടിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റംസ് ആണുള്ളത്. ഡയമണ്ടിലാണെങ്കിൽ ഒരു കാർബൺ നെയ്ബറിങ് 4 കാർബണായിട്ട് ബോണ്ട് ചെയ്യും. ഡയമണ്ട് ഗ്രാഫൈറ്റിലാണെങ്കിൽ ഒരു കാർബൺ 3 നെയ്ബറിങ് കാർബണായിട്ട് ബോണ്ട് ചെയ്യും. ഒരു ഇലക്ട്രോൺ അവിടെ ഫ്രീ ആയിട്ട് കിടക്കും. അതാണ് ഗ്രാഫൈറ്റ്. ഓക്കെ, ദെൻ എല്ലാ സിംഗിൾ ബോണ്ടും സിഗ്മ ബോണ്ടാണ്. അപ്പോൾ ഡയമണ്ടിൽ വരുമ്പോൾ 4 സിഗ്മ ബോണ്ട് വരും, ഗ്രാഫൈറ്റിൽ വരുമ്പോൾ 3 സിഗ്മ ബോണ്ട് വരും. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് ലോൺ പെയർ. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്ലസ് ലോൺ പെയർ. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ അൺബോണ്ടഡ് ഇലക്ട്രോൺസ്. ഇപ്പോൾ ഡയമണ്ട് എടുക്കുകയാണെങ്കിൽ 4 സിഗ്മ ബോണ്ട്, ലോൺ പെയർ ഇല്ല, 0. 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3. ഓക്കെ, ദെൻ അടുത്ത ഹൈബ്രിഡൈസേഷൻ ഡയമണ്ട് 3 സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ ഇല്ല. ഇപ്പോൾ 3 വന്നു. 3 വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp2. ഇപ്പോൾ 2 വന്നാൽ sp, 3 വന്നാൽ sp2, 4 വന്നാൽ sp3. അപ്പോൾ ഇവിടെ കറക്റ്റ് അല്ലേ? ഗ്രാഫൈറ്റ് sp2 ആൻഡ് ഡയമണ്ട് sp3. Therefore, ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 2 കറക്റ്റാണ്. ഇനി ബാക്കിയുള്ളത് നോക്കാം. ബോത്ത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ആർ യൂസ്ഡ് ആസ് ഡ്രൈ ലൂബ്രിക്കൻറ്റ്. അല്ല, ഡയമണ്ട് ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല, ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻ്റ് ആണ്, പക്ഷേ ഡയമണ്ട് ഇസ് എ ഹാർഡ് സോളിഡ്. കാരണം ഇതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, ഡയമണ്ടിൽ എല്ലാ വാലൻസി ഫില്ലാണ്, ബട്ട് ഗ്രാഫൈറ്റിൽ 3 വാലൻസി ഫില്ലാണ്. ഒരെണ്ണം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതായത് 4 കാലിൽ 3 കാല് മാത്രമാണ് താഴെയുള്ളൂ, 1 കാല് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ വീടിന് ഒരു ചെറിയ ഒലപ്പരയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിന് 4 കാല് കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷേ 3 കാല് കൊടുക്കുകയാണെങ്കിലോ
അതൊന്ന് ഇളകാൻ തുടങ്ങും. അതേപോലെയാണ് ഗ്രാഫൈറ്റ്. ഒരു ലെയറിൻ്റെ പുറത്ത് മറ്റൊരു ലെയർ തെന്നി മാറാനുള്ള സാധ്യത ഗ്രാഫൈറ്റിൽ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഗ്രാഫൈറ്റ് ഒരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിരിക്കും. ഡയമണ്ട് ഇസ് എ ഹാർഡ് മെറ്റീരിയൽ, ഖരാവസ്ഥയിലുള്ള സ്നേഹകം എന്ന് പറയും മലയാളത്തിൽ ഗ്രാഫൈറ്റ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്. ഡയമണ്ട് ലൂബ്രിക്കൻ്റ് അല്ല, ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻ്റാണ്. ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ഹാവ് 2 dimensional നെറ്റ്വർക്ക്, അല്ല 3 dimensional നെറ്റ്വർക്ക്. അപ്പോൾ ഇതും റോങ് ആണ്. അപ്പോൾ അവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ദെൻ അടുത്ത വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. Given below are 2 statements. Statement 1, primary aliphatic amines react with HNO2 to give unstable diazonium salt. Primary aliphatic amines. Primary aliphatic amines. Amines എന്ന് പറഞ്ഞാൽ NH3-ലെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ആൽക്കൈൽ ഗ്രൂപ്പോ അറൈൽ ഗ്രൂപ്പോ കൊടുക്കുന്നതാണ് അമീൻസ്. പ്രൈമറി എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, പ്രൈമറി അലിഫാറ്റിക് അമീൻ. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്കിവിടെ എഴുതാം പ്രൈമറി അലിഫാറ്റിക് അമീൻ RNH2. ഒരു ഹൈഡ്രജൻ കളഞ്ഞു, അതിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തു. ഇറ്റ് റിയാക്ട്സ് വിത്ത് HNO2 നൈട്രസ് ആസിഡ്. HNO2 നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് കറസ്പോണ്ടിങ് ഡൈസോണിയം സോൾട്ട് ആയിരിക്കും. ദാറ്റ് ഈസ് N2 + Cl-. കറക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ തോന്നും ഇവിടെ Cl ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഡൈസോണിയം സോൾട്ട് വന്നത്? അതിൻ്റെ കാരണം HNO2, അതായത് നൈട്രസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോഡിയം നൈട്രേറ്റും ദെൻ HCl-ഉം ചേർന്ന മിക്സറിൽ നിന്നാണ് നൈട്രസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക. സോഡിയം നൈട്രേറ്റും HCl ഈ മിക്സറിൽ നിന്നാണ് നൈട്രസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ നൈട്രസ് ആസിഡാണ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുക? അലിഫാറ്റിക് പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യുക. ദെൻ ഈ കോമ്പൗണ്ട് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ആണ്. വളരെ കുറച്ച് സമയത്തെ ഇത് നിൽക്കത്തുള്ളൂ, ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. പ്രൈമറി അലിഫാറ്റിക് അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അൺസ്റ്റേബിൾ ഡൈസോണിയം സോൾട്ട് കിട്ടും. അത് കറക്റ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1-നെ പറ്റി പറഞ്ഞു, അതിനെപ്പറ്റി നമ്മൾ നോക്കി മനസ്സിലാക്കി. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് പറയുക? പ്രൈമറി ആരോമാറ്റിക് അമീൻസ് എന്ന് പറഞ്ഞാൽ NH3-ലെ ഒരു ഹൈഡ്രജൻ കളഞ്ഞു, അതിലേക്ക് ഒരു ആരോമാറ്റിക് റിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബെൻസീൻ റിങ്ങിൽ NH2 അനിലിൻ എന്ന് പറയും. ഓക്കെ, ഇതിന് പ്രൈമറി ആരോമാറ്റിക് അമീൻ എന്ന് പറയാം. പ്രൈമറി എന്നുള്ള വേർഡ് വരാനുള്ള കാരണം ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് ആരോമാറ്റിക് റിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 എണ്ണം വന്നാൽ സെക്കൻഡറി, 3 എണ്ണം വന്നാൽ ടെറിഷ്യറി. അപ്പോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? വീണ്ടും നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, HNO2, ടു ഫോം ഡൈസോണിയം സോൾട്ട്സ്. ടു ഫോം ഡൈസോണിയം സ്റ്റോൾസ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഡൈസോണിയം സോൾട്ട് തന്നെയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് N2 + Cl- ഡൈസോണിയം സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുക? ഇറ്റ് ഈസ് സ്റ്റേബിൾ ഈവൻ എബോവ് 300 Kelvin അല്ല. ആരോമാറ്റിക് പ്രൈമറി അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഡൈസോണിയം ക്ലോറൈഡ് കിട്ടും, കറസ്പോണ്ടിങ് ഡൈസോണിയം സോൾട്ട് കിട്ടും. ഈ കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിരിക്കും, വളരെ ഷോർട്ട് ടൈമിലായിരിക്കും. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 to 278 Kelvin ആയിരിക്കും. ഈ ഒരു ടെമ്പറേച്ചറിലാണത് സ്റ്റേബിൾ ആവുക, വളരെ ഷോർട്ട് ടൈമിൽ. ബാക്കിയുള്ള ടൈമിലെല്ലാം ഇത് അൺസ്റ്റേബിളാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എബോവ് 300 Kelvinൽ അത് സ്റ്റേബിൾ ആയിരിക്കും, അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? സ്റ്റേറ്റ്മെൻറ്റ് 1 is correct, but statement 2 is incorrect. Option B is our correct answer. Statement 1 correct ആണ്, statement 2 incorrect ആണ്. ഓക്കെ, ഡയറക്റ്റ് NCERT-യിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ഈ ടെമ്പറേച്ചർ റേഞ്ച് വരെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, NCERT നല്ല രീതിയിലൊന്ന് വായിക്കാം. ഓക്കെ, അടുത്ത വീണ്ടും
assertion, reason type question, statement type question. Assertion: in a particular point defect, an ionic solid is electrically neutral even if few of its cations are missing from its unit cells. കറക്റ്റാണ്. ഏത് പോയിൻ്റ് ഡിഫക്റ്റ് എടുത്താലും അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിലെ ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് നള്ളിഫൈ. ഏത് ഡിഫക്റ്റഡ് ക്രിസ്റ്റൽ എടുത്താലും അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുക. ഫസ്റ്റ് അസേർഷൻ കറക്റ്റാണ്. രണ്ടാമത്തത്, in an ionic solid, Frankel defect arises due to dislocation of cation from its lattice site to interstitial site, maintaining overall neutrality. അതും കറക്റ്റാണ്. ഫ്രങ്കൽ ഡിഫക്റ്റിൽ വരുന്നത് ഇപ്പോൾ ആനിയോണിൻ്റെ സൈസ് വളരെ കൂടുതലാണ്, കാറ്റോണിൻ്റെ സൈസ് കുറവാണ്. ഓക്കെ, ആനിയോൺ സൈസ് കൂടുതൽ, കാറ്റോണിൻ്റെ സൈസ് കുറവ്. അപ്പോൾ ഇവിടെയാണ് ഏത് വരിക? ഫ്രങ്കൽ ഡിഫക്റ്റ് വരിക. ഫ്രങ്കൽ. ഇപ്പോൾ ഇവിടെ പ്രത്യേകത, സൈസ് കുറവുള്ള കാറ്റയോൺ അതിൻ്റെ പൊസിഷൻ തെന്നി മാറി ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് വരിക, അല്ലെങ്കിൽ വോയിഡ് സ്പേസിലേക്ക് വരിക. അപ്പോൾ ഇവിടെ എഴുതാം മൈനസ്. രണ്ടാമത്തെ ചെറിയ കാറ്റയോൺ അതിൻ്റെ പൊസിഷൻ മാറി ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് തള്ളിക്കയറി വരും. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഈ സ്പേസിലേക്ക് എന്ത് വരും? സൈസ് കുറവുള്ള കാറ്റോൺ കയറി വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീസൺ കറക്റ്റാണ്. പക്ഷേ റീസൺ തന്നെയാണോ ശരിക്കുള്ള എക്സ്പ്ലനേഷൻ? പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രങ്കൽ ഡിഫക്റ്റ് മാത്രമല്ല ഉള്ളൂ, ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ട്. കാറ്റയോൺസും ആനിയോൺസും മിസ്സായി പോവുക, ഈക്വൽ നമ്പർ കാറ്റയോൺസും ഈക്വൽ നമ്പർ ആനിയോൺസും മിസ്സായി പോവുക, ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ട്. അതേപോലെ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഉണ്ട്. ഇമ്പ്യൂരിറ്റി കാറ്റയോൺ ക്രിസ്റ്റൽ കാറ്റയോണിനെ ഡിസ്പ്ലേസ് ചെയ്ത് ആ പ്ലേസിലേക്ക് കയറി വരിക, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ഉണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ട്. ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ആകെ പറയുന്നത് ഫ്രങ്കൽ ഡിഫക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റിനെ പറ്റി പറഞ്ഞു, ശരിയാണ്. എന്തുകൊണ്ട് ഷോർട്ട് കീനെ പറ്റി പറഞ്ഞില്ല? എന്തുകൊണ്ട് മെറ്റൽ എക്സസിനെ പറ്റി പറഞ്ഞില്ല? എന്തുകൊണ്ട് ഡെഫിഷ്യൻസി പറ്റി പറഞ്ഞില്ല? എന്തുകൊണ്ട് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിനെ പറ്റി പറഞ്ഞില്ല? അങ്ങനെ പറയേണ്ടിയിരുന്നതല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് നമുക്ക് എഴുതാം? അസേഷൻ കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അസേഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല, മൗനം ഭജിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എന്ത് വരും? അസേഷനും റീസണും കറക്റ്റാണ്, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക. അങ്ങനെ മിണ്ടാതിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ഓപ്ഷൻ എ എന്ന് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അസേഷനും റീസണും കറക്റ്റാണ്, ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. കാരണം മറ്റ് ഡിഫക്റ്റുകളെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ജൽദാസ് മെത്തേഡ്. ഓക്കെ, Jalda's method for the estimation of nitrogen can be used to estimate the amount of nitrogen in which one of the following compound. Jalda's method estimation of nitrogen വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജൽദാസ് മെത്തേഡ്. രണ്ട് മെത്തേഡ് ഉണ്ട്, ഡ്യൂമാസ് മെത്തേഡും ജൽദാസ് മെത്തേഡും. അപ്പോൾ ഈ ജൽദാസ് മെത്തേഡിൽ എല്ലാ നൈട്രജൻ കോമ്പൗണ്ടും എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യില്ല. 3 ടൈപ്പ് കോമ്പൗണ്ട്സ് മാത്രം ജൽദാസ് മെത്തേഡിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെയാണ്? അത് നിങ്ങളുടെ NCERT-യിൽ ഡയറക്റ്റായിട്ട് കിടക്കുന്നതാണ്. ഫസ്റ്റ് വൺ, N�triple-bond-N ഗ്രൂപ്പ്, അതായത് ആസോ ഗ്രൂപ്പ് വരിക. ആസോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജൽദാസ് മെത്തേഡ് വഴി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് NO2 ഗ്രൂപ്പ് വരിക, അതായത് നൈട്രോ ഗ്രൂപ്പ് വരിക. നൈട്രോ ഗ്രൂപ്പ് വന്നാലും അതിൽ നൈട്രജനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ജൽദാസ് മെത്തേഡ് വഴി പറ്റില്ല. മൂന്നാമത്തത് നൈട്രജൻ ഇൻ ദ റിങ്. റിങ്ങിൽ നൈട്രജൻ വരിക. റിങ്ങിൽ നൈട്രജൻ വന്നാലും ജൽദാസ് മെത്തേഡ് വഴി നമുക്ക്
നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. റിങ്ങിൽ നൈട്രജൻ വരിക, അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ബെൻസീൻ റിങ്ങിൽ ഒരു കാർബൺ കളഞ്ഞിട്ട് അതിൽ നൈട്രജൻ വരിക. ദാറ്റ് ഈസ് പിരിഡിൻ. ഓക്കെ, പാസോ ഗ്രൂപ്പ് വരാൻ പാടില്ല, നൈട്രോ ഗ്രൂപ്പ് വരാൻ പാടില്ല, ദെൻ പിരിഡിൻ പോലെയുള്ള കോമ്പൗണ്ടുകൾ വരാൻ പാടില്ല, റിങ്ങിൽ നൈട്രജൻ വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ജൽദാസ് മെത്തേഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് കോമ്പൗണ്ട്. ഏത് കോമ്പൗണ്ടിനെയാണ് ജൽദാസ് മെത്തേഡ് വഴി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, പറ്റാത്തത് ഈ 3 കാര്യങ്ങളാണ്, പറ്റുന്നത് ഏതാണ്? അപ്പോൾ അവിടെ ആദ്യം തന്നെ നോക്കുക, റിങ്ങിൽ നൈട്രജൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. പിന്നെയോ NH2 ഇത് പറ്റും. ദെൻ ആസോ ഗ്രൂപ്പ് നൈട്രജൻ ഡബിൾ ബോണ്ട് ഗ്രൂപ്പ് വന്നു, അപ്പോൾ ഇതും പറ്റില്ല. ദെൻ നൈട്രോ ഗ്രൂപ്പ് വന്നു, ഇതും പറ്റില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആദ്യത്തേത് പറ്റില്ല, റിങ്ങിൽ നൈട്രജൻ. ദെൻ മൂന്നാമത്തേൽ പറ്റില്ല, N ഡബിൾ ബോണ്ട് N ഗ്രൂപ്പ് ആസോ ഗ്രൂപ്പ്. ദെൻ നാലാമത്തേത് പറ്റില്ല, നൈട്രോ ഗ്രൂപ്പ്. അപ്പോൾ ഏതാണ് പറ്റുന്നത്? ഓപ്ഷൻ ബി മാത്രമേ പറ്റത്തുള്ളൂ. ഫോർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അനിലിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബെൻസീൻ റിങ്ങിൽ NH2 വരിക, പ്രൈമറി ആരോമാറ്റിക് അമീൻ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് PV കർവ് റെപ്രസെൻറ്റ്സ് മാക്സിമം വർക്ക് ഡൺ? മാക്സിമം വർക്ക് ഡൺ ഏതിലാണ്? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. വർക്ക് ഡൺ W is equal to എന്താണ്? P into ഡെൽറ്റ വി. ഓക്കെ, P into ഡെൽറ്റ വി. നമുക്ക് പ്ലസ് ഓർ മൈനസ് ഇടാം. എക്സ്പാൻഷൻ വർക്കും വരാം, കംപ്രഷൻ വർക്കും വരാം. അപ്പോൾ ഇതിൽ മാക്സിമം വർക്ക് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കർവുകളുടെ പ്രത്യേകത നോക്കുക. ഫസ്റ്റ് കർവ് ഒരു ക്ലോസ്ഡ് ഫിഗറാണ്, തേർഡ് വണ്ണും ക്ലോസ്ഡ് ഫിഗറാണ്, ഫോർത്ത് വണ്ണും ക്ലോസ്ഡ് ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ഫിഗർ വന്നിട്ടുണ്ടെങ്കിൽ ദ വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് ഫിഗർ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്ലോസ്ഡ് ഫിഗർ. ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്ലോസ്ഡ് ഫിഗർ. ഇനി അതല്ല, ഒരു കർവാണ് തന്നിരിക്കുന്നതെങ്കിൽ ക്ലോസ്ഡ് ഫിഗർ അല്ല, കർവാണ് തന്നിരിക്കുന്നതെങ്കിൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ്. ആ കർവിനടിയിലുള്ള പോർഷൻ്റെ ഏരിയ ആയിരിക്കും വർക്ക് ഡൺ. അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം അതായത് ഓപ്ഷൻ 1, 3, 4, ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ഏതാണ്? ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത് ഏതാണ്? 1 ആണോ 3 ആണോ 4 ആണോ? 4ഉം 3ഉം എടുക്കുക, അത് വളരെ ചെറുതാണ്, ഏരിയ വളരെ ചെറുതാണ്. പിന്നെ ആകെ ഉള്ളത് ഏതാ? 1 ആണ്. 1നാണ് ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത്. ഇനി 1ഉം 2ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1ഉം 2ഉം ഇവിടെ വോളിയം നോക്കുക, കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ഡെൽറ്റ വി കോൺസ്റ്റൻ്റ് വോളിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ദാറ്റ് ഈസ് 0. വർക്ക് ഡൺ അവിടെ 0 വരും. ഓക്കെ, വർക്ക് ഡൺ അവിടെ 0 വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ഉള്ളത്? ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ള ക്ലോസ്ഡ് ഫിഗർ, ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലോസ്ഡ് ഫിഗർ വന്നാൽ ഏരിയ ഓഫ് ക്ലോസ്ഡ് ഫിഗർ, കർവ് വന്നാൽ ഏരിയ അണ്ടർ ദ കർവ്, കർവിനടിയിലുള്ള പോർഷൻ്റെ ഏരിയ. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഡൈ ബോറൈൻ? വീണ്ടും നോട്ട് കറക്റ്റ് മാർക്ക് ചെയ്തോളൂ, നോട്ട് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഡൈബോറൈൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈബോറൈൻ്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. ഡൈബോറൈൻ B2H6 ആണ് സ്ട്രക്ചറൽ ഫോർമുല. ബോറോൺ 2 ബോറോണിൻ്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ, അതിൽ 2 ബോറോണിലല്ല 2 ഇലക്ട്രോൺ 2 ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്തു. ഇനി ബോറോണിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോണും ഉണ്ട്, ഒരു എം ടി ഓർബിറ്റലും ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ഇലക്ട്രോണും ഉണ്ട്, ഒരു എം ടി ഓർബിറ്റൽ. അപ്പോൾ ഈ ബോറോണിൻ്റെ ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഞാനത് ഇവിടെ മാർക്ക് ചെയ്യാം വേറൊരു കളർ. ഓക്കെ, ദെൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹൈഡ്രജൻ ഇരിപ്പുണ്ട്.
ഹൈഡ്രജൻ്റെ വാലൻസ് ഷെല്ലിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്തു? ഹൈഡ്രജൻ്റെ വാലൻസ് ഷെല്ലിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഷെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ബോറോണിലെ ഒരു ഇലക്ട്രോണും ഹൈഡ്രജനിലെ ഒരു ഇലക്ട്രോണും ഷെയർ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഇതിൽ തൊട്ടടുത്ത ബോറോണിൽ ഇലക്ട്രോൺ ഇല്ല. തൊട്ടടുത്ത ബോറോണിൽ ഒരു ഇലക്ട്രോണും ഒരു എം ടി ഓർബിറ്റലും. അപ്പോൾ ഞാനത് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ബോറോണിലെ ഒരു ഇലക്ട്രോൺ, ദെൻ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജനിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് പേരും തമ്മിൽ ഷെയർ ചെയ്തു. ക്ലിയർ ആണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബോറോണിൽ ഒരു ഇലക്ട്രോണും ഉണ്ട്, ഒരു എം ടി ഓർബിറ്റലും ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബോറോണിൽ ഒരു ഇലക്ട്രോണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ചെയ്തു. റൈറ്റ് സൈഡിലുള്ള ബോറോണിൽ ഒരു ഇലക്ട്രോണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ചെയ്തു. ഇനി സംഭവിക്കുന്നത്, റൈറ്റ് സൈഡിലുള്ള ബോറോണിലെ എം ടി ഓർബിറ്റൽ രണ്ടുപേര് ബോണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ബോറോണിലെ എം ടി ഓർബിറ്റൽ എന്ത് ചെയ്യും? എനിക്കും കൂടി താട്ടേന്നും പറഞ്ഞോട്ട് ഒരു കയ്യങ്ങ് നീട്ടും. അപ്പോൾ എന്തായി? 3 പേർക്കും കൂടി 2 ഇലക്ട്രോൺ. ബോറോണ് 2 ഇലക്ട്രോൺ, ലെഫ്റ്റ് സൈഡിലുള്ള ബോറോണ് 2 ഇലക്ട്രോൺ, ഹൈഡ്രജനും 2 ഇലക്ട്രോൺ, റൈറ്റ് സൈഡിലുള്ള ബോറോണ് 2 ഇലക്ട്രോൺ. 3 പേര് ഹാപ്പിയായി. ഇത് തന്നെയാണ് താഴെ സംഭവിക്കുക. ഇവിടെയുള്ള എം ടി ഓർബിറ്റൽ എന്ത് ചെയ്യും? എനിക്കും കൂടി താട്ടെ ചേട്ട എന്നുള്ള രീതിയിൽ ഇവിടെയും ബോണ്ട് ചെയ്യും ആ എം ടി ഓർബിറ്റൽ. അപ്പോൾ എന്തായി?
സൗണ്ട് ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കേൾക്കാം. ഓക്കെ, താങ്ക് യു അമ്മു. ഓക്കെ, അപ്പോൾ സൗണ്ട് പോയത് ഞാൻ ജസ്റ്റ് മിസ്സായിപ്പോയി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ? അതായത് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിലായിരുന്നോ നിങ്ങൾക്ക് സൗണ്ട് പോയത്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഈ ക്വസ്റ്റ്യൻ ആണോ അതോ ഇതിന് തൊട്ട് മുമ്പുള്ള അസിഡിക് ബഫറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നോ നിങ്ങൾക്ക് സൗണ്ട് പോയത്? അതോ ഈ ക്വസ്റ്റ്യൻ ആണോ? പറയാമോ? ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് സൗണ്ട് ഉണ്ടായിരുന്നോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മൂന്നാമത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ആദ്യത്തെ രണ്ടെണ്ണം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാണ്. O2 പ്ലസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് Z എന്ത് വരും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സമ്മേഷൻ Z മൈനസ് C പ്ലസ് A. ഇപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, അറ്റോമിക് നമ്പർ, ഓക്സിജൻ 8 ആണ്, 2 ഓക്സിജൻ 8 + 8. കാറ്റോണിക് ചാർജ് സബ്ട്രാക്ട് ചെയ്യുന്നു, ടോട്ടൽ 15 ഇലക്ട്രോൺസ്. ഓക്കെ, ദെൻ നോക്കുക ഇനി മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ ഓക്സിജൻ σ1s, σ*1s, σ2s, σ*2s. ദെൻ ശ്രദ്ധിക്കുക, ഓക്സിജൻ ആണെങ്കിൽ പിന്നെ ഇവിടെ വരുന്നത് σ2pZ ആണ്. നേരത്തെ കാർബൺ അപ് ടു നൈട്രജൻ വരെ വരുന്ന പോലെയല്ല, σ2pZ ആദ്യം കയറി വരും. അതിനുശേഷം π2px, π2py, then π*2px, π*2py, then σ*2pz. 15 ഇലക്ട്രോൺസ് നമുക്ക് മാർക്ക് ചെയ്യാം. 2, 4, 6, 8, 10. പൈ ഓർബിറ്റൽസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, 11, 12, 13, 14. ദ നെക്സ്റ്റ് വൺ π2pxലേക്ക്, π*2pxലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്താ നോക്കുക, അൺപെയ്ഡ് ഇലക്ട്രോൺസ് വന്നില്ലേ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ദ മോളിക്യൂൾ വിൽ ബി പാരാമാഗ്നറ്റിക്. എല്ലാത്തിലും 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. അപ്പോൾ ഇവിടെ ഏതാ? O2 അയോൺ ഇസ് നോട്ട് ഡയാമാഗ്നറ്റിക്, ഇറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക്. അപ്പോൾ ദ കറക്റ്റ്, നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ 3 ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി എന്ന് കിട്ടി. ഇനി അത് ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ബോണ്ട് ഓർഡർ O2 + O2, O2 - O2, 2 ഇതെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം എടുക്കണം. ബോണ്ട് ഓർഡർ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഡിവൈഡഡ് ബൈ 2. അതായത് സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റൽ ഇലക്ട്രോൺസ് മൈനസ് സ്റ്റാർ ഉള്ള ഓർബിറ്റൽ ഇലക്ട്രോൺ ബൈ 2. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കുക. ഇലക്ട്രോൺസിൻ്റെ എണ്ണം 14 ആണെങ്കിൽ ദ ബോണ്ട് ഓർഡർ വിൽ ബി 3 ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലും താഴെ, അതായത് 15, 16, 17, 18, അതേപോലെ മുകളിൽ 13, 12, 11 ഇതിലുള്ള ഇലക്ട്രോൺസിൻ്റെ ഇത്രയും ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ മുകളിലേക്കും താഴേക്കും 0.5 സബ്ട്രാക്ട് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 15 വന്നാൽ 2.5, 16 വന്നാൽ 2, ദെൻ 17 വന്നാൽ 1.5, 18 വന്നാൽ 1, 13
അപ്പോൾ എന്ത് വരും? സബ്ട്രാക്ട് ചെയ്യുക. 2.5 2 ദെൻ 1.5. സിമ്പിൾ. അപ്പോൾ ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഫോർത്ത് ഓപ്ഷൻ ഓരോന്നിൻ്റെ ഇലക്ട്രോൺസ് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. O2 പ്ലസ്, O2 പ്ലസ്സിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 15. 15 വരുമ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് 2.5. ദെൻ O2, O2ൽ എത്ര വരും? 16. 16 വന്നു കഴിഞ്ഞാൽ 2 വരും. ദെൻ O2 മൈനസ് ഒരു ഇലക്ട്രോണും കൂടി ആഡപ്പ് ചെയ്യണം. അപ്പോൾ 17 വന്നാൽ 1.5. O2 2 മൈനസ്, O2 2 മൈനസ് 18 വരും. 18 വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 1. ഇപ്പോൾ 2.5 2 1.5 ആൻഡ് 1. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും അപ്പോൾ എന്താണ്? കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 3 തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Among the following, which one will have maximum lone pair electron repulsion? ഏറ്റവും കൂടുതൽ ലോൺ പെയർ ഇലക്ട്രോൺ റിപ്പൽഷൻ ആർക്കാണ്? ഏറ്റവും കൂടുതൽ ലോൺ പെയർ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലോൺ പെയർസും ആ മോളിക്യൂളിനാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മോളിക്യൂളിൻ്റെ എന്ത് ചെയ്യുക? സ്ട്രക്ചർ വരച്ച് നോക്കുക. അപ്പോൾ ആദ്യത്തെ IF5 അയഡിൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അത് 5 ഇലക്ട്രോൺസ് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്തു. കാരണം ഫ്ലൂറിൻ്റെ വാലൻസി 1 ആണ്. 5 ഇലക്ട്രോൺസ് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2 ഇലക്ട്രോൺസ്. അതായത് ലോൺ പെയർ ഇസ് ഈക്വൽ ടു 1. ഇനി SF4 ഓക്കെ. SF4 സൾഫറിൻ്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് വരിക. സൾഫർ SF4ൻ്റെ സ്ട്രക്ചർ വരുന്നത് സീസോ സ്ട്രക്ചർ ആയിരിക്കും. സീസോ എന്ന് പറയാൻ നിങ്ങൾ പാർക്കിലൊക്കെ പോകുമ്പോൾ പൊങ്ങും താഴെയും ചെയ്യുന്ന ഒരു ഡിവൈസാണ് സീസോ. 4 ഇലക്ട്രോൺസ് ഫ്ലൂറിനായിട്ട് ബോണ്ട് ചെയ്തു. 2 എണ്ണം അൺബോണ്ടഡ് ആയിട്ട് കിടന്നു. ലോൺ പെയർ അവിടെയും 1 വന്നു. ഓക്കെ, ഇനി XEF2 സെനോണിൻ്റെ വാലൻസിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. കാരണം നോബിൾ ഗ്യാസ് എലമെൻ്റ് ആണ്. 2 ഇലക്ട്രോൺസ് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺസ്. ഇപ്പോൾ ലോൺ പെയർസ് എത്രയാണ്? അൺബോണ്ടഡ് ഇലക്ട്രോൺസ് 3 വരും. ദെൻ CLF3 ക്ലോറിൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അത് 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 7 അതിൽ 3 എണ്ണം ബോണ്ട് ചെയ്തു. ബാക്കി 4 എണ്ണം, ബാക്കി 8 എണ്ണം. അപ്പോൾ എത്ര ലോൺ പെയർ ഇസ് ഈക്വൽ ടു 2 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 7 വരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോൺ പെയർസ് ഉള്ളത് XEF2 സെനോൺ ഫ്ലൂറൈഡിനാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഓപ്ഷൻ 3 XEF2. ഓക്കെ, next question. What mass of 95% of pure calcium carbonate required to neutralize 50 ml 0.5 m HCl solution according to the following reaction? അപ്പോൾ ഈ റിയാക്ഷനിൽ HClൻ്റെ എമൗണ്ട് 50 ml ആൻഡ് 0.5 മോളാർ എന്ന് തന്നിട്ടുണ്ട്. മൊളാരിറ്റി റോ പ്ലേസ് സാറിൻ്റെ കയ്യിൽ നിന്ന് പോയ പോലെ തോന്നുന്നുണ്ട്, പഠിക്കാത്ത പോലെ. ഇതിനെയാണ് ബോട്ടുകൾ എന്ന് പറയുക. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറച്ച് മാന്യമായിട്ട് പെരുമാറുക കേട്ടോ. സാറിൻ്റെ കിളിയൊന്നും പോയിട്ടില്ല. നിങ്ങൾ പഠിക്കുക, നമുക്കും പഠിക്കാം. നിങ്ങൾക്ക് പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ബോട്ടായാലും കപ്പലായാലും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക, കാൽസ്യം കാർബണേറ്റും HClഉം റിയാക്ട് ചെയ്യാണ്. കാൽസ്യം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുകയാണ്. ദെൻ ഇവിടെ 95% കാൽസ്യം കാർബണേറ്റാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര എമൗണ്ട് കാൽസ്യം കാർബണേറ്റാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം തന്നെ കെമിക്കൽ ഇക്വേഷൻ എഴുതാം. കാൽസ്യം കാർബണേറ്റ്
പ്ലസ് 2HCl. ഇറ്റ്സ് ഓക്കെ, ആരുടെ ആയാലും ശ്രദ്ധിക്കാം, നമുക്ക് പഠിക്കാം. ശ്രദ്ധിക്കട്ടെ മക്കളെ. കാൽസ്യം ക്ലോറൈഡ് CO2 plus 2H2O. CaCO3 plus 2HCl gives CaCl2 plus CO2 plus 2H2O. അപ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം മോൾസ് റേഷ്യോ എഴുതുക. മോൾസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. കാൽസ്യം കാർബണേറ്റ് ഇവിടെ 1 മോൾ, and HCl 2 മോൾ, കാൽസ്യം ക്ലോറൈഡ് 1, CO2 1, വാട്ടർ 2. ഓക്കെ, ഇനി നമുക്കിവിടെ ആക്ച്വൽ മോൾസ് എഴുതാം. ആക്ച്വൽ മോൾസ് എന്ന് പറഞ്ഞാൽ മോൾസ് റേഷ്യോ ഇൻറ്റു എ കോമൺ കോൺസ്റ്റൻറ്റ് എക്സ്. 1 ഇൻറ്റു എക്സ്, എക്സ്, ഇവിടെ 2x, ദെൻ എക്സ്, ദെൻ എക്സ്, ദെൻ 2x. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽസ്യം കാർബണേറ്റിൻ്റെ മാസ്സാണ്, അതായത് റിയാക്റ്റഡ് മാസ്. റിയാക്റ്റഡ് മാസ് കണ്ടുപിടിക്കുക. റിയാക്റ്റഡ് മാസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്ത മാസ് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഇവിടെ തന്നിരിക്കുന്നു HClൻ്റെ വോളിയം തന്നിട്ടുണ്ട്, മൊളാരിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കണ്ടുപിടിക്കാം. നമുക്കറിയാം മൊളാരിറ്റി ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ത് കിട്ടും? മൊളാരിറ്റി ഇൻറ്റു വോളിയം. മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി എത്രയാണ്? 0.5 മോളാർ ആൻഡ് വോളിയം 50 ml. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl, മൊളാരിറ്റി 0.5 ആൻഡ് വോളിയം 50 ml ആണ്. 50 ml എന്ത് ചെയ്യണം? അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 520 വരും. ഓക്കെ, 0.5നെ നമുക്ക് എന്ത് ചെയ്താം? 1/2 എന്ന് എഴുതാം അല്ലേ, ഇൻറ്റു 20, ദാറ്റ് ഈസ് 1/40. അപ്പോൾ നമുക്കിവിടെ കിട്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl. ആൻഡ് ഇക്വേഷനിൽ നോക്കുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എന്താ? 2x. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl that is equal to 2x. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് എത്രയാണ് ഇക്വേഷനിൽ നോക്കി? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇസ് x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x is equal to, x എത്ര വരും? 2x എന്ന് പറയുന്നത് 1/40. അപ്പോൾ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? x will be 1/80 വരും. ഓക്കെ, 1/80 ഇൻറ്റു 2 ആണ് എന്ത്? 1/40. അപ്പോൾ നമുക്ക് കാൽസ്യം കാർബണേറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഫോർമുല ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ ഗിവൺ മാസ് എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1/80. മോളിക്കുലാർ മാസ് കാൽസ്യത്തിൻ്റെ അറ്റോമിക് മാസ് 40 വരും, ആൻഡ് കാർബൺ 12 വരും. ദെൻ ഓക്സിജൻ അറ്റോമിക് മാസ് 16 ഇൻറ്റു 3 ദാറ്റ് ഈസ് 48. 48 പ്ലസ് 12 എന്ന് പറയുന്നത് 60 വരും. 60 പ്ലസ് 40 100 വരും. അപ്പോൾ ഇവിടെ 100/80 വരും. ക്യാൻസൽ ചെയ്താൽ 10/8 കിട്ടും. 10/8 ഈസ് 5/4. അപ്പോൾ 5/4 ഗ്രാമാണ് ഈ റിയാക്ഷനിൽ റിയാക്ട് ചെയ്തത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ റിയാക്റ്റഡ് എമൗണ്ട് കാൽസ്യം കാർബണേറ്റ് is equal to 5/4 gram. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ആഡ് ചെയ്ത കാൽസ്യം കാർബണേറ്റിൻ്റെ എമൗണ്ട്. റിയാക്ട് ചെയ്തത് 5/4 ഗ്രാം, ആഡ് ചെയ്തത് എത്രയാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഒരു ഹിൻറ്റും തന്നിട്ടുണ്ട്. 95% പ്യുവർ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് എത്രയാണോ ആഡ് ചെയ്തത് അതിൻ്റെ 95% ആണ് റിയാക്ട് ചെയ്തത്. ആ 95% ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് 5/4 ഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് that is equal to
W എന്ന് എടുക്കാം, അതായത് ആഡഡ് ആണ്. ഇനി എന്താ, മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് W. ഈ W ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡബ്ല്യുവിൻ്റെ 95% ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. 95% റിയാക്ട് ചെയ്യും. ആ എമൗണ്ടാണ് എത്ര? 5/4 ഗ്രാം. അങ്ങനെയാണെങ്കിൽ W എത്ര? എന്ത് ചെയ്യാം, ഡബ്ല്യുവിനെ ഇവിടെ നിർത്താം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 5/4, ദെൻ 100 ഇവിടേക്ക് പോവും, ബാക്കി ഇവിടെ 95. ഓക്കെ, ഇനി 100/4 ഇവിടെ എത്ര വരും? 25. ആൻഡ് 95ഉം 5ഉം നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 19 വരും. 25/19, 25/19 നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കണ്ടുപിടിക്കാം. 25/19 1 വരും, 19, ദെൻ 6 വരും. ഓക്കെ, ദെൻ പോയിൻറ്റ് ഇവിടെ 60. ദെൻ ഇവിടെ ആൻസർ ഇപ്പം നമുക്ക് ഒരുവിധം റെഡിയായി. അപ്പോൾ ആൻസർ എത്രയാണ്? 1 പോയിൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ 3 അല്ല. 1.3 ആകാം, 1.2 ആകാം. ഏതാ വരാം? 19 × 2 അല്ലെങ്കിൽ 19 × 3. 60ൽ എത്ര 19 ഉണ്ടാവും? 60ൽ എത്ര 19? ദാറ്റ് വിൽ ബി 319. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. 1.32 gram is the correct answer. അപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ? കാൽസ്യം കാർബണേറ്റ് HCl റിയാക്ട് ചെയ്ത് HClൻ്റെ മൊളാരിറ്റിയും തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. ദെൻ പറഞ്ഞിരിക്കുന്നു എത്രയാണ് കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്തത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് റിയാക്റ്റഡ് എമൗണ്ട് കണ്ടുപിടിച്ചു. റിയാക്റ്റഡ് എമൗണ്ട് അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആഡഡ് എമൗണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഹിൻറ്റ് തന്നിരിക്കുന്നു. ആഡഡ് എമൗണ്ടിൻ്റെ 95% പ്യുവർ എന്ന് പറഞ്ഞാൽ 95% ആണ് റിയാക്റ്റീവ്. റിയാക്റ്റഡ് എമൗണ്ട് 5/4 കിട്ടി. അത് ആഡഡ് എമൗണ്ടിൻ്റെ 95% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1.32. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണേ ചോദിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 1 2 ചോദിക്കത്തുള്ളൂ. 2 ചോദിക്കാറില്ല, ചിലപ്പോൾ ഒരെണ്ണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. പക്ഷേ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. തുടക്കം തന്നെ ചെയ്ത് പോകരുത്. ഓക്കെ, തുടക്കം തന്നെ ആദ്യത്തെ ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് പൊട്ടാസ്യം ഇൻ KO2 is +4. നമുക്കറിയാം ഗ്രൂപ്പ് 1 മെറ്റൽ ആണെങ്കിൽ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് ഓൾവേസ് +1. ഗ്രൂപ്പ് 1 മെറ്റൽ ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് +1. ആൻഡ് ഗ്രൂപ്പ് 2 മെറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 എലമെൻ്റ് ആണെങ്കിൽ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ഓർ എലമെൻറ്റ് ഈസ് ഓൾവേസ് +2. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് പൊട്ടാസ്യം ഇൻ KO2. പൊട്ടാസ്യം ഇൻ KO2 is +4 അല്ല, എത്രയാണ് വരേണ്ടത്? ദാറ്റ് വിൽ ബി +1. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഈസ് എ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മുടെ ആൻസറായി. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കാം. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽ ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് കറക്റ്റ്. ലിഥിയം ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എമംഗ് ദ ആൽക്കലി മെറ്റൽസ്. അതും കറക്റ്റ് തന്നെയാണ്, ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉള്ളതുകൊണ്ട്. Alkali metals react with water to form their hydroxide. Yes, hydroxide ഹൈഡ്രജനും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റാണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓപ്ഷൻ 1. Then the next question, gadolinium has low value of third ionization enthalpy because of gadolinium GD atomic number എന്ന് പറയുന്നത് 64 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s7 5d1 6s2 വരും. 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4f ഓർബിറ്റിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കും. അപ്പോൾ 4 5 1 2 3 4 5 6 7 4fൽ ഹാഫ് ഫിൽഡ് ആയിരിക്കും. ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിയാൽ എന്ത് കൂടും? എക്സ്ചേഞ്ച് ഓഫ് പൊസിഷൻ കൂടും. അതായത് 1ന് 2ലേക്ക് 3 4 5 6 7 ഇങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് എനർജി കൂടും. എക്സ്ചേഞ്ച് എനർജി കൂടുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുക? ഗാഡോലിനിയത്തിന് ലോ വാല്യൂ ഓഫ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ 1, ഹൈ എക്സ്ചേഞ്ച് എൻതാൽപ്പി ഓർ ഹൈ എക്സ്ചേഞ്ച് എനർജി.
കൂടുതൽ ഹാഫ് ഫിൽഡ് ആയി കഴിഞ്ഞാൽ കൂടുതൽ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാം, അപ്പോൾ കൂടുതൽ എനർജി റിലീസ് ആകും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഗിവൺ ഗ്രാഫ് ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് കൈനറ്റിക്സ് ഓഫ് എ റിയാക്ഷൻ. ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത y is a constant എന്നുള്ള ഗ്രാഫാണ്. y is equal to a constant. y is equal to a constant എന്നുള്ള ഗ്രാഫാണെങ്കിൽ അതെന്തായിരിക്കും? എക്സിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എക്സിന് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ y എക്സിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എക്സ് എത്ര വേരി ചെയ്താലും y കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നത് സീറോ ഓർഡറിലും എത്രയാണ്, ഫസ്റ്റ് ഓർഡറിലും എത്രയാണ്. അപ്പോൾ സീറോ ഓർഡറിൽ നോക്കാം, ഏതാണ് വൈയും എക്സും എടുത്താൽ എക്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരിക. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ, ഒരു സിമ്പിൾ റിയാക്ഷൻ. ആർ ഗീവ്സ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് വരും? ആർ ഈസ് ഈക്വൽ ടു കെ കോൺസെൻട്രേഷൻ ഓഫ് ആർ റൈസ് ടു 0 അല്ലേ? അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ആർ ഈസ് ഈക്വൽ ടു കെ, ആർ ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ ഇവിടെ സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സും വൈയും എന്തായിരിക്കും? വൈ നമുക്കിവിടെ റേറ്റ് എന്ന് എഴുതാം, ആൻഡ് എക്സ് എന്തായിരിക്കും? എക്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വന്നേക്കണം? ഇൻഡിപെൻഡൻ്റ് ഓൺ കോൺസെൻട്രേഷൻ. അപ്പോൾ ദാറ്റ്ഫോർ ഇറ്റ് ഇസ് കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ സീറോ ഓർഡറിൻ്റെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരും. ഓക്കെ, അപ്പോൾ സീറോ ഓർഡറിൽ വൈ റേറ്റ് ആയിട്ട് വരും, എക്സ് കോൺസെൻട്രേഷൻ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു y is equal to a constant ഗ്രാഫ് വരും. ഓക്കെ, ഇനി ഫസ്റ്റ് ഓർഡറിൽ വരികയാണെങ്കിലോ, ഫസ്റ്റ് ഓർഡർ ആർ ഈസ് ഈക്വൽ ടു കെ കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ് വരും. റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷണലാണ്, കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ എഴുതാൻ പറ്റില്ല. പിന്നെ ആകെ എഴുതാൻ പറ്റുന്ന ഏതാ? ടി ഹാഫ് ഇക്വേഷൻ. ടി ഹാഫ് ഇസ് 0.693 ബൈ കെ എന്ന് പറഞ്ഞാൽ ടി ഹാഫും കോൺസെൻട്രേഷനും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, കാരണം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ വരുമ്പോൾ വൈ എന്ത് ചെയ്താൽ ടി ഹാഫ് എഴുതാം, എക്സ് കോൺസെൻട്രേഷൻ എഴുതാം. അപ്പോൾ അത് വൈ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ള ഗ്രാഫിലേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഇത് വരും. ഫോർ സീറോ ഓർഡർ വൈ റേറ്റ് എക്സ് കോൺസെൻട്രേഷൻ, ഫസ്റ്റ് ഓർഡർ വൈ ടി ഹാഫ് എക്സ് കോൺസെൻട്രേഷൻ. സിമ്പിൾ. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഇസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? മാർക്ക് ചെയ്തോളുക. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് കെമിക്കൽ കാറ്റലിസ്റ്റ് enzymes reduce the activation energy of bioprocess. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ എല്ലാ ബയോളജിക്കൽ കാറ്റലിസ്റ്റും എന്ത് ചെയ്യും? ആക്ടിവേഷൻ എനർജീനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എൻസൈംസ് ആർ പോളിസാക്കറൈഡ്സ്. എൻസൈംസ് കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും അല്ല. എൻസൈംസ് ആർ പ്രോട്ടീൻസ് ആണ് എൻസൈംസ്. Therefore, second statement is the incorrect one. And enzymes are very specific for a particular reaction. എല്ലാ കാറ്റലിസ്റ്റും സ്പെസിഫിക് ആണ്. ഒരു റിയാക്ഷനിൽ ഒരു ടൈപ്പ് എൻസൈമേ കൊടുക്കാൻ പറ്റൂ, വേറെ ടൈപ്പ് എൻസൈം കൊടുക്കാൻ പറ്റില്ല. കറക്റ്റാണ്. എൻസൈംസ് ആർ ബയോ കാറ്റലിസ്റ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. The next question. All the 5 4D orbitals have shapes similar to the respective 3D orbitals. 4D ആയാലും 3D ആയാലും അതിൻ്റെ ഷേപ്പ് എല്ലാം സിമിലറാണ്. അതായത് ആദ്യത്തെ 4 ഡബിൾ ഡംബൽ വരും, 5-ാമത്തേതിൻ്റെ ഡംബലും ഒരു റിങ്ങും വരും. അത് 4Dയുടെയും 3Dയുടെയും സെയിം ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഇസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓക്കെ. Then in an atom, all the 5 3D orbitals are equal in energy in free state. എല്ലാ 3D ഓർബിറ്റൽസിനും ഈക്വൽ എനർജിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിത് ഒരുമിച്ച് വയ്ക്കാൻ പറ്റുന്നത്. അതിനെയാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുക. ഫ്രീ സ്റ്റേറ്റ് ഒരു ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകും. T2G ഓർബിറ്റലും EG ഓർബിറ്റലും വരും. ഓക്കെ, ഫ്രീ സ്റ്റേറ്റിൽ ഡീജനറേറ്റ് ആണ്, എല്ലാത്തിൻ്റെയും സെയിം എനർജിയാണ്. കറക്റ്റാണ്. Then shapes of dxy, dyz, dxz orbitals are similar to each other, and dx square minus y square and dz square are similar to each other. Allah. dxy, yz, dzx correct ആണ്, ഡബിൾ ഡംബൽ ആണ്.
ബട്ട് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെയും ഡി ഇസഡ് സ്ക്വയറിൻ്റെയും ഷേപ്പ് സിമിലർ അല്ല. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എങ്ങനെ വരും? എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയിലൂടെ ഡബിൾ ഡംബൽ. ഡി ഇസഡ് സ്ക്വയർ എങ്ങനെ വരും? ഇസഡ് ആക്സിസിൽ ഡംബൽ വരും ആൻഡ് എക്സ് ആൻഡ് വൈ ആക്സിസിൽ ഒരു റിങ് വരും. രണ്ടിൻ്റെ ഷേപ്പ് സിമിലർ അല്ല. അപ്പോൾ ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓപ്ഷൻ 3 വരും. ഓക്കെ. നെക്സ്റ്റ് വൺ, all the 5 5d orbitals are different in size when compared to respective 4d orbitals. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞത് ഏത് ഷേപ്പാണ് അല്ലെങ്കിൽ ഏത് മോഡലാണ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് സൈസാണ്. സൈസ് എത്ര വലുതാണ് എത്ര ചെറുതാണ്. അത് രണ്ടിൻ്റെയും സെയിം ആയിരിക്കില്ല. കാരണം ഓരോ ഓർബിറ്റൽസിന് എന്ത് വരും? നോഡ്സ് വരും. 2 ടൈപ്പ് നോഡാണുള്ളത്. സ്ഫിറിക്കൽ നോഡ് ഉണ്ട്. സ്ഫിറിക്കൽ നോഡിൻ്റെ ഫോർമുല n-l-1. ദെൻ ആംഗുലർ നോഡ് ഉണ്ട്. ആംഗുലർ നോഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ. ടോട്ടൽ നോഡ് എന്ന് പറയുമ്പോൾ n-1 വരും. ഈ നോഡ് കൂടുന്തോറും അതിൻ്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൈസ് നമുക്ക് സിമിലർ ആണെന്ന് പറയാൻ പറ്റില്ല, ഷേപ്പ് സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ 4th സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണം? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Incorrect statement is the last one. Sorry, third one. Third one is the correct answer. Okay. Next one. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given below are half cells reaction. EMN2 plus EMN of or minus is minus 1.510 volt. ആൻഡ് ഓക്സിജൻ്റെ റിയാക്ഷനും തന്നിട്ടുണ്ട്, അതിൻ്റെ പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ will the permanganate ion Mn of or minus liberate oxygen from water in the presence of an acid? അപ്പോൾ ഈ റിയാക്ഷൻ പോസിബിൾ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ ഓക്സിജൻ -2, മാംഗനീസ് +7 വരും, മാംഗനീസിൻ്റെ +2. അപ്പോൾ മാംഗനീസിന് എന്താ സംഭവിക്കുക? ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് റിഡക്ഷൻ. ഓക്കെ. ഇനി ഓക്സിജൻ ഇവിടെ നോക്കുക. ഓക്സിജൻ ഫ്രീ സ്റ്റേറ്റ് 0, ഇവിടെ -2. സോറി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ ഏതാണ്? ഇത് റിഡക്ഷനാണ്. ഓക്കെ. ദെൻ Mn2 പ്ലസ് ബാർ Mn ഓഫ് ഓർ മൈനസ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യലാണ് തന്നിരിക്കുന്നത്. അതായത് 2-ൽ നിന്ന് 7-ലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യലാണോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. 2-ൽ നിന്ന് 7-ലേക്ക് പോയാൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ ഏതാ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? സെൽ പൊട്ടൻഷ്യൽ എഴുതുക. ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. കാഥോഡിൽ ഏത് റിയാക്ഷനാണ് നടക്കുക? കാഥോഡിൽ റിഡക്ഷൻ. ആനോഡിൽ ഏതാ നടക്കുക? ഓക്സിഡേഷൻ. ഓക്കെ. ദെൻ രണ്ടിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. റിഡക്ഷൻ നോക്കുക. എവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത് നോക്കുക മാംഗനീസിനാണ്. റിയാക്ഷനിൽ റിഡക്ഷൻ നടക്കുന്നത് മാംഗനീസിനാണ്. അപ്പോൾ മാംഗനീസിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് സെയിം. ഇപ്പോൾ ഇവിടെ മൈനസാണ്, ഇപ്പോൾ ഇവിടെ എഴുതാം +1.510 മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ എന്ന് നോക്കുക. ഇവിടെ നോക്കുക, O2 0-ൽ നിന്ന് -2-ലേക്ക് പോയി, റിഡക്ഷനാണ്. അപ്പോൾ തന്നിരിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. 1.223 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 0.287 വരും. ഓക്കെ. അപ്പോൾ ഈസൽ എന്താണ്? ഈസൽ ഇസ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ പോസിബിളാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഏതെടുക്കാം? ദാറ്റ് ഈസ് യെസ്, ബിക്കോസ് E0 സെൽ 0.287 വോൾട്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ലിഥിയം സാധാരണ ഇലക്ട്രോ കെമിക്കൽ സെൽസിലാണ് യൂസ് ചെയ്യുന്നത്. ലിഥിയം ബാറ്ററീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെൽ യൂസ് ചെയ്യാം. സോഡിയം
ഹീറ്റ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഉണ്ട് സോഡിയത്തിന്. കൂളൻ്റ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യാം സോഡിയം. ആൻഡ് കെ ഓയിൽസ് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം കാർബണേറ്റ് ഫോം ചെയ്യും ആൻഡ് ഫോളോഡ് ബൈ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ സി എസിന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉള്ള കാരണം ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? A2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. A2, B3 and C1, D4. Yes, correct. Okay. And next question. That is, acidic strength of monosubstituted nitrophenol is higher than phenol because of electron withdrawing group. അതായത് ഫീനോൾ എഴുതാം. ഇതാണ് ഫീനോൾ. ഈ ഫീനോളിൽ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പ്, അതായത് നൈട്രോ ഗ്രൂപ്പ് വരെ, അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ഓക്കെ, അതായത് റെസൊണൻസ് ഇഫക്റ്റ് മൂലം ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ് നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് ചാർജിന് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? വലിച്ചെടുക്കും. അപ്പോൾ അത് മോർ സ്റ്റേബിളായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഓർത്തോ നൈട്രോഫീനോൾ, മെറ്റാ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ വിൽ ഹാവ് സെയിം അസിഡിക് സ്ട്രെങ്ത്. സെയിം അസിഡിക് സ്ട്രെങ്ത് ആണ് ഇത് മൂന്നിനും വരിക. അല്ല, സെയിം അസിഡിക് സ്ട്രെങ്ത് അല്ല വരിക. ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് വരുന്നത് പാരയ്ക്കാണ്, അതിനുശേഷം ഓർത്തോ, അതിനുശേഷം മെറ്റ. ആ നെഗറ്റീവ് ചാർജ് വരുന്ന പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വന്നാലേ മോർ അസിഡിക് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന പാര, ദെൻ ഓർത്തോ, ദെൻ മെറ്റ. അതിൻ്റെ pKa വാല്യൂ വെച്ച് പറയുകയാണെങ്കിൽ pKa വാല്യൂ പാരയാണെങ്കിൽ 7.1, ഓർത്തോ 7.2 ആൻഡ് മെറ്റസ് 8.3 ആണ് pKa വാല്യൂ. ആൻഡ് pKa വാല്യൂ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു acidic strength. ഓക്കെ, ഓൾമോസ്റ്റ് ഈക്വൽ ആണ് പാരയും ഓർത്തോയും, പക്ഷേ ഇതിനേക്കാൾ കുറവാണ് മെറ്റയുടെ വരിക. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏത് വരും? സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റാണ്. ഓക്കെ, and next one, the pollution due to oxides of sulfur gets enhanced due to the presence of particular matter, ozone, hydrocarbons, hydrogen peroxide. ഇപ്പോൾ ഇവിടെ സൾഫറിൻ്റെ ഓക്സൈഡ് ഫോർ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ സൾഫർ ഡയോക്സൈഡ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ മാറ്ററിൻ്റെ പ്രസൻസിൽ, അതായത് ഓക്സിജൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ പർട്ടിക്കുലർ മാറ്റർ കറക്റ്റാണ്. ഓക്സൈഡ്സ് ഓഫ് സൾഫറുമായിട്ട് റിയാക്ട് ചെയ്യും. ഇനി സെക്കൻഡ് വൺ, ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യും. സൾഫർ ഡയോക്സൈഡ് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്താൽ ഓസോൺ ഡൈ ഓക്സിജനും നെയ്സൻ്റ് ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ O3 O2ഉം ഓയുമായിട്ട് സ്പ്ലിറ്റ് ആവും. ഇതിൽ O എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവാണ്, അതായത് നെയ്സൻ്റ് ഓക്സിജൻ. അത് SO2മായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ SO3 ഉണ്ടാവും, ബാക്കി വരുന്നത് O2, അതായത് O3 O2 പ്ലസ് നെയ്സൻ്റ് ഓക്സിജനാണ്. ദെൻ ഹൈഡ്രോ കാർബണുമായിട്ട് ഇവിടെ റിയാക്ഷൻ നടക്കില്ല. പിന്നെ ആകെ ഉള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. SO2 ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ SO2 H2O2മായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ കിട്ടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ അവിടെ ഏതൊക്കെ റിയാക്ഷൻ നടക്കും? പർട്ടിക്കുലർ മാറ്ററായിട്ട് നടക്കും, ഓസോണായിട്ട് നടക്കും, ഹൈഡ്രജൻ പെറോക്സൈഡായിട്ട് നടക്കും. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഏത് വരും? A വരും, B വരും, C വരില്ല, D വരും. അതായത് ABD വരുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോവിങ്. The correct IUPAC name of the following compounds. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഓരോ ജംഗ്ഷനിലും എന്ത് ചെയ്യുക? കാർബൺ അങ്ങ് മാർക്ക് ചെയ്യുക. ഓരോ ജംഗ്ഷനിലും കാർബൺ മാർക്ക് ചെയ്യുക.
റിമൈനിങ് വാലൻസീസിൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ കാർബണിലേക്ക് 2 ബോണ്ട്, അപ്പോൾ ഇവിടെ CH2, ഇവിടെയും 2 CH2, ഇവിടെ CH. ഇപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ CH, ഇവിടെ ഒരു കാർബൺ ഉണ്ട് CH3, 3 CH, ഇവിടെ CH3. ഓക്കെ, ദെൻ നെയിം ചെയ്യുമ്പോൾ എന്ത് വേണം? ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കണം, മാക്സിമം സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വേണം. ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഹയസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോൾ ഇവിടെ OH ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് നമ്പർ ചെയ്യണം, ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? നമ്പർ ചെയ്യേണ്ടത് ലെഫ്റ്റിൽ നിന്നായിരിക്കണം. അപ്പോൾ ഇവിടെ 1 2 3 4 5 6. ഓക്കെ, ഇനി നെയിം ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം സബ്സ്റ്റിറ്റ്യൂവൻറ്റ് മാർക്ക് ചെയ്യാൻ. ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്? ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, മീത്തൈൽ ഉണ്ട്. ക്ലോറിൻ, ബ്രോമിൻ, മീത്തൈൽ. ആദ്യം വരുന്ന ഏതാ? ബ്രോമിൻ. ബി ആണ് ആദ്യം വരിക. ബി എത്രയിലാണ് വരിക? 1ൽ. അപ്പോൾ 1 ബ്രോമോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 ബ്രോമോ. ഇനി അടുത്തത് ക്ലോറോ മീത്തൈൽ. ഇനി അടുത്ത ഏതാ വരിക? ക്ലോറോ ആണ്, സി ആണ് വരിക. അപ്പോൾ 5 ക്ലോറോ. ഓക്കെ, ഇനി അടുത്തത് ഏതാ വരിക? മീത്തൈൽ. മീത്തൈൽ ഏതിലാണ് വരിക? 4 പൊസിഷനിലാണ് മീത്തൈൽ വരിക, 4 മീത്തൈൽ. ഓക്കെ, ഇനി റൂട്ട് വേർഡ് 6 കാർബൺ, ഹെക്സ്, എല്ലാം സിംഗിൾ ബോണ്ട്, AN. ദെൻ OH ഇതിലാണ് വരിക, തേർഡ് കാർബണിലാണ് OH വരിക. ഓക്കെ, അപ്പോൾ അവിടെ ലോക്കൻ്റ് എഴുതാം, ഹെക്സ് 3, ദെൻ ഓൾ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ലാസ്റ്റ് ഓപ്ഷൻ 1 ബ്രോമോ 5 ക്ലോറോ 4 മീത്തൈൽ ഹെക്സാൻ 3 ഓൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം ഫോമുലാസ് ബുക്ക്ലെറ്റ്സും അല്ലെങ്കിൽ ഫോമുലാസ് ഇതൊക്കെ കൃത്യമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. മാർക്ക് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് വരാൻ പറ്റും. അതുപോലെ പീരിയോഡിക് ടേബിൾ, അതിൻ്റെ എലമെൻസിൻ്റെ ഓർഡർ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ഓടിച്ച് നോക്കുക. അതുപോലെ അറ്റോമിക് നമ്പർ ഒന്ന് ഓടിച്ച് നോക്കുക. നെയിം റിയാക്ഷൻസ് നിങ്ങൾക്ക് പറ്റുന്ന നെയിം റിയാക്ഷൻസ് എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് നോക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്കിലേക്ക് കെമിസ്ട്രി സ്കോർ ചെയ്യാൻ പറ്റും. NCERT തന്നെ ഒരു വിധം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ NCERT നിങ്ങൾക്ക് ഒരു വിധം തരാണെങ്കിൽ മിനിമം നിങ്ങൾക്കൊരു 120+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ ഇനി അടുത്ത ബയോളജി ക്ലാസ് വരും. ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി ബയോളജി ക്ലാസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നീറ്റ് എക്സാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ, അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.